നമ്മുടെ സംവാദം സമയബന്ധിതമായി തന്നെ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഒന്ന്, ബാഡ്ജ് ധരിക്കാത്ത ആരും ഹാളിനുള്ളിൽ പ്രവേശിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ബാഡ്ജ് ധരിച്ച് ഹാളിനുള്ളിൽ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്, നമ്മുടെ ഈ സംവാദം സമയബന്ധിതമായി തീർക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എല്ലാവരും ആ വിധത്തിൽ സഹകരിക്കണം. അടുത്തത്, നമ്മുടെ ഇതിന് മോഡറേറ്ററായിട്ട് നമ്മൾ നിശ്ചയിച്ചിരുന്ന ശ്രീ മെഹറൂഫ് എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തോ മോഡറേറ്റർ സ്ഥാനത്തു നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രസിഡന്റ് തന്നെ, അധ്യക്ഷൻ തന്നെ ആയിരിക്കും സംവാദം നിയന്ത്രിക്കുക എന്നറിയിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രധാന അതിഥികൾ ശ്രീ എം അക്ബർ, ശ്രീ എ ജബ്ബാർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഇതിൻ്റെ അധ്യക്ഷനായി യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അനിൽകുമാറിനെയും ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മളുടെ സംവാദ പരിപാടി ആരംഭിക്കുകയാണ്. ഔപചാരികമായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജഗോപാൽ വാകത്താനത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ചരിത്രപരമാകാവുന്ന ഒരു സംവാദമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ആശയരംഗത്ത് വലിയ ഒരു പ്രചാരണം നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പരസ്പരം ആശയപരമായ ഒരു സംവാദത്തിലേക്ക് നമ്മളെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. യുക്തിവാദികളെ സംബന്ധിച്ച് പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം, യുക്തിവാദികൾ മതവിശ്വാസികൾക്കെതിരാണ് എന്നുണ്ട്. സത്യത്തിൽ അതല്ല. യുക്തിവാദികൾ മതത്തിനെതിരാണ്, മതവിശ്വാസികൾക്കെതിരല്ല. മതത്തിൻ്റെ സിദ്ധാന്തങ്ങളെ ആശയപരമായി പ്രതിരോധിക്കുന്നതിനപ്പുറത്തേക്ക് യുക്തിവാദികൾ മതവിശ്വാസികൾക്ക് ഒരിക്കലും എതിരല്ല. അതുകൊണ്ടാണല്ലോ ഇത്തരം സംവാദങ്ങൾ നമുക്ക് വേണ്ടി വരുന്നത്. മാത്രമല്ല, ഇന്ത്യയെ പോലെ ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു മതം അതിൻ്റെ ആധിപത്യത്തിന് വേണ്ടി ശ്രമം നടത്തുക എന്നത് ജനാധിപത്യത്തെ അത്യന്തം അപകടകരമാക്കും. ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് പറയുന്ന പേരിനെങ്കിലുമുള്ള ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് അപകടകരമാകും എന്നതാണ് യുക്തിവാദികൾ എടുക്കുന്ന നിലപാട്. മതവിരുദ്ധരാണ് യുക്തിവാദികളെങ്കിലും മതേതരത്വം അതിൻ്റെ ഒരു സിദ്ധാന്തമായി യുക്തിവാദി പ്രസ്ഥാനം അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ യാതൊരു കാരണവശാലും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആധിപത്യം ചെലുത്താൻ പാടില്ല എന്നതാണ്. അത് ജനാധിപത്യത്തിന് ഭീഷണകരമാകും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് യുക്തിവാദികളെ സംബന്ധിച്ച് എക്കാലത്തെയും ഞങ്ങളുടെ നിലപാട് മാലീസ് ടുവേഴ്സ് നൺ, ആരോടും വിദ്വേഷമില്ലാതെ എന്ന നിലപാടാണ് യുക്തിവാദി സംഘം എക്കാലത്ത് എടുക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും മതവിശ്വാസികളോടോ അല്ല മതവാദികളോടോ പ്രത്യേകമായ ഒരു വിയോജിപ്പ് നമുക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിലില്ല. മറിച്ച് അവരുടെ വിശ്വാസങ്ങളോട് മാത്രമാണ് നമുക്ക് വിയോജിപ്പുള്ളത് എന്ന് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്ന് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ സംബന്ധിച്ച് വലിയ ഒരു ചരിത്രമായി മാറാൻ പോകുന്ന ഈ സംവാദത്തിൻ്റെ മുഖ്യ പങ്കാളികൾ രണ്ടുപേരാരാ നിങ്ങൾക്കറിയാം. ഒന്ന് ശ്രീ എം അക്ബർ. അദ്ദേഹത്തെയോ അല്ലെ എ ജബ്ബാറിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു ഔപചാരികതയുടെ പേരിൽ ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയും സംവാദത്തിന് യഥാസമയത്തിന് എത്തിച്ചേരുകയും ചെയ്ത ശ്രീ എം അക്ബറോടുള്ള ആദരവും സ്നേഹവും ഈ വേദിയിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ സൗഹാർദ്ദപരമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ തന്നെ ഒരു സഹജീവിയായിട്ടുള്ള എ ജബ്ബാർ, അദ്ദേഹത്തിനും പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ സംവാദത്തിൻ്റെ അധ്യക്ഷൻ കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ്. അദ്ദേഹത്തിനും പ്രത്യേകിച്ച് ആമുഖമൊന്നും വേണ്ട. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ പ്രതിനിധികളെയും സ്നേഹഭാഷയിൽ അല്ലെങ്കിൽ സ്നേഹാർജവത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സംവാദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട്
കേരള യുക്തിവാദ സംഘത്തിൻ്റെ വേദിയിലേക്ക് ഇതുപോലൊരു സാംസ്കാരിക സംവാദത്തിന് തയ്യാറായി എത്തിച്ചേർന്ന ശ്രീ എം അക്ബറിനെയും ശ്രീ എ ജബ്ബാറിനെയും കേരള യുക്തിവാദ സംഘത്തിൻ്റെ സംസ്ഥാന സമിതിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നമ്മൾക്കറിയാം, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ഉൽപ്പന്നമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ബാലാവകാശങ്ങളും സ്ത്രീ സമത്വവും സാമൂഹ്യനീതിയും എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭരണഘടനയ്ക്ക് അതിൻ്റെ സെക്കുലർ സ്വഭാവം നഷ്ടപ്പെട്ടാൽ ഈ പറയുന്ന ഒരു നീതിയും സമൂഹത്തിലുണ്ടാകുകയില്ല. നമുക്കറിയാം, ലോകത്തിൽ ജനാധിപത്യം വളർന്നത് അല്ലെങ്കിൽ സ്ഥാപിതമായത് മതത്തിനെതിരായിട്ടുള്ള സമരത്തിലൂടെയാണ്. ജനാധിപത്യത്തെ ഒരു മതവും പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പോലും അംഗീകരിക്കുന്നില്ല. ഇന്ന് ലോകത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വിജയപ്രദമായിട്ടുള്ള ഭരണ സംവിധാനമാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൻ്റെ കൂടെ സെക്കുലറിസവും സോഷ്യലിസവും ചേർന്നുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രസിയാണ് നമ്മളുടെ സമൂഹത്തിന് ഏറ്റവും ഉദാത്തമായത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാവർക്കും യുക്തിവാദികളെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളാണുള്ളത്. കേവല നിരീശ്വരവാദികളെന്നും സാങ്കേതികവാദികളെന്നുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ അധികം കേൾക്കാറുണ്ട്. പക്ഷേ യുക്തിവാദം എന്നാൽ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാമൂഹ്യ പദ്ധതിയാണ്. ഇന്ന് യുക്തിവാദത്തിൻ്റെ പേര് തന്നെ വിദേശ രാജ്യങ്ങളിൽ ഹ്യൂമനിസമായിട്ട് മാറിയിരിക്കുന്നു. കേരള യുക്തിവാദ സംഘം അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനായ ഇൻ്റർനാഷണൽ ഹ്യൂമനിസ്റ്റ് ആൻഡ് എത്തിക്കൽ യൂണിയൻ, അതിൻ്റെ പേരിൽ തന്നെ ഹ്യൂമനിസം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിൽ 42ാം ഭേദഗതിയിലൂടെ എഴുതി ചേർത്ത 51A എന്ന അനുച്ഛേദം, അത് ഒരു പൗരൻ്റെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, മൗലിക ധർമ്മത്തെക്കുറിച്ചാണ്. അതിനകത്ത് എച്ച് എന്ന അനുച്ഛേദം പറയുന്നത്, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. എന്തെന്നാൽ ശാസ്ത്ര അവബോധവും മാനവികതയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതിജ്ഞ ഇന്ത്യൻ പൗരന്മാർ എടുക്കേണ്ടതുണ്ട്. ശാസ്ത്രത്തിലുള്ള അറിവും ശാസ്ത്രത്തിലുള്ള അവബോധവും രണ്ടാണ്. നമ്മൾക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക ഏജൻസിയായ ISROയുടെ ചെയർമാൻമാരൊക്കെ തന്നെ ഗുരുവായൂരിലൊക്കെ പോയിട്ട് തുലാഭാരം ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഗണപതി ഹോമം നടത്തുമ്പോൾ അവർ ഇന്ത്യൻ ഭരണഘടന ഉദ്ഘോഷിക്കുന്ന ശാസ്ത്ര അവബോധം എന്ന് പറയുന്ന കർത്തവ്യത്തിന് എതിരായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിൽ, കേരളത്തിൽ ഇത് പറയുവാൻ കേരളത്തിൽ മുഖ്യധാര സാംസ്കാരിക പ്രവർത്തകർ പോലും തയ്യാറല്ല എന്നുള്ള വലിയ പരിതാപകരമായ അവസ്ഥയും കൂടിയുണ്ട്. ആ സാഹചര്യത്തിലാണ് കേരള യുക്തിവാദ സംഘത്തിൻ്റെ ഭരണഘടനയിൽ നമ്മളുടെ ആർട്ടിക്കിൾ 51AH അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കേരള യുക്തിവാദ സംഘം സ്ഥാപിതമായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ യുക്തിവാദികൾ നിലനിൽക്കുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹം, അത് സമാധാനത്തോടുകൂടി ഇന്ത്യയിൽ ഉണ്ടാകണം, കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് മതങ്ങളാണ്. അതുകൊണ്ട് തന്നെ മതങ്ങളെ നമ്മൾ കൃത്യമായിട്ട് നിർവചിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം സ്റ്റേറ്റ്, ഭരണകൂടത്തിൽ നിന്ന് മതത്തെ വേർപെടുത്തുക. ഇതിന് മുന്നോടിയായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മതത്തെ വേർപെടുത്തേണ്ടതുണ്ട്, സമൂഹത്തിൽ നിന്ന് മതത്തെ വേർപെടുത്തേണ്ടതുണ്ട്, ഭരണകൂടത്തിൽ നിന്ന് മതത്തെ വേർപെടുത്തേണ്ടതുണ്ട്. നമ്മൾക്കറിയാം, വർഗീയതയും ഭരണകൂടവും ചേർന്ന് കഴിഞ്ഞാൽ
അതിമാരകമായിട്ടുള്ള ഉൽപ്പന്നമാണ് ഉണ്ടാകുക. ഇന്ന് ഇന്ത്യ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് രാഷ്ട്രീയ സംവാദത്തിലേക്ക് പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഒരു മതഭീകരതയ്ക്ക് അല്ലെങ്കിൽ മതമൗലികവാദത്തിന്, മതവർഗീയതയ്ക്ക് ഭരണം കൂടി ലഭിച്ചാൽ അത് എത്രമാത്രം മാരകമാകുമെന്നുള്ള ഒരു തെളിവ് ഇന്ത്യയിൽ ഇന്ന് അനാവൃതമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പറയുന്നത് ഭരണകൂടത്തിന് മതം പാടില്ല, വിദ്യാഭ്യാസ മേഖലയിൽ മതം പാടില്ല, പൊതുസമൂഹത്തിന് മതം പാടില്ല. മതം ആവാം, ഒരു വ്യക്തിക്ക് മതമാകാം, പരമാവധി അവൻ്റെ കുടുംബത്തിന് മതമാകാം. പക്ഷെ അവൻ്റെ കുടുംബം വിട്ട് മതം പുറത്തേക്ക് വരാൻ പാടില്ല. പൊതുസമൂഹം മതേതരമായിരിക്കണം. മതേതരമെന്നാൽ മതരഹിതമായിരിക്കണം പൊതുസമൂഹം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ മതം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരള യുക്തിവാദി സംഘത്തെക്കുറിച്ച് പൊതുവെ മനസ്സിലാക്കാൻ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള 3 സമരത്തെക്കുറിച്ച് പറയാം. ഒന്ന്, മകരവിളക്ക് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സർക്കാരിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സർക്കാർ നടത്തിയപ്പോൾ കേരള യുക്തിവാദി സംഘം 1981 മുതൽ അതിനെതിരെ പോരാടി. പൊന്നമ്പലമേട്ടിൽ പോയിട്ട് മർദ്ദനത്തിന്, അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് സംഘത്തിൻ്റെ പ്രവർത്തകർ ഇരയായി. ഞങ്ങൾ പറഞ്ഞത് ഒന്ന് മാത്രമേ ഉള്ളൂ, അവിടെ മകരവിളക്ക് കത്തിക്കണ്ടാവെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ഈ മകരവിളക്ക് മനുഷ്യൻ കത്തിക്കുന്നതാണെന്നും ഇത് മനുഷ്യനിർമ്മിതമാണെന്നും തുറന്നു പറയുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്, ദേവസ്വം ബോർഡിനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിയമയുദ്ധം നടത്തിയത്. അവസാനം അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു, ഇത് ദേവസ്വം ബോർഡ് കത്തിക്കുന്നതാണെന്ന്. ഞങ്ങളുടെ സമരം അവിടെ തീരുകയാണ്. പിന്നീട് അവിടെ ആളുകൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ചാലക്കുടിക്കടുത്ത് പോട്ടയിലെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ, അവിടെ നമ്മൾക്കറിയാം ഇന്ത്യയിൽ വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് അവിടെ പോട്ട എന്ന ധ്യാന കേന്ദ്രത്തിൽ അത്ഭുത പ്രവർത്തികൾ നടക്കുന്നു എന്ന് ഔദ്യോഗിക മാധ്യമങ്ങളടക്കം പ്രസിദ്ധീകരിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ വന്നു. ഞങ്ങൾ 2 പ്രാവശ്യം അവിടെ പോയിട്ട് ശനിയാഴ്ചകളിൽ അവിടെ പിക്കറ്റിംഗ് നടത്തി. ഇന്ന് നിങ്ങൾ ചെന്നാൽ അറിയാം, പോട്ട എന്ന് പറയുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രം ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. അത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ആ തട്ടിപ്പ് അവസാനിച്ചിരിക്കുന്നു. മാജിക്കൽ റെമഡീസ് ഒബ്ജക്ഷണൽ അഡ്വർടൈസ്മെന്റ് ആക്ട് എന്ന് പറയുന്ന കേന്ദ്ര നിയമം പ്രയോഗിച്ചുകൊണ്ടാണ് അവിടെ ഫലപ്രദമായിട്ട് കേരള യുക്തിവാദി സംഘത്തിന് ഇടപെടാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഹജ്ജ് കമ്മിറ്റി ഓഫീസ് പിക്കറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു സമരം നടത്തി. ഹജ്ജ് സബ്സിഡി എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, മതേതര വിരുദ്ധമാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക വിരുദ്ധം പോലുമാണ്. ലോകത്തിലെ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ സമരം നടത്തിയപ്പോഴും ഞങ്ങൾ സമരം നടത്തിയത് ഇസ്ലാമിനെതിരായിട്ടല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മതപ്രീഡനത്തിനെതിരായിട്ടാണ് ഞങ്ങൾ സമരം നടത്തിയത്. ഇതാണ് കേരള യുക്തിവാദി സംഘം. ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സംവാദം ഇവിടെ ഉണ്ടാകും. ഈ സംവാദത്തിന് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പോലെ അതിൻ്റെ മോഡറേറ്റർ ചില സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനകത്തുനിന്ന് പിൻവാങ്ങുകയുണ്ടായി. ആ സാഹചര്യത്തിൽ അധ്യക്ഷൻ തന്നെ ആ മോഡറേറ്ററുടെ ചുമതല കൂടി ഏറ്റെടുക്കുകയാണ്. സംവാദം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ ആരംഭിക്കുകയാണ്. ഈ സംവാദത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും കേരള യുക്തിവാദി സംഘത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. സാങ്കേതികമായിട്ട് ചെറിയൊരു തടസ്സമുണ്ട്, 1 മിനിറ്റ് ക്ഷമിക്കുക. ഇതിൻ്റെ ഫോർമാറ്റ് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യത്തെ 60 മിനിറ്റ് വെല്ലുവിളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ശ്രീ എ ജബ്ബാർ സംസാരിക്കും. പിന്നീട് 60 മിനിറ്റ് ശ്രീ എം അക്ബർ സംസാരിക്കും. പിന്നീട് ഖണ്ഡനങ്ങളാണ് 30 മിനിറ്റ് വീതം. ആദ്യം ശ്രീ എ ജബ്ബാർ, പിന്നീട് ശ്രീ എം അക്ബർ. അതിനുശേഷം 2ാം റൗണ്ട് ഖണ്ഡനം. ആദ്യ 15 മിനിറ്റ് ശ്രീ എ ജബ്ബാർ,
പിന്നീടുള്ള 15 മിനിറ്റ് ശ്രീ എം അക്ബർ. പിന്നീട് ചോദ്യോത്തരവേളയാണ്. ഇരുപക്ഷത്തു നിന്നും 5 ചോദ്യങ്ങൾ വീതം. ഈ സംവാദം കഴിഞ്ഞു കഴിയുമ്പോൾ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തരാം. ആ 5 ചോദ്യങ്ങൾ അവതരിപ്പിക്കാൻ 2 മിനിറ്റ് വെച്ച് തരും. ആ 5 ചോദ്യങ്ങൾക്ക് 5 മിനിറ്റ് വെച്ചുള്ള ഉത്തരം. അങ്ങനെ 70 മിനിറ്റാണ് ചോദ്യോത്തരവേളയ്ക്ക്. അതോടുകൂടിയിട്ട് ഈ സംവാദം അവസാനിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. സംവാദം ആരംഭിക്കുന്നു. ബഹുമാന്യരായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽകുമാർ, ബഹുമാന്യനായ എൻ്റെ സഹസംവാദകൻ ശ്രീ എം അക്ബർ സാഹിബ്, ഈ സദസ്സിലും ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ട് പുറത്തും ഉള്ള എല്ലാ സഹോദരന്മാരെ, ഈ സംവാദത്തിന് കളമൊരുങ്ങിയതിൻ്റെ പശ്ചാത്തലവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏറെക്കുറെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആശയവിനിമയം നടത്തുന്ന എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കും. എങ്കിൽ പോലും എനിക്ക് എൻ്റെ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പായി ആമുഖമായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അത് പറയേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംവാദത്തിൽ ആദ്യം വിഷയം അവതരിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചത്. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ കൂടി പറയാൻ അല്പം സമയം കൂടുതൽ വേണം എന്നതുകൊണ്ടാണ് വിഷയാവതരണത്തിന് 1 മണിക്കൂർ സമയം വേണമെന്നും ഞാൻ ആവശ്യപ്പെട്ടത്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ഈ സംവാദവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയിട്ടുള്ള 2 വെല്ലുവിളികളുണ്ട്. ഈ 2 വെല്ലുവിളികളെ കുറിച്ചും വളരെയധികം തെറ്റായ ധാരണകളാണ് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ നീക്കേണ്ടത് ഈ സംവാദ പരിപാടി തുടങ്ങുന്ന സമയത്ത് അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒന്ന്, ഈ മഹാമാരി പടർന്നു പിടിച്ച ഈ കാലത്ത് ആളുകളെ വിളിച്ചുകൂട്ടി ഒരു പൊതുവേദിയിൽ സംവാദം നടത്താൻ ഞാനാണ് ആദ്യം വെല്ലുവിളിച്ചത് എന്ന് വളരെയധികം പ്രചരിപ്പിക്കപ്പെട്ട ഒരു തെറ്റിദ്ധാരണയാണ്. ഞാനല്ല സംവാദത്തിനായി, ഒരു പൊതുസംവാദത്തിനായി ആദ്യം വെല്ലുവിളി ഉയർത്തിയത്. ഞാനൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് എന്നത് സത്യമാണ്. ആ വെല്ലുവിളി എന്താണ് എന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. അത് തന്നെയാണ് നമ്മുടെ സംവാദ വിഷയവും. പക്ഷേ ആ വെല്ലുവിളി ഞാൻ നടത്തിയത് എൻ്റെ ഫേസ്ബുക്കിലെ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഞാൻ ഈ ലോക്ക്ഡൗൺ കാലത്ത് ആരംഭിച്ച ഏതാനും വീഡിയോകളില് ശാസ്ത്രവും ഖുർആനും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അവതരിപ്പിച്ച ഒരു വീഡിയോയുടെ നടുവിൽ സാന്ദർഭികമായി ഞാൻ ഉയർത്തിയതാണ് ആ വെല്ലുവിളി. ആ വെല്ലുവിളി മാത്രമായി എൻ്റെ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് മറ്റു ചില ചാനലുകളും അത് പ്രചരിപ്പിക്കുകയുണ്ടായി. അത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ
ഇസ്ലാമിക രംഗത്തുള്ള ചില മതപ്രചാരകർ ഞാൻ പറഞ്ഞത് ഒരു സംവാദ വെല്ലുവിളിയാണ് എന്ന ധാരണയോടെ എന്നെ സംവാദത്തിന് വെല്ലുവിളിക്കുകയുണ്ടായി. ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മറുപടിയായി ഞാൻ പറഞ്ഞു, ഈ കോവിഡ് കാലത്ത് ഒരു പൊതുസംവാദം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. മറിച്ച് നമ്മളെല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ വെല്ലുവിളി നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ഒരിക്കലും അത് ഒരു പൊതു സംവാദത്തിനായി ഉദ്ദേശിച്ചതല്ല. ഇങ്ങനെ ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എന്നെ വെല്ലുവിളിച്ചു വന്ന ആളുകളും കൂടെ മറ്റു ചിലരും എന്നെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇതാ ജബ്ബാർ മാഷ് വെല്ലുവിളി നടത്തി, സംവാദത്തിന് വെല്ലുവിളിച്ചു, ഞങ്ങളത് ഏറ്റെടുത്ത് വന്നപ്പോൾ മുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ പ്രചരണം നടന്നു. ആ സമയത്ത് ഞാൻ വീണ്ടും എന്റെ കാര്യം വിശദീകരിച്ചുകൊണ്ട് ആവർത്തിച്ച് വ്യക്തമാക്കി, ഞാൻ ഉയർത്തിയ വെല്ലുവിളി ഈ കാലത്ത് പ്രായോഗികമല്ലാത്തതും ഒരു ശാസ്ത്രബോധമുള്ള ഒരു യുക്തിവാദി ഒരിക്കലും പറയാൻ പാടില്ലാത്തതുമായ ഒരു കാര്യമാണ് ഒരു പൊതുസംവാദം ഈ കാലത്ത് ആളുകളെ വിളിച്ചുകൂട്ടി നടത്തുക എന്നത്. ഞാൻ അതിനല്ല വെല്ലുവിളിച്ചത്, മറിച്ച് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നടത്തിയ വെല്ലുവിളി നിങ്ങൾക്കും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇതിന് മറുപടി പറയാവുന്നതാണ് എന്ന് ഞാൻ പലതവണ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ ഞാൻ പറയും തോറും എനിക്കെതിരായിട്ടുള്ള പരിഹാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ വെല്ലുവിളിച്ചു, മുങ്ങി, എന്നെ കാണാനില്ല, കണ്ടവരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള പരിഹാസവും പ്രചരണവും സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു. ഇതെല്ലാം കേട്ട് കാര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി എന്ന മഹാൻ വന്നിട്ട് എന്നെ വളരെ ഭീകരമായ രീതിയിൽ ഒരു വെല്ലുവിളി നടത്തി. ആ വെല്ലുവിളി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ ആ വെല്ലുവിളി എൻ്റെ ഒരു വീഡിയോയിൽ തന്നെ ഉദ്ധരിച്ചിരുന്നു. അത് വ്യക്തിപരമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വളരെയധികം അധിക്ഷേപിക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു ഒന്നൊന്നര വെല്ലുവിളിയായിരുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൗനം പാലിക്കാൻ കഴിയാത്തൊരവസ്ഥ, നമ്മളെ മാളത്തിലിട്ട് കുത്തുന്നത് പോലുള്ള ഒരവസ്ഥയിലാണ് വെല്ലുവിളി വന്നത്. ആ വെല്ലുവിളിയിൽ അദ്ദേഹം മുൻപ് നടന്ന ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ ഈ ആഘോഷം കണ്ടിട്ട് വന്നാണ് ഇത് പറയുന്നത് എന്ന് വ്യക്തമാക്കുന്ന ചില വാചകങ്ങളുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയെക്കുറിച്ചോ അതിന് ഞാൻ നൽകിയ വിശദീകരണത്തെക്കുറിച്ചോ ഒന്നും കാര്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ആ വെല്ലുവിളിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു വിഷയം നിശ്ചയിച്ച്, ഒരു സമയം നിശ്ചയിച്ച്, ഒരു ടൈറ്റിലിട്ട് ഒരു സംവാദത്തിന് എന്തുകൊണ്ട് ജബ്ബാർ തയ്യാറാവുന്നില്ല? ഇങ്ങനെ ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിച്ചാൽ മതിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വെല്ലുവിളി നടത്തുന്നത്. അത് കേട്ടപ്പോ ഞാൻ അതിനോട് പ്രതികരിച്ചു, ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ഒരാശയ സംവാദം നടത്താം, ഞാൻ തയ്യാറാണ്. കോവിഡ് കഴിഞ്ഞിട്ടായാലും മതി എന്ന് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഈ വെല്ലുവിളിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വെല്ലുവിളി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് മറുപടി നൽകി. അതിൽ ഞാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയിരുന്നു,
എൻ്റെ ആദ്യത്തെ വെല്ലുവിളി തന്നെ നമുക്ക് വിഷയമായിട്ടെടുത്തുകൊണ്ട് തന്നെ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. എൻ്റെ ആദ്യത്തെ വെല്ലുവിളി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ 3 ടൈറ്റിലുകളും നിർദ്ദേശിച്ചിരുന്നു. ഖുർആനും ശാസ്ത്രവും, ഖുർആനിൽ ശാസ്ത്ര വസ്തുതകൾ ഉണ്ടോ, ഖുർആന്റെ ദൈവീകത, ഈ 3 ടൈറ്റിലിൽ ഏതെങ്കിലും ഒരു ടൈറ്റിൽ എടുത്തുകൊണ്ട് നമുക്ക് സംവാദം നടത്താം എന്ന് ആണ് ഞാൻ ഈ മുജാഹിദ് ബാലുശ്ശേരിക്ക് മറുപടി നൽകിക്കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞത്. അതിന്റെ പിറ്റേ ദിവസം മുജാഹിദ് ബാലുശ്ശേരി വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും വെല്ലുവിളിച്ചിട്ടില്ല, ഞാൻ മറ്റു ചിലർക്ക് വേണ്ടി ചൂണ്ടയിട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണവും ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറി. ആ സമയത്ത് വീണ്ടും ഞാൻ MM അക്ബറിന്റെയും മുജാഹിദ് ബാലുശ്ശേരിയുടെയും പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ രണ്ടിലൊരാള് ഈ സംവാദത്തിന് ഒന്നുകിൽ തയ്യാറാവുക അല്ലെങ്കിൽ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്നത് നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തു. ആ ഒരു സന്ദർഭത്തിലാണ് ശ്രീമാൻ അക്ബർ സാഹിബ് രംഗത്ത് വരുന്നത്. അദ്ദേഹം ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ സംവാദ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു, സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്ന് തലക്കെട്ട് നൽകിക്കൊണ്ട് അതിന് താഴെ അദ്ദേഹം ചില വിശദീകരണങ്ങൾ നൽകി. അവിടെ ആ വിശദീകരണത്തില് അദ്ദേഹം എൻ്റെ ആദ്യത്തെ വെല്ലുവിളി തന്നെയാണ് ഏറ്റെടുക്കുന്നത് എന്ന് വിശദീകരിക്കുകയും തലക്കെട്ടിലൂടെ അദ്ദേഹം എൻ്റെ സംവാദ വെല്ലുവിളിയാണ് സ്വീകരിക്കുന്നത് എന്ന് ആളുകൾ ധരിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അത് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരവസ്ഥ സൃഷ്ടിച്ചു. അപ്പൊ ആദ്യം പ്രചരിപ്പിക്കപ്പെട്ട തെറ്റിദ്ധാരണയെ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ടാണ് അക്ബർ സാഹിബ് ഈ രംഗത്ത് വന്നുകൊണ്ടുള്ള ഈ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഞാനൊരല്പം കൺഫ്യൂഷനിലായി. എനിക്ക് അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. എനിക്ക് പറയാം, അയ്യോ ഞാൻ അതല്ല, ആ വെല്ലുവിളിയല്ല, ഞാനൊരു വിഷയത്തെക്കുറിച്ചുള്ള ആശയ സംവാദത്തിനാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഒഴിവാകാമായിരുന്നു. പക്ഷേ ഞാൻ ഒഴിവാകാതിരുന്നത് എനിക്ക് ചില മുൻ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്. മറിച്ച് ഞാൻ ഒരു സംവാദത്തിന്, ഒരു ആശയ സംവാദത്തിന് തയ്യാറാണ് എന്ന മട്ടിൽ തന്നെ ഞാൻ അത് ഏറ്റെടുക്കുകയും തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്ന് നമ്മൾ ഇവിടെ എത്തുകയും ചെയ്തു. അതിൻ്റെ മറ്റു നാൾവഴികളൊന്നും ഞാനിപ്പോ സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇത്രയും ആമുഖമായി പറയാൻ വേണ്ടിയാണ്. ഇത് പറഞ്ഞുകൊണ്ടല്ലാതെ ഈ സംവാദത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം വിഷയം അവതരിപ്പിക്കാമെന്ന് നിർബന്ധമായി ആവശ്യപ്പെട്ടത്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. എൻ്റെ വിഷയം ഞാൻ ഉയർത്തിയ ആദ്യത്തെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ചരിത്രപരമായ പശ്ചാത്തലവും പ്രമാണപരമായ പരിസരവും അതിൻ്റെ ആശയപരമായ പരിസരവും എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തി എന്നതിനെ സംബന്ധിച്ചും അല്പം കാര്യങ്ങളാണ് ഞാൻ ഈ വിഷയാവതരണം എന്ന നിലയിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അക്ബർ സാഹിബിനെ എൻ്റെ ആദ്യത്തെ വെല്ലുവിളി, അതിന് മറുപടി എന്ന നിലക്ക് അവതരിപ്പിക്കാനുള്ള കാര്യം എൻ്റെ വിഷയാവതരണത്തിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അദ്ദേഹം അവതരിപ്പിക്കുന്ന കാര്യം എൻ്റെ വെല്ലുവിളികളോട് കൃത്യമായി നീതി പുലർത്തുന്ന ഉത്തരമാണ് എന്ന് ഞാൻ പരിശോധിച്ച ശേഷം എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ വാക്കുപാലിച്ചുകൊണ്ട് കലിമ ചൊല്ലുന്നതുമായിരിക്കും. അങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ബോധ്യപ്പെട്ടില്ല എന്ന കാര്യം ഞാൻ വിശദീകരിക്കുന്നതുമാണ്. പക്ഷെ ഒരു കാര്യം, ഞാൻ ആ വെല്ലുവിളി ഒരു സംവാദവേദിയിൽ
അങ്ങനെ ഒരു വെല്ലുവിളിയുടെ ഉത്തരം സംവാദമായി ചർച്ച ചെയ്യുക എന്നത് പ്രായോഗികമല്ല എന്നുകൂടി ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രായോഗികമല്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു സംവാദം നടത്തുമ്പോൾ, ഒരാശയ സംവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിഷയം മുന്നോട്ട് വെച്ച് ഒരു വിഷയം പ്രഖ്യാപിച്ച ശേഷം ആ വിഷയത്തെക്കുറിച്ച് ഇരുപക്ഷവും നന്നായി ഹോംവർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ആ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്യുന്നതിനാണ് സംവാദം എന്ന് പറയുക. ഇവിടെ ഈ മറുപടി മാത്രം ഒരു സംവാദ വിഷയമാക്കിയാൽ അതൊരിക്കലും ഒരു സംവാദമായി മാറുകയില്ല. കാരണം ആ മറുപടിയായി കൊണ്ടുവരുന്ന വിഷയം എന്താണ് എന്ന് കൊണ്ടുവരുന്ന പക്ഷത്തിന് മാത്രമേ അറിയൂ. മറ്റേ പക്ഷം എന്താണ് വിഷയമെന്ന് അറിയാതെ വെറും കൈയോടെ സംവാദവേദിയിൽ വരണം. അവതരിപ്പിക്കുന്നയാൾ വിഷയം എന്താണെന്ന് കൃത്യമായി അറിഞ്ഞ് അതിനുവേണ്ട എല്ലാ തെളിവുകളും രേഖകളും എല്ലാം കളക്ട് ചെയ്ത് വിഷയം അവതരിപ്പിക്കാൻ തയ്യാറായി വരുന്നു. മറ്റേയാൾ വെറും കൈയോടെ എന്താണ് വിഷയമെന്ന് അറിയാതെ വരുന്നു. അങ്ങനെ ഈ പൊതിഞ്ഞു കൊണ്ടുവരുന്ന രഹസ്യം സ്റ്റേജിൽ വെച്ച് തുറക്കുകയും അതിനെക്കുറിച്ച് തത്സമയം സംവാദം നടത്തുകയും ചെയ്യുക എന്നത് പ്രായോഗികം അല്ല. അതുകൊണ്ടാണ് ഈ മറുപടി മാത്രമായിട്ട് ഒരു സംവാദം സാധ്യമല്ല എന്ന നിലപാട് നമ്മൾ സ്വീകരിക്കുന്നത്. ശരിയായില്ല? ഞാൻ തുടരട്ടെ. സ്ക്രീനിൽ വരുന്നുണ്ടോ സാധനം? പിന്നെ അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
ക്ഷമിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ആദ്യത്തെ വെല്ലുവിളിക്കുള്ള മറുപടി മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഒരു ആശയ സംവാദത്തിനുള്ള സാധ്യതയില്ല, അത് പ്രായോഗികമല്ല എന്നതുകൊണ്ടാണ് അത് ഒരു വിഷയമാക്കിക്കൊണ്ട്, എൻ്റെ വെല്ലുവിളി തന്നെ ഒരു വിഷയമാക്കിക്കൊണ്ട് ഒരു ആശയ സംവാദം നടത്താമെന്ന് ധാരണയിൽ നമ്മൾ എത്തുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ചർച്ചകൾ നടത്തി പോന്നിട്ടുള്ളത്. അതനുസരിച്ചാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഖുർആനിൽ അന്നത്തെ അറബികൾക്കറിയാത്തതും പിന്നീട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമായ എന്തെങ്കിലും ശാസ്ത്ര വസ്തുതകൾ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാം എന്നതാണ് ഞാനൊരു വെല്ലുവിളിയായിട്ട് ഉയർത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു വെല്ലുവിളി ഞാൻ ഉയർത്തുമ്പോൾ എൻ്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ചു പേര് എന്നെ വിമർശിക്കുകയുണ്ടായി. അങ്ങനെ വെല്ലുവിളിക്കുന്നത് ശരിയല്ല. 2 കാരണങ്ങൾ കൊണ്ടാണ് ശരിയല്ല എന്ന് പറഞ്ഞത്. ഒന്ന്, ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ കുറേ അബദ്ധങ്ങളും കുറേ വൈരുദ്ധ്യങ്ങളും കുറേ വിഡ്ഢിത്തങ്ങളും ഒക്കെ ഉള്ള ഒരു ഗ്രന്ഥത്തിൽ അബദ്ധത്തിലെങ്ങാനും ഒരു ശരി കടന്നുകൂടാനുള്ള സാധ്യത അത് മനുഷ്യരചിതമാണെങ്കിൽ പോലും ഉണ്ട്. അങ്ങനെ ഇരിക്കെ അങ്ങനെ അബദ്ധത്തിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെരച്ചടടിക്കുക എന്ന് പറയും, അങ്ങനെ പെരച്ചടടിച്ചിട്ടെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വെല്ലുവിളി അബദ്ധമല്ലേ എന്ന് ചിലർ വിമർശിക്കുകയുണ്ടായി. മറ്റൊരു ന്യായമായ വിമർശനം, ഒരു ദൈവീക ഗ്രന്ഥത്തില് 100 കാര്യങ്ങളുണ്ടെങ്കിൽ 99 കാര്യങ്ങളും ശരിയും ഒരു കാര്യം അബദ്ധവുമാണെങ്കിൽ ദൈവീകത പൊളിയും. ഇവിടെ ഞാൻ വെല്ലുവിളിക്കുന്നത് നേരെ തിരിച്ചാണ്. 99 വിഡ്ഢിത്തങ്ങളുള്ള ഒരു പുസ്തകത്തിൽ ഒന്നെങ്കിലും ശരിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് വെല്ലുവിളിക്കുന്നത്. അതും ഒരു യുക്തിവാദി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വെല്ലുവിളിയാണ്. കാരണം ഒരു ദൈവീക ഗ്രന്ഥത്തില് ഒരബദ്ധം ഉണ്ടാവാൻ പാടില്ല. അതിലുള്ളതെല്ലാം ശരികളായിരിക്കണം. ഒരബദ്ധമെങ്കിലും ഉണ്ട് എന്ന് തെളിയിച്ചാൽ, ശാസ്ത്രീയമായി ഒരബദ്ധമെങ്കിലും ഖുർആനിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഖുർആനിന്റെ ദൈവീകത അവിടെ അവസാനിക്കും. അതുകൊണ്ട് ഞാൻ ഈ വെല്ലുവിളിച്ചത് ഒരിക്കലും യുക്തിപരമായ വെല്ലുവിളിയല്ല എന്ന് എൻ്റെ സുഹൃത്തുക്കളായ യുക്തിവാദികൾ തന്നെ എന്നെ വിമർശിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ന്യായമാണ്, ശരിയുമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്താൻ കാരണം, ഞാൻ ഖുർആൻ പല തവണ പല തഫ്സീറുകളുമായിട്ടും വായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഖുർആനിലുള്ള ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ പ്രചാരകർ അടിച്ചിറക്കിയിട്ടുള്ള എല്ലാ പ്രചാരണങ്ങളും, എല്ലാം എന്ന് പറയുന്നില്ല, ഏറെക്കുറെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എൻ്റെ ഉത്തമമായ ബോധ്യമാണ് ഇത് 6-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിൽ ഉള്ളൂ എന്ന്. മാത്രമല്ല, അന്നത്തെ അറേബ്യയിലെ ആ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന നാടോടികളായ അറബികളുടെ എല്ലാ അന്ധവിശ്വാസങ്ങളും, എല്ലാ മൂഢകഥകളും, എല്ലാ അബദ്ധധാരണകളും, അന്നത്തെ പ്രാകൃതമായ ധാർമ്മിക മൂല്യങ്ങളും മാത്രമേ ആ ഗ്രന്ഥത്തിൽ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ആദ്യ വായന മുതൽ ശ്രദ്ധിക്കുന്നു, ഇന്നുവരെ വായിച്ചിട്ടും ഞാൻ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മനുഷ്യർക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ഗ്രന്ഥത്തിൽ ഇല്ല എന്ന ഒരു നിഗമനത്തിൽ ഞാൻ എത്തുന്നത്. ആ ഒരു കാര്യം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു മതവിമർശകൻ എന്ന നിലയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുള്ളത്. ഇനി ശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഖുർആനില് ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ ആ കാലത്തെ അറബികളുടെ അറിവ് മാത്രമാണ്. മനുഷ്യൻ അറിയേണ്ട ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ, അതായത് തൻ്റെ ആസന്നമായ ചുറ്റുപാടുകളിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച്
മനുഷ്യൻ അറിയേണ്ട ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളിൽ പോലും അന്നത്തെ അബദ്ധധാരണകൾ അതേപോലെ ഒരു തിരുത്തുമില്ലാതെ പകർത്തിവെക്കുകയല്ലാതെ ശാസ്ത്രീയമായ ഒരറിവും പകർന്നു നൽകുന്ന ഒന്നും തന്നെ ഈ ഖുർആൻ എന്ന പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് പറയുമ്പോ മതത്തിന്റെ പ്രചാരകർ പറയുന്ന ഒരു വാദമുണ്ട്. ഖുർആൻ ശാസ്ത്രം പഠിപ്പിക്കാൻ വന്ന പുസ്തകമല്ലല്ലോ, അത് ധാർമ്മികത പഠിപ്പിക്കാൻ വന്ന പുസ്തകമല്ലേ എന്നാണ് ചോദിക്കാറുള്ളത്. അവിടെ എനിക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട്, രണ്ട് മറുപടിയുണ്ട്. ഒന്ന്, ശാസ്ത്രം പഠിപ്പിക്കാൻ വന്നതല്ല എങ്കിൽ അതിൽ ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ശാസ്ത്രം കൈകാര്യം കഴിയുന്ന വിഷയങ്ങളിൽ അബദ്ധങ്ങൾ പറയാതിരിക്കാനുള്ള വിവേകമെങ്കിലും ഒരു ദൈവത്തിനുണ്ടാവണ്ടേ? അപ്പോ ശാസ്ത്രം പഠിപ്പിക്കാൻ വന്നതല്ലെങ്കിലും ശാസ്ത്രപരമായ മണ്ടത്തരങ്ങൾ പഠിപ്പിക്കാതിരിക്കാനുള്ള വിവേകമെങ്കിലും ഒരു ദൈവത്തിനുണ്ടാവണ്ടേ? അതുപോലും ഖുർആൻ അവതരിപ്പിച്ച ദൈവത്തിനില്ല എന്നാണ് ഖുർആൻ വായിച്ചപ്പോൾ, ഖുർആൻ പഠിച്ചപ്പോൾ എനിക്ക് ബോധ്യമായ ഒരു വസ്തുത. ഇനി ധാർമ്മികതയുടെ കാര്യം പറയുകയാണെങ്കിൽ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യരുടെ ധാർമ്മികതയ്ക്കപ്പുറം ആധുനിക മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളൊന്നും തന്നെ ഖുർആനിൽ സ്വാഭാവികമായി കണ്ടെത്താൻ കഴിയില്ല. ഈ പറഞ്ഞതെല്ലാം നമുക്ക് വ്യാഖ്യാനിച്ച് ഉണ്ടാക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ്. എന്നാൽ ഖുർആനിൽ ശാസ്ത്രപരമായ അബദ്ധങ്ങളുള്ളതിനെ വ്യാഖ്യാനങ്ങളിലൂടെ സുബദ്ധങ്ങളാക്കി മാറ്റുന്ന ആളുകൾ ഇത്തരം അബദ്ധങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തിന്റെ, വിശ്വാസി സമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയും അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയും കണ്ടെത്തിയിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് ഖുർആനിൽ ഒരുപാട് ശാസ്ത്രം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന ഒരു വാദം. ഈ വാദത്തിന്, ഖുർആനിൽ ശാസ്ത്ര അത്ഭുതങ്ങൾ ഒളിച്ചു കടത്തിയിട്ടുണ്ട് എന്ന ഈ വാദത്തിന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അരനൂറ്റാണ്ടിനപ്പുറം പ്രായമില്ല. ഈ പ്രചാരണം തുടങ്ങിയിട്ട് ഒരു 50 വർഷമേ ആയിട്ടുള്ളൂ. ഈ പ്രചാരണം ഏറെക്കുറെ തുടങ്ങുന്ന കാലത്ത് തന്നെ അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് തന്നെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള എൻ്റെ ആദ്യത്തെ ലേഖനത്തിന്റെ തലക്കെട്ട് ഖുർആനിലെ ഭ്രൂണശാസ്ത്രം എന്നാണ്. രണ്ടാമത്തെ ലേഖനത്തിന്റെ തലക്കെട്ട് ഖുർആനിലെ ഖഗോളശാസ്ത്രം എന്നാണ്. ഇതൊക്കെ 80കളുടെ തുടക്കത്തിലാണ് നമ്മൾ എഴുതുന്നത്. ആ കാലത്ത് തന്നെയാണ് ഖുർആൻ ശാസ്ത്ര അത്ഭുതങ്ങളുടെ വലിയൊരു പ്രചാരണം നമ്മുടെ നാട്ടിലും പുറം ലോകത്തും ശക്തമായി ആരംഭിക്കുന്നത്. ഞാന് പകുതി സമയം കഴിഞ്ഞു. അതിൻ്റെ ഒരു ചരിത്രം ചുരുക്കി പറയാം. അത് ഈ പ്രചാരണം 80കളുടെ തുടക്കത്തിലും 70കളിൽ തന്നെ ചെറിയ തോതിൽ തുടങ്ങി 80കളുടെ തുടക്കത്തില് ഈ പ്രചാരണം ആരംഭിച്ചത് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഫലമായി രൂപപ്പെട്ട ഒരു വൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. ആ പ്രോജക്റ്റിന്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ച ആളാണ് അബ്ദുൽ മജീദ് അൽ സിന്ദാനി എന്ന് പറയുന്ന യമൻകാരനായിട്ടുള്ള ഇദ്ദേഹമാണ് ഖുർആനിൽ ഒളിച്ചു കടത്തിയിട്ടുള്ള ശാസ്ത്രം കണ്ടെത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടി കൂടി ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. ആ പ്രോജക്റ്റിന്റെ പേര് ഫൗണ്ടർ ഓഫ് കമ്മീഷൻ ഓൺ സയന്റിഫിക് സയൻസ് ഇൻ ദ ഖുർആൻ ആൻഡ് സുന്ന എന്നാണ്. ഇതിനെക്കുറിച്ചൊക്കെ നെറ്റിൽ നിങ്ങൾക്ക് ധാരാളം വിവരങ്ങൾ കിട്ടും. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സലഫി ഭീകരവാദിയായിരുന്നു. ഭീകരവാദി എന്ന് വെറുതെ പറയുന്നതല്ല,
അതിന് തെളിവുകൾ മാധ്യമങ്ങൾ പിന്നീട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രോജക്റ്റിന് ആദ്യം ഫൈനാൻസ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഉസാമ ബിൻ ലാദൻ ഉണ്ട്. ഇദ്ദേഹത്തിന് അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ഭീകര സംഘടനയുമായിട്ട് ബന്ധമുണ്ട് എന്നതിന് പിൽക്കാലത്ത് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആ സംഘടനയുടെ തന്നെ ഒരു യമൻ വേർഷൻ ആയിട്ടുള്ള ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു സംഘടന ഇദ്ദേഹം യമനിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം യമനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ സയൻസ് വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പാകിസ്ഥാനും ഈജിപ്തും ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലെയും യൂണിവേഴ്സിറ്റികളുമായി നല്ല ബന്ധവും നെറ്റ്വർക്കും ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റികളെ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ പ്രോജക്റ്റ് ആദ്യം പരീക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും. ഇദ്ദേഹം ഇതിനുവേണ്ടി ചെയ്ത സൂത്രപ്പണി എന്താണ് എന്നതൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഈ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന് ശേഷമാണ് ഇസ്ലാമിന്റെ ഉള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികളെ കുറിച്ചൊക്കെ പാശ്ചാത്യ ലോകവും മാധ്യമങ്ങളും ഒക്കെ കാര്യമായി ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അങ്ങനെ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള ചില പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതും യൂട്യൂബിൽ ധാരാളം തെളിവുകളുള്ളതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇദ്ദേഹം ചെയ്ത സൂത്രപ്പണി എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ ട്രാപ്പിൽ അന്ന് കുടുങ്ങിപ്പോയ ഒരുപാട് വെസ്റ്റേൺ സ്കോളേഴ്സ് വെളിപ്പെടുത്തുന്നതിന്റെ ധാരാളം വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. ഈ അന്വേഷണാത്മകമായ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി ഇന്റർവ്യൂ നടത്തിയിട്ട് അതെല്ലാം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. വാൾ സ്ട്രീറ്റ് ജേണലില് ഇതിനെക്കുറിച്ചൊരു സീരിയൽ ആയിട്ടുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച് അതിപ്പോഴും അവരുടെ ആർക്കൈവ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇദ്ദേഹം ചെയ്ത പണി എന്താന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം അറബ് യൂണിവേഴ്സിറ്റികളിലും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളിലുമെല്ലാം സയൻസ് സെമിനാറുകൾ സംഘടിപ്പിച്ചു. അങ്ങനെ ഈ സയൻസ് സെമിനാറുകളിലേക്ക് വെസ്റ്റേൺ സ്കോളേഴ്സിനെ പോയി ക്ഷണിച്ചു. അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലും ഒക്കെയുള്ള ശാസ്ത്ര പണ്ഡിതന്മാരെ ഈ സെമിനാറുകളിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ സെമിനാറുകൾക്ക് വരാൻ വേണ്ടി അവർക്ക് വളരെ ആകർഷകമായിട്ടുള്ള പ്രതിഫലം നൽകുകയും ചെയ്തു. $1000 പ്രതിഫലം കൊടുക്കുകയും പിന്നെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും 5 സ്റ്റാർ സൗകര്യങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ കൊടുത്തു എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ കാണുന്നത്. അങ്ങനെ ഇവരെ ഈ സെമിനാറിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സെമിനാറിൽ അവർ അവതരിപ്പിക്കേണ്ട വിഷയം തിരഞ്ഞെടുക്കുന്നിടത്ത് ഇദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ സൗകര്യമുള്ള ചില പ്രത്യേക വിഷയങ്ങൾ മാത്രമാണ് ഈ സെമിനാറുകളിൽ സെലക്ട് ചെയ്യപ്പെട്ടത്. ആ വിഷയങ്ങളിൽ പേപ്പർ അവതരിപ്പിക്കുന്ന സമയത്ത് ഇവരുമായിട്ട് സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും വളരെ നല്ല രീതിയിൽ അവരെ അനൗപചാരികമായിട്ട് ആ സെമിനാറിന്റെ പേപ്പർ അവതരിപ്പിക്കുന്നതിന് ശേഷവും മുമ്പും അവരുമായി സംഭാഷണങ്ങൾ നടത്തുകയും അത്തരം സംഭാഷണങ്ങൾ അവര് അറിഞ്ഞോ അറിയാതെയോ വീഡിയോകളിൽ പകർത്തുകയും ചെയ്തു. ആ സംഭാഷണങ്ങളിൽ ഈ സിന്ധാനിയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ചെയ്തത് ഇവരവതരിപ്പിച്ച പേപ്പറിലെ വിഷയവുമായി ബന്ധപ്പെട്ട ചില ഖുർആനും ഹദീസും വ്യാഖ്യാനങ്ങൾ, ഒറിജിനൽ ഖുർആനും ഹദീസും അല്ല, അതിന് ഇവർ നൽകിയ വ്യാഖ്യാനങ്ങൾ ഈ ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് ഇവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ഇത് ഞങ്ങളുടെ ഖുർആനിലും ഹദീസിലും ഉള്ളതാണ്, നിങ്ങൾ പറഞ്ഞ വിഷയവുമായിട്ട് ഇതിനൊക്കെ ബന്ധമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് അത് ശരിയാണ്, അത് അതിശയകരമായിരിക്കുന്നല്ലോ തുടങ്ങിയിട്ടുള്ള കമന്റുകൾ പറയുകയും ഇവർ ചോദിക്കുന്ന യെസ് ഓർ നോ ചോദ്യങ്ങൾക്ക് യെസ് എന്നും നോ എന്നും ഒക്കെ ഉത്തരം പറയുകയും ഒക്കെ ചെയ്തപ്പോൾ അതെല്ലാം വീഡിയോകളിൽ പകർത്തിയിട്ട് ആ വീഡിയോകളിൽ സ്വന്തമായി ചില കൃത്രിമമായി ചില മാനിപ്പുലേഷൻസ് കൂടെ നടത്തിയിട്ട് ഇവര് എഡിറ്റ് ചെയ്ത് ആ വീഡിയോകൾ പരസ്യപ്പെടുത്തി. പിന്നീട് ആ വീഡിയോകളെ തന്നെ അവലംബമാക്കിക്കൊണ്ട് ലഘുലേഖകളും പുസ്തകങ്ങളും അച്ചടിച്ചുകൊണ്ടാണ് ഇതാ ഖുർആനിലും ഹദീസിലും ശാസ്ത്രമുണ്ട് എന്ന് പാശ്ചാത്യ പണ്ഡിതന്മാർ തന്നെ പറയുന്നു എന്ന മട്ടിൽ പ്രചാരണം നടത്തിയത്. ഇതില് മാധ്യമങ്ങള് അഭിമുഖം നടത്തിയത് ഇങ്ങനെ ഇവർ പരസ്യപ്പെടുത്തിയ ചില പാശ്ചാത്യ ശാസ്ത്രകാരന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ പേരുകൾ വെച്ച് അന്വേഷിച്ചുകൊണ്ട് അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാം ഈ മാധ്യമങ്ങൾ കണ്ടെത്തുകയും
അവരുമായി നടത്തിയ ഇന്റർവ്യൂകളുടെ യൂട്യൂബ് വീഡിയോകളുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ വീഡിയോകളൊക്കെ കാണാം. ഇതിൽ പറയുന്ന ഈ വില്യം ഹേ എന്ന് പറയുന്ന ആളെ കുറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള ഇവരുടെ പല പുസ്തകങ്ങളിലും അന്ന് ഇവർ പ്രചരിപ്പിച്ച പല പുസ്തകങ്ങളിലും ഈ വില്യം ഹേയുടെ പേര് വായിച്ചത് ഞാൻ ഓർക്കുന്നു. അതുപോലെ ഇതിൽ പറയുന്ന പല പേരുകളും അതിൽ പരാമർശിച്ചതായി ഓർമ്മയുണ്ട്. വില്യം ഹേ ഉൾപ്പെടെ ഇവരെല്ലാം പറയുന്നത് ഞങ്ങളെ ട്രാപ്പിൽ കുടുക്കുകയായിരുന്നു, ചതിയിൽ കുടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കാത്തതും പറയാത്തതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ മേൽവിലാസത്തിൽ ഇവർ പ്രചരണം നടത്തുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെങ്ങനെയാണ് ട്രാപ്പിൽ കുടുക്കിയത്, ഈ സെമിനാറുകൾക്ക് വരുന്ന ആളുകളെ എങ്ങനെയാണ് ട്രാപ്പിൽ കുടുക്കിയത് എന്നതിന്റെ വിശദാംശങ്ങളാണ് ഇവര് വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഈ സിന്ദാനി പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഖുർആനിൽ ശാസ്ത്ര അത്ഭുതങ്ങളുണ്ട് എന്ന് പാശ്ചാത്യരായ ശാസ്ത്രകാരന്മാരെ കൊണ്ട് തന്നെ സാക്ഷ്യം പറയിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രചാരണങ്ങൾ തുടങ്ങാൻ ചില ഗൂഢമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന്, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജിഹാദ് പ്രോജക്റ്റിലെ പ്ലാൻ എ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം 2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം വരികയും ലോകത്തെ എല്ലായിടത്തും ഈ അക്രമങ്ങളിലൂടെയും അധിനിവേശങ്ങളിലൂടെയും സാമ്രാജ്യം വളർത്താനും മതം വളർത്താനും ഒക്കെയുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഇല്ലാതാവുകയും ലോകം കുറെ കൂടി സമാധാനത്തിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്ത ഒരു കാലത്ത്, അതുപോലെ തന്നെ യൂറോപ്പിലും മറ്റും ശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തിന് മുമ്പിൽ ക്രിസ്തുമതം നട്ടല്ലൊടിഞ്ഞു പോവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ആണ് ഈ ഇസ്ലാമിക ജിഹാദിന്റെ പ്ലാൻ ബി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പാശ്ചാത്യരെ, പ്രത്യേകിച്ച് ക്രിസ്തുമതം തകർന്നു കിടക്കുന്ന യൂറോപ്പിലും മറ്റും പോയിട്ട്, അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയിട്ട് അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതിന് ഈ ശാസ്ത്രം തന്നെ ഉപയോഗപ്പെടുത്തിയാൽ അത് ഫലപ്രദമാകുമെന്ന ബുദ്ധിയിൽ നിന്നാണ് ഈ പ്രോജക്റ്റ് രൂപം കൊള്ളുന്നത്. അതിന്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ച അബ്ദുൽ മജീദ് സിന്ദാനി യഥാർത്ഥത്തിൽ ഒരു അൽ ഖ്വയ്ദ ഭീകരനായിരുന്നു. ഇതാണ് ഖുർആനിലെ ശാസ്ത്ര അത്ഭുതങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള ഒരു തുടക്കം. ഇത് പാശ്ചാത്യ ലോകത്ത് ഇവരിത് തുടങ്ങുകയും അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇത് ആവിഷ്കരിച്ച് പാശ്ചാത്യ രാജ്യത്തെല്ലാം പുസ്തകങ്ങളായും ലഘുലേഖകളായും വീഡിയോകളായും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ കേരളത്തിലെ സലഫി ഇസ്ലാമിസ്റ്റുകളും ഈ പ്രചരണം ഏറ്റെടുത്തിരുന്നു. അന്ന് നമ്മൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നും ലഘുലേഖകളിൽ നിന്നും വീഡിയോ കാസറ്റുകളിൽ നിന്നും ഒക്കെയാണ് ഖുർആനിലുള്ള ശാസ്ത്ര അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. അന്ന് നമുക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ് എന്ന് പോലും നമ്മൾ വൈകിയാണ് അറിയുന്നത്. ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ അന്ന് ആദ്യകാലത്തൊക്കെ ധരിച്ചിരുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി ആഗോളതലത്തിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രചാരണമാണ്. ആ പ്രോജക്റ്റ് ഫലപ്രദമാണ് എന്ന് കണ്ടപ്പോൾ അതിലേക്ക് ചിലർ ബോധപൂർവം തന്നെ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ട്രാപ്പിൽ കുടുങ്ങിയ ആളുകൾക്ക് പുറമെ ഇവരെ ബോധപൂർവം സഹായിച്ചിട്ടുള്ള ആളുകളും പാശ്ചാത്യ ലോകത്തുണ്ട്. അതിൽപ്പെട്ട 2 പേരാണ് മോറിസ് ബുക്കായും കീത്ത് മൂറും. കീത്ത് മൂർ എന്ന് പറയുന്ന കാനഡക്കാരൻ, ടൊറന്റോയിലെ ഒരു ബയോളജിസ്റ്റ് അല്ല ഒരു ഡോക്ടറായിട്ടുള്ള ഒരാള്. ഈ കീത്ത് മൂർ 1970കളിൽ സൗദി അറേബ്യയിലെ രാജകുടുംബത്തിലെ മെഡിക്കൽ അഡ്വൈസറായിട്ടും അവരുടെ ചികിത്സകരായിട്ടും അറേബ്യയിൽ കുറച്ചു കാലം താമസിച്ചിട്ടുള്ള ആളാണ് ഈ കീത്ത് മൂർ എന്ന് പറഞ്ഞത്. അദ്ദേഹം 76ലാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ഉടനെ ഈ സിന്ദാനിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഈ കീത്ത് മൂറിനെ സന്ദർശിച്ച് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പുസ്തകം അറബിയിൽ ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. അതിനവർ കണ്ടീഷൻ വെച്ചു. പക്ഷേ ആ പുസ്തകത്തിൽ ഞങ്ങൾ കുറച്ച് ഖുർആനും ഹദീസും ഒക്കെ കൂട്ടിച്ചേർക്കും. അങ്ങനെ
ഈ കീത്ത് മൂറിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന എംബ്രിയോളജിയുടെ പുസ്തകത്തിൽ സിന്ധാനിയാണ് ഖുർആനും ഹദീസും കൂട്ടിച്ചേർത്തത്. കീത്ത് മൂർ തന്നെ പറയുന്നുണ്ട്, പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഖുർആൻ അറിയില്ല, അറബി അറിയില്ല, ഹദീസ് അറിയില്ല. അദ്ദേഹത്തിന്റെ എംബ്രിയോളജി പുസ്തകത്തിൽ ഖുർആനും ഹദീസും അതിന്റെ വ്യാഖ്യാനങ്ങളും ചേർത്തുകൊണ്ട് ഒരു ഇസ്ലാമിക് എംബ്രിയോളജി പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നത് സിന്ധാനിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കീത്തുമൂറിനെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ, സിന്ധാനിയെ കുറിച്ച് ആരും കേട്ടിട്ടില്ല. ഇത് കീത്തുമൂറിന്റെ പുസ്തകമാണ് എന്ന മട്ടിലാണ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടത്. അതുപോലെ മോറിസ് ബുക്കായി എന്ന് പറയുന്ന ആള് അൻവർ സാദത്തിന്റെ ഭരണകാലത്ത് ഈജിപ്തിലേക്ക് വിളിച്ചു കൊണ്ടെന്ന് അവിടുത്തെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഉപ്പിലിട്ട് വെച്ച ഫിറഔന്റെ ശാസ്ത്രമൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം പറഞ്ഞത് റാംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫറോവയാണ് ഈ മൂസാ നബിയുടെ കാലത്ത് കടലിൽ മുങ്ങി മരിച്ച ഫിറഔൻ എന്നാണ് ഇവിടെ എല്ലാം പ്രചരിപ്പിച്ചത്. പക്ഷെ പിന്നീട് മോറിസ് ബുക്കായി തന്നെ പറഞ്ഞു അത് റാംസസ് രണ്ടാമന്റെ മകനായിട്ടുള്ള മർനാപ്ത എന്ന് പറയുന്ന ഫിറഔനാണ് എന്ന് മാറ്റി പറഞ്ഞിട്ടും ഇവിടെ പഴയ കാസറ്റുകൾ തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഒറിജിനൽ ഫിറഔൻ എന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്തവരാണ് ഫിറഔന്റെ ഈ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തിയത്. പക്ഷെ ഇപ്പോ ഫിറൗന്റെ അത്ഭുതമൊക്കെ അവര് തന്നെ പിൻവലിക്കുകയും അതൊക്കെ തട്ടിപ്പായിരുന്നു എന്ന് ഇസ്ലാമിസ്റ്റുകൾ തന്നെ പറയുകയും ചെയ്യുന്നു. ഇനി ഇതൊരു നല്ല ഏർപ്പാടാണ് എന്ന്, ലാഭകരമായ ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കി വേറെ ചില തട്ടിപ്പുകാരും ഇതിനകത്തേക്ക് പെട്ടെന്ന് കയറി വന്നു. അതിലൊരാളാണ് ഹാറൂൻ യഹിയ, വേറൊരാളാണ് റഷാദ് ഖലീഫ. ഈ റഷാദ് ഖലീഫ അമേരിക്കക്കാരനാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഖുർആനിൽ ഗണിതശാസ്ത്ര അത്ഭുതങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉഡായിപ്പ് പുറത്തിറക്കിയത്. അദ്ദേഹത്തിന്റെ ഗണിതശാസ്ത്ര അത്ഭുതം 19ന്റെ അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ കമാൽ പാഷ, തിരൂരങ്ങാടി കോളേജിലെ പ്രൊഫസർ കമാൽ പാഷ ഒരു പുസ്തകം ഇറക്കുകയുണ്ടായി. ഖുർആൻ നിറയെ 19ന്റെ ഗുണിതങ്ങളും അതിന്റെ ലോക്കിങ്ങുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അത്ഭുതം. ആ പുസ്തകം കണ്ട ഉടനെ എന്റെ സുഹൃത്ത് ഇവിടെ ഇരിപ്പുണ്ട്, മക്കരപ്പറമ്പിലെ ബഷീർ ബാബു, വെങ്കട്ട ബഷീർ ബാബു മാഷ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ആ പുസ്തകത്തിലെ കണക്കുകൾ മുഴുവൻ ഖുർആൻ നിരത്തി വെച്ച് 2 മാസം മെനക്കെട്ട് മാനുവലായിട്ട് ഖുർആനിലെ മുഴുവൻ വാക്കുകളും അക്ഷരങ്ങളും എണ്ണി നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തി കണക്കുകൂട്ടി. ഇത് പരിശോധിച്ചു നോക്കുമ്പോ മരുന്നിന് പോലും ഒരെണ്ണയിൽ കറക്റ്റ് അല്ല, മുഴുവൻ കള്ളക്കണക്കുകളാണ്. അത് മനസ്സിലാക്കി അദ്ദേഹം കമാൽ പാഷയെ വിളിച്ചു. നിങ്ങളുടെ പുസ്തകത്തിൽ ഈ പറയുന്ന കണക്കുകളെല്ലാം തെറ്റാണല്ലോ എന്ന് പറഞ്ഞപ്പോ കമാൽ പാഷയുടെ മറുപടി കേട്ട് ബഷീർ മാഷ് ഞെട്ടിപ്പോയി. അത് റഷാദ് ഖലീഫ എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഒരെണ്ണം സാമ്പിളിന് എണ്ണി നോക്കിയിരുന്നെങ്കിൽ ഈ അബദ്ധം ഇവിടെ പ്രചരിപ്പിക്കുമായിരുന്നില്ല. ഇപ്പോ 19ന്റെ അത്ഭുത കണക്കിനെയും ഇസ്ലാമിസ്റ്റുകൾ തള്ളിപ്പറഞ്ഞു. ഫിറൗനെ തള്ളിപ്പറഞ്ഞവർ തന്നെ അതിനെയും തള്ളിപ്പറഞ്ഞു. ഈ റഷാദ് ഖലീഫ പിന്നീട് അമേരിക്കയിൽ പല തട്ടിപ്പുകളും നടത്തി ഒരു പള്ളിയൊക്കെ സ്വന്തമായി ഉണ്ടാക്കി ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പ്രവാചകനാണ് എന്ന് പറയുകയും അതിനെ തുടർന്ന് ആ പള്ളിയുടെ മുറ്റത്ത് വെച്ച് തന്നെ റഷാദ് ഖലീഫയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. മുസ്ലിങ്ങൾ ആയിരിക്കാം, കൃത്യമായിട്ട് അറിയില്ല. റഷാദ് ഖലീഫ എന്ന തട്ടിപ്പുകാരൻ വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്തത്. ഹാറൂൻ യഹിയ എന്ന് പറയുന്നയാള് ഖുർആനിലെ ശാസ്ത്രം കണ്ടെത്താൻ വേണ്ടി ഗവേഷണങ്ങൾ നടത്തി അദ്ദേഹത്തിന്റെ ഒരുപാട് സാധനങ്ങൾ പുറത്തേക്ക് വിട്ടു. അതിൽ അദ്ദേഹം ആദ്യം പുറത്തുവിട്ട ഒരു അത്ഭുതം ഇവിടെ എല്ലാവരും ഏറ്റുപിടിച്ചു. ഇവിടെ എന്നല്ല, ലോകം മുഴുവൻ ഏറ്റുപിടിച്ചു. കളവെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക, കയറ് മാത്രമല്ല പാല് കറക്കാനുള്ള പാത്രം കൂടി എടുക്കുക എന്നതാണ് നമ്മുടെ വിശ്വാസി സമൂഹത്തിന്റെ ഒരു ശീലം. ഹാറൂൻ യഹിയ ആദ്യം പറഞ്ഞു, കണ്ടോ ഖുർആനിലെ 7 ആകാശം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്താ 7 ആകാശം?
അറ്റ്മോസ്ഫിയറിന്റെ, നമ്മുടെ അന്തരീക്ഷ വായുവിന്റെ ട്രോപ്പോസ്ഫിയർ, സ്റ്റാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെയറുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ശാസ്ത്രം. അതാണ് 7 ആകാശം എന്ന് പറഞ്ഞ് ഹാറൂൻ യഹിയ ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നു. എന്റെ ആദ്യത്തെ രണ്ടാമത്തെ യുക്തിവാദ ലേഖനത്തിൽ ഞാൻ ഈ അബദ്ധം, ഇത് മരമണ്ടത്തരമാണ് എന്ന് പൊളിച്ചു കാണിച്ചു. എന്താ മണ്ടത്തരം? അങ്ങനെ വരുമ്പോ 20 കിലോമീറ്റർ അല്ലെങ്കിൽ 12 കിലോമീറ്റർ ഉയരത്തിലുള്ള അവിടുന്ന് കേട്ട് താഴത്തേക്കുള്ള അന്തരീക്ഷ വായുവാണ് സമാ ഉദ്ദുന്യ, 1-ാം ആകാശം. ഖുർആനിൽ പറയുന്നത് സകല നക്ഷത്രങ്ങളും സമാ ഉദ്ദുന്യാവില് അള്ളാഹു അലങ്കാരത്തിന് വേണ്ടി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ഈ അന്തരീക്ഷ വായുവിന്റെ 12 കിലോമീറ്ററിന്റെ ഉള്ളിലാണോ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ നക്ഷത്രങ്ങളും കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഇതിനേക്കാളും വലിയ മണ്ടനാക്കുകയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ആ ലേഖനം ഞാൻ കമാൽ പാഷ ഉൾപ്പെടെ അന്നത്തെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ, അന്ന് നിച്ച് ഓഫ് ട്രൂത്ത് ഇല്ല, അന്ന് വേറെ ഒരു വിഭാഗമാണെന്നുള്ളത്, അന്ന് ടിറ്റ് ഫോർ ടാറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെയാണ് ഇറക്കുന്നത്. അവർക്കെല്ലാം അതിന്റെ കോപ്പികൾ അയച്ചു കൊടുത്തു. ഈ പ്രചരണം നടത്തുന്ന ആളുകൾക്കെല്ലാം ഞാൻ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി സ്റ്റാമ്പ് ഒട്ടിച്ച് ഈ മാസിക അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെയും പതിറ്റാണ്ടുകൾ ഇതേ ആളുകൾ ഇതേ അബദ്ധം ഇവിടെ പ്രചരിപ്പിച്ചു. അങ്ങനെ അവസാനം വിശ്വാസികൾ തന്നെ ഇതിനെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോ ഇപ്പൊ പറയുന്നു അതും മണ്ടത്തരമായി പോയി എന്ന്. അക്ബർ സാഹിബിനെ പോലുള്ള ആളുകൾ തന്നെ ഇപ്പൊ തുറന്നു പറയുന്നു, നമ്മൾ അങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്ന് ചെയ്തത് മാത്രമല്ല, നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും മണ്ടത്തരമാണ് എന്നാണ് ഇനി തെളിയിക്കപ്പെടാൻ പോകുന്നത്. ആരിഫോടെ ഇത് പോയി. ഓഫായില്ല, പക്ഷേ ഇത് ഡിസ്പ്ലേ പോയി. ഈ സിന്ധാനി പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഇവർ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഖുർആനിലുള്ള ഞാൻ പറഞ്ഞ ശാസ്ത്ര മണ്ടത്തരങ്ങളെ വ്യാഖ്യാനം കൊണ്ട് വെളുപ്പിച്ചെടുക്കുക. ഉദാഹരണത്തിന് ഖുർആനിൽ പരത്തി വിരിച്ചു കിടക്കുന്ന ഭൂമിയൊക്കെ അറബി പദങ്ങളുടെ അർത്ഥം മാറ്റിക്കൊണ്ട് നമ്മുടെ സാക്കിർ നായിക്കും കൂട്ടരും ഇപ്പോ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദഹാഹ എന്ന വാക്കിനെ ഒട്ടകപ്പക്ഷി മുട്ടയിടാൻ വേണ്ടി സ്ഥലം ചിക്കി നിരത്തുന്നതിനാണ് ദഹാഹ എന്ന് പറയുക എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നെങ്കിൽ സാക്കിർ നായിക്ക് പറഞ്ഞത് അതിന്റെ അർത്ഥം ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്നാണ്. അതുകൊണ്ട് ആ ഭൂമി ഉരുണ്ടിരിക്കുന്നു എന്ന്. ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ ഖുർആനിലുള്ള അബദ്ധങ്ങളെ സുബദ്ധങ്ങളാക്കി മാറ്റാനുള്ള വ്യാഖ്യാന കസർത്തുകളാണ് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഖുർആനിൽ തെളിച്ചു കടത്തിയിട്ടുള്ളതെല്ലാം ഇത്തരം കാര്യങ്ങളാണെങ്കിൽ ഒളിച്ചു കടത്തിയിട്ടുള്ളത് ബിഗ് ബാങ് തിയറി പോലുള്ള വലിയ വലിയ കാര്യങ്ങളാണ്. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞു തരാൻ അറിയാത്ത ദൈവം ബിഗ് ബാങ് തിയറിയും ക്വാണ്ടം തിയറിയും ഒക്കെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ഈ പ്രോജക്റ്റിന്റെ ആളുകൾ ഇപ്പോ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരന്ന ഭൂമിയെ ഉരുട്ടുക, 7 ആകാശങ്ങളെ അടുക്കി വെക്കുക, സൂര്യനെ ഗാലക്സിയിൽ ചുറ്റിക്കുക, മനുഷ്യന്റെ വൃഷണം താഴ്ത്തുനിന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മുതുകിലേക്ക് കൊണ്ടുപോവുക, ശുക്ലത്തിൽ ബീജം കൊണ്ടേ നിറയ്ക്കുക, ചോരക്കട്ടയെ ഭ്രൂണമാക്കുക, ഇങ്ങനെ ഒരുപാട് കലാപരിപാടികൾ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഇതിൽ വീഡിയോ പ്ലേ ആവുന്നില്ല. ഇതിലെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള
അബദ്ധങ്ങൾക്ക് പുറമെ മനുഷ്യന്റെ ശരീരത്തിനകത്ത് നടക്കുന്ന നമ്മുടെ അനാട്ടമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും ഖുർആനിൽ ഭീമമായ അബദ്ധമാണ്, പ്രകടമായ അബദ്ധമാണ് എഴുതി വച്ചിട്ടുള്ളത്. അതിലൊരു അബദ്ധത്തെ വ്യാഖ്യാനിച്ച് കുഴഞ്ഞു വീണവരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ശാസ്ത്രപ്രചാരകരിൽ പലരും. ഞാൻ അതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു, അത് ഇവിടെ പ്ലേ ആവുന്നില്ല, അത് ഞാൻ പിന്നീട് കാണിക്കാം. അതില് ഒരു ഉദാഹരണം, ഖുർആനില് മനുഷ്യന്റെ ശുക്ലം പുറപ്പെടുന്നത് സുൽബിന്റെയും തറായിബിന്റെയും ഇടയിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് സുൽബും തറായിബും? സുൽബും തറായിബും എന്താണെന്ന് ചോദിച്ചാല് ഇസ്ലാമിക മുഫസ്സിറുകള് നൂറുകണക്കിന് അർത്ഥങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ അത്ഭുതം 10 പണ്ഡിതന്മാര് 10 വ്യാഖ്യാനം കൊടുത്താൽ നമുക്ക് അത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ 10 പണ്ഡിതന്മാർ 25 വ്യാഖ്യാനം കൊടുത്താൽ മഹാത്ഭുതം എന്ന് പറയേണ്ടി വരും. ഇവിടെ അക്ബർ സാഹിബിന്റെ തന്നെ 4 or 5 അഭിപ്രായങ്ങൾ, അർത്ഥം മാറ്റി, ആശയം മാറ്റി, വ്യാഖ്യാനം മാറ്റിയതിന്റെ 4 or 5 ഉദാഹരണങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതില് 3 ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ തയ്യാറാക്കിയ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. അത് പ്ലേ ചെയ്യാൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു ക്ലിപ്പ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. ഖുർആനിലെ ഓരോ പദങ്ങളും കൃത്യവും വ്യക്തവുമാണ്, ഇനി അതിനപ്പുറം ഒരു പദം പ്രയോഗിക്കാനില്ല എന്ന് അക്ബർ സാഹിബ് പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നതിന്റെ ഒരു ക്ലിപ്പ് കൂടെ വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അതിലാദ്യം ഈ സുൽബും തറായിബും ആദ്യം ഇവിടെ വ്യാഖ്യാനിച്ചത്, ഞാനിത് ശ്രദ്ധിക്കുന്ന കാലത്ത്, ഞാൻ ഖുർആനിലെ ഭ്രൂണശാസ്ത്രം എന്ന ലേഖനം എഴുതുന്ന കാലത്തുണ്ടായിരുന്ന വ്യാഖ്യാനം വളരെ വിചിത്രമായൊരു വ്യാഖ്യാനമായിരുന്നു. അതായത് ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് ആ ശിശുവിന്റെ വൃഷണം ആ കുട്ടിയുടെ ശരീരത്തിന്റെ പുറത്തേക്ക് വന്നിട്ടില്ല. ആ സമയത്ത് ആ കുട്ടി, ആ വൃഷണം കിടക്കുന്ന ഭാഗം ആ കുട്ടിയുടെയോ അല്ലെങ്കിൽ അമ്മയുടെയോ വാര്യലിന്റെയും മുതുകലിന്റെയും അടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആദ്യകാലത്ത് വ്യാഖ്യാനങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എങ്ങനെയാണ് ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളത്. വ്യാഖ്യാനിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവില്ല, വായിക്കുന്നവർക്ക് മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് പിന്നെ വൃഷണത്തിലേക്കുള്ള നാഡീഞരമ്പുകൾ പുറപ്പെടുന്നത് നെഞ്ചിന്റെ ഉള്ളിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടൊരു വ്യാഖ്യാനം. അതാണ് മൗദൂദിയും സാക്കിർ നായിക്കും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടാണ് വൃഷണം മുതുകിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത് വന്ന് എന്താണ് ഈ ശുക്ലവാഹിനി കുഴലുകൾ അല്ലെങ്കിൽ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന സാധനം, അത് ഏതാണ്ട് നമ്മളെ നെട്ടലിന്റെ ഇങ്ങേ അറ്റത്തിന്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത വ്യാഖ്യാനം. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവസാനം പറയുന്നത്, അക്ബർ സാഹിബ് തന്നെ പറയുന്നത്, ഇതൊക്കെ ഇനി എന്തെങ്കിലും ഒരു കാലത്ത് ശരിയാവുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുക മാത്രമേ വിശ്വാസികൾക്ക് നിവൃത്തിയുള്ളൂ എന്നാണ്. ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. എന്താണ് ഈ സുൽബും തറായിബ്? ഏറ്റവും അവസാനം പറയുന്നത് നോണ അങ്ങ് പറയുക. അതായത് സുൽബ് എന്ന് പറഞ്ഞാല് കടിപ്രദേശമാണ്. സുൽബ് കടിപ്രദേശമാണെങ്കിൽ ഇത്രയും കാലം അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു എല്ലാവർക്കും. ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ശാസ്ത്രം ഇത് കണ്ടുപിടിച്ച കാലം തൊട്ട് തന്നെ ഇത് കടിപ്രദേശമാണെന്ന് അർത്ഥം കൊടുത്താൽ പോരായിരുന്നോ? ഇത്രയൊക്കെ മലക്കം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു അർത്ഥം ഇല്ല. സുൽബ് എന്ന് പറഞ്ഞാൽ മുതുകാണ്. മുതുകാണ് എന്നുള്ളത് ഖുർആനിൽ പല സ്ഥലത്തു പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആദമിന്റെ സന്തതികളെ കുറിച്ച് പറയുന്നിടത്ത് അവരുടെ മുതുകുകളിൽ നിന്നുള്ള സന്തതികൾ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ പാടില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് നിങ്ങളുടെ മുതുകിൽ നിന്നുള്ള പുത്രന്മാരുടെ ഭാര്യമാര് എന്ന് പറയുന്നുണ്ട്. ഹദീസുകളിൽ മുഴുവൻ കുട്ടികൾ ഉണ്ടാകുന്നത് മുതുകിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പം മനുഷ്യന്റെ മുതുകിൽ നിന്നാണ് ഈ സാധനം വരുന്നത് എന്നത് 6-ാം നൂറ്റാണ്ടിലും അതിനു മുമ്പും ബാബിലോണിയയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പൊതുവായ അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസം കേട്ടു വളർന്ന
മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ വെളിപാട് പുസ്തകത്തിൽ ആ അബദ്ധം എഴുതി വെച്ചു എന്നതാണ് ലളിതമായ ഉത്തരം. അതല്ലാതെ ലോകാവസാനം വരെ നമ്മൾ ഇതിനെന്തെങ്കിലും ശാസ്ത്രം വരുമെന്ന് കാത്തിരിക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. ഒരബദ്ധമെങ്കിലും ഖുർആനിൽ ഉണ്ടെങ്കിൽ ഖുർആൻ ദൈവികമല്ല എന്നതിന് പിന്നെ നമ്മൾ വേറെ തെളിവ് അന്വേഷിച്ച് പോവുകയും വേണ്ട. ഇനി ശാസ്ത്രം എങ്ങനെയാണ് ഈ ഒളിച്ചു കടത്തിയ ശാസ്ത്രം കണ്ടെത്തുന്നതിന്റെ ചില കോമഡി ഉദാഹരണങ്ങൾ കൂടി പറയുമ്പോഴേക്ക് ഏകദേശം എന്റെ സമയം കഴിയും. അതിലൊന്ന് ഇതാണ്, മസ്തിഷ്കത്തിന്റെ, ഇത് കുറെ നേരത്തെ ഉള്ളതാണ്, അപ്പൊ ഞാനൊക്കെ ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയ കാലത്തുള്ള ഒരു വ്യാഖ്യാനമാണ്. മസ്തിഷ്കത്തിന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലാണ് മനുഷ്യൻ തിന്മ ചെയ്യാനും നുണ പറയാനും ഒക്കെയുള്ള ഫാക്കൽറ്റി കിടക്കുന്നത് എന്ന് ഖുർആൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ്. അത് എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് അറിയുമ്പോഴാണ് അതിന്റെ കോമഡി. ഖുർആനിൽ ആ കാലത്ത് ഖുറൈശികളായ മുശ്രിക്കുകളായ നേതാക്കന്മാരെ ചീത്ത പറയുന്ന കുറെ അധ്യായങ്ങളുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞ തെറിപ്പാട്ടുകൾ. അങ്ങനത്തെ ഒരു തെറിപ്പാട്ട് പോലെയുള്ള ഒരു ഖുർആൻ സൂക്തത്തില് അബൂജഹലിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. നിന്റെ നാസിയ പിടിച്ച് ഞാൻ വലിക്കും. ആ കള്ളത്തരം ചെയ്യുന്ന നാസിയ ഉണ്ടല്ലോ, ആ കള്ളം പറയുന്ന നാസിയ ഉണ്ടല്ലോ, അത് ഞാൻ പിടിച്ചു വലിക്കും എന്ന് അള്ളാഹു ഈ അബൂജഹലിനെ ചീത്ത പറയുന്ന ഈ ഒരു സൂറത്ത്. ആ സൂറത്തിലെ നാസിയ പിടിച്ചു വലിക്കും എന്ന് പറയുന്ന നാസിയമ്മലാണ് വ്യാഖ്യാന ഫാക്ടറി പ്രവർത്തിച്ചത്. നാസിയ എന്ന് പറഞ്ഞാൽ ഈ നെറ്റിയുടെ മുകളിലുള്ള മുടിയാണ്, കുടുമയാണ്. എന്റെ കുടുമ പിടിച്ചു വലിക്കുന്നതാണ് ഈ പറയുന്നത്. ആ കുടുമ, നെറ്റിയുടെ മുകളിലുള്ള മുടിയാണ് കുടുമ. ആ കുടുമയെ എന്ത് ചെയ്തു, മെല്ലെ നമ്മളെ ഇത് ഡ്രില്ല് ചെയ്തിട്ട്, തലയോട് ഡ്രില്ല് ചെയ്തിട്ട് ഉള്ളിലേക്കാണ് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, പഠിച്ച അള്ളാഹു പിടിച്ചു വലിക്കണമെങ്കിൽ ഇതൊക്കെ ഓട്ട കുത്തണം. ഇത് നമ്മുടെ തലയോട് ഓട്ട കുത്തിയിട്ട് വേണം അള്ളാഹുവിന് അതിന്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഇത് വലിക്കണമെങ്കിൽ. അള്ളാഹു അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അള്ളാഹു മുടി പിടിച്ചു വലിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അത് കൊണ്ടുപോയിട്ട് പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ ശാസ്ത്രം മുഴുവൻ ഖുർആനിലുണ്ട് എന്ന് വ്യാഖ്യാനിച്ചു കളഞ്ഞു വരും. എന്നാൽ ആ ഖുർആനില് മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ മനസ്സ്, ആ സാധനം പ്രവർത്തിക്കും, ചിന്ത, ഓർമ്മ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എവിടെയാണ് എന്ന് ഖുർആനിൽ നിരവധി സ്ഥലത്ത് അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നു. നെഞ്ചിന്റെ ഉള്ളിലെ ഹൃദയം, ആ ഹൃദയത്തിലാണ് മനുഷ്യന്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് എന്നല്ലാതെ തലച്ചോറ് എന്ന ഒരു അവയവത്തെ കുറിച്ച് ഖുർആനിൽ എവിടെയും കാമ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. തലച്ചോറ് എന്ന് പറയുന്ന ഒരു അവയവത്തെ കുറിച്ച് അറിവില്ലായിരുന്നു ഖുർആൻ എഴുതിയ ദൈവത്തിനും അത് അവതരിപ്പിച്ച പ്രവാചകനും അത് കൊണ്ടുവന്ന ജിബ്രീലിനും. എന്നിട്ട് ഈ കുടുമ പിടിച്ചു വലിക്കുന്ന പറഞ്ഞതിനെ തലച്ചോറ് ശാസ്ത്രമാക്കിയിട്ട് ഈ കുറവ് നികത്തുകയാണ് സിന്ധാനി പ്രോജക്റ്റിലെ ആളുകൾ. സമയക്കുറവുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മറ്റൊന്ന്, ഇരുമ്പ് ഇറക്കി, അതാണ് ഒരു വലിയ ശാസ്ത്രം പറയുന്നത്. എന്താണ്? അൻസൽന എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇരുമ്പ് എന്ന് പറയുന്നത് സൂപ്പർനോവയൊക്കെ പൊട്ടിയപ്പോ അതിനകത്തുനിന്ന് സൗരയൂഥത്തിന്റെ ഒക്കെ പുറത്തുനിന്ന് വന്നതാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടോ, അള്ളാഹു ഇറക്കി എന്നാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. അവിടെ ഇരുമ്പിന്റെ ശാസ്ത്രം ഖുർആനിലുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഒരുപാട് ലോജിക്കൽ ഫാലസികൾ വലിയ കോമഡിയാണ്. ഒരൊറ്റ സെന്റൻസിൽ നിന്ന് അവര് ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് അതാണ് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റുക. ആ സെന്റൻസിന്റെ തന്നെ തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള കാര്യം അതിനേക്കാൾ വലിയ മണ്ടത്തരമായിരിക്കും. അതവിടെ വെച്ചിട്ട് മറ്റേത് എടുത്തോണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, തുലാസും ഇറക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇരുമ്പും ഇറക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തുലാസ് സൂപ്പർനോവയെന്ന് അസംബിൾ ചെയ്തിട്ട് ഇറക്കിയതാ? അങ്ങനെ വേണ്ടേ വ്യാഖ്യാനി? ഈ ഇരുമ്പിനെ മാത്രം ശാസ്ത്രത്തിനൊപ്പിച്ച് ഇറക്കി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ ഒപ്പം ഇറക്കിയ തുലാസ് അസംബിൾ ചെയ്ത് ഇറക്കണ്ടേ അവിടുന്ന്? മാത്രല്ല ഖുർആനിൽ ഒരുപാട് ഇറക്കലുണ്ട്. കന്നുകാലികളെ ഇറക്കിയിരിക്കുകയാണ്. സൂപ്പർനോവയിൽ നിന്നാണോ ഒട്ടകവും കുതിരയും കോവർ കഴുതിയൊക്കെ ഇറങ്ങിയത്? അതാണോ അതിന്റെ അർത്ഥം? മന്നായും സൽവായും ഇറക്കി എന്ന് പറയുന്നു, വസ്ത്രം ഇറക്കി എന്ന് പറയുന്നു, ആഹാരം ഇറക്കി എന്ന് പറയുന്നു.
ഖുർആനിൽ ഇറക്കൽ ഒരു പതിവാണ്. അള്ളാഹു ഭൂമിയിൽ ഒരുക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളെ കുറിച്ചും ഇറക്കി എന്നാണ് ഖുർആനിൽ പറയുക. 88 തവണ ഈ അൻസൽന എന്നുള്ള വാക്ക് അല്ലെങ്കിൽ അൻസല എന്നുള്ള വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം മഴ ഇറക്കുന്നതിനെ കുറിച്ചും മറ്റു പലതും ഇറക്കുന്നതിനെ കുറിച്ചാണ്. അതൊന്നും ശാസ്ത്രമാക്കി വ്യാഖ്യാനിക്കാൻ ഈ ഇറക്കൽ എടുക്കാതെ ഇരുമ്പിനെ മാത്രം മുറിച്ചെടുത്ത് ഇരുമ്പിന്റെ കൂടെ പറഞ്ഞ തുലാസിനെ പോലും മാറ്റിവെച്ചിട്ട് അത് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റിയിട്ടാണ് അതിനെ ശാസ്ത്രമാക്കി മാറ്റുന്നത്. ഇതുപോലെയുള്ള കോമഡികളാണ് ശരിക്കും ഇവര് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ടെക്സാസ് ഷാർട്ട് ഷൂട്ടർ ഫാലസി എന്നാണ് പറയുക. ഷാർപ്പ് ഷൂട്ടർ ഫാലസി. അതായത് ഒരു വെടിക്കാരൻ, വലിയ വെടിക്കാരനാണെന്ന് വീമ്പ് പറയുന്ന ഒരു വെടിക്കാരൻ ചെയ്യുന്ന ഒരു തട്ടിപ്പാണ്. അയാൾ ആ പലകമേൽക്ക് നിറയെ വെടിവെച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ വരുമ്പോൾ അയാൾ വെച്ച ഒരു വെടിന്റെ അടയാളത്തിന് ചുറ്റും ടാർജറ്റ് വരയ്ക്കുക. എന്നിട്ട് അയാൾ അവിടെ നിന്നിട്ട് പറഞ്ഞു, കണ്ട എന്റെ വെടി എത്ര കറക്റ്റാണ്, ബാക്കി വെടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇതേപോലെയുള്ള അബദ്ധങ്ങളെയും മറുഭാഗങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം മാത്രം എടുത്ത് ബാക്കി എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു തട്ടിപ്പിന്റെ പേരാണ് ഈ ഷാർപ്പ് ഷൂട്ടർ ഫാലസി എന്ന് പറയുന്ന ലോജിക്കൽ ഫാലസി അല്ലെങ്കിൽ ന്യായ വൈകല്യം. അത്തരത്തിലുള്ള നിരവധി ന്യായ വൈകല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഖുർആനിൽ ശാസ്ത്രം മെനയുന്നത്. മറ്റ് ചില കോമഡികൾ കൂടി നോക്കുക. ഖുർആനിൽ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുതിയ കണ്ടെത്തല്. എന്താ അതിന്റെ തെളിവെന്നറിയോ? സ്വർഗത്തിൽ ഉറുമാമ്പഴം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഉറുമാമ്പഴം ഹാർട്ട് അറ്റാക്കിന് നല്ലതാണെന്ന് ഇപ്പോ ഇസ്രായേലി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടങ്ങള് സ്വർഗത്തിൽ ഉറുമാമ്പഴം ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ പറ്റി അറിവുണ്ടാവണ്ടേ എന്നാണ്. പക്ഷേ നമ്മള് ഒരു സാമാന്യ യുക്തിയുള്ള ഒരു വിശ്വാസിക്ക് ചോദിക്കാം, അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന സ്ഥല? സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സ്ഥലമാണോ? അതൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സങ്കല്പമല്ലേ? അവിടെ എങ്ങനെയാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്? സ്വർഗത്തിലെ ഹാർട്ട് അറ്റാക്കും ഗ്യാസ് ട്രബിളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ സ്വർഗം? അത് ആലോചിക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിലെ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കറ എന്നൊരു പ്രയോഗമുണ്ട്. അവിശ്വാസികളുടെ ഹൃദയത്തിൽ കറ എന്നുള്ള ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ആ ഉപമ പറഞ്ഞുകൊണ്ട് പറയാണ്, കണ്ടോ കൊളസ്ട്രോളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പുതിയ വ്യാഖ്യാനങ്ങളാണ്. കണ്ണ് വെളുത്തിട്ടാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഏതോ ഒരു കഥ പറയുമ്പോ അത് വെച്ചിട്ട് പറയുന്നു, കണ്ടോ കാട്രാക്ട് തിമിരം ഖുർആനിലുണ്ട്. ബെഡ് സോർ ഉണ്ട് എന്നാ പറഞ്ഞത്. എന്താ ബെഡ് സോർ? നമ്മൾ ബെഡിൽ കുറെ കാലം അനങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ വ്രണം ഉണ്ടാവും. അതിനാണ് ബെഡ് സോർ എന്ന് പറയുന്നത്. കഴിഞ്ഞോ? ഓക്കെ, ഒന്ന് കൺക്ലൂഡ് ചെയ്യും. അതെന്താ ബെഡ് സോർ? എന്താണ് അത്? മറ്റേ ഗുഹാവാസികളുടെ കഥ പറയുമ്പോൾ അള്ളാഹു തിരിച്ചും മറിച്ചിടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബെഡ് സോർ ഉണ്ടാകുന്നത് കൊണ്ടാണ് തിരിച്ചും മറിച്ച്. അപ്പൊ ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുമായി കൂട്ടിക്കുഴച്ചിട്ട് നടത്തുന്ന ഇത്തരം ഫാലസികളാണ് ഈ വ്യാഖ്യാനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. എൻ്റെ വിഷയം ഇവിടെ വളരെ അപൂർണമായിട്ടേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അടുത്ത സെഷനിലൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയും ഒപ്പം എൻ്റെ വെല്ലുവിളിക്കുള്ള മറുപടിയും അക്ബർ സാഹിബ് അവതരിപ്പിച്ചതിന് ശേഷം ഞാൻ അതിനോട് അടുത്ത സെഷനിൽ പ്രതികരിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി. വളരെ നന്ദി. ആദ്യത്തെ സെഷനിലെ വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ എം അക്ബറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരു മണിക്കൂർ നീണ്ടു നിന്നൊരു സംസാരത്തിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്.
സ്വാഭാവികമായും നമ്മുടെ ഗ്രാഹ്യം എന്നത് കേൾവി ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ദീർഘമാകുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുമെന്നത് പഠനങ്ങൾ. വെറുതെ തമാശ പറയാം. ഡൽഹിയിലെ മരം കൂച്ചുന്ന തണുപ്പ്, ഒരു സർദാർജി അതിൻ്റെ പൂച്ചനെ കുളിപ്പിക്കുകയാണ്. എതിരിൽ വരുന്ന അത് കണ്ടുവന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, സർദാർജി നേരം വെളുക്കുമ്പോൾ പൂച്ചനെങ്ങനെ കുളിപ്പിച്ചാൽ ഈ സൈസ് തണുപ്പത്തത് ചത്തുപോലെ. സർദാർജി ഒന്ന് ക്രുദ്ധമായി നോക്കി. സുഹൃത്ത് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് സുഹൃത്ത് തിരിച്ചു വരുമ്പോൾ സർദാർജി ഇരുന്ന് കരയുന്നുണ്ട്. എന്താ സർദാർജി കരയുന്നത്? പൂച്ച ചത്തുപോയി. അപ്പൊ ചോദിച്ചു, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലേ തണുപ്പത്ത് പൂച്ചയെ കുളിപ്പിച്ച ചത്തുപോകും. എടോ, തണുപ്പത്ത് കുളിപ്പിച്ചിട്ടൊന്നുമല്ല ചത്തത്, താൻ പറഞ്ഞത് കേട്ട് അതിനൊന്ന് ഞാൻ പിഴിഞ്ഞു, അപ്പോഴാ ചത്തത്. യഥാർത്ഥത്തിൽ ഈ തമാശ എവിടേക്ക് യോജിക്കുമെന്ന് പിന്നീട് നമുക്ക് ആലോചിക്കാം. വിഷയം അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കേണ്ടത്. ആമുഖമായി സൂചിപ്പിക്കട്ടെ, കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഇതേപോലെയുള്ളൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. കാരണം യുക്തിവാദി സംഘത്തെ കുറേ കാലമായി അറിയുന്നത് കൊണ്ട്. സംഘം 929 സംഘമായിട്ടില്ല, 35-ലാണ് സംഘം ഉണ്ടാകുന്നത്. അന്ന് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യുക്തിവാദി മാഗസിൻ, അതിലും അതിനുശേഷം സംഘത്തിൻ്റെ ഔദ്യോഗികമായ യുക്തിരേഖയെപ്പോലെയുള്ള മാഗസിനുകളിലും എല്ലാം എഴുതിയ പല ലേഖനങ്ങളും കുറെ മുമ്പ് തന്നെ വായിക്കാനും അതിലൂടെ കടന്നു പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വിശേഷിച്ചും ഡോക്ടർ എ ടി കോവൂരിനെ പോലെയുള്ള ആളുകളുടെ പഠനങ്ങൾ, അന്ധവിശ്വാസങ്ങളുടെ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ തേടിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, ഇതെല്ലാം തന്നെ ചെറുപ്പകാലഘട്ടത്തിലെ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ സമയത്ത് തന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സംഘത്തിൻ്റെ വേദിയിൽ നിൽക്കുന്നത് സന്തോഷമുണ്ട്. തീർച്ചയായും ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ സംഘം മുന്നോട്ട് വെക്കുന്നത് നിരീശ്വര നിർമ്മത പ്രത്യയശാസ്ത്രമാണ്. ആ നിലക്ക് തന്നെ ആ പ്രത്യയശാസ്ത്രത്തോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ആ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ സംവാദങ്ങളും സംഘട്ടനങ്ങളും പോസിറ്റീവായ രൂപത്തിൽ നടക്കേണ്ടത് ഒരു പുരോഗമന സമൂഹത്തിന് അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലക്ക് തന്നെ പലപ്പോഴും പുതിയ കാലത്ത് പുതിയ കാല നവനാസ്തികത, സാമ്രാജ്യത്വത്തിൻ്റെ മനുഷ്യവിരുദ്ധ ദർശനങ്ങളെ
കടമെടുക്കുകയും ശാസ്ത്ര പ്രചരണത്തിന്റെ മറവിൽ ഫാഷിസത്തിന് അടക്കം പാദസേവ ചെയ്യുകയും ചെയ്യുന്ന, അതിനുവേണ്ടി ബൗദ്ധിക വ്യായാമം നടത്തുന്ന തലത്തിലേക്ക് അധപ്പതിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷ ദർശനങ്ങളിൽ അധിഷ്ഠിതമായ സംഘത്തെ പോലെയുള്ള കൂട്ടായ്മകൾ ഒരു സന്തുലനത്തിനെങ്കിലും അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഈ അടുത്ത് അനിൽകുമാർ സാറും രാജഗോപാൽ സാറും എല്ലാം തന്നെ ഒന്നിച്ച് നടത്തിയൊരു പ്രസ്താവന, കർഷക സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന, അതിനോടുള്ള സംഘത്തിൻ്റെ ഒരു വേദിയിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലക്ക് അതിനോടുള്ള ഐക്യദാർഢ്യം അടിവരയിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. എൻ്റെ വിഷയം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്നെ കേരള യുക്തിവാദി സംഘം ഏൽപ്പിച്ച വിഷയം ഈ ഡിസംബർ മാസം 7-ാം തീയതി യുക്തിവാദി സംഘത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ സംവാദം യുക്തിവാദി സംഘം ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള വിഷയം അതിങ്ങനെയാണ്, നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുന്ന അക്കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്നറിയാവുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് സയൻസ് കണ്ടെത്തി എന്തെങ്കിലും ഒരു അറിവ് ഖുർആനിൽ ഉണ്ടെന്ന് തെളിയിച്ചാൽ താൻ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാകാമെന്നും ഇതേവരെ താൻ ഇസ്ലാമിനെതിരെ ഉന്നയിച്ച വാദങ്ങളെല്ലാം പിൻവലിക്കാമെന്നുമുള്ള യുക്തിവാദി സംഘം പ്രസംഗകനായ എ ജബ്ബാറിന്റെ വെല്ലുവിളിക്കുള്ള മറുപടിയാണ്. സംഘം എന്നെ ഏൽപ്പിച്ച വിഷയം എന്നുള്ള നിലക്ക് ആ വിഷയം ആണ് വിഷയാവതരണത്തിൽ ഇവിടെ സംസാരിക്കേണ്ടത് എന്നുള്ള നിലക്ക് ഞാൻ ആ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. വെല്ലുവിളി ഇവിടെ പിന്നെ സഹസംവാദകൻ സൂചിപ്പിച്ചതുപോലെ ആ വെല്ലുവിളി എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് സയൻസ് കണ്ടെത്തിയ എന്തെങ്കിലും ഒരു അറിവ് ഖുർആനിൽ ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ്. ഇതൊരു ചലഞ്ചാണ്. ഇതാണ് എൻ്റെ സഹസംവാദകൻ ഉന്നയിച്ച വെല്ലുവിളി. ആ വെല്ലുവിളിക്ക് ഉപോത്ബലകമായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷെ ആ ചിത്രത്തിലൊന്നും തന്നെ ഞാൻ എന്ന വ്യക്തി ഉണ്ടായിരുന്നില്ല, എം അക്ബർ തന്നെ വ്യക്തി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എൻ്റെ പേരെടുത്ത് പറഞ്ഞ് ഈ വിഷയത്തിൽ സംവാദത്തിന് സന്നദ്ധമാണോ എന്ന് ചോദിച്ചുകൊണ്ട് വീഡിയോ ഇറക്കുകയും യുക്തിവാദി സംഘത്തിന്റെ സുഹൃത്തുക്കൾ വാട എന്നെല്ലാം പറഞ്ഞ് പോസ്റ്റർ ഇറക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അവസരത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഞാൻ സന്നദ്ധമായത്. യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡിന്റെ സാഹചര്യത്തിൽ ഇത്തരം വെല്ലുവിളികൾക്കോ മറുപടികൾക്കോ ഉള്ള സമയമല്ല എന്നും, മറിച്ച് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സേവനത്തിന്റെ ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോകേണ്ട ഒരു പ്രത്യേക സന്ദർഭമാണ് എന്നതുകൊണ്ടും ഇത്തരം വെല്ലുവിളികളും വർത്തമാനങ്ങളും വില കുറഞ്ഞ വിമർശനങ്ങളുമെല്ലാം നമ്മൾ സാധാരണയായി അവഗണിച്ചു വിടാനാണ് പതിവ്. പക്ഷെ പേരെടുത്ത് പറഞ്ഞ് വാട എന്ന് പറഞ്ഞ് പോസ്റ്റർ ഇറക്കി എല്ലാം വെല്ലുവിളിച്ചപ്പോൾ സ്വാഭാവികമായും ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വെല്ലുവിളിക്ക് മറുപടി പറയുവാൻ ഞാൻ സന്നദ്ധമാണ് എന്നറിയിച്ചത്. ആ മറുപടിക്ക് ഇത്ര സമയമൊന്നും കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളിക്ക് മറുപടി പറയാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിമിഷങ്ങൾ മതി. അതുകൊണ്ടാണ് പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് വന്നുകൊണ്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞത്. അന്നു മുതൽ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിലൂടെ നടന്ന യുദ്ധങ്ങളൊന്നും തന്നെ ഞാൻ പറയേണ്ടതില്ല. യഥാർത്ഥത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നത്
യുക്തിവാദി സംഘത്തെ പോലെയുള്ളൊരു പ്രസ്ഥാനം ഇതിന്റെ സംഘാടനം ഏറ്റെടുത്തതിന് ശേഷവും ആരാണത് ചെയ്തത് എന്ന് ഞാൻ പറയേണ്ടതില്ല. ഇത്തരം ആളുകൾ അവര് സോഷ്യൽ മീഡിയയിലൂടെയുള്ള വളരെ മോശമായ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. എനിക്ക് തോന്നിയ ഞാൻ സർദാർജിയുടെ കഥ പറഞ്ഞത് വെറുതെയല്ല. സത്യത്തിൽ യുക്തിവാദി സംഘത്തെ പോലെയുള്ള പ്രസ്ഥാനം ജനാധിപത്യ വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയപ്പോ ഗുണകാംക്ഷയോടുകൂടി പറഞ്ഞതാണ്, കുളിപ്പിക്കല്ലേ. ഈ ഇസ്ലാം വിരുദ്ധതയുടെ, ഇസ്ലാം ഭീതിയുടെ, ഇസ്ലാം വെറുപ്പിന്റെ മാറാപ്പുകൾ മാത്രം പേറി പരിചയമുള്ള കുറച്ച് ആളുകളുടെ കൈകളിൽ നിങ്ങൾ വെള്ളം കൊടുത്ത് ഈ കുറെയെല്ലാം സാമൂഹ്യ ധാർമ്മികതയുള്ള അല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തമായ കഴിഞ്ഞ ഏകദേശം 1 നൂറ്റാണ്ടോളം കാലം നിലനിന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ കൊല്ലല്ലേ എന്ന് പറഞ്ഞതാ. അപ്പൊ ഒരു ഡിബേറ്റും കൂടി നടത്തിയിട്ട് കൊന്നുകളയാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സഹതപിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. തീർച്ചയായും നമ്മൾ ഡിബേറ്റിലൂടെ കടന്നു പോവുകയാണ്. ഈ ചാലഞ്ചിനാണ് ഞാൻ മറുപടി പറയുന്നത്. മറ്റു വർത്തമാനങ്ങൾക്ക് നമ്മുടെ എല്ലാം സമയം വിലയുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ അതിലൂടെ കടന്നു പോകുന്നില്ല. ഇവിടെ ഡിബേറ്റ് അനുസരിച്ച് എൻ്റെ ദൗത്യം ഖുർആനിലൊരു അറിവ് അവതരിപ്പിക്കണം. ഒരൊറ്റ അറിവ്. എൻ്റെ സഹസംവാദകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരറിവ്. അതെ, ആ ഒരറിവ്. അത് 2 സവിശേഷതകളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നാമത്തെ സവിശേഷത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സയൻസ് കണ്ടെത്തിയതാകണം. രണ്ടാമത്തെ സവിശേഷത അന്നത്തെ അറബികൾക്കറിയാത്തതാകണം. തീർച്ചയായും ഈ അറിവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കള്ളത്തെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് പച്ചക്കള്ളായതുകൊണ്ട് പച്ചക്കള്ളം തന്നെ പറയണല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞ ഈ സീരീസ് അദ്ദേഹം തുടങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയ വീഡിയോന്റെ തലക്കെട്ട് അത് ശാസ്ത്രം കണ്ടെത്തിയതെല്ലാം ഖുർആനിലുണ്ട് എന്ന തള്ള്. അത്തരം ഒരു തള്ള് മുസ്ലിങ്ങൾക്കില്ല. ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിൽ പറഞ്ഞിട്ടില്ലാത്ത വെറുതെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള നിലക്ക്, പോരാട്ടത്തിന് വേണ്ടിയുള്ള ഒരു സംഘം എന്നുള്ള നിലക്ക് യുക്തിവാദി സംഘത്തിന്റെ കീഴിൽ വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നത്, ഇങ്ങനെയൊരു തള്ള്, ഇങ്ങനൊരു അവകാശവാദം മുസ്ലിങ്ങൾക്കില്ല. ഖുർആനിന്റെ ദൗത്യം കേവലം ശാസ്ത്രം കണ്ടെത്തിയ കാര്യങ്ങൾ പറയലല്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ശാസ്ത്രജ്ഞന്മാരുണ്ടാവില്ലല്ലോ, മുസ്ലിങ്ങൾക്കിടയിൽ ശാസ്ത്രം പഠിക്കുന്നവരുണ്ടാവില്ലല്ലോ. മുസ്ലിങ്ങൾ ശാസ്ത്രം പഠിക്കുന്നത് പരിശുദ്ധ ഖുർആൻ എന്നല്ല, യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ്, കലാലയങ്ങളിൽ നിന്നാണ്, ആ രൂപത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ്. അതെന്താ, മതപാഠശാലകളിൽ പോയ പോരെ? എല്ലാ ശാസ്ത്രവും ഖുർആനിലുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു വാദം മുസ്ലിങ്ങൾക്കില്ല. പരിശുദ്ധ ഖുർആന്റെ ദൗത്യം എന്നത് ശാസ്ത്രം പഠിപ്പിക്കലല്ല. വീണ്ടും അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഖുർആന്റെ ദൗത്യം ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് പടച്ച തമ്പുരാൻ മനുഷ്യരോട് സംസാരിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരിലൂടെ തയ്യാറായിട്ടുണ്ട്. ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തലാണ് ഖുർആന്റെ ദൗത്യം. ആ ബോധ്യപ്പെടുത്തുന്നതിനിടക്ക് പരിശുദ്ധ ഖുർആൻ പടച്ചവനെ കുറിച്ച് പറയുമ്പോ, പടച്ചവന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുമ്പോ, പടച്ചവന്റെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുമ്പോ എല്ലാം ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെ കണ്ണോടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ആ പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെ കണ്ണോടിക്കാൻ വേണ്ടി പറയുമ്പോ ആ പറയുന്ന കാര്യങ്ങൾ, ആ പരാമർശങ്ങൾ ഒരെണ്ണത്തിൽ പോലും അബദ്ധമില്ല എന്നതാണ് മുസ്ലിങ്ങളുടെ ഖുർആനിന്റെ വാദം. ഖുർആന്റെ പദങ്ങളിലൂടെ തന്നെ ആ വാദം പറഞ്ഞാൽ, ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 82-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും പടച്ചവന്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം പൊരുത്തക്കേടുകൾ, അബദ്ധങ്ങൾ, വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ഖുർആന്റെ അവകാശവാദം അതാണ്. ഖുർആൻ ഭൂമിയെ കുറിച്ച് പറയുന്നുണ്ട്, ഭൂമിശാസ്ത്രം പഠിപ്പിക്കാനല്ല, പടച്ചവന്റെ അസ്തിത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ. അവിടെ പക്ഷേ ഭൂമിയെ കുറിച്ച് പടച്ചവൻ പറയുമ്പോ അതിലെ പരാമർശങ്ങളിൽ ഒരു അബദ്ധം പോലുമില്ല. പരിശുദ്ധ ഖുർആനിൽ ആകാശങ്ങളെക്കുറിച്ച്, നക്ഷത്രത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അനാട്ടമിയെ കുറിച്ചെല്ലാം തന്നെ
അനാട്ടമി പഠിപ്പിക്കാൻ വേണ്ടിയല്ല പറയണത്. മറിച്ചെന്തിനാ? പടച്ചവന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയാൻ. അത് പറയുമ്പോ പരിശുദ്ധ ഖുർആൻ പറയുന്ന പരാമർശങ്ങൾ, അതിലുപയോഗിച്ച പദങ്ങൾ, അത് കൃത്യമാണ്, അതൊരിക്കലും അബദ്ധമില്ലാത്തതാണ്, സൂക്ഷ്മമാണ്. ഇതാണ് പരിശുദ്ധ ഖുർആന്റെ വാദം. ഖുർആന്റേതല്ലാത്തൊരു വാദം മുസ്ലിങ്ങൾക്ക് ഏതായാലും ഖുർആന്റെ കാര്യത്തിൽ പറയാൻ പറ്റൂലല്ലോ. ഇവിടെയാണ് നേരത്തെ വെല്ലുവിളി വീണ്ടും പ്രസക്തമാവണത്. ആ വെല്ലുവിളി ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തെളിയിക്കേണ്ട ഖുർആനിലെ ഒരു അറിവ് എന്താണ്? ഒന്ന്, മുഹമ്മദ് നബിക്ക് ശേഷം സയൻസ് കണ്ടെത്തിയതാകണം. ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷത, മുഹമ്മദ് നബിയുടെ കാലത്ത് അറബികൾക്ക് അറിയാത്തതാകണം. മതിയോ? പോരാ. മൂന്നാമത്തൊന്നും കൂടി ഉണ്ട്, എന്റെ എതിർ കക്ഷിക്ക് ശരിയായ രീതിയിൽ മനസ്സിലാകുന്നതാകണം. കാരണം കേവലം ഒരു പൊതുപരിപാടിയല്ല ഇത്, അദ്ദേഹത്തിന്റെ ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി ഞാൻ ചില കാര്യങ്ങൾ പറയാന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടി മനസ്സിലാകുന്ന, അദ്ദേഹത്തിന് കൂടി കൃത്യമായി അറിയാൻ കഴിയുന്ന നിലവാരത്തിലുള്ള ഒരു കാര്യമാകണം. ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുകയാണ്. പരിശോധനക്കും തീരുമാനത്തിനുമായി ഞാൻ സമർപ്പിക്കുന്ന 4 അറിവുകൾ ഉൾക്കൊള്ളുന്ന ഖുർആനിലെ ഒരൊറ്റ ആയത്താണ് എനിക്ക് പറയാനുള്ളത്. ആ ആയത്ത് അദ്ദേഹം പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അതിൽ 4 അറിവുകൾ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഇല്ലാത്ത 4 അറിവുകൾ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ആയത്ത്. ആ ആയത്ത് നിങ്ങൾ കേൾക്കുക. يغشاه موج من فوقه موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിലെ 40-ാമത്തെ വചനത്തിൽ അവിശ്വാസികളുടെ കർമ്മങ്ങളെ കുറിച്ച് പറയുന്ന, ആ കർമ്മങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്ന ഒരു രംഗം. ഈ രംഗത്തിലെ വചനമാണിത്. ഈ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം നിങ്ങൾ എഴുതി കണ്ടു. ഈ അർത്ഥത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, ഈ അർത്ഥം എടുക്കുന്നതിന് വേണ്ടി എഡ്വേർഡ് വില്യം ലൈനിന്റെ 1876 മരണപ്പെട്ട വില്യം ലൈനിന്റെ അറബിക് ഇംഗ്ലീഷ് ലെക്സിക്കനാണ്. അദ്ദേഹം മുസ്ലിം അല്ല. ആ ലൈനിന്റെ അറബിക് ഇംഗ്ലീഷ് ലെക്സിക്കൻ, അത് 8 വോള്യൂംസ് ആണുള്ളത്. നിങ്ങൾക്ക് ആർക്കും ആ ഇംഗ്ലീഷിലാണ്, അറബി പദങ്ങളാണ്. അറബി അറിയണമെന്നില്ല, ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് പോലും പരിശോധിക്കാവുന്നതാണ്. ഞാൻ ഇതിലേതെങ്കിലും ഒരു വചനം എന്റേതായ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാവുന്നതാണ്, എന്റെ സഹസംവാദകനും പരിശോധിക്കാവുന്നതാണ്. ഇവിടെ അതിന്റെ അർത്ഥം, ഓരോ പദങ്ങൾ അർത്ഥം പരിശോധിക്കാം. ഔ കദുലുബാത്തിൻ, അല്ലെങ്കിൽ ഇരുട്ടുകൾ പോലെ. ഫി ബഹറിൻ ലുജ്ജിയിൻ, ആഴക്കടലില്. ബഹർ എന്ന് പറഞ്ഞാൽ കടൽ, ലുജ്ജി എന്ന് പറഞ്ഞാൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ. യാഷാഹു, അതിനെ പൊതിയുന്നു. മൗജുൻ, തിരമാല. മിൻ ഫൗഖിഹി മൗജുൻ, അതിനു മേൽ വീണ്ടും തിരമാല. മിൻ ഫൗഖിഹി സഹാബുൻ, അതിനു മേലെ വീണ്ടും മേഘം. ഇദാ അഖ്റജ യദഹു, തന്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ, ലം യക്കദ് യറാഹ, അതുപോലും അവന് കാണാൻ കഴിയില്ല. ദുലുമാത്തും ബഅദുനാ ഫൗഖ ബഅദ്, ഒരു ഇരുട്ടിന് മേലെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. വമൻ ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, ആർക്കാണോ അല്ലാഹു വെളിച്ചം കൊടുത്തിട്ടില്ലാത്തത് അവന് യാതൊരു പ്രകാശവുമില്ല. ഈ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന 4 ഭൗതികമായ അറിവുകളുണ്ട്. ആ 4 അറിവുകൾ, ഒന്നാമത്തേത്, ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട്. ഒന്നിനു മുകളിൽ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. ഇതാണ് ഒന്നാമത്തെ അറിവ്. രണ്ടാമത്തെ അറിവ്, ഇരുട്ടുകളെ പൊതിയുന്ന തിരമാലകൾ ആഴക്കടലിലുണ്ട്. മൂന്നാമത്തെ അറിവ്, ആഴക്കടലിലെ തിരമാലകളെ പൊതിയുന്ന വേറെയും തിരമാലകളുണ്ട്. നാലാമത്തെ അറിവ്, ആഴക്കടലിലെ ഇരുട്ടിൽ സ്വന്തം കൈകളെ പോലെ പോലും കാണാൻ ഒരാൾക്ക് കഴിയില്ല. ഈ 4 ഭൗതികമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ആയത്താണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്.
ഈ വചനത്തിലെ ഈ 4 അറിവുകളെ സയൻസ് എങ്ങനെ കാണുന്നു, ആധുനിക ശാസ്ത്രം എങ്ങനെ കാണുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ അറിവ്, ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട്, ഒന്നിനു മുകളിൽ മറ്റൊന്നായ അനേകം ഇരുട്ടുകൾ. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി കാണാം. Is the sunlight zone. That's where a lot of the most well-known fish live, and it's about as far as most humans can go. At 200 meters, you reach the twilight zone, where light starts to disappear. At more than 1,000 meters down, sunlight disappears completely. This is the midnight zone. It's a cold, dark place that we still don't know much about. It's also where huge, freaky sea life starts appearing, like the giant squid. But it's still not even close to the bottom in most places on Earth. The lowest point is a whopping 11,000 meters down. That's about the same depth as stacking 36 Eiffel Towers on top of each other. That place is called Challenger Deep in the Mariana Trench. ظلمات بعضها فوق بعض. നിങ്ങൾ ആഴക്കടലിനെ കുറിച്ചുള്ള പഠനത്തിൽ ഒഷ്യോനോഗ്രഫിയിൽ നമുക്ക് കാണാൻ കഴിയും, പുതിയ കാലത്ത് മാത്രമാണ് ഒഷ്യോനോഗ്രഫി ആഴക്കടലിലേക്ക് കടന്നു പോയത്. കാരണം സാധാരണഗതിയിൽ ഒരാൾക്ക് ആഴത്തിൽ ഊളിയിടാൻ കഴിയുക 20 മീറ്റർ താഴേക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി അല്ലാതെ മനുഷ്യർക്ക് പോകാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് പോയത് ഈ ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ്. ഇന്ന് നമുക്കറിയാം, സിനിമ സംവിധായകനായ കാമറൂൺ ഈ അടുത്താണ് ചാലഞ്ചർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ മറിയാനാസ് ട്രഞ്ചിലേക്ക് അദ്ദേഹം പോയത്. അപ്പോൾ അതിന് ശേഷമല്ല, 1940-കൾക്ക് ശേഷമാണ് ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലായത്. ഇന്ന് സമുദ്രശാസ്ത്രജ്ഞന്മാർ ആഴക്കടലിനെ അല്ലെങ്കിൽ കടലിനെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ 5ആയി തിരിച്ചുകൊണ്ട് പറയും. മുകളിലുള്ള ഭാഗം സൂര്യപ്രകാശം, ആ സൂര്യപ്രകാശം നമ്മൾ കാണുന്നത് പോലെ തന്നെ കാണുന്ന ഭാഗമാണ് എപ്പിപെലാജിക് സോൺ എന്നാണ് പറയാം. അത് സൂര്യപ്രകാശ മേഖല എന്ന് പറയാം. പിന്നീട് പ്രകാശത്തിന്റെ ഓരോ വർണ്ണങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയുള്ള സ്ഥലത്ത് നമ്മൾ പറയുക മീസോപിലാജിക് സോൺ എന്നാണ്. മീസോപിലാജിക് സോൺ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ സന്ധ്യാപ്രകാശ മേഖല എന്ന് പറയാം. ഇവിടെ വെളിച്ചമുണ്ട്, പക്ഷേ ഒരു സന്ധ്യയിലെ പ്രകാശത്തിന്റെ രൂപത്തിലാണ്. 1000 മീറ്റർ മുതൽ പിന്നീട് 4000 മീറ്റർ വരെയുള്ള ഭാഗത്ത് നമ്മൾ വിളിക്കുക ബാറ്റിപിലാജിക് സോൺ എന്നാണ്, അഥവാ അർദ്ധരാത്രി മേഖല. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഡോക്യുമെന്ററിയിൽ പറഞ്ഞ മിഡ് നൈറ്റ് സോൺ. ഈ അർദ്ധരാത്രി മേഖല വീണ്ടും താഴേക്ക് പോവാണ്. താഴേക്ക് പോകുന്നതിനനുസരിച്ച് വീണ്ടും 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 ഇരുട്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലകളെ വേറെ വേറെ പേരുകളിൽ വിളിക്കുന്നു. അബിസോപിലാജിക് സോൺ എന്ന് പറയുന്നു 6000 മീറ്റർ വരെ. അതിനുശേഷമുള്ള ഹെഡൽ പിലാജിക് സോൺ എന്ന് വിളിക്കുന്ന മേഖല, അവിടെയാണ് മറിയാനാസ് ട്രഞ്ചലുള്ളത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 1000 മീറ്റർ കഴിഞ്ഞാൽ പിന്നീട് ഇരുട്ട് മാത്രമല്ല അതോടൊപ്പം തന്നെ ഇരുട്ട് മാത്രമല്ല, ഒരു ഇരുട്ടിന് മുകളിൽ അടുത്ത ഇരുട്ടായിട്ടാണ്. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരിരുട്ടിന് മുകളിൽ മറ്റൊരു ഇരുട്ടായി നിലനിൽക്കുന്നു. ഒന്നാമത്തെ അറിവാണിത്. രണ്ടാമത്തെ അറിവ്, ഇരുട്ടുകളെ പൊളിയുന്ന തിരമാലകൾ ആഴക്കടലിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ബാഹ്യസമുദ്രത്തിലെ തിരമാലകളെ കുറിച്ചറിയാം. പക്ഷെ ഖുർആൻ പറയുന്നത് ഇവിടെ ആഴക്കടലിൽ ഇരുട്ടിനെ പൊതിയുന്ന തിരമാലകളെ കുറിച്ചാണ്. അതേക്കുറിച്ച്
നമുക്ക് വാൾട്ടർ മങ്ക് എന്ന വളരെ പ്രസിദ്ധനായ ഒരു ഓഷ്യോണോഗ്രാഫറുടെ അദ്ദേഹത്തിന്റെ തന്നെ വർത്തമാനം കേൾക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണമെങ്കിൽ അതിന്റെ സൈഡിലെ മലയാളത്തിൽ പരിഭാഷ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. At boundaries between warmer, lighter water above and colder, heavier water below. You can very easily see that by taking a tank and putting fresh water and salt water, producing two layers of water in a tank. You can get a wave then at the boundary between the heavy and the light water, which looks just like a surface wave, except it has very little effect at the surface itself. The high surface itself, the high amplitude will take place at the internal boundary. So, internal waves in the ocean are remarkably high. The boundary, say, between the upper and lower ocean at several hundred meters can move up and down 100 meters. But you'd never know about it at the surface. The surface expression of that is minute. These internal waves are much less well known. They travel much slower than surface waves, but they can have profound effects, as we have learned only in recent years, on what happens near shore. If you have a sewer outfall in the lower, colder water, which we thought would keep it from ever reaching the shore, these... ഇത് ഡോക്ടർ വാൾട്ടർ മങ്കാണ് എഴുതിയതുപോലെ സ്ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയിലെ അതിൻ്റെ ഡയറക്ടറായി ഓഷ്യനോഗ്രഫിയുടെ രംഗത്ത് ആധുനിക കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭന്മാരായ ആളുകൾ ഒരാളാണ്. ഇതേതായാലും ഡോക്ടർ അബ്ദുൽ മജീദ് സിന്ധാനി അല്ല, ഡോക്ടർ ജാക്കിർ നായിക്കല്ല, എം അക്ബർ അല്ല. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് സൗദി അറേബ്യയിൽ നിന്ന് എന്തെങ്കിലും വലിയ കോടികൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പിന്നീട് വേണമെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. ഏതായാലും ആന്തരിക തിരമാലകൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന വിഷയത്തിൽ, ഈ വിഷയത്തിൽ നാസ ഏതായാലും സൗദി അറേബ്യന്റെ ഏജൻസി അല്ല, നാസ പുറത്തിറക്കിയ ഒരു ലാബറട്ടറി ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏതെങ്കിലും സമുദ്ര അന്തർഭാഗത്തെ പിന്നെ മലകളെ പോലെയുള്ള എന്തിലെങ്കിലും തട്ടുമ്പോൾ ആന്തരിക തിരമാലകൾ ഉണ്ടാകും. അതിന് ചിലപ്പോൾ 800 അടിയിലധികം ഉയരം ഉണ്ടാകാറുണ്ട്. ഈ ആന്തരിക തിരമാലകൾ ഉണ്ടാകുന്ന രീതി നിങ്ങൾ നോക്കുക. സമുദ്രോപരിതലത്തിൽ നിന്ന് മുഹമ്മദ് നബി ഇങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിച്ചതല്ല. സമുദ്രോപരിതലത്തിൽ നിന്ന് ആന്തരിക തിരമാലകളെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് പറയുന്നത് നാസയുടെ ഏജൻസിയാണ്. നോക്കുക, ഇതാ يغشاه موج من فوقه موج يغشاه موج من فوقه موج يغشاه موج من فوقه موج يغشاه موج من فوقه. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നിങ്ങൾ നോക്കുക, മൗജുൻ മിൻ ഫൗഖിഹി മൗജ്, ഒരു തിരമാല, അതിന് മുകളിൽ വീണ്ടും തിരമാല. നിങ്ങൾക്ക് അത് ഈ ഡെമോൺസ്ട്രേഷൻ, ഇത് ലാബ് ഡെമോൺസ്ട്രേഷനാണ്, വളരെ കൃത്യമായി കാണാൻ കഴിയും. ഖുർആനിലെ ഈ വചനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മൂന്നാമത്തെ അറിവ്, ആഴക്കടലിലെ തിരമാലകളെ പൊതിയുന്ന വേറെയും തിരമാലകളുണ്ട്. തിരമാലകളെ കുറിച്ച് നമുക്കറിയാം. ആ തിരമാലകൾ പിന്നെ പുറമെയുള്ള തിരമാലകൾ നമ്മൾ അനുഭവിക്കുന്നതാണ്, നമുക്ക് കാണാവുന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടാകണം. തീർച്ചയായും ആ തിരമാലകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക, അതാണെന്ന് പറയാം. പക്ഷേ ഇവിടെ പറയുന്നത് തിരമാലകളെ പൊതിയുന്ന വേറെ തിരമാല, അവിടെ ആഴക്കടലിലെ തിരമാല അതിനെ പൊതിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ലോകത്ത് സയൻസ് അറിയാവുന്ന ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. സൗദി അറേബ്യയുടെ പ്രത്യേകമായ ഏതെങ്കിലും സാമ്പത്തിക സഹായം ലഭിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല. അവർ പുറത്തിറക്കിയ ഇന്റേണൽ വേവ്സ് എന്ന വീഡിയോയിൽ ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് സാറ്റലൈറ്റിൽ നിന്നുള്ള പിന്നെ വേവ്സിന്റെ ഓഷ്യൻസിന്റെ പിന്നെ തെർമൽ ഇമേജ് ആണ്. നിങ്ങൾക്ക് കാണാം,
തിരമാലകളെ പൊതിയുന്ന തിരമാല എങ്ങനെ എന്ന് വളരെ കൃത്യമായി ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നാലാമത്തെ അറിവ്, ആഴക്കടൽ ഇരുട്ടിൽ സ്വന്തം കൈകളെപ്പോലും കാണാൻ ഒരാൾക്ക് കഴിയില്ല എന്ന അറിവ്. Many animals down here can't see, like these eyeless shrimp at 7,500 feet who thrive near scalding hot underwater volcanoes. At this depth, temperatures are just a few degrees above freezing, but the waters around hydrothermal vents can heat up to 800 degrees Fahrenheit. 9,816 feet is the deepest any mammal has been recorded swimming, the Cuvier beaked whale. But not even the Cuvier beaked whale could explore the RMS Titanic, which rests at a staggering depth of 12,500 feet. The pressure is now 378 times greater than at the surface. Yet you can still find sea life like the fangtooth, hagfish, and Dumbo octopus, the deepest living octopus on Earth. At 20,000 feet is the Hadal Zone, an area designated for the ocean's deepest trenches, like the Mariana Trench. ഈ സോണിൽ താഴെയുള്ള പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്ഥലത്ത് കുറേ ജീവികളുണ്ട്. ആ ജീവികൾ കാണുന്നത്, അത് പരസ്പരം ഇണചേരാൻ വേണ്ടി കാണുന്നത്, അതിനാണ് ലൂമിനസെൻസ് എന്ന് പറയാം. അവ സ്വയം പ്രകാശിച്ചുകൊണ്ടാ ആ ജീവികളെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ ജീവികൾക്ക് മറ്റ് മാർഗങ്ങളില്ലാത്തത് കൊണ്ട് അവ പരസ്പരം അറിയുന്നതിന് വേണ്ടി സ്വയം പ്രകാശിച്ചുകൊണ്ട് കാണുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കൈകൾ പുറത്തെടുത്താൽ അതുപോലും അവിടെ പോകുന്ന ഒരാൾക്ക് കാണാൻ സാധ്യമല്ല എന്നാണ്. എവിടെ? കടലിന് 1000 മീറ്ററിനപ്പുറത്ത്. അതെപ്പോ പോയി? അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുന്നൂറിലെ 40-ാമത്തെ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന 4 ഭൗതികമായ അറിവുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതിൽ ഒരെണ്ണം പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾക്കും അറിയില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമാണ് അന്തർവാഹിനികളുടെ സഹായത്താൽ സമുദ്രാന്തർഭാഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. സമുദ്രാന്തർഭാഗത്തെ പ്രതിഭാസങ്ങളിൽ 5% മാത്രമേ ഇന്ന് വരെയും നമ്മൾ മനസ്സിലാക്കി എന്നാണ് വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇനി സമുദ്രാന്തർ യാത്ര, ഇത് എപ്പോൾ എങ്ങനെ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ചരിത്രത്തിൽ മുങ്ങൽ വിദഗ്ധന്മാർ നൽകുന്ന അറിവ് മാത്രമാണ് 19-ാം നൂറ്റാണ്ട് വരെ നമുക്കുണ്ടായിരുന്നത്. മുങ്ങൽ വിദഗ്ധന്മാർക്ക് 20 മീറ്ററാണ് താഴേക്ക് പോകാൻ പറ്റുക. അവിടെ വീണ്ടും പോയാൽ, അഥവാ കൂടുതൽ സ്കില്ലുള്ള ഒരാൾ പോയാൽ എത്ര പോകും? കാരണം പ്രഷർ കൂടും താഴെ പോകുന്നതിനനുസരിച്ച്. ഇവിടെ 200 മീറ്റർ താഴെ വരെ സൂര്യപ്രകാശ മേഖലയാണ്, എപ്പിപെലാജിക് സോണാണ്. അവിടെ സാധാരണ മത്സ്യങ്ങളെ കാണാം, എല്ലാം കാണാൻ കഴിയും. ഇനി 925-ലാണ് കുറച്ചുകൂടി താഴേക്ക് പോകാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ഇന്ന് സ്കൂബ ഡൈവിംഗ് എല്ലാം നടത്തും. ആ സ്കൂബ സിസ്റ്റം കണ്ടുപിടിക്കാൻ 925-ലാണ്. വൈവസ്പെയറും മോറിസ് ഫ്രാൻസും കൂടിയാണ് ഈ രണ്ട് പേരാണ്, ആളുകളാണ്, ഫ്രഞ്ചുകാരായ 2 പേരാണ് ഈ സ്കൂബ സിസ്റ്റം ഡിസൈൻ ചെയ്യുകയും അത് ആദ്യമായി കൊണ്ടുവരികയും ചെയ്തത്. 1934-ലാണ് ബാത്തിസ്ഫിയർ എന്ന് പറയുന്ന ഒരു അന്തർവാഹിനിയിൽ ആദ്യമായി മനുഷ്യൻ 932 മീറ്റർ താഴേക്ക് പോകുന്ന. അപ്പോഴും യഥാർത്ഥ ഇരുട്ട് കണ്ടിട്ടില്ല. 1934-ലും യഥാർത്ഥ ഇരുട്ട് കണ്ടിട്ടില്ല. 1954-ൽ അന്നാണ് ആദ്യമായി 4041 മീറ്ററുകൾ താഴേക്ക് പോകുന്നത്. അന്നാണ് സമുദ്രാന്തർഭാഗത്തുള്ള മനുഷ്യർക്ക് സ്വന്തം അവയവങ്ങൾ പോലും കാണാൻ സാധ്യമല്ലാത്ത ഇരുട്ടുകളെ കുറിച്ച് ലോകം മനസ്സിലാക്കിയത്, ശാസ്ത്രം മനസ്സിലാക്കിയത്, ഓഷ്യോനോഗ്രഫി മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ജെയിംസ് കാമറൂൺ പോയതിനെ കുറിച്ച്. അതിനു മുമ്പ് 2 പേരാണ് 1960-ൽ ചാലഞ്ചർ ഡീപ്പിലേക്ക് പോയത്. അതിനുശേഷമാണ് അവിടെയുള്ള ജീവികൾക്കുള്ള സവിശേഷതകളും മറ്റുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്. സമുദ്രാന്തർഭാഗത്തെ യാത്രയുടെ നാൾവഴികളാണ് നമ്മൾ കണ്ടത്. ഇതിലെ എല്ലാ സോഴ്സസ് ഞാൻ ഓരോ സ്ലൈഡിലും പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പരിശോധിക്കണമെങ്കിൽ ആ സോഴ്സുകൾ നൽകുവാൻ ഞാൻ സന്നദ്ധമാണ്. ഇനി ആന്തരിക തിരമാലകളെ കുറിച്ച് ആദ്യമായി
രേഖപ്പെടുത്തപ്പെട്ട അനുഭവം. ഫ്രിജോഫ് നാൻസന്റെ ഫാർദസ്റ്റ് നോർത്ത് എന്ന പുസ്തകം 1893 അദ്ദേഹം പുസ്തകം എഴുതുന്നത്. അദ്ദേഹം നോർവീജിയൻ സമുദ്രശാസ്ത്രജ്ഞനാണ്. 1893 അദ്ദേഹം റഷ്യയിലെ കാരാ കടലിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രാ നൗകക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. എന്നാൽ അവിടെ പുറത്ത് തിരമാലകളൊന്നുമില്ല, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഈ പ്രതിഭാസത്തെ അദ്ദേഹം ഡെഡ് സീ എന്നാണ് വിളിക്കുന്നത്. ഡെഡ് വാട്ടർ എന്നാണ് അദ്ദേഹം വിളിച്ചത്. ഡെഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ചത്ത ജലം എന്ന് പറയാം. ഇത് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിൽ, സമുദ്രയാത്രാ വിവരണത്തിൽ, തന്റെ ഫാർദസ്റ്റ് നോർത്ത് എന്ന പുസ്തകത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അറിയില്ലായിരുന്നു. അത് അറിയാൻ തുടങ്ങിയത് ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ്. ആന്തരിക തിരമാലകളെ കുറിച്ച് 1960 ജിബ്രാൾട്ടർ കടലിടുക്കിനെ കുറിച്ചുള്ള പഠനം, ജിബ്രാൾട്ടർ കടലിടുക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ ആ മെഡിറ്ററേനിയൻ സീയും അതേപോലെ തന്നെ പസഫിക് ഓഷനും ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഈ സ്ഥലത്തെ തിരമാലകളെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ ആന്തരികമായ ചില തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആന്തരികമായുള്ള വേവ്സ് ഉണ്ട് എന്ന ഏകദേശം വിവരങ്ങൾ ലഭിച്ചു. എപ്പോ? 1960. എന്നിട്ടോ 1972 ജൂലൈ 23 അമേരിക്ക വിക്ഷേപണം ചെയ്ത് എർത്ത് റിസോഴ്സസ് ടെക്നോളജി സാറ്റലൈറ്റ് ERTS-1 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ്. ആ ERTS-1 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ആണ് ഇതിനെക്കുറിച്ച് ചിത്രങ്ങൾ ആദ്യമായി നൽകിയത്. അന്നാണ് ആന്തരിക തിരമാലകൾ ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള വസ്തുത ശാസ്ത്രലോകം മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നത്. ഇതിനുശേഷം വളരെ കൃത്യമായി ഞാനിപ്പോൾ ലാബറട്ടറി ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നാസയുടെ ഈ ലാബറട്ടറി ഡെമോൺസ്ട്രേഷൻ എല്ലാം കാരണമായ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത് 3 ഡയമെൻഷണൽ പിക്ചേഴ്സ്, SAR ഇമേജസ് എന്ന് പറയും. ഈ SAR ഇമേജസ് ലഭിച്ചതിന് ശേഷമാണ് അത് 1978 സെപ്റ്റംബർ മാസത്തിൽ അമേരിക്ക ഇക്കാര്യത്തിന് വേണ്ടി മാത്രം, അഥവാ സമുദ്രത്തെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി മാത്രം നിക്ഷേപിച്ച, സമുദ്രത്തെ കുറിച്ച് പഠിക്കാൻ സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കാൻ കഴിയണില്ല. അറിയാലോ, ആ അന്തരീക്ഷത്തിലേക്ക് പോയ, ബഹിരാകാശത്തേക്ക് പോയ കുറെ ആളുകളെ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ആ സമുദ്രാന്തർഭാഗത്തേക്ക് പോയ ആളുകൾ ഇപ്പോഴും 3 പേരേയുള്ളൂ. 3 ആളുകൾ അവരെന്നെ ഏതാനും നിമിഷം നിന്നിട്ട് പോകുന്ന ചെയ്തത്. കാരണം പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ സാറ്റലൈറ്റ് ഉപയോഗിച്ച ആ സാറ്റലൈറ്റ് ആണ് CSAT എന്നറിയാം. ആ CSAT സാറ്റലൈറ്റ് ആണ് ഈ SAR ഇമേജസ് തന്നത്. അതിനുശേഷമാണ് നമുക്ക് വളരെ കൃത്യമായി ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള ഇതിനെക്കുറിച്ച് കിട്ടിയത്. ഇതിനെക്കുറിച്ച് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഓഷ്യാനോഗ്രഫി 2 മാഗസിനുകളാണ് ഇന്റർനാഷണൽ ആയിട്ട് ഈ രംഗത്തുള്ള മാഗസിനുകൾ, അഥവാ ഓഷ്യനോഗ്രഫി സമുദ്രശാസ്ത്ര രംഗത്തുള്ള മാഗസിൻ. ആ മാഗസിനിൽ ഇന്റേണൽ വേഴ്സിനെ കുറിച്ചുള്ള ഒരു ലേഖനം, ആ ലേഖനത്തിന്റെ ഹെഡിങ് ആണിത്, The waves within the waves. The waves within the waves. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് പറഞ്ഞത് അതേപോലെ ഓഷ്യാനസ് മാഗസിൻ അതേപോലെ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ ഒരു മതവിശ്വാസി എന്നുള്ള നിലക്ക് എനിക്ക് വല്ലാത്ത ആവേശം തോന്നിപ്പോയി. കാരണം അതേ പദം വേഴ്സ് വിത്തിൻ ദ വേഴ്സ് യഅശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ്. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ ശൈലി രീതി. ഇത് ഖുർആൻ ഇന്റേണൽ വേഴ്സിനെ പഠിപ്പിക്കാനല്ല. ഖുർആൻ പ്രയോഗിച്ചത് ഇന്റേണൽ വേഴ്സിനെ കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിച്ചതല്ല. വിശ്വാസികളല്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങളുടെ നിഷ്ഫലതയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വചനം. പക്ഷേ ആ വചനത്തിൽ ഒരു ഉപമാലങ്കാരമായി ഉപയോഗിച്ചിട്ടുള്ള അവരുടെ മനസ്സുകളിലുള്ള ഇരുട്ടുകൾ, ആ ഇരുട്ടിനെ താരതമ്യം ചെയ്തത് സമുദ്രാന്തർഭാഗത്തെ ഇരുട്ടിനെ കുറിച്ച്. ആ ഇരുട്ട്, അതിനെക്കുറിച്ച് പറഞ്ഞ ഓരോ ശബ്ദങ്ങളെയാണ് നമ്മൾ വേർപെടുത്തി പഠിച്ചത്. ഓരോ ശബ്ദങ്ങളും എത്രത്തോളമാണ് ആധുനിക വിജ്ഞാനീയങ്ങളുമായി യോജിച്ചു വരുന്നത് നമ്മൾ മനസ്സിലാക്കിയത്. അറബികളുടെ നാടോടി വിജ്ഞാനം മാത്രമാണ് ഖുർആനിലുള്ളത് എന്ന് വാദിക്കുന്ന ആളുകൾ ഹാജരാക്കേണ്ടത് ഈ തെളിവുകൾ മാത്രമാണ്. 1, ആഴക്കടൽ അന്ധകാരമയമാണെന്ന് നാടോടികൾക്ക് അറിയുമെന്നതിന് തെളിവ്. ആഴക്കടൽ അന്ധകാരമയപാടി എന്ന് നാടോടികൾക്ക്, അത് മുഹമ്മദ് നബിന്റെ കാലത്തെ നാടോടികൾ തന്നെ ആയിക്കോണമെന്നില്ല, വേറെ അറബികളായ നാടോടികൾ തന്നെ പിന്നീടുള്ള നാടോടികളായാലും മതി. ഒന്നാമത്
രണ്ടാമത്തേത് ആഴക്കടലിൽ ഒന്നിനു മുകളിൽ ഒന്നായി അനേകം ഇരുട്ടുകളുണ്ട് എന്ന് അന്നുള്ളവർക്ക് അറിയാമായിരുന്നു എന്നതിന്റെ തെളിവ്. ഇന്ന് നമ്മൾ പറയും ബാറ്റി പിലാജിക് ഒരു ഇരുട്ടാണ്. ഇന്ന് നമ്മൾ പറയും രണ്ടാമത്തെ ഇരുട്ടാണ് അബിസോ പിലാജിക്. ഇന്ന് നമ്മൾ പറയും മൂന്നാമത്തെ ഇരുട്ടാണ് ഹേഡൽ പിലാജിക്. അതെ, ളുലുമാത്തുൻ മിൻ ഫൗഖിഹി ളുലുമാത്തുൻ ലാ ഫൗഖിഹി ളുലുമാത്ത്. ഒരു ഇരുട്ടിന് മുകളിൽ ഇരുട്ട്. ഇത് അന്നുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു തെളിവ് വന്നാ മതി. മൂന്നാമത്തേത് ആഴക്കടലിൽ ആരെങ്കിലും പോയാൽ അവരുടെ കൈകൾ പോലും അവർക്ക് കാണാനാവില്ലെന്ന് അറബികൾക്ക് അറിയുമായിരുന്നു എന്ന തെളിവുണ്ടായാൽ മതി. അവർക്ക് ആർക്കെങ്കിലും അറിയുമായിരുന്നു അതിന് വേണമെങ്കിൽ അന്നത്തെ ഏത് കവിത എടുക്കാം, ഏത് പഠനങ്ങൾ എടുക്കാം. അറബികൾക്ക് തന്നെ ആയിക്കൊള്ളുന്നില്ല. കാലഘട്ടത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനെ വിമർശിക്കുവാൻ വേണ്ടി മാത്രം നോമ്പ് നോറ്റെടുക്കുന്ന, പ്രത്യേകിച്ച് എന്റെ സഹസംവാദകന് സകലവിധ ആശംസകളും അർപ്പിക്കുന്ന മിഷനറിമാർക്ക് ആർക്കെങ്കിലും ബൈബിളിന്റെ ഏതെങ്കിലും താളുകളിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നാളെ പോസ്റ്റ് ഇട്ടാലും മതി. ചെയ്യുമെന്ന് നമുക്ക് കാണാം. ഇനി നാലാമത്തേത്, കടലിന് മുകളിൽ കാണുന്ന തിരമാലകൾ അല്ലാതെ അതിന് കീഴിൽ ആന്തരിക തിരമാലകൾ ഉണ്ട് എന്ന ജ്ഞാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ്. ഈ 4 കാര്യങ്ങൾക്ക് തെളിവ് തന്നാ മതി. ഇതാണ്. അതല്ലാതെ പിന്നെ ആരെങ്കിലും ഇസ്ലാം ശാസ്ത്രം പറഞ്ഞയാൾ ഭീകരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പ്രശ്നം കഴിയില്ല. ഇവിടെ ലോജിക്കൽ ഫാലസീസ് പറഞ്ഞു. ലോജിക്കൽ ഫാലസീസിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും അൾട്ടിമേറ്റ് അട്ടർ നോൺസെൻസ് എന്ന് പറഞ്ഞ ഫാലസിയാണ് സ്ട്രോമാൻ ഫാലസി. എന്താ സ്ട്രോമാൻ ഫാലസി? ഇത് തന്നെ ഒരാളൊരു സത്യം പറഞ്ഞാൽ അയാള് അതല്ലേ, അതുകൊണ്ട് അയാൾ പറഞ്ഞാൽ ശരിയാവില്ല. അതൊരു സ്ട്രോമാൻ ഫാലസിയാ. ഒരു ഗൗരവമുള്ള ചർച്ചയിൽ ഒരു മനുഷ്യനും ഉദ്ധരിക്കാൻ പാടില്ലാത്ത വൃത്തികെട്ട പിന്നെ രീതിയാണത്. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ വിഷയം എടുക്കുക. ആ വിഷയം തകരാറുണ്ടോ പറയണം. അതല്ലാതെ അയാൾ ഇതായി അമേരിക്ക അയാളെ ഭീകരവാദിയായി മുദ്ര കുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊന്നുമല്ല ചെയ്യേണ്ടത്. മറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ 4 എണ്ണത്തിൽ ഏതിലെങ്കിലും ഉള്ള പരിശുദ്ധ ആ കാലഘട്ടത്തിലുള്ള അറബികൾക്ക്, നാടോടികൾക്ക് അറിയാമായിരുന്നു തെളിവ് കാണാം. ഇല്ല, ഒരാൾക്കും കഴിയില്ല. ഒരാൾക്കും ഈ 4 കാര്യങ്ങൾ അന്ന് അറബികൾക്ക് അറിയാമായിരുന്നു എന്നതിന് തെളിവ് ഉദ്ധരിക്കാൻ സാധ്യമല്ല. ഞാനിവിടെ കാൾസാഗൻ ഉദ്ധരിക്കുകയാണ്. കാൾസാഗനെ പരിചയമുള്ളവരായിരിക്കും തീർച്ചയായും, പ്രത്യേകിച്ച് എൻ്റെ യുക്തിവാദി സുഹൃത്തുക്കൾ. അദ്ദേഹം ഭൗതികവാദിയാണ്, ഒപ്പം തന്നെ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് റിക്വയർ എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ്. തീർച്ചയായും ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. Extraordinary claims needs extraordinary evidence. പരിശുദ്ധ ഖുർആന് ഒരു എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം പറയാനുണ്ട്. അതെന്താ? വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. നാം നമ്മുടെ ദാസൻ അവതരിപ്പിച്ചു കൊടുത്തതാണ് പരിശുദ്ധ ഖുർആൻ എന്ന പടച്ചവന്റെ വചനം. അതേപോലെ തന്നെ അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന വചനം. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ക്ലെയിമാണ്. അതിന് എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ് വേണം. അതിലൊരു എവിഡൻസാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇതേപോലെയുള്ള 100 കണക്കിന് എവിഡൻസസ്. അത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്കല്ലാതെ ആ എവിഡൻസ് ഒന്നും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഈ 4 അറിവുകൾ പ്രദാനം ചെയ്യുന്ന ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من ത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ ഒന്നുകൂടി കേൾക്കട്ടെ, വായിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് ആർക്കും സ്ക്രീനിൽ ഇത് വായിക്കാം. ഇതേപോലെയുള്ള
ആര് കണ്ണടച്ചാലും ഇരുട്ടാക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. പരിശോധിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ. ആ വചനങ്ങളിൽ നിന്ന് കൃത്യമായി ആ അടിത്തറയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പഠിക്കണം. വിമർശനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ ഒറ്റപ്പെടുത്തി പരിശോധിച്ചുകൊണ്ട് വിമർശിച്ചാൽ പോരാ. എന്തിനാണ് ഈ തെളിവ്? ഇത് ശാസ്ത്രം പഠിപ്പിക്കാനാണോ? അല്ല. ഇത് ഭൂമിശാസ്ത്രം ഖുർആനിലുണ്ടോ? ഇല്ല. അതേപോലെ സമുദ്രശാസ്ത്രം ഖുർആനിലുണ്ടോ? ഇല്ല. ഖുർആൻ ശാസ്ത്രം പഠിപ്പിക്കുവാനുള്ളൊരു ഗ്രന്ഥമല്ല. പിന്നെ എന്തിനാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്? ഖുർആൻ തന്നെ കൃത്യമായി പറയുന്നു. ഖുർആനിലെ 41-ാമത്തെ അധ്യായം സൂറത്ത് ഹാമീം സജദയിൽ 53-ാമത്തെ വചനത്തിൽ സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നാം ചക്രവാളങ്ങളിൽ നിന്നും അവരുടെ സ്വന്തത്തിൽ നിന്നുമായി നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും. ഇത് സത്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നത് വരെ. ഇതെന്തിനാ? പരിശുദ്ധ ഖുർആൻ ഈ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ അഥവാ മനുഷ്യൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുമ്പോൾ ഖുർആൻ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളിലെ കൃത്യത നമുക്ക് കാണാൻ കഴിയും. ആ കൃത്യതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് സർവ്വലോക രക്ഷിതാവായ തമ്പുരാനല്ലാതെ, കാലങ്ങൾക്ക് അതീതനായ പടച്ചവനല്ലാതെ മറ്റൊരാൾക്കും അവതരിപ്പിക്കുവാൻ സാധ്യമായ ഗ്രന്ഥമല്ല എന്ന് മനസ്സിലാകും. അതാണ് ഇത്തരം വചനങ്ങളുടെ ലക്ഷ്യം. ഇതേപോലെ നൂറുകണക്കിന് അറിവുകൾ ഇവിടെ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒറ്റ അറിവ് അവതരിപ്പിക്കാനാണ്. ഞാൻ ഒരൊറ്റ ആയത്തിലെ 4 അറിവ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അറിവിനെയാണ് എവിടെ റെഫ്യൂട്ട് ചെയ്യപ്പെടേണ്ടത്? ഈ ആയത്തിൽ നിന്ന് ആത്മീയമായ ഒരു അറിവുണ്ട്. ആ അറിവെന്താണ്? വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ വമാ ലഹു മിൻ നൂർ. ആർക്കാണോ അള്ളാഹു വെളിച്ചം കൊടുക്കാത്തത് അവർക്കൊരു പ്രകാശമല്ല. കണ്ണടക്കാൻ ശ്രമിച്ചാൽ, ഹൃദയമടക്കാൻ ശ്രമിച്ചാൽ, ഞാൻ വിമർശിക്കും എന്ന് മാത്രം തീരുമാനിച്ചാൽ, ഞാൻ വിമർശിക്കാനാണ് ജീവിക്കുന്നത് എന്നൊരാൾ സ്വയം തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ലോകത്ത് നോക്കിക്കാണുകയും ചെയ്താൽ അവിടെ ഹൃദയത്തിൻ്റെ വെളിച്ചം നഷ്ടപ്പെടും. ഒരിക്കലും വെളിച്ചം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. ഈ അവസ്ഥയിലേക്ക് നമ്മളാരും ചെന്നുപെടാതിരിക്കട്ടെ എന്ന് എൻ്റെ സദസ്സിലും വേദിയിലുമുള്ള മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം നിങ്ങളുടെ പഠനത്തിന്, പരിഗണനയ്ക്ക് വേണ്ടി, വിമർശനത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എനിക്ക് എത്ര സമയം? അദ്ദേഹം 46 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിനകത്ത് ഒരു ബാക്കി സമയം അവശേഷിക്കുന്നുണ്ട്. 14 മിനിറ്റ് അവശേഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വിഷയത്തിലുള്ള എഴുത്തുകുത്തുകൾ കണ്ട ആളുകൾക്ക് അറിയാവുന്നതാണ്. ആദ്യം മുതൽ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യം, ഈ 1 മണിക്കൂർ നീണ്ട പ്രസംഗം എന്നത്, പ്രത്യേകിച്ച് വിഷയാവതരണം എന്നെല്ലാം പറയുന്നത് വളരെ അശാസ്ത്രീയമായ രീതിയാണ്. പക്ഷേ നമ്മുടെ എതിർപക്ഷം വാശി പിടിച്ചതുകൊണ്ട് തന്നെ അത്തരം ഒരു രീതിക്ക് നമ്മൾ സന്നദ്ധാവേണ്ടി വന്നതാണ്. ഞാനെൻ്റെ വിഷയാവതരണം അവസാനിപ്പിച്ചപ്പോഴും എനിക്ക് കുറച്ച് സമയം ബാക്കിയുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുകയാണ്, ഒന്ന് മനസ്സ് ഫ്രഷാകാൻ. അതിനുശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് എൻ്റെ റിബട്ടൽ അതിന് മുൻപ് ആരംഭിക്കാൻ അവസരം തന്നാൽ ഇൻഷാ അല്ലാഹ് ആരംഭിക്കാം. അതല്ല ഇവിടെ ശ്രീ എം അക്ബർ അദ്ദേഹത്തിൻ്റെ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരു 13 മിനിറ്റ് ആ സെഷനിൽ ബാക്കിയുണ്ട്. അത് അടുത്ത സെഷനിലേക്ക് ക്യാരി ഓവർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ഖണ്ഡനം 1-ാം റൗണ്ടാണ്. 30 മിനിറ്റാണ് ഖണ്ഡനം അനുവദിച്ചിട്ടുള്ളത്. ആദ്യം ശ്രീ എ ജബ്ബാർ.
ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവര്, അക്ബർ സാഹിബ് ഇവിടെ അവതരിപ്പിച്ച എൻ്റെ വെല്ലുവിളിക്കുള്ള മറുപടി പറയാൻ എനിക്ക് 2 മിനിറ്റേ വേണ്ടതുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മാറ്റിവെക്കുകയാണ്. ഇനിയും ഒരു 15 മിനിറ്റിൻ്റെ ഒരു സെഷൻ കൂടെ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തുനിന്നല്ല അതിൻ്റെ തുടർച്ച, കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. അത് കഴിഞ്ഞ് മറുപടി പറയാം. ഞാൻ ബെഡ്സോർ എങ്ങനെയാണ് ഖുർആനിൽ നിന്ന് ശാസ്ത്രം കടഞ്ഞെടുക്കുന്നത് എന്നതിൻ്റെ രസകരമായ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലുള്ള ഫാലസികളെ കുറിച്ചും ഞാൻ തുടർന്ന് പറയാം. ഇവിടെ ഗുഹാവാസികളുടെ കഥ പറയുന്നിടത്ത് നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചുകൊണ്ടിരിക്കുന്നു. 18-ാം അധ്യായത്തിലെ 18-ാം വാക്യം. അപ്പോൾ ഈ ഗുഹാവാസികളുടെ കഥ അറിയാവുന്നവർക്കേ അതറിയുള്ളൂ. നൂറ്റാണ്ടുകളോളം ഒരു മടക്കകത്ത് അടഞ്ഞു കിടക്കുകയും പിന്നീട് നൂറ്റാണ്ടുകൾ ശേഷം പുറത്തേക്ക് അവർ ജീവനോടെ തിരിച്ചു വരികയും ചെയ്ത ഒരു കഥയുണ്ട്. അതൊരു നാടോടി കഥയാണ്. അത് മിക്കവാറും എല്ലായിടത്തും പ്രചാരത്തിലുള്ള ഒരു കഥയുടെ ഒരു വേർഷനാണ്. അത് ശരിക്കും ഒരു 5-ാം നൂറ്റാണ്ടിൽ ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് ഉണ്ടാക്കിയ ഒരു നാടൻ കഥയാണ്. ആ കഥയെക്കുറിച്ച് അന്ന് ജൂതന്മാർ മുഹമ്മദ് നബിയെ വെട്ടിലാക്കാൻ വേണ്ടി ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ ഗുഹാവാസികളുടെ കഥ അന്വേഷിച്ചു പോവുകയും, നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് കുറേ കോമഡിയൊക്കെ ഉണ്ട്, ഞാനതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ ആ കഥ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ കഥ പറയുകയും ചെയ്തു. ആ കഥയിൽ പറയുന്നതാണ്, അവർ കിടന്നുറങ്ങുമ്പോൾ, ഈ നൂറ്റാണ്ടുകളോളം ഒരേ സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ അവരെ ഞാൻ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചു കൊണ്ടിരുന്നു. ഇതെടുത്തിട്ട് കണ്ടങ്ങളു ബെഡിൽ ഒരേപോലെ കിടന്നു കഴിഞ്ഞാൽ ബെഡ്സോർ വ്രണം ഉണ്ടാകുമെന്ന് ഖുർആനിൽ അന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ 300 കൊല്ലം ഒരു മടയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കാൽപ്പനിക കഥ പറയുമ്പോൾ ആ കഥയിൽ നിന്ന് ഒരു വാചകം എടുത്തിട്ടാണ് അതിൽ ശാസ്ത്രം മെനയുന്നത്. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് നല്ല ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. ഇനി ഖുർആനിൽ ബാക്ടീരിയ ഉണ്ട്. ഇതൊക്കെ പുതിയ സാധനങ്ങളായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ അടുത്ത കാലത്ത്, ഞാൻ ഈ സംവാദം നിശ്ചയിച്ചതിന് ശേഷം ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. പിന്നെ മറ്റുള്ളതൊക്കെ നേരത്തെ അറിയാവുന്ന കുറേ കാര്യങ്ങളാണ്. ബാക്ടീരിയ ഖുർആനിലുണ്ട്. എന്താ തെളിവെന്നറിയോ? അതായത് 20-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിൽ മൂസ നബിയെ അള്ളാഹു ആ സീനാമലയിൽ ഇറങ്ങി വന്നിട്ട് തൗറാത്ത് കൊടുക്കാൻ വേണ്ടി വിളിച്ചൊരു സന്ദർഭമുണ്ടല്ലോ. ആ കഥ പറയുമ്പോൾ, നീ നിന്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കുക, നീ തുവ എന്ന പരിശുദ്ധ താഴ്വരയിലാകുന്നു ഖുർആനിൽ. അപ്പോൾ മൂസ നബി അള്ളാഹിനെ കാണാൻ വരുമ്പോൾ അള്ളാഹു ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് വരാൻ പറഞ്ഞു. കണ്ടോ ബാക്ടീരിയ? ഖുർആനിൽ ബാക്ടീരിയ കണ്ടോ എന്നാണ് ചോദ്യം. ചെരുപ്പുമ്പലൊക്കെ ഒരുപാട് ബാക്ടീരിയ ഉണ്ട് എന്ന് ഇപ്പോഴല്ലേ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരാൻ നേരത്ത് മൂസാ നബിനോട് ചെരുപ്പ് അഴിച്ചേക്കാൻ പറഞ്ഞപ്പോൾ അതിമ നിറയെ ബാക്ടീരിയ ഉണ്ട് എന്ന് അള്ളാഹ്ക്ക് അന്നേ അറിയാം. അതാണ് ഖുർആനിലെ ശാസ്ത്രം എന്ന്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിനാണ്, അള്ളാഹ്ക്ക് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാവുമോ? മൂസാ നബി ഈ ചെരുപ്പിട്ടങ്ങോട്ട് ചെന്നാൽ അള്ളാഹ്ക്ക് വയറിളക്കം പിടിക്കുമോ? ഇതുപോലെയുള്ള കോമഡികളാണ് ഖുർആനിലെ ശാസ്ത്രം മെനയുന്നവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ എവിടെയും പെട്രോളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സത്യവിശ്വാസികളെ, നിങ്ങളുടെ കാൽ കീഴിൽ ഞാനൊരു ഇന്ധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, നാളെ നിങ്ങൾ അത് കണ്ടെടുത്ത് സമ്പന്നരാകും എന്നൊരു വാക്യം ഖുർആനിലുണ്ടെങ്കിൽ ഖുർആൻ തീർച്ചയായിട്ടും അത്ഭുതകരമായ ഒരു ദൈവിക കൃതിയാണെന്ന് നമുക്ക് പറയാമായിരുന്നു. ഖുർആനിൽ പെട്രോളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മനുഷ്യൻ ഇന്നിപ്പോൾ ഹൃദയമടക്കം
അവയവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യൻ വലിയ അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വൈദ്യശാസ്ത്ര രംഗത്ത്. നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ അവയവങ്ങൾ മാറ്റിവെക്കാൻ കഴിയുമെന്നും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവയവം ദാനം ചെയ്തോളൂ, അതൊരു പുണ്യകർമ്മമായി ഞാൻ സ്വീകരിച്ചോളാം എന്നും ഖുർആനിൽ പറഞ്ഞിരുന്നെങ്കിൽ അത് മനുഷ്യർക്ക് വളരെയധികം ഉപകാരപ്പെടുമായിരുന്ന ഒരു ഒളിച്ചു കടത്തിയ ശാസ്ത്രമാകുമായിരുന്നു. മനുഷ്യർക്ക് ഉപകാരമുള്ള ഒരു ശാസ്ത്രവും ഒളിച്ചു കടത്തിയിട്ടില്ല. മറിച്ച് കഥകൾ പറയുന്നിടത്തും ഉപമകൾ പറയുന്നിടത്തും കാൽപ്പനികമായിട്ടുള്ള ഭാഷ പ്രയോഗിക്കുന്നിടത്തും ഒക്കെ ആണ് മുറിച്ചു കൊണ്ടുവന്നിട്ട് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി ശാസ്ത്രം മെനയുന്നത്. കൽക്കരി ഉണ്ട് ഖുർആനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളുക 2:24. അപ്പൊ നരകത്തിൽ കല്ലുകൾ കത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, കൽക്കരി ഖുർആനിലുണ്ട്. നരകത്തിൽ എന്താ സാധാരണ കല്ലിന് കത്തിക്കൂടെ? നരകത്തിൽ എന്തിനാ കൽക്കരി? നരകം എന്ന് പറഞ്ഞാൽ മനുഷ്യരെയും സാധാരണ കല്ലും എല്ലാ സാധനവും കത്തിക്കാൻ പറ്റിയ സ്ഥലം. കാരണം നരകം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നാച്ചുറൽ ഫിനോമിന അല്ല, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാൽപ്പനിക ഭാവനയാണ്. ആ കാൽപ്പനിക ഭാവന വിവരിക്കുന്നിടത്തുനിന്ന് മുറിച്ചു കൊണ്ടുവന്നിട്ട് അതില് നമ്മൾ ശാസ്ത്രം ഉണ്ടാക്കുന്നത് എത്ര വലിയ അബദ്ധമാണ്, എത്ര ബാലിശമായ കാര്യങ്ങളാണ്. ഇനി പെട്രോൾ ഇല്ല എന്ന് പെട്രോളിനെ കുറിച്ച് ഖുർആനിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു പോരായ്മ പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോ നോക്കൂ. എന്നിട്ട് അതിനെ ഉണങ്ങിക്കരിഞ്ഞ ചവറാക്കി തീർത്തവനുമാകുന്നു എന്ന് 87 അധ്യായത്തില് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എന്തോ കാര്യം പറയുന്നതിന്റെ അടുത്ത് ഉണങ്ങിക്കരിഞ്ഞ ചവറാക്കി തീർത്ത എന്നൊരു പ്രയോഗമുണ്ട്. കണ്ടോ, പെട്രോള് ഉണങ്ങിക്കരിഞ്ഞ ചവറുകളാണ് നാളെ ഭൂമിക്കടിയിൽ പെട്രോളായി മാറുന്നത്. അന്നേ ഖുർആനിൽ പെട്രോൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വ്യാഖ്യാനം. ഇതൊക്കെയാണ് ഖുർആനിൽ നിന്ന് സിന്ദാനി പ്രോജക്റ്റിലൂടെ കടഞ്ഞെടുത്തിട്ടുള്ള ഒളിച്ചു കടത്തപ്പെട്ട ശാസ്ത്രത്തിന്റെ കോമഡി ഉദാഹരണങ്ങൾ. ഇനി ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ചൊന്നും ഞാൻ വിവരിക്കുന്നില്ല. പക്ഷെ ഒരു വാക്യം മാത്രം ഒരു സെന്റൻസ്, ഒരു പാരഗ്രാഫ് മാത്രം വായിക്കാം. ഈ സിന്ദാനി പ്രോജക്റ്റിലെ ഏറ്റവും മാസ്റ്റർ പീസായിട്ട് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഖുർആൻ നിറയെ ഭ്രൂണശാസ്ത്രമുണ്ട് എന്നുള്ളത്. ഭ്രൂണശാസ്ത്രത്തെ വളരെ കൃത്യമായി ഖുർആൻ ഘട്ടം ഘട്ടമായിട്ട് വിവരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവകാശവാദങ്ങൾ. എന്നാൽ നമ്മുടെ മൗദൂദി സാഹിബ് അദ്ദേഹത്തിന്റെ തഫ്ഹീമുൽ ഖുർആനിൽ ഖുർആനിലെ ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് പറയുന്നത് നോക്കാം. ഗർഭാശയത്തിൽ ഒരു ശിശു കടന്നു പോരുന്ന വിവിധ ഘട്ടങ്ങളെ സൂചിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇന്ന് കണ്ടെത്തിയിട്ടുള്ള അതിസൂക്ഷ്മമായ പരിണാമഘട്ടങ്ങളൊന്നും പക്ഷേ ഇവിടെ വിശദീകരിക്കുന്നില്ല. മറിച്ച് ഒരു സാധാരണ കാട്ടറബിക്ക് പോലും സുപരിചിതമായിരുന്ന മുഖ്യ പരിണാമ ദശകൾ മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ. അതായത് ഇന്ദ്രിയം ഗർഭാശയത്തിൽ പതിച്ച ശേഷം അതൊരു രക്തപിണ്ഡമാവുകയും പിന്നീട് രൂപമൊന്നുമില്ലാത്തതും ക്രമേണ മനുഷ്യരൂപം പ്രാപിക്കുന്നതുമായ ഒരു മാംസക്കട്ടയായി പരിണമിക്കുകയും ചെയ്യുമെന്ന് സാധാരണക്കാർക്ക് പോലും അറിയാമായിരുന്നു. വിവിധ അവസ്ഥകളിലുണ്ടാകുന്ന ഗർഭചിത്രങ്ങളിലൂടെ ഭ്രൂണ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ അക്കാലത്തും മനുഷ്യർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹുയുടെ പ്രസ്തുത ഘട്ടങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയത്. ഇതും ഞാൻ പറയുന്നതല്ല, മൗദൂദി പറയുന്നതാണ്. കാട്ടറബികൾ എന്ന് പരിഭാഷ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഈ പരിഭാഷ ഇറക്കിയിട്ടുള്ളത്. കാട്ടറബികൾക്ക് പോലും അറിയാവുന്ന കാര്യം മാത്രമേ ഭ്രൂണശാസ്ത്രമായിട്ട് ഖുർആനിലുള്ളൂ എന്ന് മൗദൂദിയാണ് പറയുന്നത്. കാരണം മൗദൂദി ഇത് എഴുതുന്ന കാലത്ത് സിന്ദാനി പ്രോജക്റ്റ് അത്ര പ്രാബല്യത്തിൽ പ്രചാരത്തിൽ വരികയോ മൗദൂദി അത് കാര്യമായി പരിഗണിക്കുകയോ ചെയ്തിരുന്നില്ല. അദ്ദേഹം സത്യമായിട്ട് പറഞ്ഞു. ഈ അരനൂറ്റാണ്ട് മുമ്പ് മുതൽ തുടങ്ങുന്ന ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത് വരെ ഖുർആനിനെ ആളുകൾ മനസ്സിലാക്കിയതും വ്യാഖ്യാനിച്ചതും വിശദീകരിച്ചതും ഇപ്രകാരം മാത്രമായിരുന്നു. പക്ഷെ ഈ പ്രോജക്റ്റ് തുടങ്ങിയതിന് ശേഷമാണ് ഖുർആനില് ഒരുപാട് അർത്ഥങ്ങൾ മാറി മാറി വന്നത്. എന്നാൽ ഈ ഭ്രൂണശാസ്ത്രം മുഴുവനും അന്നത്തെ ഗാലന്റെയും
ആ കാലത്ത് ഗ്രീസിൽ നിന്നും ബാബിലോണിയയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളതാണെന്നും മാത്രമല്ല ബാബിലോണിയൻ താൽമൂദിൽ, ജൂതന്മാരുടെ ബാബിലോണിയൻ താൽമൂദിൽ ഖുർആനിലും ഹദീസിലും പറയുന്ന ഈ ഭ്രൂണശാസ്ത്ര ഘട്ടങ്ങളെല്ലാം വിശദമായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അക്കാലത്ത് ജൂതന്മാരുടെ താൽമൂദും തോറയും അതുപോലുള്ള വേദഗ്രന്ഥങ്ങളും ഒക്കെ ജൂതന്മാർ അറേബ്യയിൽ പ്രചരിപ്പിച്ചിരുന്ന കാലത്താണ് അതിലുള്ള അറിവും ബാബിലോണിയയിൽ നിന്നുള്ള അറിവും ഗ്രീസിൽ നിന്ന് വന്നിട്ടുള്ള അറിവുമൊക്കെ അന്നത്തെ ശാസ്ത്രമായിട്ട് അവിടെ പ്രചരിച്ചിരുന്നത്. ആ കാര്യങ്ങൾ മാത്രമേ ഭ്രൂണശാസ്ത്രം സംബന്ധിച്ചും മറ്റനേകം ശാസ്ത്രം സംബന്ധിച്ചും ഖുർആനിൽ ഹദീസിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇവര് ഈ വ്യാഖ്യാനത്തിനായി ഉപയോഗിക്കുന്ന ന്യായവൈകല്യങ്ങൾ അല്ലെങ്കിൽ സൂത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊരു ലിസ്റ്റ് വായിച്ചു കേൾപ്പിക്കാം. ഒന്ന്, അവ്യക്തമായി പറഞ്ഞ ഉപമകളിലും മറ്റും ശാസ്ത്രം മെനയുക. ഇതാണ് ഒരു ഫാലസി. അതാണ് അക്ബർ സാഹിബ് ഇവിടെ കൊണ്ടുവന്ന ഉദാഹരണവും ഈ ഫാലസിയിൽ പെട്ടതാണ്. എൻ്റെ ലിസ്റ്റിലെ ആദ്യത്തെ ഫാലസി തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ അവസാനം മറുപടി പറയാം. മറ്റൊന്ന്, ഇല്ലാത്ത അർത്ഥം നൽകി തെറ്റിദ്ധരിപ്പിക്കുക. അതാണ് ഭ്രൂണശാസ്ത്രത്തിലൊക്കെ നടന്നത്. അവിടെ നുത്തുഫ അല്ലെങ്കിൽ അലക്ക, മുതുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ മൗദൂദി പറഞ്ഞ കാട്ടറബികൾക്ക് പോലും അറിയാമായിരുന്ന കാര്യങ്ങളെ എന്ത് ചെയ്തു? മോറിസ് ബുക്കായും കീത്ത് മൂറും സിന്ധാനിയും കൂടെ ചേർന്നിട്ട് ആധുനിക ശാസ്ത്രത്തിന്റെ സാങ്കേതിക പദങ്ങൾ എടുത്തിട്ട് ഖുർആനിലെ ഈ പദങ്ങളുടെ മുകളിൽ ഒട്ടിച്ചു. അങ്ങനെ ഒട്ടിച്ചിട്ട് ഇതാ ഖുർആനിൽ എംബ്രിയോ, ഭ്രൂണം, പിന്നെ സിക്താണ്ഡം, ബീജം ഇതൊക്കെ ഖുർആനിലുണ്ട് എന്ന് ശുക്ലത്തുള്ളിക്ക് ബീജം എന്ന അർത്ഥം കൊടുത്തു, ചോരക്കട്ടയ്ക്ക് സിക്താണ്ഡം എന്നർത്ഥം കൊടുത്തു, ഇറച്ചിക്കട്ടയ്ക്ക് ഭ്രൂണം എന്നർത്ഥം കൊടുത്തു. ഇങ്ങനെ ഈ സാങ്കേതിക പദങ്ങൾ ഒട്ടിച്ചു ചേർത്തുകൊണ്ട് വ്യാഖ്യാനിച്ച് ശാസ്ത്രമാക്കി മാറ്റുന്ന ജാലവിദ്യയാണ് സിന്ധാനി പ്രോജക്റ്റിലൂടെ ഇവര് പുറത്തു കൊണ്ടുവന്നത്. അതിലേറ്റവും മാസ്റ്റർ പീസായിട്ടുള്ള സാധനമാണ് ഈ ഭ്രൂണശാസ്ത്രം. കാരണം ആദ്യം കിട്ടിയ ഇര ഈ കീത്തുമൂർ ആയിരുന്നു ഈ പ്രോജക്റ്റിൽ. അപ്പൊ കീത്തുമൂറിനെയും മോറിസ് ബുക്കായിയെയും ഉപയോഗിച്ചുകൊണ്ട് ഈ ഭ്രൂണശാസ്ത്രത്തിലൂടെയാണ് ഈ പരിപാടി ആരംഭിച്ചത്. പിന്നെ ചെറി പിക്കിംഗ് ടെക്നിക്കിലൂടെ അത്ഭുതങ്ങൾ മെനയുക. അവിടെയാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണിത്. ഉദാഹരണം പറഞ്ഞാൽ ബിഗ് ബാങ് തിയറിയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയത്. ഖുർആനില് നമ്മൾ പ്രപഞ്ചത്തിന്റെ ഒരു ഘടനയെക്കുറിച്ചോ പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ചോ ഒക്കെ എന്താണ് പറയുന്നത് എന്ന് അറിയണമെങ്കിൽ ഖുർആനിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എല്ലാം പെറുക്കിയെടുത്ത് ഒരിടത്ത് കൂട്ടി വെച്ചിട്ട് അതിനെ സമഗ്രമായി പരിശോധിച്ചിട്ട് വേണം നമുക്ക് അതിൽ പറഞ്ഞ ആശയങ്ങളെ മനസ്സിലാക്കാൻ. ഇതൊരു സാമാന്യമായി എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം. എന്നാൽ ഖുർആനിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, അതിന്റെ വികാസം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സമഗ്രമായി പെറുക്കി വെച്ചാൽ അതിനകത്ത് 6-ാം നൂറ്റാണ്ടിലെ ഈ അറബികൾക്ക് അറിയാവുന്ന ബാബിലോണിയൻ കെട്ടുകഥകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അതിൽ നിന്ന് പക്ഷേ ചെറി പിക്കിങ്ങിലൂടെ ഏതെങ്കിലും ഒരു വാക്ക് മാത്രം മുറിച്ചെടുത്തിട്ട് വഇന്നാലമൂസിയൂൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം വികസിക്കുന്നു എന്നാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ബിഗ് ബാങ് തിയറി ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്ന് കിടക്കുകയായിരുന്നു, നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ഖുർആനിൽ ചോദിക്കുന്നത്. ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? 7 ആകാശങ്ങൾ അടുക്കടുക്കായി വെച്ചത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും 7 ആകാശം അടുക്കടുക്കായി വെച്ചത് അന്നത്തെ അറബികൾ കണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളിപ്പോ ഇന്ന് ജീവിക്കുന്ന നമ്മളോട്, നമ്മൾ 3-ാം ക്ലാസ്സിലെ ഒരു കുട്ടിയോട് ഭൂമി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ഒരു രൂപം എന്താണ്? ഒരു ഉരുണ്ട ഭൂമിയാണ്. അത് ഇന്നത്തെ മനുഷ്യന്റെ ഒരു പൊതുബോധമായി ഒരു പൊതു കോൺസെപ്റ്റായിട്ട് മാറിയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഭൂമി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെല്ലാം ഒരു ഉരുണ്ട ഭൂമിയാണ് വരുന്നത്. നേരെ മറിച്ച് 6-ാം നൂറ്റാണ്ടില് ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെയും മനസ്സിൽ ഒരു ഗോളാകൃതി,
ഗോളാകൃതി വരില്ല. അപ്പൊ ആ അറബിയോട് ഉരുണ്ട ഭൂമി നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവർ കാണൂല. എന്നാൽ പരന്ന ഭൂമി നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവരും കാണുന്നുണ്ട്. ആകാശത്തിന് പൊട്ടും പൊടിയും അല്ലെങ്കിൽ ഓട്ടയും വിടവൊന്നും നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ കാണുന്നില്ല. വളരെ ക്ലിയർ ആണ്. അപ്പൊ 7 ആകാശം അടുക്കി വെച്ചത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ ആ അറബികളോട് ചോദിച്ചാൽ അവരത് കാണുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? ആ കഥ, ഈ ബാബിലോണിയൻ കെട്ടുകഥ, ആകാശം 7 എണ്ണമായി അടുക്കി വെച്ചിരിക്കുന്നു എന്നും സമാനമായ 7 ഭൂമികൾ, പരന്ന 7 ഭൂമികൾ താഴെ അടുക്കളായി അടുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കഥ അറേബ്യയിലെ അന്നത്തെ അറബികൾക്ക് വെള്ളം പോലെ അറിയാവുന്ന ഒരു കഥയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അവരോട് ഖുർആൻ ചോദിക്കുന്നത്. അപ്പൊ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ് അനുസരിച്ചാണ് നിങ്ങൾ കാണുന്നത്. അവരാരും നിഷേധിച്ചിട്ടില്ല, ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞത് 7 ആകാശം അടുക്കി വെച്ചത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ 7 ആകാശങ്ങളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ആധുനിക ശാസ്ത്രത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു, 1-ാം ആകാശത്ത് നക്ഷത്രങ്ങൾ പറ്റിച്ചു വെച്ചതോടുകൂടി മറ്റേ ഹാറൂൻ യഹിയയുടെ വ്യാഖ്യാനം മണ്ടത്തരമായി എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ആ ഹാറൂൻ യഹിയയുടെ ആ വ്യാഖ്യാനത്തിന് പകരം ഇപ്പൊ പറയുന്ന 7 ആകാശങ്ങൾ അതിനേക്കാളും വലിയ മണ്ടത്തരാണ്. കാരണം ഖുർആനിൽ 7 ആകാശങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ തത്തുല്യമായ 7 ഭൂമികൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വലിപ്പത്തിലും അകലത്തിലും 7 തട്ടുള്ള ഭൂമികളും അതേ അകലത്തിലും അതേ വലിപ്പത്തിലും 7 തട്ടുള്ള ആകാശവും ചേർന്ന 14 തട്ടുള്ള ഒരു കളികപാത്രം പോലെയുള്ള ഒരു സാധനമാണ് ബാബിലോണിയൻ കെട്ടുകഥയിലെ പ്രപഞ്ചം. ആ കെട്ടുകഥയാണ് ബൈബിള് കോപ്പി അടിച്ചത്. ആ കോപ്പി അടിച്ച തൊണ്ടി മുതലാണ് ഖുർആൻ എടുത്തത്. ഈ കഥ വ്യാപകമായി ലോകത്ത് നിലനിന്നിരുന്നതാണ് ഈ 7 ആകാശത്തിന്റെ കഥ. 7 ആകാശത്തിന് ഇബ്നു കസീറിന്റെ വ്യാഖ്യാനമുണ്ട്. ഇബ്നു കസീർ അന്നത്തെ 7 ആകാശം എന്ന സങ്കല്പം വരാൻ കാരണം എന്താണെന്നറിയോ? ആകാശത്ത് 7 ഗ്രഹങ്ങളാണ് അന്ന് മനുഷ്യർ കണ്ടിരുന്നത്. ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി, അങ്ങനെയുള്ള ഈ 7 ഗ്രഹങ്ങള് 7 ദൈവങ്ങളായിട്ടാണ് പ്രാകൃത മനുഷ്യർ സങ്കല്പിച്ചിരുന്നത്. ഈ 7 ദൈവങ്ങളുടെയും വാസസ്ഥലങ്ങളായിരുന്നു 7 ആകാശങ്ങൾ. അതാണ് ഇബ്നു കസീർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അറബിയിൽ ഇപ്പോഴും കിടക്കുകയാണ്. ഇങ്ങനെയാണ് ആദിമകാലത്ത് 7 ആകാശങ്ങളെ വ്യാഖ്യാനിച്ചത്. അതായിരുന്നു അന്നത്തെ അറബികളുടെ അറിവ്. ആ അറിവ് ഒരു പൊതുബോധമായി അറബികളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അറബികളോട് ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഖുർആൻ ചോദിക്കുന്നത് 7 ആകാശങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? ഇനി ഒരിടത്ത് ശാസ്ത്രമാക്കുമ്പോൾ മറ്റൊരിടത്ത് അത് മണ്ടത്തരമാകുന്നത് മറച്ചു വെക്കുന്നു. അതാണ് നേരത്തെ പറ്റിയ, ഞാൻ 7 ആകാശം വ്യാഖ്യാനിച്ചപ്പോഴൊക്കെ പറ്റിയിട്ടുള്ള അബദ്ധം അതാണ്. ഒരു കാര്യത്തെക്കുറിച്ച് പലയിടത്തായി പറഞ്ഞവ സമഗ്രമായി എടുക്കാതെ ഒക്കുന്നത് മാത്രം പെറുക്കിയെടുത്ത് ചെറി പിക്കിംഗ് നടത്തുന്നത്. മറ്റൊന്ന്, ഈ അന്ത്യദിന വിവരണം, നരകം പോലുള്ള സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളെ സാധാരണ നാച്ചുറൽ നിയമങ്ങളായി, പ്രകൃതി നിയമങ്ങളായി വ്യാഖ്യാനിച്ച് അതിൽ നിന്ന് ശാസ്ത്രം ഉണ്ടാക്കുക. അതെങ്ങനെ പറ്റുമോ? നരകവും സ്വർഗവും അന്ത്യദിനവും ഒക്കെ പറയുന്ന, ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളൊക്കെ പറയുന്നിടത്തുനിന്ന് അവിടെ പറയുന്ന വിവരണങ്ങൾ എടുത്തിട്ട് അത് ശാസ്ത്രമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയാവുമോ? കാരണം അത് മൊത്തം സൂപ്പർ നാച്ചുറലാണ്, പ്രകൃതിക്ക് അതീതമായിട്ടുള്ള, പ്രകൃതി അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് ശാസ്ത്രമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുക? മറ്റൊന്ന്, ഒരു പ്രത്യേക സംഭവം പറയുന്നതിനെ പൊതു നിയമമാക്കി വ്യാഖ്യാനിക്കുന്നു. സന്ദർഭം പരിഗണിക്കാതെ നുണകൾ വ്യാഖ്യാനിക്കുന്നു. കപടശാസ്ത്രം എടുത്തിട്ട് ശാസ്ത്രമാക്കുന്നു. അക്കാലത്ത് അറിവുള്ള കാര്യങ്ങൾ അറിയാത്തത് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നു. അത് ഞാൻ പറയാം, അന്നത്തെ അറബികൾക്കും മുഹമ്മദിനും ഒന്നും അറിയില്ലായിരുന്നു എന്ന് തെളിയിക്കാൻ പെടാപ്പാട് വിടുന്നു.
ഞങ്ങളുടെ പ്രവാചകൻ ഒന്നും അറിയില്ലായിരുന്നു എന്ന് തെളിയിക്കാനാണ് ഇവർ യഥാർത്ഥത്തിൽ പാടുപെടുന്നത്. നബിയും മുഫസ്സിറുകളും വിശദീകരിച്ച കാര്യങ്ങളെല്ലാം അവഗണിച്ച് പുത്തൻ അർത്ഥം ഉണ്ടാക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂര്യൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന മുസ്തഖറിലേക്ക് സഞ്ചരിക്കുന്നു എന്ന വാക്യത്തിന് പ്രവാചകൻ വളരെ കൃത്യമായി ഏറ്റവും സഹിഹായ ഹദീസിലൂടെ നൽകിയിട്ടുള്ള വിശദീകരണത്തെ മെല്ലെ മാറ്റിവെച്ചിട്ട് സൂര്യനെ കൊണ്ടുപോയിട്ട് ഗാലക്സിയിൽ ചുറ്റിക്കുകയാണ് ഇപ്പോൾ. അതുപോലെയുള്ള വ്യാഖ്യാനങ്ങൾ ഈ സത്യസന്ധതയില്ലാതെ സ്വന്തം പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ പിന്നാലെ വ്യാഖ്യാനവുമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറേ ശാസ്ത്രം വിവരിച്ച ശേഷം ഒരു ഖുർആൻ വാക്യം ഓതുക, അതൊക്കെ ഖുർആനിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുക. ആ ഫാലസിയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ആ ഫാലസിയുടെ ഉദാഹരണമാണ് ഇത് സിന്ധാനി പ്രോജക്റ്റ് വന്നതിന് ശേഷം സിന്ധാനി പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ച ഒരു ഇസ്ലാം ദർശനം എന്ന് പറയുന്ന, ഇസ്ലാം വിശ്വാസ ദർശനം എന്ന് പറയുന്ന ഒരു എൻസൈക്ലോപീഡിയ പോലുള്ള പുസ്തകമാണ്. ഇതിനകത്ത് ഈ ഫാലസിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ അടുത്ത് അമാനി മൗലവിയുടെ തഫ്സീർ ഉണ്ട്. അമാനി മൗലവിയുടെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ള അർത്ഥം അല്ല, അമാനി മൗലവിയുടെ തഫ്സീർ പ്രസിദ്ധീകരിച്ച് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള തഫ്സീറുകൾ ഒന്നും തന്നെ അമാനി മൗലവിയുടെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള അർത്ഥമല്ല. എല്ലാം സിന്ധാനി പ്രോജക്റ്റിന്റെ അർത്ഥങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം എന്ന് വെച്ചാൽ ശാസ്ത്രം വളരെ കൃത്യമായിട്ട് ചിത്രസഹിതം അങ്ങോട്ട് വിവരിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ശാസ്ത്രം പഠിക്കാൻ നല്ലൊരു പുസ്തകമാണ്, പക്ഷെ ഇസ്ലാം പഠിക്കാൻ ഇത് ഒരു നയാ പൈസക്ക് ഉപകരിക്കില്ല. കാരണം ഇതിനകത്ത് ഇസ്ലാമില്ല, ഖുർആനില്ല, ഹദീസില്ല, ഒന്നുമില്ല. ഇതിനകത്ത് ശാസ്ത്രം ഒരുപാടുണ്ട്. അപ്പൊ ശാസ്ത്രം പഠിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടും. പക്ഷേ ആ ശാസ്ത്രവും ഈ ഖുർആനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല. കുറേ ശാസ്ത്രം പറഞ്ഞതിന് ശേഷം, വിവരിച്ചതിന് ശേഷം അതിനടുത്ത് ഇടക്ക് ഓരോ ഖുർആൻ വാക്യങ്ങൾ വെറുതെ കയറ്റി വെച്ചിട്ടുണ്ടാവും. ആ ഖുർആൻ വാക്യങ്ങൾ ഈ പറഞ്ഞ ശാസ്ത്രവും തമ്മിൽ യാതൊരു ഉണ്ടാവില്ല. മറ്റൊന്ന്, ഒരു വാക്യത്തിന്റെ പകുതി മണ്ടത്തരവും ബാക്കി പകുതി ശാസ്ത്രവും എന്ന കോമഡി. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. തുലാസ് ഇറക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഇരുമ്പ് ഇറക്കുന്നു എന്ന് പറഞ്ഞത്. അവിടെ തുലാസിനെ എല്ലാം മാറ്റി വെച്ചിട്ട് ഇരുമ്പ് മാത്രം കൊണ്ടുപോയിട്ട് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി ഇത് ഇരുമ്പ് ശാസ്ത്രമാക്കി മാറ്റുകയാണ്. പിന്നെ അറബി ഭാഷയുടെ വ്യാകരണവും ഭാഷാ സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവുമില്ലാത്ത ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ഈ അറബി ഭാഷാ പ്രയോഗം ഒക്കെ പെറുക്കിയെടുത്തിട്ട് ചില വ്യാഖ്യാനങ്ങൾ, അങ്ങനെയാണ് തേനീച്ചേനെ പെണ്ണാക്കുന്നതും എട്ടുകാലിനെ പെണ്ണാക്കുന്നതും ഒക്കെ ഈ അറബി ഭാഷയിലെ പദപ്രയോഗങ്ങളുടെ ഗ്രാമർ അറിയാത്തവരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് തന്ത്രങ്ങളും സൂത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവര് ഈ ശാസ്ത്രം മെനഞ്ഞ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ ശാസ്ത്രം മെനയുന്നവരെ കുറിച്ച് പ്രവാചകൻ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അവര് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും സീറ്റ് നരകത്തിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തിർമിദിയുടെ ഹദീസാണ്, ഞാൻ വെറുതെ പറയല്ല, ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഖുർആനിന് പ്രവാചകൻ അല്ലെങ്കിൽ ആധികാരിക മുഫസ്സിറുകൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ മറച്ചുവെച്ച് സ്വന്തമായി വ്യാഖ്യാനങ്ങൾ മെനയുന്നവർ നരകത്തിലെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പോലും എന്നാണ് പറഞ്ഞത്. അപ്പോ സിന്ധാനി പ്രോജക്റ്റും ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും ഒക്കെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് നരകത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അല്ലേ ഇത് ചെയ്യുന്നത് എന്ന് അവര് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. സൂര്യൻ ചളിക്കുണ്ടില് പോയി അസ്തമിക്കുന്നു എന്നാണ് ഖുർആനില് ഒരു സ്ഥലത്ത് പറയുന്നത്. വേറൊരു സ്ഥലത്ത് സൂര്യൻ അതിന്റെ വിശ്രമസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. ഇത് ഏത് സഞ്ചാരമാണ് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട്
ബുഖാരിയുടെ അടക്കം ആധികാരിക ഹദീസിൽ അബൂദറിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അബൂദർ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞല്ല, അബൂദറെ നിനക്ക് അറിയോ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട് പറയാൻ മുട്ടിയിട്ട് പറഞ്ഞതാണ്. ആ പറഞ്ഞെടുത്ത് പറയുന്നത് അള്ളാഹുവിന്റെ സിംഹാസനത്തിന് താഴെ ചെന്ന് സുജൂദ് ചെയ്ത് രാവിലെ വീണ്ടും ഉദിക്കാൻ അനുവാദം ചോദിക്കുക, അവിടെ പോയി വിശ്രമിക്കുക എന്നാണ്. അതാണ് മുസ്തഖർ. അതുപോലെ ദുൽഖർനൈനിയുടെ കഥ പറയുന്നിടത്ത് ദുൽഖർനൈനി സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് എത്തി അവിടെ ഒരു ചളിക്കുണ്ടിൽ അസ്തമിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അത് ദുൽഖർനൈനി കണ്ടതല്ല, അതും ഒരു അബൂദറിന്റെ ഹദീസിൽ പറയുന്നുണ്ട്. അബൂദറിനോട് ചോദിക്കുകയാണ്, സൂര്യൻ എങ്ങോട്ടാണ് പോയതെന്ന് നിനക്ക് അറിയോ? അപ്പൊ അള്ളാഹു റസൂലിനെ അറിയുള്ളൂ എന്ന് അബൂദർ പറയുമ്പോൾ പ്രവാചകൻ പറയുന്ന ആൻസർ, ഇറ്റ് സെറ്റ്സ് ഇൻ എ സ്പ്രിംഗ് ഓഫ് വാം വാട്ടർ. അത് ഒരു ചുടുവെള്ള തടാകത്തിൽ, ചളിവെള്ള തടാകത്തിലേക്ക് മുങ്ങാൻ പോവുകയാണ് എന്ന് പ്രവാചകനാണ് അബൂദറിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ദുൽഖർനൈനി കണ്ടതല്ല പ്രശ്നം, പ്രവാചകൻ കണ്ടതാണ് പ്രശ്നം, അന്നത്തെ അറബികൾ കണ്ടതാണ് പ്രശ്നം. എന്റെ ചോദ്യം ഇതാണ്, ഈ മനുഷ്യർ അറിയേണ്ട ഏറ്റവും പ്രാഥമികമായ പ്രകൃതി രഹസ്യങ്ങളാണ്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ കരുതും പോലെ ഭൂമി ഇളകാതിരിക്കുകയല്ല, ഭൂമി നിങ്ങളെയും കൊണ്ട് കറങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രാപ്പകലുകൾ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭൂമി സൂര്യനെ ചുറ്റും തവാഫ് ചെയ്യുന്നുണ്ട് എന്നൊരായത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സെമിനാറോ സംവാദമോ നടത്തേണ്ട ആവശ്യം വരുമായിരുന്നില്ല. ഞാനും തൊപ്പിയിട്ട് നിങ്ങളുടെ കൂടെ നേരത്തെ തന്നെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ മനുഷ്യർക്ക് ഉപകാരപ്പെട്ട ഒരു ശാസ്ത്രവും എവിടെ, ഏറ്റവും പ്രാഥമികയും ഭൂമി ഉരുണ്ടതാണ് എന്നും അത് കറങ്ങുന്നത് കൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത് എന്നുള്ള ഏറ്റവും സാമാന്യമായ ഒരു ശാസ്ത്രം പോലും പറയാത്ത ഖുർആനിലാണ് ഈ പറയുന്ന ബിഗ് ബാങ് തിയറിയും ക്വാണ്ടം തിയറിയും ഒക്കെ ചാക്കിൽ കെട്ടി ഒളിപ്പിച്ച് കടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യാഖ്യാന കസർത്തുകൾ നടത്തുന്നത്. നമുക്ക് യാതൊരു നിർബന്ധവുമില്ല ഇതിനെ വിമർശിക്കണം എന്നല്ലേ, പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ മതത്തെ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് ഒരു കാപഢ്യമാണ് എന്നും അത് ശരിയല്ല എന്നും പറയാൻ സത്യസന്ധത ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ മനുഷ്യരെ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ശാസ്ത്രബോധമുള്ള ഒരു സമൂഹമാക്കി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ബാധ്യതയാണ്. അധ്യക്ഷൻ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം കള്ളപ്രചാരണങ്ങൾ നടത്തി അന്ധവിശ്വാസങ്ങളെ വ്യാപിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള പ്രചാരണ പരിപാടികൾ ജനാധിപത്യപരമായി നടത്തുന്നത്. അത് ഒരു സമൂഹത്തോടുള്ള വെറുപ്പ് പ്രചരിപ്പിക്കലാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് നേരത്തെ പറഞ്ഞ സ്ട്രോമാൻ ഫാലസിയാണ്. അത്തരം ഫാലസികൾ ഉപയോഗിക്കരുത്, മറിച്ച് നമ്മൾ പറയുന്ന വിമർശനങ്ങൾക്ക് ആശയപരമായ മറുപടികൾ പറയുകയാണ് വേണ്ടത്. ഞാൻ എൻ്റെ അടുത്ത സെഷനിലെ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി കൂടെ പറയാം. ഞാൻ അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇവിടെ മറുപടി പറയേണ്ടി വരില്ല എന്നാണ് കരുതിയിരുന്നത്. കാരണം അദ്ദേഹം പുതുതായിട്ട് എന്തെങ്കിലും അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അത്ഭുതം ഖുർആനിൽ നിന്ന് കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം കൊണ്ടുവന്നത് വളരെ നിരാശാജനകമായിട്ടുള്ള, വളരെ നിർഭാഗ്യകരമായിട്ടുള്ള വളരെ ദുർബലമായിട്ടുള്ള ഒരു വാദം മാത്രമാണ്. അതിനുള്ള മറുപടി ഞാൻ അടുത്ത സെഷനിൽ പറയാം. സമയം ഇനി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഖുർആനില് ചന്ദ്രൻ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞതിനെ ഇവരിപ്പോ വ്യാഖ്യാനിക്കുന്നത് നൂർ എന്ന വാക്കിനും മുനീർ എന്ന വാക്കിനും റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് അത് വളരെ കൃത്യമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മിനിഞ്ഞാന്ന് ഇട്ടിരുന്നു, ഖുർആനിൽ ഞാൻ ഒരെണ്ണം കണ്ടെത്തിയിട്ടുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്ര അത്ഭുതം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അത്ഭുതം ഇതാണ്. അതായത് ഖുർആനിൽ ഒരു സ്ഥലത്ത് അള്ളാഹുവിനെ പ്രകാശം നൂർ എന്നും വേറൊരു സ്ഥലത്ത് മുഹമ്മദ് നബിയെ വിളക്ക് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്.
അത് വളരെ കറക്റ്റാണ്. കാരണം അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദിന്റെ റിഫ്ലക്റ്റഡ് ലൈറ്റാണ്. ഇത് നിങ്ങൾ കണ്ടെത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനത് കണ്ടെത്തിക്കൊണ്ടുവന്നത്. ഇത് വളരെ കൃത്യമാണ്. നിങ്ങൾ നേരെ വിപരീത അർത്ഥത്തിലായിരുന്നു ഇതെങ്കിൽ ഇതൊക്കെ എന്നോ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി കണ്ടെത്തിയതിന്. അള്ളാഹുവിനെ നൂറെന്നും പ്രവാചകനെ വിളക്ക് എന്നും ഖുർആനിൽ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. അത് വളരെ കറക്റ്റാണ്. 23 വർഷക്കാലം മുഹമ്മദിന്റെ വെളിച്ചമാണ് അള്ളാഹുവിലൂടെ പ്രതിഫലിച്ചിരുന്നത്. മുഹമ്മദിന്റെ, ഞാനതിനെ ഉപയോഗിക്കാറുള്ളത്, കൈവിരലുകളിൽ ഒരു പാവ കൊളുത്തിയിട്ടൊരു പാവകളിയുണ്ട്. ഞാൻ വായ കൊണ്ട് സംസാരിക്കുന്നത് കാണിക്കാതെ ഈ പാവയുടെ വായ വിരലുപയോഗിച്ച് ചലിപ്പിക്കുന്ന ഒരു കളി, പാവകളി. അങ്ങനെ 23 വർഷം മുഹമ്മദ് നബി ഒരു പപ്പറ്റ് ഷോ നടത്തി. ആ പപ്പറ്റ് ഷോയിലെ പപ്പറ്റ് മാത്രമാണ് ഖുർആനിലെ അള്ളാഹു എന്നാണ് ഖുർആൻ മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അത് തന്നെയാണ് ഖുർആനും പറയുന്നത്. അള്ളാഹു പ്രകാശമാണ്, നൂറാണ്, റിഫ്ലക്റ്റഡ് ലൈറ്റാണ്, മുഹമ്മദ് വിളക്കാണ് എന്ന് പറയുന്നത്. ഇതാണ് ഖുർആനിൻ്റെ അവസ്ഥ. ഇനി ശാസ്ത്രം എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ മാത്രം അത് ഞങ്ങൾ ഖുർആനിൽ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ശാസ്ത്രത്തിൻ്റെ പിന്നിൽ പോയി കാത്തു നിൽക്കുന്ന ഈ കാർട്ടൂൺ നോക്കുക. ഇതാണ് ഇവിടെ സത്യത്തിൽ ദൈവമാണ് പരിഹസിക്കപ്പെടുന്നത്. ദൈവത്തെ പോലും പരിഹസിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മനുഷ്യർ എന്തെങ്കിലും കണ്ടെത്തിയതിന് ശേഷം, കഷ്ടപ്പെട്ട് കണ്ടെത്തിയതിന് ശേഷം മൈക്രോസ്കോപ്പ് എടുത്തിട്ട് ഖുർആനിൽ തരിക അത് ഉണ്ടോന്ന്. അങ്ങനെ ഖുർആനിൽ ഇതാ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാം. നേരെ മറിച്ച് മനുഷ്യർ കണ്ടെത്താത്ത എന്തെങ്കിലും ഒരു രഹസ്യം ഇതിൽ ഒളിപ്പിച്ച് കടത്തിയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞൂടെ? നേരത്തെ ഗവേഷണം നടത്തി പറഞ്ഞിട്ട് നാളെ മനുഷ്യർക്ക് അത് പ്രയോജനപ്പെടണം. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യരുടെ അവയവങ്ങൾ മാറ്റുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പെട്രോൾ കണ്ടുപിടിക്കാൻ പോകുന്നതിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതിൽ നിന്നുള്ള മുതലെടുപ്പിന് മറ്റുള്ളവർക്ക് സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. ഇസ്ലാമിക ലോകം എന്നോ പുരോഗമിച്ച് അങ്ങേ അറ്റത്തെത്തുമായിരുന്നു. അതൊന്നും ചെയ്യാതെ ശാസ്ത്രം കണ്ടെത്തിയതിന് ശേഷം മാത്രം അതിൻ്റെ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുവരുന്നത് ബഷീറിൻ്റെ ഒരു പഴയ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കളി മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. അടുത്ത സെഷനിൽ മറുപടി കൂടെ പറയാം. സുഹൃത്തുക്കളെ, ജബ്ബാർ മാസ്റ്ററുടെ ഫസ്റ്റ് റൗണ്ട് ഖണ്ഡനം അവസാനിച്ചു. അദ്ദേഹം മറുപടി അടുത്ത റൗണ്ടിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നതാണ്. ഇനി ശ്രീ എം അക്ബർ, അദ്ദേഹത്തിൻ്റെ അനുവദിച്ചിട്ടുള്ള 30 മിനിറ്റും പിന്നെ കഴിഞ്ഞ സെഷനിലെ 13 മിനിറ്റും അടക്കം 43 മിനിറ്റ് അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്നതാണ്. സർ പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുത്തിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഒരു നമ്പൂതിരി ഫലിതമുണ്ട്. മലപ്പുറത്തു നിന്നൊരു നമ്പൂതിരി തീവണ്ടി വന്ന ഉടനെ തീവണ്ടി കയറാൻ പോതി. അപ്പോൾ തിരുമേനി അന്ന് ബേപ്പൂര് തിരൂരാണ് തീവണ്ടി സർവീസ് ഉള്ളത്. മലപ്പുറത്ത് നിന്ന് കുതിരവണ്ടിയിൽ ബേപ്പൂര് പോയി. സ്വാഭാവികമായിട്ടും പഴയ ആളുകൾക്കുള്ള മുറുക്കൽ സ്വഭാവം നമ്പൂരിക്കുണ്ട്. അങ്ങനെ മുറുക്കി പുറത്തേക്ക് തുപ്പിക്കൊണ്ടല്ലാണ് അദ്ദേഹം പോകുന്നത്. ഇവിടുന്ന് വണ്ടി കയറി. വണ്ടിയിൽ അച്ചടക്കത്തോടുകൂടി അദ്ദേഹം ഇരുന്നു. നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഇംഗ്ലീഷുകാരനുണ്ട്. വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. നമ്പൂതിരിയുടെ വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പരപ്പനങ്ങാടി എത്താൻ നേരത്ത് അദ്ദേഹം ഒന്ന് നീട്ടി തുപ്പി. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും അറിയാം. എഴുന്നേറ്റ് നിന്നിട്ട് ബ്രിട്ടീഷുകാരൻ ഇയാളുടെ മുഖത്തേനൊന്ന് കൊടുത്തു. കുറേ പറഞ്ഞും ചെയ്തു. നമ്പൂരി ഒന്നും ഉണ്ടാതിരുന്നു. അങ്ങനെ എല്ലാം പോയെല്ലാം വന്നു. മലപ്പുറത്ത് തിരിച്ചെത്തിയപ്പോൾ ആളുകൾ ചോദിച്ചത്രേ, എങ്ങനെയുണ്ട് നമ്പൂതിരി, ഈ
യാത്ര, തീവണ്ടി യാത്ര. തീവണ്ടി യാത്ര വളരെ ഉഷാറായി. പക്ഷെ പരപ്പനങ്ങാടി നിന്നുണ്ട് ഒരു അടി, അത് സഹിക്കാൻ പറ്റൂല. ഏകദേശം എൻ്റെ ബഹുമാന്യനായ, അങ്ങനെ ഞാൻ പറയട്ടെ, ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്, സഹസംവാദകൻ ഇവിടെ പറഞ്ഞ വിഷയങ്ങളെല്ലാം വളരെ വിശദമായി മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സിലാവണില്ല. നമ്പൂരിക്ക് അടി കിട്ടിയതിന് എന്തിനാന്ന് മനസ്സിലാകത്തിനിപ്പോ ഇംഗ്ലീഷുകാരൻ്റെ കുറ്റമല്ലല്ലോ, അതിന് മനസ്സിലാവണില്ല. ഇപ്പൊ ഭൂമിയുടെ ആകൃതി എല്ലാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഹൃദയം എല്ലാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സത്യം, എന്താണ്? ഒന്ന് പഠിക്കാൻ തയ്യാറായിക്കൂടെ? ഒന്ന് കേൾക്കാൻ തയ്യാറായിക്കൂടെ? മനസ്സിലാക്കാൻ തയ്യാറായിക്കൂടെ? വളരെ സിമ്പിൾ അല്ലേ? ഭൂമിയുടെ ആകൃതി ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു വിമർശനമാണ്. ഖുർആനിലെ ഭൂമി പരന്നതാണ്. യഥാർത്ഥത്തിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന ഒരു ആശയം അത് എന്നോ ഉള്ളതാണ്. ക്രിസ്തുവിന് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൈതഗോറസാണ് അത് ആദ്യമായി പറഞ്ഞതാണ് വിചാരിക്കപ്പെടുന്നത്. നബിക്ക് മുമ്പ് ജീവിച്ച പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ആർക്കിമിഡീസ്, എറാസ്തോസെനീസ്, ടോളമി, അതേപോലെ തന്നെ ഇന്ത്യയിലെ ആര്യഭട്ടന്, വരാഹ മിഹിരന്, ബ്രഹ്മഗുപ്തൻ, ഇവരെല്ലാം ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നു, ആ രൂപത്തിൽ പറഞ്ഞു. എന്നിട്ടും പരിശുദ്ധ ഖുർആനിൽ ഭൂമി ഗോളമാണെന്ന് പറഞ്ഞില്ല. എൻ്റെ സഹസംവാദകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞത് മുഴുവൻ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനും പറയാത്തതിനുമുള്ള കൃത്യമായ ശാസ്ത്രീയമായ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. ഖുർആൻ ഭൂമിയെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചാൽ 461 ആയത്തുകളിൽ ഖുർആനിൽ അറളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭൂമിയെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞതുണ്ട്, ഒരു ഭൂപ്രദേശത്തെക്കുറിച്ച് പറഞ്ഞതുണ്ട്, ഒരു നാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ വിശദീകരിക്കണില്ല. അപ്പൊ ഇതെല്ലാം പറഞ്ഞ ഭൂമി മനുഷ്യർക്ക് ആപേക്ഷികമായി ഭൂമി പരന്നതാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രത്യേകം യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ സയൻസ് പഠിപ്പിക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല. സയൻസ് മനുഷ്യർ കണ്ടെത്തേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ പടച്ചവനെ കുറിച്ച് പറയുമ്പോൾ, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ എക്കാലഘട്ടത്തിലെയും ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിക്കുക. പക്ഷേ ആ ഭാഷയിൽ സംസാരിക്കുമ്പോഴും എത്ര ആധുനികമായ പഠനങ്ങൾ നടന്നാലും അവിടെ അബദ്ധം ഉണ്ടാകൂല. അതാണ് ശാസ്ത്രം ഖുർആനിലെ. അതല്ലാതെ ഖുർആൻ പരിശോധിച്ചിട്ട് ആരെങ്കിലും പിന്നെ അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അയാളടക്കം അബദ്ധമാണ് ചെയ്തത് എന്നാണ് നമ്മൾ പറയുന്നത്. അത് ആരാണെങ്കിലും, സിന്ധാനി ആണെങ്കിലും ആരാണെങ്കിലും, വെറുതെ ഓരോ ആളുകളുടെ പേരിങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് ആരൊക്കെയോ പരലോകത്തെ കല്ലും ഭൂമിയിലെ കല്ലെല്ലാം ഉപമിച്ചിട്ടുണ്ട്, അത് പെട്രോളാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് വെറും സ്ട്രോമാൻ ഫാലസി. അദ്ദേഹം തന്നെ പറയാൻ പാടില്ല എന്ന് അദ്ദേഹം തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യും. ഇങ്ങനെ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ പറഞ്ഞ ആശയത്തിന് മറുപടി പറയട്ടെ. എന്താണ് ഭൂമിയിൽ നമ്മുടെ വ്യവഹാരങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്? യൂക്ലിഡിയൻ ജോമെട്രി ഉണ്ട്, റീമാനിയൻ ജോമെട്രി ഉണ്ട്. റീമാനിയൻ ജോമെട്രി ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര അറിഞ്ഞുകൊള്ളുന്നില്ല. അത് എന്തുകൊണ്ടാണ് അറിയാത്തത്? പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജോമെട്രി. ഭൂമിയിലെ മുഴുവൻ വ്യവഹാരങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? യൂക്ലിഡിയൻ ജോമെട്രിയാണ്. അതെന്തുകൊണ്ടാ? ഭൂമിയെ പരന്നതായി സങ്കല്പിച്ചുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ പറയുന്നത്. ഭൂമിയിൽ പടച്ചവൻ സൃഷ്ടിച്ച പടച്ചവന്റെ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യൂക്ലിഡിയൻ ജോമെട്രി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഭൂമി ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. അത് ഭൂമിയിൽ ആ പരത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൂമി പരന്നതായി നിലനിൽക്കുന്നത് പ്ലേറ്റ്സ് ഉള്ളത് കൊണ്ടാണ്, പ്ലേറ്റ് ടെക്ടോണിക്സ്. ഈ പ്ലേറ്റ്സ് ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് എന്നാണ് പുതിയ പഠനങ്ങൾ. എർത്തിന്റെ പ്ലേറ്റ് ടെക്ടോണിക് ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റീസ് ആണ് ഭൂമിയിൽ ജീവൻ സാധ്യമാക്കുന്നത് എന്നും, ആ പരത്തൽ പത്തിരിവരുത്തനായ പരത്തലല്ല, മറിച്ച് ഭൂമിയെ മനുഷ്യർക്ക് ജീവിക്കുവാൻ പറ്റുന്ന രൂപത്തിലാക്കിയത്. ഇതെല്ലാം
മനുഷ്യർക്ക് വേണ്ടി പടച്ചവൻ നൽകിയ അനുഗ്രഹമായി എടുത്തു പറയുന്നു. എന്തുകൊണ്ട് ഉരുണ്ടതെന്ന് പറഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടേക്ക് വരും. ഇനി ഭൂമിയിൽ പിന്നെ ജീവൻ നിലനിൽക്കുന്ന 10 സവിശേഷതകൾ ഞാൻ വിശദീകരിക്കണില്ല. ഓരോന്നായിട്ട് വിശദീകരിക്കാൻ സമയമെടുക്കും. അതേസമയം രാപ്പകലുകളുടെ മാറ്റത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ഗോളം എന്ന് സൂചിപ്പിക്കാതെ രാപ്പകലുകളുടെ മാറ്റത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഖുർആൻ ഭൂമിയുടെ ആകൃതിയെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭൗമ പ്രതിഭാസങ്ങൾ ഒരു ഗോളത്തിലാണ് നടക്കുന്നതെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നു. യുക്കബ്ബിറുൽ ലൈല അലൻ നഹാർ. ഇത് ഞാൻ പുതിയ കാലത്ത് മൗദൂദി പുതിയ കാലത്ത് പറഞ്ഞാൽ മതി. എത്ര വലിയ സ്ട്രോമാൻ ആർഗ്യുമെന്റ് ആണ്. എന്റെ സുഹൃത്തിന്റെ പിന്നെ ചോദ്യം തന്നെ എന്താ, വെല്ലുവിളി എന്താ? നബിന്റെ കാലത്ത് പറയാത്തത് പിന്നീട് പറഞ്ഞത് കണ്ടുപിടിക്കണം എന്നാ. എന്നിട്ടോ മൗദൂദി സാഹിബ് 970-കളിൽ മരണപ്പെട്ട മൗദൂദി സാഹിബ് എഴുതിയതിൽ പിന്നെ അല്ലാത്തത് പറയാൻ പാടില്ല എന്ന്. നബിന്റെ കാലത്തില്ലാത്ത അറിവ് ഖുർആനിലുണ്ടെന്ന് പറയും വേണം, മുഫസ്സിറുകളൊന്നും മനസ്സിലാക്കിയത് അല്ലാത്തത് പറയും വേണം. ഇതെങ്ങനെ നടക്കുക? പരിശുദ്ധ ഖുർആനിൽ നബിന്റെ കാലത്തില്ലാത്ത അറിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നബിന്റെ കാലത്തുള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ, അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അത് സ്വാഭാവികല്ലേ? എന്നിട്ട് വെല്ലുവിളിക്കുന്നത് നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത അറിവ് ഖുർആനിൽ കണ്ടുപിടിക്കണം. എന്നിട്ടോ നബിന്റെ കാലത്തുള്ള അല്ലാത്തൊരു അറിവ് പറഞ്ഞാൽ അത് മുഫസ്സിറുകളൊന്നും പറഞ്ഞിട്ടില്ല, മൗദൂദി സാഹിബ് പറഞ്ഞിട്ടില്ല. ഇത് പറയുന്നതിനും വേണ്ട ഒരു ഇതെല്ലാം. അതാ ഞാൻ പറഞ്ഞത്, നമ്പൂരിന്റെ മാതിരി പറയണോണ്ട് കാര്യമില്ലല്ലോ, സംഗതി മനസ്സിലാക്കണ്ടേ. യുക്കബ്ബിറുൽ ലൈല അലൻ നഹാർ. ഇത് ഞാൻ വെറുതെ പറയുന്ന വ്യാഖ്യാനമല്ല. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആരും ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ആരും ഭൂമി ഉരുണ്ടതാണ് എന്ന വാദത്തിന് എതിര് നിന്നിട്ടില്ല. പരിശുദ്ധ ഖുർആന്റെ ഈ അടിസ്ഥാനത്തിൽ ആദ്യകാല പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇമാം അഹമ്മദ് ബിൻ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ക്രിസ്താബ്ദം 984 ജനിക്കുകയും 1084 മരണപ്പെടുകയും ചെയ്തയാൾ. അദ്ദേഹം വളരെ കൃത്യമായി എഴുതി ഭൂമി ഉരുണ്ടതാണെന്നുള്ളതിന് 39-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനം തെളിവാണ്. ഇമാം ഇബ്നു തൈമിയ വളരെ കൃത്യമായി പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമല്ല, സ്വഹാബിമാർ മുതൽക്കുള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ വയലൽ അർളി കൈഫ സുത്തിഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമി പരന്നാണെന്ന ഖുർആൻ പറഞ്ഞതെന്ന് ഇതിന്റെ സഹസംവാദകം പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണം, എന്നിട്ട് ചിരിക്കും വേണം. നിങ്ങൾ ആലോചിക്കുക, പരിശുദ്ധ ഖുർആനിൽ നിന്ന് കാര്യം മനസ്സിലാക്കിയ പണ്ഡിതന്മാർ മുഴുവനും പറയുന്നു ഇല്ല, ഭൂമി പരന്നതാണ്, ഇതല്ല ഉരുണ്ടതാണ് എന്നാണ് ഖുർആന്റെ കാര്യം, ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി അറബി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ. അറബിയിൽ ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കി പണ്ഡിതൻ പറഞ്ഞു എന്ന് പറഞ്ഞാണെന്ന് പറയണ്ട. ഇതാ അറബിയിലുള്ള കൊട്ടേഷൻ നിങ്ങൾക്ക് പരിശോധിക്കാം. ഗ്രന്ഥങ്ങൾ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഉള്ളത് പിന്നെ ഭൂമി ഗോളമാണെന്ന് ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാർ മനസ്സിലാക്കിയിരുന്നു എന്നതിന് ഡേവിഡ് കിങ്ങിന്റെ പുസ്തകം ഞാനിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ പുസ്തകം ആവശ്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാം. ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് ഖുർആൻ ഗവേഷണം നടത്തിയിട്ട് ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാക്കിയതല്ല. അങ്ങനെ ഒരു വാദം നമുക്കില്ല. പിന്നെ എങ്ങനെയാണ് തീർച്ചയായും ഭൂമി ഉരുണ്ടതാണ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ പൈതഗോറസിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പരിശോധിച്ചപ്പോൾ ഖുർആനിലെ ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുന്നത് ഉരുണ്ട ഭൂമിയെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കി. അതല്ലാതെ ഖുർആൻ ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇറക്കിയ ഗ്രന്ഥാണെന്നുള്ള നിലക്ക് ആരും അതിനെ സമീപിച്ചിട്ടില്ല. അപ്പോ ഇത് ഇങ്ങനെ എത്ര എണ്ണം ഇസ്ലാമിക് മാത്തമാറ്റിക്കൽ ജിയോഗ്രഫി ES കെന്നഡിയുടെ പുസ്തകം വളരെ കൃത്യമായി പിന്നെ ഖലീഫ മഅ്മൂന്റെ കാലഘട്ടത്തിൽ ഖലീഫ മഅ്മൂന്റെ കാലത്ത് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഭൂമിയുടെ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കുക പരന്ന ഭൂമിയിൽ? ഇത് എന്നാ നിങ്ങൾ ഈ ഉരുണ്ട ഭൂമി എന്ന് പറയുന്ന ഉരുണ്ട ഭൂമി സങ്കല്പം യൂറോപ്പിൽ വരുന്നത് എന്നാ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, മെഗല്ലന്റെ കാലത്താ. ഇത് അതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, മനസ്സിലാക്കുക. അതേപോലെ തന്നെ ട്രിഗ്നോമെട്രി ഉണ്ടല്ലോ, ട്രിഗ്നോമെട്രി എന്ന് പറയുന്നതിൽ നിന്ന് ഉണ്ടാക്കിയ സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി ഉണ്ട്. സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രിയുടെ പിതാവാരെന്ന എന്തെങ്കിലും നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക സുഹൃത്തുക്കളെ.
സ്പെറിക്കൽ ട്രിഗ്നോമെട്രിയുടെ പിതാവാരാണ്? മൂസൽ ഖവാരിസ്മി. എന്തിനാ അദ്ദേഹം സ്പെറിക്കൽ ട്രിഗ്നോമെട്രി ഉണ്ടാക്കിയത്? അദ്ദേഹം അന്ന് അതിന് ശ്രമിച്ചത് പ്രധാനമായും കഅബാലയത്തിന്റെ ദിശ മനസ്സിലാക്കാൻ. എന്തിനാ? സ്പെറിക്കൽ ട്രിഗ്നോമെട്രി സ്ഫിയറാണ് ഭൂമി എന്നുള്ളത് കൊണ്ട് തന്നെ. നിങ്ങൾക്ക് പരിശോധിച്ചൂടെ, പഠിച്ചൂടെ? ഒന്നും പഠിക്കൂല. എന്നിട്ട് ഞങ്ങൾ ഭയങ്കര ശാസ്ത്രത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞു നടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ പിന്നെ സ്പെറിക്കൽ ട്രിഗ്നോമെട്രിയെ ഒരു സ്വതന്ത്ര ശാസ്ത്രശാഖയാക്കി വളർത്തിയ നാസറുദ്ദീൻ അത്തൂസി. നിങ്ങൾക്ക് പരിശോധിച്ചാൽ തൂസിയെ കുറിച്ച് ഗൂഗിൾ ചെയ്താൽ കിട്ടുമല്ലോ. എന്നിട്ടും നമുക്ക് പറയാം പരിശുദ്ധ ഖുർആൻ എന്നാലും ഭൂമി ഉരുണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പറയേണ്ടത് എങ്ങനെയാണ്? എന്റെ സഹസംവാദകന്റെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലറു കുറവിയ എന്ന് പറയണം. എന്നാ കറക്റ്റായി ഭൂമി ഉരുണ്ടതാകുന്നു. അത് പറഞ്ഞാൽ മൂപ്പര് വിടോ? ഇല്ല. അപ്പോ അടുത്ത പ്രശ്നം വരും. കാരണം ഭൂമി ഉരുണ്ടതും അല്ലല്ലോ, എലിപ്സോയിഡ് ആണല്ലോ. അപ്പൊ എന്ത് പറയണം? വല്ലറു ബൈലാവിയ എന്ന് പറയണം. കാരണം പിൽക്കാലഘട്ടത്തിൽ അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ഖുർആൻ മാറ്റണം. ഇവിടെ ഖുർആനിൽ ഭൂമിയുടെ ആകൃതി പറയാനല്ല, ഞാൻ വീണ്ടും പറയുന്നു, മറിച്ച് ഭൗമ പ്രതിഭാസങ്ങൾ അന്നുള്ളവർക്കും എന്നുള്ളവർക്കും ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കുമെല്ലാം മനസ്സിലാകുന്ന ഭാഷയിൽ ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ അവിടെ എന്തുണ്ട്? ഖുർആൻ കൃത്യമായ പദങ്ങൾ പ്രയോഗിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ ഭൂമിയെക്കുറിച്ച് തൊട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം മുസ്ലിങ്ങളെല്ലാവരും ഭൂമിയിലെ 2 തലയും മുകളിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ട് പടച്ചോന്നല്ല മനസ്സിലാക്കണത്. അവിടെ ജീവിക്കാൻ സൗകര്യമുള്ള ഒരു കുഞ്ഞ് എത്രത്തോളം സുഖകരമായാണോ തൊട്ടിലിൽ കിടന്നുറങ്ങുന്നത് അതേപോലെ കിടന്നുറങ്ങാൻ കഴിയുന്ന ഭൂമിയെ വിരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഭൂമി ഇങ്ങനെ വിരിച്ചിട്ടുണ്ടെന്നല്ല, മറിച്ച് വിരിപ്പിനെ പോലെ കിടക്കാൻ സൗകര്യപ്രദമായി ഇരിക്കാൻ എല്ലാം കഴിയുന്ന പ്രപഞ്ചത്തിൽ അറിഞ്ഞിടത്തോളമുള്ള ഒരേ ഒരു സാധനം. അപ്പൊ ഇവിടെ വല്ലറു ബൈലാവിയ എന്ന് പറഞ്ഞ അവിടെ അവസാനിക്കൂല. സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പൈതഗോറസ് അടക്കം ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞിട്ടും പരിശുദ്ധ ഖുർആനിൽ നേർക്ക് നേരെ ഒരു ലാഞ്ചന പോലും അതിനെക്കുറിച്ച് ഇല്ലാതിരുന്നത് എന്താ? ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് ഉരുണ്ടതെന്ന് പറയും. പക്ഷേ ഭൂമിയെ കുറിച്ച് പറയുമ്പോ ഒരു ഉരുളലും പരിശുദ്ധ ഖുർആനിൽ ഉണ്ടാവില്ല. അത് പുതിയ കാലഘട്ടത്തിൽ എന്റെ സഹസംവാദകൻ ഉരുളുന്നത് പോലെയുള്ള ഉരുളലല്ല, മറിച്ച് ഭൂമിയെ കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ പറയാൻ പറ്റൂല എന്നാണ്. പഠിച്ചു വെച്ചോ. ഈസ് ദ റൗണ്ട് എർത്ത് എന്ന ലേഖനം ഇപ്പോ 2020 ഇറങ്ങിയ നാഷണൽ ഓഷ്യോഗ്രഫിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ്റെതാ. എന്താ പറയണത്? നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഭൂമിയുടെ ആകൃതി എന്നത് നിയതമായി നമുക്ക് പറയാൻ പറ്റാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ ഭൗമ പ്രതിഭാസങ്ങൾ, ആ പ്രതിഭാസങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ഭൂമിയുടെ ആകൃതിയിൽ ചെറിയ ചെറിയ മാറ്റം ഉണ്ടാകുന്നു. അപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഖുർആൻ അബദ്ധമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു നല്ല തെളിവ് കിട്ടുമായിരുന്നു ഇപ്പോ. പക്ഷെ പടച്ചോൻ തെളിവ് തരൂലല്ലോ. ഭൂമി ബൈലാവിയ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനും തെളിവ് കിട്ടുമായിരുന്നു ഇപ്പോ. പക്ഷെ പടച്ചോൻ തെളിവ് വരൂല. അവിടെ എന്താ സംഭവിക്കുന്നത്? ഭൂമി ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പുതിയ പഠനം ഞാൻ പറഞ്ഞു ഈ മെയ് മാസം 11-ാം തീയതി പുറത്തിറക്കിയ കഴിഞ്ഞ മെയ് മാസം 11-ാം തീയതി പുറത്തിറക്കിയ പിന്നെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ വളരെ കൃത്യമായ വെബ്സൈറ്റിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് പരിശോധിക്കാം. ഭൗമ പ്രതിഭാസങ്ങൾ, ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ അതിന്റെ കാന്തിക ക്ഷേത്രമുണ്ട്, അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ടൈഡ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഭൂമി പലപ്പോഴും അതിന്റെ ഷേപ്പ് കൃത്യമായി പറയാൻ കഴിയില്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇനി സയന്റിഫിക് അമേരിക്കൻ ഈ കാര്യം പറഞ്ഞ അമേരിക്ക പറഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാണല്ലോ. ആ അമേരിക്കൻ പറഞ്ഞത് കൂടി നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ഫോട്ടോസ് സ്പേസിൽ നിന്നുള്ളത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം. പക്ഷെ യാഥാർത്ഥ്യം എയർ സ്പേസ് ഓൾസോ ചേഞ്ചസ് ഓവർ ടൈം ഡ്യൂ ടു മെനാഗിർ ഓഫ് അതർ ഡൈനാമിക് ഫാക്ടേഴ്സ്. ഭൂമിന്റെ ആകൃതി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഭൂമിയുടെ ആകൃതി പറഞ്ഞിരുന്നെങ്കിൽ അത് അബദ്ധമാകുമായിരുന്നു. പക്ഷേ ഭൂമിയുടെ ആകൃതി പറയാതെ തന്നെ ഭൗമ പ്രതിഭാസങ്ങൾ എല്ലാം നടക്കുന്നത് ഉരുണ്ട പ്രതലത്തിലാണ് എന്ന് പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ
ഭൂമിയിൽ പടച്ചവൻ സൃഷ്ടിച്ചു വെച്ച അത്ഭുതങ്ങളെ എടുത്തു പറയുകയും ചെയ്തു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആന്റെ സത്യത. അവിടെ പടച്ചവൻ പറഞ്ഞത് തന്നെ ശരി. എന്താ? വല്ലാഹു ജഅലലക്കുമുൽ അർള ബിസാത്താ, ഭൂമിയെ ഒരു വിരിപ്പാക്കി വിരിച്ചു തന്നു. അലം നജ്അലിൽ അർള മിഹാദാ, ഭൂമിയെ തൊട്ടിലാക്കി. അതാണ് ഭൂമിയിൽ പറയേണ്ടത്. ഈ പ്രപഞ്ച സീമ മുഴുവനും നമ്മൾ തെരഞ്ഞു നടന്നിട്ട് ഡ്രേക്സ് ഇക്വേഷൻ വെച്ച്, ഡ്രേക്സ് ഇക്വേഷൻ എന്നാ പറയാ, ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഭൂമിയെ അതിനു വേണ്ടി പുതിയ ഒരു പ്രിൻസിപ്പിളും കൂടി ഉണ്ട്. മാഷ് മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ മനസ്സിലാക്കി വെച്ചോ. ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്നാണ്. ശാസ്ത്രലോകം 100% അംഗീകരിച്ചിട്ടൊന്നുമില്ല. എന്താ പറയുന്നത്? ആന്ത്രോപിക് പ്രിൻസിപ്പിൾ പറയുന്നത് ഭൂമിക്ക് വേണ്ടി പ്രപഞ്ചം എന്നാ. കോപ്പർനിക്കസ് എല്ലാം പറഞ്ഞതിനെതിരിൽ, അഥവാ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽക്ക് തന്നെ ഭൂമി എന്ന മനുഷ്യന് ജീവിക്കുവാൻ പറ്റുന്ന ഒരു ഗ്രഹത്തെക്കുറിച്ചുള്ള പ്രോഗ്രാം. ഞാൻ പറയുന്നത് എന്താണ്? അവരുടെ ആന്ത്രോപിക് പ്രിൻസിപ്പിളിന്റെ ആളുകളുടെ അതേ ഭാഷ എടുത്തുകൊണ്ടാണ്. ആ ഒരു പ്രോഗ്രാം എപ്പോ ഉണ്ടായിരുന്നു? പിന്നെ ഈ ബിഗ് ബാങ് നടക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തിൽ ഉണ്ടായിരുന്നു എന്ന്. ആ പ്രോഗ്രാം ചെയ്ത പ്രോഗ്രാമറെയാണ് ഞങ്ങൾ അള്ളാഹു എന്ന് പടച്ചവരെന്ന് വിളിക്കുന്നത്. ആ ഒരു പ്രോഗ്രാം വല്ലാത്തൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിനെ കുറിച്ച് പഠനമാണ് ജീവിതം മുഴുവനും ഭൗതികവാദത്തിന് വേണ്ടി ചെലവഴിച്ച, അതിന്റെ ദർശനം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ചെലവഴിച്ച ആന്റണി ഫ്ലൂ. അദ്ദേഹം ഇതേപോലൊരു ഡിബേറ്റിൽ അദ്ദേഹം സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കും. ആന്റണി ഫ്ലൂവിന്റെ ഭൗതികവാദത്തിന് വേണ്ടി ജീവിതം മുഴുവനും ചെലവഴിച്ച വ്യക്തി ഇതേപോലുള്ളൊരു ഡിബേറ്റിൽ ആന്ത്രോപിക് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് അദ്ദേഹം പറഞ്ഞത്, ഇല്ല, ഇതിന് പിന്നിൽ ഒരു പ്രോഗ്രാമർ ഇല്ല എന്ന് പറയാൻ പറ്റൂല. അദ്ദേഹം എന്നിട്ട് ദർ ഈസ് എ ഗോഡ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ഞാനൊരു ഹോട്ടലിൽ ചെല്ലുന്നു, ഹോട്ടലില് പിന്നെ എനിക്ക് റൂം വേണമെന്ന് പറയുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ റൂം തന്നപ്പോൾ റൂം നമ്പർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ. ഞാനങ്ങനെ പോയി ആ റൂം തുറന്നപ്പോ അവിടെ ഉള്ള വാതില്, അവിടെയുള്ള വിരിപ്പ്, അവിടെയുള്ള പുസ്തകങ്ങള്, ഫ്രിഡ്ജിലുള്ള പിന്നെ ബീവറേജസ്, അതേപോലെയുള്ള എല്ലാം ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് 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 അതേപോലെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്നെ ഇവർ പഠിച്ചിട്ട് അതനുസരിച്ച് എനിക്ക് റൂം സജ്ജമാക്കിയിട്ട് എന്തെന്നാണോ, അതല്ല ഇതെല്ലാം ആക്സിഡന്റലാണ് എന്നാണോ? അദ്ദേഹം പറഞ്ഞു 70 വയസ്സുവരെ ഭൗതികവാദത്തിന് വേണ്ടി ജീവിതം, ഭൗതികവാദത്തിന്റെ ഫിലോസഫിക്ക് വേണ്ടി ജീവിതം ചെലവഴിച്ച് അദ്ദേഹം അവസാനമായി there is a God എന്ന പുസ്തകം എഴുതി, എന്നിട്ട് നോന്ന് എഴുതിയിട്ട് അത് വിട്ടിട്ടാണ് പുസ്തകം പുറത്തിറക്കിയത്. നിങ്ങൾക്ക് ലഭ്യമാണ്, പിന്നെ ഗൂഗിൾ ചെയ്താൽ. ഞാൻ സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ സവിശേഷതയാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അബദ്ധം ആരോപിക്കുന്ന ആളുകൾ പറഞ്ഞു തന്നെ പിന്നും പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നുള്ളത് എന്താ? ഭ്രൂണശാസ്ത്രം. നമ്മളെല്ലാവരും ഒരുപാട് കൊട്ടിമാട്ടി ശരിയാക്കി എന്നാ പറയണത്. എന്താണ്? ഗാലന്റെ കാലഘട്ടത്തിലുള്ളതാണ്. ശരിയാണ്. ഇത് ഗാലന്റെ പുസ്തകമാണ്. ഇത് ഗാലന്റെ ഓൺ ദ നാച്ചുറൽ ഫാക്കൽറ്റീസ് എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഖുർആനിൽ ഭ്രൂണ പരിണാമത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നത് എന്തെങ്കിലും ഒന്ന്, വെറുതെ ആരെങ്കിലും പറയുന്നത് എഴുതിയെടുത്താൽ പോരാ, എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണം. ഡിബേറ്റിനെല്ലാം വരുമ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് പരിശോധിച്ചൂടെ? ഹിപ്പോക്രാറ്റസിന്റെ ആണ്. പിന്നെ ഹിപ്പോക്രാറ്റസ് റൈറ്റിങ്സ് മുഴുവനുണ്ട് ഇതിൽ. പരിശോധിക്ക്. ഹിപ്പോക്രാറ്റസിൻ്റെത് കോപിയടിച്ചു എന്നുള്ള ഉള്ളത്. പിന്നെന്താ? ജൂതന്മാരതാണ്. ഹിസ്റ്ററി ഓഫ് എംബ്രിയോളജിയാണ് ഇത്, ജോസഫ് നീതാമിന്റെ ഹിസ്റ്ററി ഓഫ് എംബ്രിയോളജിയിൽ അദ്ദേഹം ഖുർആൻ തൊട്ടിട്ടില്ല. അദ്ദേഹം ആകെ 1/2 പാരഗ്രാഫ് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയണത്? എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു ഖുർആനിൽ ഇങ്ങനെല്ലാം ഉണ്ടെന്ന്, അതെല്ലാം പണ്ടേ ഉള്ളതാണ് എന്ന് പറഞ്ഞു പോകേണ്ടത്. അതെടുത്തിട്ടാണ് പലപ്പോഴും ക്രൈസ്തവ മിഷണറിമാരും അതേപോലെ തന്നെ ഭൗതികവാദികളെല്ലാം ജോസഫ് നീതാൻ പറഞ്ഞിട്ടുണ്ട് ഖുർആനിലൊന്നുമില്ല എന്ന്. പക്ഷെ അദ്ദേഹം പഠിച്ചിട്ടേ ഇല്ല ഖുർആൻ. അദ്ദേഹത്തോട് ആരോ പറഞ്ഞു കൊടുത്തത് അതേപോലെ പറഞ്ഞ് ആകെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പാരഗ്രാഫിന്റെ പകുതിയോളം വരുന്ന സ്ഥലത്ത് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിൽ പറയുന്നുണ്ട് ജൂതന്മാരുടെ മറ്റുള്ളവരുടെ എല്ലാം തന്നെ ഭ്രൂണശാസ്ത്ര സങ്കല്പങ്ങൾ എവിടെയുള്ളത്? പിന്നെ നമ്മൾ
എന്താണ് കള്ളം പറയുന്നു എന്നാണ്. ഓരോന്നിനും ഭ്രൂണത്തിനെ കുറിച്ച് കള്ളം പറഞ്ഞു, ഇതിനെക്കുറിച്ച് കള്ളം പറഞ്ഞു. ഖുർആനിലെ 5 ഘട്ടങ്ങൾ. ഒന്നാമത്തെ നുത്ഫ. എനിക്ക് കള്ളം പറയാം, പക്ഷെ എന്തിനാണ് ലൈന് കള്ളം പറയണത്? ലൈന് ഈ ഇതെല്ലാം ഉണ്ടാണിന് 1879 മരിച്ചയാളല്ലേ, അദ്ദേഹം പറയുന്നതാണ് ഞാനെടുത്ത് പറയുന്നത്. നമ്മൾ പറയുന്നതല്ലാത്ത ഒരർത്ഥം തീർച്ചയായും അപ്പൊ പറഞ്ഞത് നല്ലൊരു അതാണ്, നല്ല വാദമാണ്. അദ്ദേഹം ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ആകുള്ളൊരു നല്ല വാദത മൗദൂദി സാഹിബ് 978 മരണപ്പെട്ട മൗദൂദി സാഹിബിനടക്കം മനസ്സിലായ അത് തന്നെയാണ് പ്രശ്നം. മൗദൂദി സാഹിബിന് 978 അടക്കം മനസ്സിലാക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ കൃത്യമായി പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ അക്ബറിന് മനസ്സിലാകാത്തതുണ്ടാവും. അത് അടുത്ത തലമുറ പഠിക്കുമ്പോ മനസ്സിലാക്കുമ്പോ ആ പുതിയ പഠനങ്ങൾ വരുമ്പോ പരിശുദ്ധ ഖുർആൻ നോക്കുമ്പോ ഖുർആനിലെ പദപ്രയോഗങ്ങളുടെ കൃത്യത മനസ്സിലാകും. അതാണ് അത്ഭുതം, അതാണ് ഖുർആനിലെ അത്ഭുതം. അതല്ലാതെ ഈ ഖുർആനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ഭ്രൂണശാസ്ത്ര വസ്തുതകളെല്ലാം 14 നൂറ്റാണ്ട് മുമ്പ് തന്നെ എല്ലാവരും മനസ്സിലാക്കി എന്നാണെങ്കിൽ പിന്നെ ഈ ഒരു വെല്ലുവിളിക്കാൻ എന്താ അർത്ഥമുള്ളത് മാഷേ? അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നോക്കുക, തബരി ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പൊ അലക്കയുടെ വിഷയം പറഞ്ഞു. അലക്കക്ക് ഭ്രൂണം, പുതിയ അർത്ഥം രക്തക്കട്ട. ശരി, ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയണതൊന്ന് കേട്ടൂടെ? ഇസ്ലാമിനെതിരില് ഇത് ഞാനിവിടെ കാണിക്കുന്നത് ആരുടെ ഞാൻ ശത്രു എന്ന് വിളിക്കണില്ല, പക്ഷെ അദ്ദേഹം ഒരു ഓറിയന്റലിസ്റ്റാണ്, സ്വാഭാവികമായും ആശയപരമായി ശത്രുവാണ്. പക്ഷെ ഇസ്ലാമിനെതിരിൽ ഏറ്റവും വലിയ ഒരു ആരോപണം ഉന്നയിച്ച ആളുകൾ നിങ്ങൾ നോക്കുക, ക്രിസ്ത്യൻ മിഷനറിമാർ. നിക്കദാസ് ബൈസന്റിയോസിന്റെ ലേഖനമാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ബൈസന്റിയോസ് എന്നാണ് 925 മരണപ്പെട്ട ബൈസന്റിയോസ് പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഖുർആനിനെതിരിൽ പ്രയോഗിക്കുന്ന ഒരു വിമർശനം എന്താണെന്നറിയോ? ശുദ്ധനായ മനുഷ്യൻ, വിശുദ്ധനായ മനുഷ്യൻ അവനുണ്ടായതൊരു അട്ടയിൽ നിന്നാണ് എന്ന് ഖുർആൻ പറയുന്നു എന്നാണ്. അവനുണ്ടായതൊരു കടിച്ചംച്ച മാംസത്തിൽ നിന്നാണ് എന്ന് ഖുർആൻ പറയുന്നു എന്ന് പറയുന്നത് ആരാ? ഇസ്ലാമിനെതിരെ ഖുർആനെതിരെ വിമർശനം ഉന്നയിച്ചോനാ. അതിനർത്ഥം അലക്കക്ക് അട്ട എന്ന്, അട്ടയെപ്പോലുള്ളത് എന്ന അർത്ഥമുണ്ട് എന്ന് ഇസ്ലാമിന്റെ വിമർശകർ ഇപ്പോഴല്ല 900-ങ്ങളിൽ അംഗീകരിച്ചിരുന്നു, വിചാരിച്ചിരുന്നു. അലക്കി അള്ളിപ്പൊടിക്കുന്നതും എല്ലാം അട്ടയെല്ലാം പിന്നെ വന്നതല്ലേ, നമ്മൾ ഇപ്പോഴല്ലേ സിന്ദാദി പ്രൊജക്ടിന്റെ ഫലമായി മില്യൺസ് ലഭിച്ചത് കൊണ്ട് നമ്മുടെ പാവം കീത്ത് മൂർ പറഞ്ഞതാണെന്നാണ്. കീത്ത് മൂർ സിന്ദാനി പ്രോജക്റ്റ് എല്ലാം വരുന്നതിന് മുമ്പ് എഴുതിയ പുസ്തകം അത്, ഞാനത് വിശദീകരിക്കണില്ല. സിന്ദാനി പ്രോജക്റ്റ് എല്ലാം പിന്നെയാണ്, ഇസ്ലാമിക് എഡിഷൻസ് തീർച്ചയായും പിന്നീടാണ്. ഇത് അതിന്റെ എല്ലാം മുമ്പ് എഴുതിയ പുസ്തകമാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യമാണെങ്കിൽ അതിൽ മാത്രമാണെങ്കിൽ ഒരു സംവാദം നടത്താം. എന്റെ ദുലുമാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുകൊണ്ടൊന്നും കഴിയില്ല മാഷേ. അത് ഞാൻ അടുത്തിന് പറയാം. അത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബട്ട് ട്രാക്ക് ഇല്ലാതെ ഓടുന്നതിന്റെ പേരാണോ യുക്തിവാദം? എനിക്കറിയില്ല. ഇവിടെ യുക്തിവാദി സംഘം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. ഞാൻ വളരെ മാന്യമായി വിഷയം അവതരിപ്പിച്ചപ്പോൾ എന്റെ വിഷയാവതരണം കഴിഞ്ഞപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു, എന്താ എന്റെ വിഷയാവതരണം കഴിഞ്ഞു, എനിക്ക് ഖണ്ഡനം ആണ് ഇനി ചെയ്യേണ്ടത്, ഞാൻ ഇപ്പൊ പറയണം? ഇപ്പൊ പറയാൻ തന്നെ എന്റെ അർത്ഥം വിഷയാവതരണത്തിനാണ് എന്നോട് പറഞ്ഞത് 1 മണിക്കൂർ കൊണ്ട്. അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷയാവതരണം കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നീട് അദ്ദേഹത്തെ ഗണ്ണിക്കാൻ വേണ്ടി ഞാൻ എടുക്കാൻ പാടില്ല. അതാണ് നീതിയും അതാണ് മാന്യതയും. ഞാൻ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു വേണ്ട, നിങ്ങൾക്ക് 13 മിനിറ്റ് പിന്നീട് തരാം. വളരെ മാന്യമായി എൻ്റെ പ്രിയപ്പെട്ട നേതാവ്, അദ്ദേഹമാണ് നേതാവ്, അങ്ങനെയുള്ള ആളുകളെ നേതാവ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ചെയ്യാം. പക്ഷേ ഇവിടെയോ ഞാനൊരു വിഷയം അവതരിപ്പിച്ചു, ഗണ്ണനത്തിന് വേണ്ടി 1/2 മണിക്കൂർ കൊടുത്തിട്ട് വേറെ എന്തൊക്കെയേ പറഞ്ഞിട്ട് ഗണ്ണനല്ല, അത് അടുത്തിന് പറയാന്നാ. അടുത്തിന് പറയും, എന്താ പറയാൻ പോണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് പലപ്പോഴും തമാശ തോന്നുന്നത് ഒരു മത്തായിയുടെ കഥ ഉണ്ട്. മത്തായി ആശേരിയ, പക്ഷെ മുഴുക്കുടിയന. മത്തായി കുടിച്ചിങ്ങനെ പോവും. മത്തായി അച്ഛൻ ഒരുപാട് തവണ ഉപദേശിച്ചു നോക്കി, മത്തായി കുടി നിർത്തണം. മത്തായി പറഞ്ഞു കുടി നിർത്താൻ പറ്റൂല അച്ഛൻ, എന്നാ കുറച്ച് കുറക്കാൻ തീരെ പറ്റൂല അച്ഛൻ.
അവസാനം അച്ഛൻ പിന്നെ പൊറുതി ഇട്ടിട്ട് പറഞ്ഞു, എന്നാ നീ കുടിച്ചോ, എന്നാലും വേണ്ടില്ല, നീ എന്ത് ചെയ്തോ, ഒന്ന് കുർബാനക്ക് വാ. അത് സമ്മതിച്ചു. അങ്ങനെ മത്തായി അടുത്ത ഞായറാഴ്ച അങ്ങനെ കുടിച്ച് ഷാപ്പിൽ നിന്ന് വരുമ്പോൾ അവിടെ കുർബാന നടക്കുകയാണ്. മത്തായി മുന്നേ തന്നെ പോയിരുന്നു. അച്ഛൻ കുർബാന മത്തായിയെ കണ്ടപ്പോൾ മത്തായിക്ക് മനസ്സാന്തരം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോട് അച്ഛൻ കുർബാന ശക്തമാക്കി. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പിന്നെ ദൈവപുത്രനായ യേശുവിൻ്റെ കൈകളിൽ നമ്മുടെ പാപങ്ങളെ കൊണ്ട് അവർ ഒന്നാമത്തെ ആണിയടിച്ചു. മത്തായിന്റെ കണ്ണിങ്ങനെ വലുതായി. അച്ഛന് മനസ്സിലായി മത്തായിയിൽ മനസാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും പറഞ്ഞു, രണ്ടാമത്തെ ആണിയടിച്ചു. അപ്പോൾ പിന്നെയും വലുതായി. മൂന്നാമത്തെ ആണിയടിച്ചു, പിന്നെയും വലുതായി. അപ്പോൾ അച്ഛൻ കൂടുതൽ 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 ആവേശത്തോടു കൂടി മത്തായി ഇതാ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിചാരത്തോടുകൂടി പറഞ്ഞു, നാലാമത്തെ ആണിയടിച്ചു. അപ്പോഴും മത്തായി ഇങ്ങനെ നോക്കുക. അങ്ങനെ നമ്മുടെ കർത്താവിന്റെ നെഞ്ചിലേക്കവർ അഞ്ചാമത്തെ ആണിയും മാടിച്ചടിച്ച് കയറ്റി. അപ്പൊ മത്തായി ഹാവു ഹാവു. അപ്പോ അച്ഛൻ ചോദിച്ചു, എന്തേ? ഇപ്പോഴാണ് ഒരു ബാലൻസ് ശരിയായത്. മത്തായി അപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിനെങ്ങനെയൊന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇതിങ്ങനെ അടിച്ചിട്ട് ഒരു കൈ മാത്രം അടിച്ചിട്ട് ഇത് ബാലൻസ് ആയി നിൽക്കണ്ടേ? മത്തായി ആ ശരിയല്ല അടിസ്ഥാനപരമായി. എന്താ ഞാനിവിടെ വിഷയം അവതരിപ്പിച്ചിട്ട് ഗണ്ണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഗണ്ണനൊന്നുമില്ല. നേരത്തെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആരാണ് നരകത്തിലെ കല്ല് എന്ന് പറഞ്ഞ കൽക്കരി എന്ന് ആരെങ്കിലും പറഞ്ഞതിന് ഞാനെന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്നെ വെല്ലുവിളിച്ചിട്ട് ഞാനിവിടെ അവതരിപ്പിച്ച വിഷയത്തിൽ ഒന്നുമില്ല. സ്ട്രോമാൻ ഫാലസിയാണ് അതിനുള്ള മറുപടി. സ്ട്രോമാൻ ഫാലസി ആണെങ്കിൽ പറ, ഈ 4 വചനങ്ങൾ 4 അറിവുകൾ അബദ്ധമാണ്. MM അക്ബർ പറഞ്ഞ ഈ 4 അറിവുകൾ ഓഷ്യോണോഗ്രഫിയിലെ പുതിയ പഠനങ്ങൾ പ്രകാരം അബദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങളുടെ അർത്ഥം അതല്ല എന്ന് സ്ഥാപിക്കാൻ ഇതാ ഞാൻ കൊണ്ടുവന്ന് തന്നല്ലോ. നിങ്ങൾക്ക് ഞാനാ കൊണ്ടുവന്നത്. ഇല്ല, കഴിയൂല. ഇങ്ങനെയാണ് ഓരോ ആരോപണങ്ങളും പോകുന്നത് എന്നുള്ളതാണ് സത്യം. നിങ്ങൾ പരിശോധിച്ചോ, ഇതേപോലെ തന്നെയാണ് ഓരോന്നും. ഇനി എന്താണ് ബൈനസുൽബി വത്തറായി? അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പടച്ചവന്റെ അടുത്തു നിന്നുള്ളതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. പക്ഷേ തീർച്ചയായും ഖുർആനെതിരെ വിമർശനങ്ങൾ വരും. ആ വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനങ്ങളെ പഠിക്കാൻ ശ്രമിക്കും. പുതിയ കാലത്ത് അറിവനുസരിച്ച് ആ വിമർശനങ്ങൾ എത്രത്തോളം വസ്തുതയാണെന്ന് പഠിക്കാൻ ശ്രമിക്കും. ഖുർആൻ ദൈവികമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലെ ഏതെങ്കിലും ഒരു വചനം പുതിയ കാലത്ത് അറിവുമായി യോജിക്കണില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കെന്താ? നമ്മൾ മനസ്സിലാക്കും നമ്മുടെ അറിവ് അവിടേക്ക് എത്തിയിട്ടില്ല, കൂടുതൽ പഠിക്കും. ഭൂമി ഉരുണ്ടതാണെന്ന് ഖുർആനിൽ പറയണില്ല എന്നൊരാൾക്ക് മനസ്സിലായാൽ അതിൽ നിന്ന് അറിവ് എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ എന്താണ്, എന്തുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയാതിരുന്നതാണല്ലോ ഖുർആന്റെ അത്ഭുതം. ഇപ്പോഴാണ് സയന്റിഫിക് അമേരിക്കൻ ഈ 2020 എഴുതുമ്പോഴാണ് നമ്മൾക്ക് പോലും അത് ആ പറയാതിരുന്നതിൽ അത്ഭുതം മനസ്സിലാവുക. വല്ലാത്തൊരു അത്ഭുതമല്ലേ? ഖുർആൻ എങ്ങാനും ജാക്കിർ നായിക്ക് അടക്കം വിചാരിച്ചതുപോലെ, ജാക്കിർ നായിക്കിന് പറഞ്ഞല്ലോ, വിചാരിച്ചതുപോലെ വല്ലർന്ന് വൈലാവിയ എന്ന് പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക, അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പരാമർശിച്ചിരുന്നു, ആ രൂപത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ പുതിയ സയന്റിഫിക് അമേരിക്കനായിട്ട് മാഷ് വരുമായിരുന്നു. ഇതാ വരണങ്ങനെ 20 കൊല്ലം കഴിയൂട്ടോ. അപ്പോ പിന്നെ അവർ വരുന്നിട്ട് പറയുതാ ഇത് എന്താണ് പുതിയ ശാസ്ത്രം അനുസരിച്ച് തെറ്റ. പക്ഷേ പരിശുദ്ധ ഖുർആൻ, അതാണ് ഞാൻ പറയുന്നത്, വളരെ കൃത്യമായ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ശുക്ലത്തിന്റെ വിഷയം അത് തന്നെയാണ്. തീർച്ചയായും പരിശുദ്ധ ഖുർആനിൽ പിന്നെ എന്ന വചനമുണ്ട്. ഈ വചനം പിന്നെ ചില പുതിയ കാലഘട്ടത്തിൽ അതിന് വിശദീകരണക്ഷമമല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ടെന്ന് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്, പണ്ഡിതന്മാർക്ക്. അതിനനുസരിച്ച് എന്തായിരിക്കും അള്ളാഹു ഈ വചനം കൊണ്ട് വിവക്ഷിച്ചത് എന്ന കാര്യത്തിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ആ പഠനങ്ങൾ അവസാനം എത്തിയത് എവിടെയാ? അതാണ് അത്ഭുതം, മഹാത്ഭുതം. ആ പഠനങ്ങൾ അവസാനം എത്തിയത്
പരിശുദ്ധ ഖുർആനിനെ സ്വഹാബിമാർ മനസ്സിലാക്കിയത്, ഖുർആനിൽ നിന്ന് സ്വഹാബിമാർ എന്താണോ മനസ്സിലാക്കിയത് അത് തന്നെയാണ് ശരി എന്നുള്ളിടത്താണ്. അത് തന്നെയാണ് ശരി എന്നുള്ളിടത്താ. എന്താ വിഷയം? ഞാനത് വിശദീകരിക്കാൻ സമയമില്ല, അതിന്റെ ആവശ്യമില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ മാഷിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ സീരീസിലെ സാധനം പറഞ്ഞിട്ടുണ്ട്. എന്താ ഖുർആൻ നട്ടല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നട്ടലിന് എന്താ പറയാ? നട്ടലിന് മുതുകല്ലിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്നാണ് നട്ടലിന് പറയേണ്ടത്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത് നമ്മൾ പുതിയതുണ്ടാക്കുകയാണെന്നെല്ലാം പറഞ്ഞതിനുള്ള മറുപടി വിശദീകരിക്കാൻ എനിക്ക് നേരല്ല. അമാനി മൗലവി നെഞ്ചല്ല് എന്നും വാരിയല്ല് എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷേ അദ്ദേഹം സ്ത്രീയുടെയും പുരുഷന്റെയും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശുക്ലത്തെ കുറിച്ചാണ് എന്നല്ല ആദ്യ കാലഘട്ടത്തിലെ തഫ്സീറുകൾ മുതൽ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഇബ്നു കസീറിനെ കുറിച്ച് പറഞ്ഞു. ഇബ്നു കസീറിന്റെ തഫ്സീർ എടുക്കുക, തബരിന്റെ തഫ്സീർ എടുക്കുക. തബരി ആദ്യകാലത്തെ തഫ്സീർ അല്ലേ? തബരി ഇമാം പറഞ്ഞ എന്താ? പുരുഷന്റെ സുൽബിൽ നിന്നും സ്ത്രീയുടെ തറായിബിൽ നിന്നുമാണ് മുന്നും വരുന്ന ദ്രാവകങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് കുഞ്ഞുണ്ടാകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ വചനത്തിന്റെ അർത്ഥം അതാണെന്ന് പറഞ്ഞ ഞാനല്ല, പുതിയ കാലത്ത് ആരെങ്കിലും അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഖുർആൻ കേട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് തഫ്സീർ തബരി മുതൽ ഇബ്നു കസീർ വരെ പറഞ്ഞിരിക്കുന്നു. അത് ശാസ്ത്രീയമല്ല എന്ന് ഇടക്കാലഘട്ടത്തിൽ ചിലർക്ക് തോന്നിയപ്പോ അതിനനുസരിച്ച് ഉള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും. പക്ഷെ എവിടെയാണ് അവസാനം എത്തിയത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് തന്നെ. സുൽബ് എന്ന് പറഞ്ഞാൽ എന്താ? സുൽബ് എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചു വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നൊന്നുമല്ല. ഇത് ലൈന് പറഞ്ഞത് അങ്ങക്ക് പരിശോധിക്കാം. സുൽബിന് ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം നട്ടല് എന്നല്ല, മറിച്ച് ലോയിൻസ് എന്നാണ്. ലോയിൻസ് എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, കടിപ്രദേശം. ഇത് എല്ലായിടത്തും ഉള്ളതാണ്. പിന്നെ കുഞ്ഞുണ്ടാകുന്നത് കുഞ്ഞുണ്ടാകാൻ തക്കത്തിലുള്ള ദ്രാവകമുണ്ടാകുന്നത് വൃഷണത്തിൽ നിന്നാണ് എന്ന് അറബികൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ വിവരക്കേട് അതിനു മാത്രം വ്യാപകമാകണം. കാരണം എന്താ? അന്നെല്ലാം നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പണിയാണ് എന്ത്? ബ്രഹ്മചര്യം ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് വന്ധ്യംകരണം ചെയ്യാന്നുള്ളത്. വന്ധ്യംകരണത്തിന് ഇപ്പോഴത്തെ മാതിരി ട്യൂബക്ടമി മാസ്റ്റക്ടമി ഒന്നൊന്നില്ല. അന്നെന്താ ചെയ്യുക? വൃഷണങ്ങൾ ഉടച്ചു കളയും. ഇപ്പോഴും കാലികളുടെ കാര്യത്തെ പരം ചെയ്യാറുണ്ട്, പാടില്ല, നിയമവിരുദ്ധമാണ്. വൃഷണങ്ങൾ ഉടച്ചു കളയും. ഈ വൃഷണങ്ങൾ ഉടച്ചു കളയുന്ന ഏർപ്പാട് അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരുപാട് ഹദീസുകൾ തെളിവുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അറബികൾക്ക് അറിയാമായിരുന്നു വൃഷണങ്ങളിൽ നിന്നാണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള റസൂല് പറയാണ് നെഞ്ചിന്റെയും മാരിലിന്റെ അടിയിൽ നിന്നാണിട്ട് സഹാബിമാരെല്ലാം മുണ്ടാതെ കേട്ടിരുന്നു എന്നല്ല, മറിച്ച് ഇത് സ്വഹാബിമാർ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതേപോലെ. അതാണ് വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ലോയിൻസ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടാണ്, വൃഷണം വരുന്ന പാർട്ട് തന്നെ. മാത്രമല്ല അവിടെ എന്തുകൊണ്ടാണ് വൃഷണങ്ങൾ എന്ന് പറയേണ്ടതില്ലാത്തത്? പറഞ്ഞാൽ തെറ്റാകും. കാരണം അവിടെ ദ്രാവകമാണ് പറയുന്നത്. വൃഷണത്തിൽ നിന്ന് ബീജം മാത്രം ഉണ്ടാവണുള്ളൂ. ബീജം വൃഷണത്തിൽ നിന്നുണ്ടാകുന്നു. സെമിനൽ വെസിക്കിളുകൾ, അത് പ്രോസ്ട്രേറ്റ്, ഇതേപോലെയുള്ള എല്ലാം കൂടിയാണ് ബീജദ്രാവകം. ആ ദ്രാവകം വന്നിട്ട് ഇവിടുന്ന് എല്ലാം കൂടി ഈ അരക്കെട്ട് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം കൂടി ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് ഇജാക്കുലേറ്ററി ഡക്റ്റിൽ നിന്ന് പുറത്തു പോകാണ്. അപ്പൊ ലോയിൻസിൽ നിന്ന് തന്നെയാണ് കറക്റ്റ്. ഇനി സ്ത്രീയുടെ തറായിബ്, അത് അതിനേക്കാളും അത്ഭുതകരമാണ് പരിശുദ്ധ ഖുർആനിലെ പ്രയോഗം. സ്ത്രീയുടെ തറായിബ്, വാരിയലിനുള്ള അറബി പദം ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അബദ്ധം പറ്റിയാണ്, എന്നാണ്. അതിന്റെ ബഹുവചനം ലുലു എന്നാ ഖുർആനിൽ പറഞ്ഞാൽ അതല്ല, തറായിബ് എന്നാണ്. തറായിബ് എന്നത് വളരെ സവിശേഷമായ ഒരു വചനമാണ്. അത് അറബിയിൽ വളരെ കൂടുതലില്ല. അവിടെ നമുക്ക് കാണാൻ പറ്റുക എന്താന്ന് വെച്ചാൽ ഈ തറായിബിനെ പറ്റി പറയുന്നത് തറായിബ് ഒരു ജം എന്ന് പറഞ്ഞാൽ ഒരു ബഹുവചനമാണ്. മൂന്നോ മൂന്നിലധികമോ ഉണ്ടാകുമ്പോഴേ തറായിബ് എന്ന് പറയുള്ളൂ. അപ്പോ ഖുർആനിൽ ഈ തറായിബ് എന്ന് പറഞ്ഞത്
തറായിബ് എന്ന് പറയുന്നത് ഒരു ബഹുവചനമാണ്. തീർച്ചയായും 3 3-ലധികം ഉണ്ടാകുമ്പോഴേ തറായിബ് എന്ന് പറയുന്നത് തെരീബത്തിന്റെ ബഹുവചനമാണ്. അത് സ്ത്രീയുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അംഗീകരിക്കപ്പെട്ട ലൈനിൽ തന്നെ പറയുന്നു. ലൈനിന്റെ അതാണിത് പറഞ്ഞിട്ടുള്ളത്. ഇനി പുതിയ പഠനങ്ങൾ എന്താ വ്യക്താക്കണത്? നമ്മൾ വിചാരിച്ചിരുന്നു അണ്ഡാശയത്തിൽ നിന്ന് മാത്രമാണ് സ്ത്രീയുടെ അണ്ടദ്രാവകം ഉണ്ടാവണതെന്ന്. ഇപ്പൊ അതല്ല. അണ്ഡാശയത്തിൽ നിന്ന് അണ്ടം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അണ്ടദ്രാവകത്തിന്റെ പലതും ഉണ്ടാകുന്നത്, പല സാക്രീഷൻസും ഉണ്ടാകുന്നത്, പല ഹോർമോണുകളും ഉണ്ടാകുന്നത് സ്ത്രീയുടെ ശരീരഭാഗത്തിന്റെ പല വശങ്ങളിൽ നിന്നാണ്. ഒരുപാട് ഹോർമോണുകളുടെ സങ്കലനമാണ് സ്ത്രീയുടെ ദ്രവം. അപ്പൊ തറായിബ് എന്ന് പറഞ്ഞത് 3-ലധികം സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ദ്രാവകം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്, ഒരു സംശയമല്ല. അത് ഒപ്പിക്കല്ല. എന്തുകൊണ്ട് അന്ന് അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തൂടെ? അത് പറയലല്ല ഖുർആന്റെ പണി എന്നാണ് അതിന്റെ ഉത്തരം. അത് പറയുന്നതിന്റെ ഒരു മടിയുമില്ല. അതെന്താ? ഖുർആൻ പഠിപ്പിക്കുന്നത് പിന്നെ ഭ്രൂണശാസ്ത്രം പഠിപ്പിക്കാനല്ല അത് പറയുന്നത്. മറിച്ച് എക്കാലഘട്ടത്തിലെയും ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കാര്യം പറഞ്ഞു കൊടുക്കും. ഖുർആൻ നിത്യനൂതനപാട്. അതിൽ സയൻസ് ഉണ്ട് എന്നല്ല പറയുന്നത്, മറിച്ച് ശാസ്ത്രീയമായ കണ്ണുകളോടുകൂടി പരിശുദ്ധ ഖുർആൻ നോക്കുമ്പോൾ അതിലൊരബദ്ധമെങ്കിലും കണ്ടെത്താൻ കഴിയില്ല എന്നാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറാ. ഖുർആനിൽ ഒരു അബദ്ധം കാണാൻ പറ്റില്ല. ഹൃദയം സ്ഥിതി തന്നെ കേട്ടോ. കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയത്തില് ചിന്ത എന്ന് ഖുർആൻ പറയുന്നത് ഭയങ്കര അബദ്ധമാണ്, ഭയങ്കര അബദ്ധം. എന്താ തെളിവ്? ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾ തെളിവിട്ടിരുന്നു. വിക്കിപീഡിയയിൽ, മലയാളം വിക്കിപീഡിയ ഒരു ലേഖനമുണ്ട്. ഹൃദയം കേവലം ഒരു പമ്പിങ് മെഷീൻ മാത്രമാണ്. മലയാളം വിക്കിപീഡിയയിൽ എന്ന് പറഞ്ഞാൽ തന്നെ അക്കാദമിക ലോകത്ത് ആരും സ്വീകരിക്കൂല. മലയാളം വിക്കിപീഡിയ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഉള്ളത് ഏകദേശം പല യുക്തിവാദികളെയും മാതിരിയാണ്. പുതിയ അങ്ങോട്ട് എത്തണമെങ്കിൽ 20 കൊല്ലെങ്കിലും എടുക്കും. അങ്ങനെ ഈ വിക്കിപീഡിയയിലുള്ള ലേഖനം വെച്ച് ഹൃദയത്തെക്കുറിച്ച് പുതിയ പഠനങ്ങളൊന്ന് വായിച്ചൂടെ? ഹൃദയത്തിനകത്ത് ഒരു തലച്ചോറുണ്ട് എന്ന് ഹൃദയശാസ്ത്രജ്ഞന്മാരാ പറയണത്. ഹാർട്ട് ബ്രെയിൻ എന്ന് പറയുന്നവര്. ഹൃദയത്തിനകത്തൊരു തലച്ചോറ് കേട്ടോ? ഹൃദയത്തിനകത്ത് തലച്ചോറ്. അപ്പൊ ഹൃദയമാറ്റ ശസ്ത്രക്രിയനെ കുറിച്ച് പറയും. അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിന് ചിന്തയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന് ചിന്തയുമായി ബന്ധമുണ്ട് എന്നിടത്തേക്ക് തന്നെയാണ് പുതിയ പഠനങ്ങൾ പോകുന്നത്. വേണമെങ്കിൽ മാഷക്ക് പഠിക്കാൻ വേണ്ടി ഇതാ ഈ ഒരു പുസ്തകം നിർദ്ദേശിക്കാം. പിന്നെ മെക്കാർത്തിയുടെ സയൻസ് ഓഫ് ദി ഹാർട്ട് എന്ന പുസ്തകം. ഇതിപ്പോ അടുത്ത് 2014 പുറത്തിറങ്ങിയ പുസ്തകമാണ്. ആ പുസ്തകത്തില് ഈ വിഷയം പിന്നെ അദ്ദേഹം ഒരു ഗവേഷണം നടത്തുകയും എന്താണ് ഹാർട്ട് മാത്ത് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതൊന്ന് പരിശോധിച്ച് നോക്കുക. ഹൃദയത്തിന് ബന്ധമുണ്ട് എന്നാണോ ഇല്ല എന്നാണോ പറയുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ. ഹൃദയത്തിന്റെ മെസ്സേജിങ്, ഹൃദയം തലച്ചോറും തമ്മിൽ നടത്തുന്ന മെസ്സേജിങ്, ഇതെല്ലാം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഇപ്പോൾ തന്നെ ഖുർആനിൽ തെറ്റുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കണ്ടോ, ഹൃദയവും മസ്തിഷ്കവും തമ്മിൽ ന്യൂറോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ, ബയോഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ, ബയോകെമിക്കൽ കമ്മ്യൂണിക്കേഷൻ, എനർജറ്റിക് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ 4 തരത്തിലെങ്കിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്നിപ്പോ ഇനി നാളെ എന്തൊക്കെയാണ് പഠിക്കാൻ പോണത്, മനസ്സിലാക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. തല കുനിക്കാതെ തന്നെ പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ ഹൃദയത്തിന് ചിന്തയുമായി എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിതെറ്റുകൾ വ്യവച്ഛേദിക്കുന്നിടത്ത് ഹൃദയത്തിന് കൃത്യമായ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രലോകം അത് പച്ചയായി പറയും. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. വീണ്ടും പറയുന്നു, വിഷയത്തിൽ ഞാനിവിടെ അവതരിപ്പിച്ചു. ഇരുട്ടുകളിൽ നിന്ന് ഇരുട്ടോട്ട് പോകരുത്, വെളിച്ചത്തിലേക്ക് വരിക. ഞാനിവിടെ പറഞ്ഞു പരിശുദ്ധ ഖുർആനിലെ 4 ഒരൊറ്റ ആയത്തിലുള്ള 4 അറിവുകൾ. ഒരൊറ്റ അറിവ് എനിക്ക് ഇത്രേ പറയേണ്ടതുള്ളൂ. ഖുർആനിൽ പറഞ്ഞത് അതല്ല എങ്കിൽ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? അതല്ലെങ്കിൽ ആ വിവരം അന്നത്തെ ആളുകൾക്ക് അറിയുമായിരുന്നു. അതല്ലെങ്കിൽ ഓഷ്യോണോഗ്രഫിയിലെ ഇന്ന പുസ്തകങ്ങൾ, ഈ അക്ബർ പറഞ്ഞ ഇന്റേണൽ വേഴ്സും പോക്കാണ്. അതേപോലെ തന്നെ പിന്നെ കടലിന് അടിയിൽ ഇരുട്ടുണ്ടെന്ന് പറയുന്നതെല്ലാം കളവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്ഥാപിച്ചാൽ മതി. അതാണ് അടുത്ത 15 മിനിറ്റെങ്കിലും ചെയ്യേണ്ടത് എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, അദ്ദേഹം 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ സെഷൻ പൂർത്തിയായി. ഇനി
സെക്കൻഡ് റൗണ്ടിലുള്ള ഖണ്ഡനമാണ്. ആദ്യമായിട്ട് 15 മിനിറ്റ് ജബ്ബാർ സംസാരിക്കും. അതിനുശേഷം ശ്രീ എം എം അക്ബർ. അക്ബർ സാഹിബ് എൻ്റെ വെല്ലുവിളിയെ തന്നെ ഒന്ന് മാറ്റിമറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എൻ്റെ വെല്ലുവിളി അന്നത്തെ അറബികൾ മനസ്സിലാക്കാത്ത കാര്യം ഇപ്പം മനസ്സിലാക്കി എന്നതല്ല. അന്നത്തെ അറബികൾക്ക് മനസ്സിലായ ഒരു കാര്യം അത് അന്നത്തെ അറബികൾക്ക് അറിയാത്ത കാര്യമായിരുന്നു. അതിന് ഉദാഹരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഭൂമി കറങ്ങുന്നുണ്ട്, ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട് എന്ന് ഖുർആനിൽ അന്ന് അറബികളോട് പറഞ്ഞിരുന്നെങ്കിൽ അത് അവർക്ക് അറിയാത്ത ഒരു കാര്യമായിരുന്നു. അവർക്ക് മനസ്സിലായോ മനസ്സിലായില്ല എന്നുള്ള പ്രശ്നമേ എൻ്റെ വെല്ലുവിളിയിൽ വരുന്നില്ല. അവർ കൃത്യമായി എന്താണോ മനസ്സിലാക്കിയത് ആ അറിവ് അന്ന് ആർക്കുമില്ലാത്ത ഒരു പുതിയ അറിവായിരുന്നു. അത് പിന്നീട് ശാസ്ത്രം കണ്ടെത്തി. അങ്ങനത്തെ ഉദാഹരണത്തിനാണ് ഞാൻ വെല്ലുവിളിച്ചത്. അതല്ലാതെ അന്ന് അറബികളെല്ലാം മനസ്സിലാക്കി ഒരു കാര്യം, പ്രവാചകനും ഒരു കാര്യം മനസ്സിലാക്കി, അള്ളാഹു ഒരു കാര്യം മനസ്സിലാക്കി, ഇപ്പൊ സയൻസ് വികസിച്ചപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ വേറൊരു മനസ്സിലാക്കലേക്ക് വ്യാഖ്യാനിച്ചു. അതല്ല, ആ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അന്ന് പറഞ്ഞ ഒരു കാര്യം, ആ കാര്യം അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരിക്കണം. ആ അറിവ് പിന്നീട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കണം. അതിനാണ് ഞാൻ വെല്ലുവിളിച്ചത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞതുപോലെ അന്ന് മനസ്സിലാക്കി അത് വേറെ രീതിയിൽ ഇപ്പോൾ ഭ്രൂണശാസ്ത്രം മനസ്സിലാക്കിയ പോലുള്ള കാര്യങ്ങളല്ല. ഇനി അദ്ദേഹം അവിടെ അവതരിപ്പിച്ച കാര്യത്തിനുള്ള മറുപടി പറയാം. ഇവിടെ ഖുർആനിൽ ഒരുപാട് ഉപമകളുണ്ട്. ആ ഉപമകൾ പറയുന്നിടത്ത് ആ ഉപമകള് നാച്ചുറലായ കാര്യമാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് പലപ്പോഴും ഫിക്ഷണലായിട്ടുള്ള കാൽപ്പനികമായിട്ടുള്ള ഉപമകളാണ്. ഇവിടെ ഖുർആനിലെ ആ പറഞ്ഞ വാക്യവും അതിൻ്റെ മുകളിലും അതിൻ്റെ താഴെയുള്ള വാക്യം മുജാഹിദുകൾ തന്നെ പ്രസിദ്ധീകരിക്കുന്ന നമ്മുടെ ഓൺലൈൻ പരിഭാഷയിൽ ചെറിയ മുണ്ടവും പിന്നെ പറപ്പൂർ കുഞ്ഞു മുഹമ്മദും അവതരിപ്പിച്ച പരിഭാഷയിൽ നിന്ന് ഞാൻ വായിക്കാം. 24-ാം അധ്യായത്തിലെ 39, 40, 41 വാക്യങ്ങളാണ് വായിക്കുന്നത്. അതിൻ്റെ നടുവിലുള്ള 40 അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. അവിശ്വസിച്ചവരാകട്ടെ അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു. ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൻ അതിനടുത്തേക്ക് ചെന്നാൽ അങ്ങനെ ഒന്നുള്ളതായി തന്നെ അവൻ കണ്ടെത്തുകയില്ല. എന്നാൽ തൻ്റെ അടുത്ത് അള്ളാഹുവെ അവൻ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അള്ളാഹു അവന് അവൻ്റെ കണക്ക് തീർത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനത്രേ. ഇവിടെ മരീചിക വെള്ളമാണെന്ന് വിചാരിച്ച് പോവുകയും അത് വെള്ളമല്ല എന്ന് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഉപമയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം അവിശ്വാസികളുടെ കാര്യമാണ് ഇവിടെ ഉപമയായിട്ട് പറയുന്നത്. ഇനി അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ച ഖുർആൻ വാക്യം, അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ. അതാണ് ബ്രാക്കറ്റില്. തിരമാല അതിനെ, ബ്രാക്കറ്റിൽ കടലിനെ. ആരാ കൊടുത്തിരിക്കുന്നത്? കുഞ്ഞാമത് പറപ്പൂരിന്റെയും ചെറിയ മുണ്ടത്തിന്റെയും പരിഭാഷയിൽ ബ്രാക്കറ്റിൽ കടലിനെ പൊതിയുന്നു. അതിനു വീതെ വീണ്ടും തിരമാല, അതിനു വീണ്ടേ കാർമേഘം. അങ്ങനെ ഒന്നിനു വീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ അവന്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവൻ കാണുമാറാകില്ല. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. അടുത്ത വാക്യം, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും ചിറക് നിവർത്തി പിടിച്ചുകൊണ്ട് പക്ഷികളും അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്നു. ഇവിടെ അറബികൾക്കറിയാത്ത എന്തെങ്കിലും ശാസ്ത്രം ഇതിലുണ്ടോ? ഒന്ന്, ഇത് ഡീപ്പ് സീലെ സമുദ്രശാസ്ത്രമൊന്നും ഇതിലില്ല. ആഴമുള്ള ഒരു കടലിലേക്ക് ഒരാൾ മുങ്ങിപ്പോകുമ്പോൾ അയാൾ ഇരുട്ടിലകപ്പെടുന്നു എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പുറത്തേക്ക് കൈ നീട്ടിയാൽ പോലും കാണൂല. ആഴക്കടലിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കൈ നീട്ടാം എന്ന് മാത്രമല്ല,
അയാളെ പൊതിയുന്ന സാധനങ്ങളില് തിരമാല ഒന്നിനു മേലായിട്ട് തിരമാല അടിക്കുന്നുണ്ട്, അതിന്റെ മുകളിൽ മഴക്കാറുണ്ട്. ആഴക്കടലിൽ എവിടെ അക്ബർ സാഹിബെ മഴക്കാറ്? നോക്കണം നിങ്ങൾ. ഇതുപോലെയുള്ള വളരെ ബാലിശമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് കൊണ്ടുവന്നിട്ട് ശാസ്ത്രമായിട്ട് പറയുന്നത്. ഇനി ആഴക്കടലിൽ തിരമാലകളുണ്ട് എന്നുള്ളത് പുതിയ അറിവാണോ? ആ അറിവ് എവിടുന്ന് അടിച്ചെടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ബൈബിളില് യോന എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നു, നീ ഈ യോന കടലിൽ മുങ്ങുന്നതിനെ കുറിച്ച് പറയും. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ മറികടന്നുപോയി. അവിടെ ആഴക്കടലിൽ മുക്കിയപ്പോൾ അവിടെ പ്രവാഹങ്ങളുണ്ട് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഇതൊന്നും മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം, അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവല്ല. ആഴക്കടലിൽ തിരമാലകളുണ്ട് എന്നാണ് അർത്ഥമാണ്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ അർത്ഥമായി ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും അതൊരു പുതിയ അറിവല്ല, ബൈബിളിൽ നിന്ന് അടിച്ചു മാറ്റിയ അറിവാണ്. എന്നാൽ ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്നറിയാൻ വലിയ സമുദ്രശാസ്ത്രമൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എവിടെ പറയുന്നത് ഒരാള് കടലിലേക്കും താന്നു പോകുന്നു, ആഴമുള്ള കടലിലേക്ക്. ഇനി അമാനി മൗലവിയുടെ തഫ്സീർ വേണമെങ്കിൽ ഞാൻ അതെടുത്ത് വായിച്ചുതരാം. അതിലും ഇത്ര എന്നെ പറഞ്ഞിട്ടുള്ളൂ. ആഴക്കടലിലേക്ക് ആണ്ടുപോകുന്നു എന്നാൽ ആഴമുള്ള കടലിലേക്ക് ഒരാൾ ആണ്ടുപോകുമ്പോൾ അയാളുടെ കൈ പുറത്തേക്ക് പൊക്കിയാൽ പോലും അയാൾക്ക് കാഴ്ച കാണാത്ത അത്ര ഇരുട്ടുണ്ടാവാൻ കാരണം അയാളുടെ മുകളിൽ തിരമാലകൾ ഒന്നിനു മേലൊന്നായി അടിച്ചുകൊണ്ടിരിക്കുന്നു. തിരമാല അടിക്കുമ്പോൾ പ്രകാശം കുറയും, പിന്നെ വെളിച്ചം ഉണ്ടെങ്കിലേ കുറച്ചെങ്കിലും കാണുള്ളൂ. വെളിച്ചം ഇല്ലാതിരിക്കാൻ വേണ്ടി തിരമാലയുടെ മുകളിൽ കറുത്ത മഴക്കാറും മൂടിയിട്ടുണ്ട്. അപ്പൊ കറുത്ത മഴക്കാറ് മൂടി നിൽക്കുന്നു, അതിന്റെ താഴെ തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഉള്ളിലേക്ക് ഒരാൾ താന്നു പോകുന്നു. അപ്പോൾ അയാൾ ഈ തിരമാലകൾക്ക് മുകളിലേക്ക് കൈ പുറത്തേക്ക് നീട്ടിയാൽ പോലും അയാളുടെ കൈ പോലും അയാൾക്ക് കാണില്ല. അത്ര ഇരുട്ട് ഈ കടലിലേക്ക് മുങ്ങിപ്പോകുന്ന ആൾക്ക് അനുഭവപ്പെടുന്നു എന്ന് ഒരു ഉപമ പറഞ്ഞതാണ്. അവിശ്വാസിയുടെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ഉപമ മാത്രമാണിത്. ഇവിടെ അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ആഴമേറിയ ഒരു സമുദ്രത്തിലെ അന്ധകാരങ്ങളെ പോലെയാകുന്നു. അതിനെ, ആ സമുദ്രത്തെ, അവിടെയും സമുദ്രത്തെ എന്നാ പറഞ്ഞിരിക്കുന്നത്, സമുദ്രത്തെ തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ ഡീപ് സീൽ കിലോമീറ്ററുകൾ ആഴത്തിലുള്ള തിരമാലയെ കുറിച്ചല്ല. ആ സമുദ്രത്തിന്റെ മുകളിലെ തിരമാലകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു, അതിനു മീതെയും തിരമാലയുണ്ട്, അതിനു മീതെ കാർമേഘവും. അപ്പോൾ ഒരു തിര ഇങ്ങനെ വന്നടിച്ചു, അതിന്റെ മേലെ പിന്നെയും തിര വന്നടിച്ചു, ഇതൊക്കെ കടലിൽ നമ്മൾ കാണുന്നതാണ്, അറബികൾ കാണുന്നതാണ്. അങ്ങനെ തിര തുടർച്ചയായി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ താഴേക്ക് മുങ്ങിപ്പോകുന്ന ഒരാൾക്ക് വെളിച്ചം കാണൂല. കാരണം വെള്ളം ഇളകാതെ നിൽക്കുകയാണെങ്കിലേ, നമ്മളൊരു കുളത്തിൽ മുങ്ങിയിട്ട് വെള്ളം ഇളകാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചം കാണും. പക്ഷെ മുകളിൽ നല്ലപോലെ തിര അടിക്കുമ്പോൾ വെളിച്ചം കാണില്ല. പിന്നെ അവിടെ വെയിൽ കൂടെ ഉണ്ടെങ്കിൽ, വെയിൽ കൂടെ ഇല്ലെങ്കിൽ, മഴക്കാറ് മൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരാൾക്ക് തീരെ വെളിച്ചം കാണൂല എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇത് കിലോമീറ്ററുകൾ ആഴത്തിലുള്ള കടലിൽ തിരമാലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വെറുതെ മുക്കിക്കൊണ്ട് പോകണ്ട. കിലോമീറ്ററുകൾ ആഴത്തിലെ തിരമാലേൻ്റെ ഒപ്പം മഴക്കാറുണ്ടാകുന്നത് എങ്ങനെയാന്ന് കൂടെ പറഞ്ഞു തരണം. ഇത്രേ ഉള്ളൂ ഇതിന് മറുപടി പറയാൻ. ഇതൊക്കെ അന്നത്തെ കാലത്ത് അറിയാത്ത കാര്യമല്ല. ബൈബിളിലും ഇതുപോലെയുള്ള ഉപമകളുണ്ട്. ഇത്തരത്തിലുള്ള കാൽപ്പനികമായ ഉപമകൾ എടുത്തിട്ട് അതിലൊന്നും ശാസ്ത്രം മെനയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അന്നത്തെ അറബികൾക്ക് വെള്ളത്തിൽ മുങ്ങിയാല് കാഴ്ച കുറയും എന്നൊക്കെ അറിയാം. കടലിൽ മുങ്ങിയാല് തിരമാലേന്റെ മേലെ കൂടെ പുറത്തേക്ക് നോക്കിയാൽ വെളിച്ചം കുറവാണെങ്കിൽ കൈ പോലും കാണൂല എന്നുള്ളതൊക്കെ അന്നത്തെ അറബികൾക്കും കടലിൽ മുങ്ങിയവർക്കും ഒക്കെ അറിയാം. കടലിൽ മുങ്ങുക എന്നുള്ളത് മനുഷ്യരുള്ള കാലത്ത് മുതലേ മനുഷ്യൻ മുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് കിലോമീറ്ററുകൾ ആഴത്തിലെ കടലിൻ്റെ അടിയിൽ തിരമാല ഉണ്ട് എന്നുള്ള ശാസ്ത്രവും ഓഷ്യാനോളജിയും മുഴുവൻ ഇവിടെ വെറുതെ വിശദീകരിച്ച് സമയം കളയേണ്ട ഒരു ആവശ്യവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ ഒന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ ഇതിലെ ശാസ്ത്രമല്ല നമ്മുടെ വിഷയം, അത് ഖുർആനിലുണ്ടോ, ആ ഖുർആനിൽ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, അന്നത്തെ അറബികൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടതുള്ളൂ. ഇവിടെ അന്നത്തെ അറബികൾക്ക് മനസ്സിലാവുന്ന ഒരു ഉപമ പറഞ്ഞു കൊടുത്തതാണ്. അറബികൾക്ക് മനസ്സിലാവാത്ത അറിയാത്ത ഒരു കാര്യമല്ല. ഇതിൽ ഒരു പുതിയ അറിവുമില്ല.
വെള്ളത്തിൽ മുങ്ങിയാൽ വെളിച്ചം കുറയുമെന്നും തിരമാലകൾ മേലെ അടിക്കുമ്പോൾ ഇരുട്ടനുഭവപ്പെടുമെന്നും വെളിച്ചം കുറയുമെന്നും അതിന്റെ മുകളിലേക്ക് കൈ പൊന്തിയാൽ പോലും കൈ മര്യാദക്ക് കാണില്ല എന്നുള്ളതൊക്കെ വെള്ളത്തിൽ കുളിച്ച എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. മഴക്കാറ് മൂടിക്കഴിഞ്ഞാൽ ആ ഇരുട്ട് പിന്നെയും മൂടും. ഇവിടെ അവിശ്വാസിയുടെ ഹൃദയത്തിൽ ഇരുട്ടിന്റെ കുറെ വലയങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു ഉപമ ഇവിടെ പറഞ്ഞത് മാത്രമാണ്. ഇതിനകത്ത് ഒരു ശാസ്ത്രവും ഇല്ല, ഇതിനകത്തൊരു സമുദ്രശാസ്ത്രവും ഇല്ല, ഇതിനകത്ത് അന്നത്തെ ആളുകൾക്ക് അറിയാത്ത ഒരു അറിവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അക്ബർ സാഹിബെ, താങ്കൾ ഇത്രയും ബാലിശമായ ഒരു ഉദാഹരണവും കൊണ്ടാണ് ഈ സംവാദത്തിന് വന്നത് എന്നത് ഖുർആനിന്റെ ദയനീയ അവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ഇത്രയും കാലം ഈ 19 കൊല്ലം ഈ ഖുർആനിൽ ഗവേഷണം നടത്തിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളതിന്റെ കഥ എന്താ പറയാ, എന്താണ് ഞാൻ പറയേണ്ടത്? ഹൃദയത്തിന്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ കേരളത്തിൽ 10-15 ആൾക്കാരുണ്ട് ഹൃദയം മാറ്റി വെച്ചിട്ട് ജീവിക്കും. നിങ്ങൾ ഓരോടും അവർക്ക് ഹൃദയം സംഭാവന ചെയ്ത ആൾക്കാരുടെ മനസ്സുകൊണ്ടാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത് എന്നുള്ളത്. ഈ ഹൃദയത്തിന് തലച്ചോറുമായിട്ട് ബന്ധമുണ്ട്. തലച്ചോറുമായിട്ട് ഹൃദയത്തിനല്ല, നമ്മുടെ ശരീരത്തിലെ മുഴുവൻ കോശങ്ങൾക്കും ബന്ധമുണ്ട്. നമ്മുടെ ശരീരം മുഴുവൻ, നെർവസ് സിസ്റ്റം മുഴുവൻ ഈ തലച്ചോറുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് തലച്ചോറിലാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. ആ പ്രോസസ്സിങ്ങിന്റെ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ബുദ്ധി, ചിന്ത, ഓർമ്മ എന്നൊക്കെ പറയുന്നത്. അതെല്ലാം മസ്തിഷ്കത്തിലാണ് നടക്കുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലേക്ക് അടക്കം ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഹൃദയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അവിടെ കുറെ നെർവുകളും അവിടെ കുറെ നാഡികളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ തലച്ചോറുമായിട്ട് ബന്ധമുണ്ടാവും. അതിലൊന്നും അതുകൊണ്ടൊന്നും ഹൃദയമാണ് മനുഷ്യന്റെ ഈ മനസ്സിന്റെ കേന്ദ്രം എന്നൊന്നും ഇനി ശാസ്ത്രം കണ്ടെത്താൻ പോകുന്നില്ല. കാരണം നമുക്ക് പച്ചയായ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. നേരെ മറിച്ച് നിങ്ങളുടെ തലച്ചോറ് മാറ്റി വെച്ച എന്താ സ്ഥിതി? നിങ്ങളുടെ തലച്ചോറും കൊണ്ട് നിങ്ങൾ അയാളെ വേലക്കാട് പോവുക ചെയ്യുക. നിങ്ങളുടെ തലച്ചോറ് വേറൊരാൾക്ക് മാറ്റിവെച്ചാൽ പിന്നെ അയാളല്ല, നിങ്ങളാണ് അയാളുടെ ശരീരത്തിൽ ജീവിക്കുന്നത്. അവിടെ ശരീരമാണ് മാറ്റിവെക്കപ്പെടുന്നത്. തലച്ചോറ് മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം തലച്ചോറ് എന്താണോ അതാണ് നമ്മൾ. ഞാനെന്ന് പറയുന്നത് എൻ്റെ തലച്ചോറാണ്. എൻ്റെ തലച്ചോറ് വേറൊരാളിലേക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ഞാൻ വേറൊരു ശരീരത്തിലേക്ക് മാറുകയാണ്. അല്ലാതെ എൻ്റെ തലച്ചോറ് വേറൊരാൾക്ക് കൊടുക്കുകയല്ല. കാരണം ഒരാളെന്ന് പറയുന്നത് തലച്ചോറ്. അത്രമാത്രം പ്രാധാന്യമുള്ള അവയവമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. ആ മസ്തിഷ്കത്തെ കുറിച്ച് അള്ളാഹുവിന് ഒരു വിവരവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഖുർആൻ വായിച്ചാൽ മനസ്സിലാവുക. പകരം അന്നത്തെ ലോകത്തന്നെ പൊതുവിലുള്ള അറിവാണ് ഹൃദയത്തിലാണ് മനുഷ്യന്റെ ബുദ്ധി, ചിന്ത, ഓർമ്മ, വികാരം, ആത്മാവ് ഇതെല്ലാം നെഞ്ചിൻ്റെ ഉള്ളിലെ ഹൃദയത്തിലാണെന്നുള്ളത് പ്രാകൃത മനുഷ്യരുടെ ഒരു അന്ധവിശ്വാസമാണ്. ഇന്ന് ആ അന്ധവിശ്വാസത്തെ ശാസ്ത്രം പൂർണ്ണമായും നിരാകരിച്ചിരിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ തലച്ചോറിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഹാർട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്പറേഷനൊന്നും നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. തലച്ചോറ് മാത്രമാണ് മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രോസസ്സിംഗ് കേന്ദ്രം. ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്കൊക്കെ തലച്ചോറുമായിട്ട് ബന്ധമുണ്ട് എന്നത് ശരിയാണ്. അതൊന്നും പറഞ്ഞാൽ ഖുർആനിലെ ഈ വിഡ്ഢിത്തത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. ഖുർആൻ പൂർണ്ണമായും ആ കാലഘട്ടത്തിലെ അറബികൾക്കറിയാവുന്ന അറിവുകളും അന്നത്തെ അന്ധവിശ്വാസങ്ങളും അന്ന് ആ പ്രദേശത്ത് ചുറ്റുപാടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കെട്ടുകഥകളും മാത്രമേ ഖുർആനിലുള്ളൂ. അതല്ലാത്ത ശാസ്ത്രീയമായ ഒരറിവും ഖുർആനില്ല. ഇന്നത്തെ അറിവിനനുസരിച്ച് ഖുർആനിനെ നമ്മൾക്ക് ഇതുപോലെ വ്യാഖ്യാനിച്ച് ശാസ്ത്രമാക്കാം. ഇത് ഖുർആനിൽ മാത്രം സാധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ നമ്മളെ ഗോഖ്രിയൊക്കെ ഗോപാലകൃഷ്ണനും കൂട്ടരൊക്കെ അതാ ഈ പഴയ പുരാണങ്ങളൊക്കെ എടുത്തിട്ട് എന്തൊക്കെയാ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നത്. ബാലമംഗളം എടുത്തിട്ട് വ്യാഖ്യാനിച്ചാലും നമുക്ക് ഇതുപോലെ ശാസ്ത്രം ഉണ്ടാക്കാം. ഇത് മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ഒരു അഭ്യാസമാണ് ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത്. ആ വ്യാഖ്യാനം കൊണ്ട് നമുക്ക് എന്തിനേയും എന്തുമാക്കി തീർക്കാം. ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയാം, ആടിനെ ആനയാക്കാം, എന്തുമാക്കാം. അത് വ്യാഖ്യാനത്തിൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ബൗദ്ധിക കല മാത്രമാണ്. ആ കല കൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ മാത്രമല്ല, ബൈബിള് മാത്രമല്ല, ഏത് പുരാണം എടുത്തിട്ടും നിങ്ങൾക്ക് ആധുനിക ശാസ്ത്രമൊക്കെ ആക്കി വ്യാഖ്യാനിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. ഞാൻ പറഞ്ഞത് പച്ചയായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ അന്നത്തെ അറബികളോട് ഒരു കാര്യം പറഞ്ഞു ഖുർആനിൽ. അതിന്റെ ഉദാഹരണം ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു.
ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് രാപ്പകലുകൾ ഉണ്ടാവുന്നത് എന്ന് ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇപ്പൊ യുക്കവ്വിർ പറഞ്ഞിട്ട് വീണ്ടും ഉരുട്ടാൻ തുടങ്ങി. യുക്കവ്വിർ മാത്രമല്ല ഖുർആനിൽ ഈ രാത്രിയും പകലും തമ്മിൽ മാറി വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ ഊരിയെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്, രാത്രി പകലിൽ നിന്ന് ഊരിയെടുക്കുന്നു എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഭൂമി വാള് പോലെയാണ് എന്നാണോ? യുക്കവ്വിറു ലൈലാലൻ നഹാരി എന്ന് പറഞ്ഞാല് ഈ രാത്രി പകലിനെ ചുറ്റി പൊതിയുന്നു എന്നാണ്. ഭൂമി അവിടെ പറയുന്നേ ഇല്ല. രാത്രി പകലിനെ ചുറ്റി പൊതിഞ്ഞിട്ട് ഈ രാത്രി ഉരുണ്ടതായാൽ ഭൂമി ഉരുണ്ടതാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉരുട്ടുന്നത്. അങ്ങനെ രാത്രിയും പകലും മാറി വരുന്നതിനെ കുറിച്ചുള്ള ഉപമകൾ എടുത്തിട്ട് ഭൂമിയുടെ ഷേപ്പ് കണ്ടെത്തുകയാണെങ്കിൽ ഭൂമി മലപ്പുറം കത്തി പോലെ എന്ന് പറയേണ്ടി വരും. കാരണം രാത്രിയെ പകലിൽ നിന്ന് ഊരിയെടുക്കുന്നു, രാത്രിയെ പകലിലേക്ക് തള്ളിക്കയറ്റുന്നു, കോർത്തു വലിക്കുന്നു, മറിച്ചിടുന്നു, തിരിച്ചും മറിച്ചു വിടുന്നു, മൂടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഖുർആൻ. ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ രാത്രിയും പകലും മാറി വരുന്നതിനെ കുറിച്ച് പറയുന്ന ഉപമകളൊക്കെ പെറുക്കിയെടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഭൂമിയെ ഉരുട്ടാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭൂമി പലതുമാക്കി മാറ്റാൻ പറ്റും. ചപ്പാത്തി പോലെയെന്ന് അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം, മലപ്പുറം കത്തി പോലെയെന്ന് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ കോർത്തു വലിക്കുന്നു എന്ന് പറയുമ്പോൾ നൂല് പോലെയെന്നോ അല്ലെങ്കിൽ ചങ്ങല പോലെയെന്നോ ഒക്കെ വ്യാഖ്യാനിക്കാം. അതൊന്നും ഖുർആനിലുള്ള കാര്യങ്ങളല്ല, അതൊക്കെ നമ്മുടെ അഭ്യാസങ്ങൾ മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. ഏതായാലും അവസാനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ സംവാദത്തിലെ എൻ്റെ അവസാനത്തെ സെഷനാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടും ഈ സമൂഹത്തോടും പങ്കുവെക്കാൻ ഇങ്ങനെ ഒരു വേദിയും അവസരവും ഉണ്ടാക്കി തന്നതിന് കേരള യുക്തിവാദി സംഘത്തോട് അഗാധമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എന്നെ ശ്രവിച്ച, ഇവിടെ ശ്രവിച്ചവരും പുറത്ത് ശ്രവിച്ചവരും ഇനി ഇത് കേൾക്കാനും കാണാനും പോകുന്നവരുമായിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അങ്ങനെ ശ്രീ ഇ എ ജബ്ബാറിൻ്റെ ഖണ്ഡനം അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ശ്രീ എം എം അക്ബർ 15 മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കുട്ടികൾ സാധാരണ പറയാൻ പറ്റാത്ത ചില പദപ്രയോഗങ്ങൾ പറയിപ്പിക്കാറുണ്ട്. ആന ഉരുളലോട് ഉരുളൽ വേണമെങ്കിൽ മാറ്റാം, മാഷി ഉരുളലോട് ഉരുളൽ എന്ന് നമുക്ക് മാറ്റാം. ഇവിടെ എന്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അമാനിമൂലൈ പറഞ്ഞതും പിന്നെ ചെറിയ മുണ്ടം പറഞ്ഞതും എല്ലാം സത്യത്തിൽ ഞാൻ പറഞ്ഞ വാദത്തിന് അനുകൂലമാണ്. കാരണം എന്താണ്? അവർക്ക് അന്നത്തതനുസരിച്ചുകൊണ്ട് നോക്കിയപ്പോ കടലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്ന് തോന്നി. അതനുസരിച്ച് അവർ ബ്രാക്കറ്റിൽ കൊടുത്തു. ബ്രാക്കറ്റിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ കൃത്യമല്ലേ? ചിന്ത മരവിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഉപമയാണ്, ശരിയാണ്. ഉപമക്ക് നേരത്തെ പറഞ്ഞ ഉപമ എന്താ? ഇവർക്ക് നേരെ മനസ്സിലാകുന്നത് 39ാമത്തെ വചനത്തിൽ പറയുന്ന ഉപമ എന്താണ്? അറബികൾക്ക് അന്നത്തെ ഖുർആന്റെ പ്രാഥമിക സംബോധിതർക്ക് കൃത്യമായി മനസ്സിലാക്കുന്നത് എന്താ? മരുഭൂമിയുടെ ഉപമ. അവിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ അതേപോലെയാണ്. പിന്നത്തെ ഉപമ എന്താണ്? ലുലുമാത്തിന്റെ ഉപമ. ആ ഉപമയിൽ വളരെ കൃത്യമായി പറഞ്ഞു ബഹറുൻ ലുജ്ജിയുൻ. ലുജ്ജി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അറബി മഹാപണ്ഡിതനാണെന്നും പിന്നെ അറബിയിലെ കാര്യങ്ങൾ ചോദിക്കാൻ ക്രിസ്ത്യൻ മിഷണറി പോലും പിന്നെ ചോദിക്കാറുള്ളത് പിന്നെ എൻ്റെ സഹസമ്പാദകനോടാണെന്നെല്ലാം പലരും പറയുന്നത്. അദ്ദേഹത്തിനൊന്ന് പരിശോധിച്ചൂടെ, പഠിച്ചൂടെ? ലുജ്ജി എന്ന് പറഞ്ഞാൽ എന്താണ്? അഗാധമായ ആഴക്കടൽ. ആ ലുജ്ജയിൽ അതിനെ പൊതിയുന്നു. പിന്നെ ആ ഇരുട്ടിനെ പൊതിയുന്നു. ആ ഇരുട്ടിനെ പൊതിയുന്നത് ഒന്ന് തിരമാല, അതിന് മുകളിൽ തിരമാല, അതിന് മുകളിൽ മേഘം. കിട്ടിപ്പോയി, മേഘം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. മേഘം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആന്റെ അത്ഭുതം. ഇരുട്ട് സൃഷ്ടിക്കുന്നതിൽ മേഘത്തെ പോലെ തന്നെ പങ്കുണ്ട്. എന്തിന്? തിരമാലകൾക്ക് എന്ന്. അതും അന്ന് അറിയാത്ത അറിവാ, ഞാൻ പിന്നെ പറയാതിരുന്നതാ. 5ാമത്തും കൂടി കുടിച്ചോ മാഷെന്നെ പറഞ്ഞ അതും അന്ന് അറിയാത്ത അറിവാണ്. തിരമാലകളും അവക്ക് മേലെയുള്ള മേഘവും അതേപോലെ പ്രകാശത്തെ തടയുന്നു. മേഘം പിന്നെ ഒരു വസ്തുവിൽ തട്ടി പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിന്റെ അനുപാതത്തിനെയാണ് അൽബിഡോ എന്ന് പറയാ. അൽബിഡോ, ഓരോ മേഘത്തിനുമുള്ള അൽബിഡോ ഉണ്ട്.
ആ അൽബിഡോ അനുസരിച്ച് നമുക്ക് പിന്നെ തിരമാലകൾ എങ്ങനെയാണ് അൽബിഡോ സൃഷ്ടിക്കുന്നത് എന്നതാ പിന്നെ മാഷിക്ക് ഇഷ്ടപ്പെട്ട വിക്കിപീഡിയയിൽ തന്നെ ആയിക്കോട്ടെ ഇന്റേണൽ വേവ്സിനെ പറ്റി പറയണത്. ഇന്റേണൽ വേവ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, ഈ മേഘത്തെ പോലെ തന്നെ മേഘമിരുട്ട് സൃഷ്ടിക്കുന്നു. അതാണ് മഹാകൂരിരുട്ട്. ഈ അഗാധമായ സമുദ്രത്തിലേക്ക് വെളിച്ചം ഒരിക്കലും കയറാൻ സാധ്യമല്ലാത്ത അത്രയും വലിയ ഇരുട്ട്. അതാദ്യം മേഘം തടയുന്നു പ്രകാശത്തെ, പിന്നീട് മുകളിലുള്ള തിരമാല തടയുന്നു, പിന്നെയും തിരമാല തടയുന്നു, അതിൻ്റെ അടിയിൽ പൂർണ്ണമായി ഇരുട്ട്. പിന്നെ എന്താ പ്രശ്നം? പിന്നെ പെട്ടെന്ന് നോക്കിയാന്ന് കണ്ട് വിക്കി ഇസ്ലാമിൽ ഇതിന് മറുപടി പറയാൻ ഇടങ്ങാറായിട്ട് അവർ പറയുന്നുണ്ട്, ഇങ്ങനെ യോനയുടെ പുസ്തകത്തിലുണ്ട്. ആ വചനം ഒന്ന് വായിച്ചേ, ആ വചനം ഒന്ന് വായിച്ചേ. ഈ പറയുന്നതും അതുമായിട്ട് പുലബന്ധമൊന്നും കൂടി പറയാൻ പറ്റൂല, അത്രയും ഒരു ബന്ധമില്ല. യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം യോന പറയാണ്, ഞാൻ കടലിലായിരുന്നു, ആ കടലിലായിരുന്ന സമയത്ത് എൻ്റെ മുകളിലൂടെ തിരമാലകൾ പോയി. അത് ശരി തന്നെയല്ലേ? യോന പറഞ്ഞത് തന്നെ. അവിടെ എവിടെ ആഴക്കടലിലിട്ട്, അവിടെ എവിടെ പിന്നെ മൗജുൻ അലാം മൗജും മിൻ ഫൗഖിഹി മൗജ് ഇല്ല, തിരമാല എന്ന് കണ്ടതാണ്. വിക്കി ഇസ്ലാമിന്റെ ആൾക്കാരെ പണിയോ അതാണ്. എന്താണ് ഗൂഗിൾ ചെയ്യുക, തിരമാല എവിടെയൊക്കെ ഉണ്ട്. അതാണ് ഖുർആനിലിപ്പോ പിന്നെ ഇതേപോലെ ഭ്രൂണശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ചൂടുലംബ് എന്ന് സെർച്ച് ചെയ്യും. എന്നിട്ട് ചൂടുലംബ് എവിടെയൊക്കെയുണ്ട് അതെല്ലാം എടുത്ത് ആ വിക്കി ഇസ്ലാം നിങ്ങൾ പരിശോധിച്ചു വെക്കുക. ഇത്രയധികം സത്യസന്ധതയില്ലാത്ത ഒരു വൈജ്ഞാനിക വിനിമയ രംഗം. ആ വിക്കിപീഡിയയുടെ പേര് പോലും കളയാൻ വിക്കി എന്നൊരു പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. എന്നിട്ട് ഇന്ന് ഇസ്ലാം വിരോധികൾ എല്ലാവരും, ലോകത്തുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക. അതാണിപ്പോ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഏത് യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. മാഷ് സ്വസ്ഥമായിട്ടൊന്നിരുന്ന് വായിച്ചു നോക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. യോനയുടെ വചനത്തിൽ പറയുന്നത് ഇതായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. വെറുതെ അങ്ങോട്ട് പറയന്നെ. എന്തെങ്കിലും തിരമാലാന്നുണ്ട്, ആ ഒരു ബന്ധമുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറഞ്ഞു. തിരമാല എന്ന് 2 സ്ഥലത്തുണ്ട്. അതാണ് പലപ്പോഴും വളരെ അത്ഭുതം തോന്നുകയാണ് സത്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ ഇതിൻ്റെത് ഹൃദയത്തിൻ്റെത് ഈ പറഞ്ഞതുപോലെ ഹൃദയം മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കേരളത്തിലുണ്ട് 10-16 ആളുകൾ ഹൃദയം മാറ്റിവെച്ചതാണോ, ഹൃദയം മാറ്റിവെക്കലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അതൊന്നും പലപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല. ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ അന്താരാഷ്ട്ര രംഗത്ത് നടക്കുന്നുണ്ട്. ആ രംഗത്ത് തീർച്ചയായും ഹൃദയത്തിന് കേവലമായ രക്തം പമ്പ് ചെയ്യുക എന്ന ഡ്യൂട്ടി മാത്രമല്ലയുള്ളത്. തലച്ചോറിനെ അടക്കം ചിലപ്പോൾ നിയന്ത്രിക്കുന്ന ചില തലങ്ങളുണ്ട്. മാച്ച് പഠിച്ചോളൂ. മാത്രമല്ല ഹൃദയത്തിനകത്ത് ഞാൻ പറഞ്ഞു ഹൃദയത്തിൻ്റെതായ ഒരു തലച്ചോറുണ്ട്. ഹൃദയത്തിന്റെ ഒരു തലച്ചോറ്, ഹാർട്ട് ബ്രെയിൻ എന്നാണ് പുതിയ കാലത്ത് ശാസ്ത്രജ്ഞന്മാർ അതിനെ വിളിക്കുക. മാത്രമല്ല ഹൃദയം സ്വന്തമായി ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഹോർമോണുകൾ ചിന്തയെയും പഠനത്തെയും അതേപോലെ തന്നെ പിന്നെ കോപത്തെയും സന്തോഷത്തെയും എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ഇതെല്ലാം പുതിയ പഠനങ്ങളാണ്. ഞങ്ങൾ പിന്നെ ശാസ്ത്രമൊന്നും ഇതാക്കണില്ല, ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇക്കാലഘട്ടത്തിൽ നമ്മുടെ അറിവനുസരിച്ച് തലച്ചോറാണ് ശരീരത്തിന്റെ നിയന്ത്രണം, തലച്ചോറ് തന്നെയാണ് ശരീരത്തിന്റെ നിയന്ത്രണം. മാഷ് പറഞ്ഞതുപോലെ തലച്ചോറ് മാറ്റിവെച്ചാൽ വ്യക്തി മാറുകയാണ്, ശരീരം മാറുകയാണ്. അതെല്ലാം ശരിയാണ്. തലച്ചോറാണ് ഹൃദയത്തിന്റെ മനുഷ്യ ശരീരത്തിന്റെ ഹാർഡ് ഡിസ്ക്, CPU എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഹൃദയം ആ CPU-വിനടക്കം ചില വിവരങ്ങൾ നൽകുന്ന, ചില നിർദ്ദേശങ്ങൾ നൽകുന്ന തലങ്ങളുണ്ടോ? അതല്ല ഞാൻ പറയാം. 4 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ. തലച്ചോറിന് ഇങ്ങോട്ടല്ല, ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഞാൻ പറഞ്ഞത്. തലച്ചോറിന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള. ഇതല്ല, ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നു. കൂടുതൽ പഠിക്കാൻ, കൂടുതൽ മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാഹ് ലോകത്തിന് ആ കാര്യം പിന്നെ ബോധ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നീട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ രൂപത്തിൽ നമ്മൾ ദുർവ്യാഖ്യാനിക്കുകയാണ്. പിന്നെ ഭൂമിയെ കുറിച്ച് പറഞ്ഞിടത്ത് യുക്കബിറു എന്ന് പറഞ്ഞത് ഊരിയെടുക്കുന്നുണ്ട്. ഊരിയെടുക്കണില്ലേ? രാവിനെ പകലിൽ നിന്ന് ഊരിയെടുക്കാനല്ല ചെയ്യണത്. നിങ്ങൾ ഒന്ന് രാവും പകലും മാറുന്നതിന്റെ ഒരു സാറ്റലൈറ്റ് പിന്നെ വീഡിയോ കണ്ടു നോക്ക്. പകൽ പിന്നെ രാത്രിയിൽ നിൽക്കുന്ന
ഭൂമിയുടെ ഒരു ഭാഗം ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ കൃത്യമായി ഇങ്ങനെ ഊരിയെടുക്കുന്നത് കാണാൻ കഴിയും. അതിന് ഖുർആനിൽ വാളിനെ പോലെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഊരിയെടുക്കുക എന്ന് പറഞ്ഞ വാളിനെ പോലെ എന്നത് മാഷതല്ലേ, ഖുർആനിലുള്ളതല്ലല്ലോ. അവിടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ പ്രയോഗങ്ങൾ നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ യുക്കബിറുയിൽ നിന്ന് നമ്മളാരും പറഞ്ഞുണ്ടാക്കിയതല്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ കാലഘട്ടത്തിൽ തന്നെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് ഓരോന്നും. ഇവിടെ ഞാൻ ഈ വചനത്തിലേക്ക് വരികയാണ്. കണ്ണടച്ച് നമുക്ക് ഇരുട്ടാക്കാൻ പറ്റും. ഇവിടെ സമുദ്രത്തിലെ ഈ തിരമാലകൾ, ആ തിരമാലകളുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനങ്ങൾ ഞാൻ പറഞ്ഞു. തിരമാലകൾക്ക് മേലെ മറ്റൊരു തിരമാലകൾ ഉണ്ട് എന്ന് 1970 മുൻപ് ആരെങ്കിലും പറഞ്ഞതായി? അറബികൾ വേണ്ട, ആധുനികരായിക്കോട്ടെ. 1970 മുമ്പ് ആരെങ്കിലും പറഞ്ഞതായി? ഇല്ല. അടിയിൽ ഇരുട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇരുട്ടിന് മുകളിൽ വീണ്ടും വീണ്ടും ഇരുട്ടുണ്ട് എന്ന്. സമുദ്രത്തിന്റെ അടിയിൽ പോയാൽ ഇരുട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. ആരാ കണ്ടത്? കണ്ടവരാരെങ്കിലും ഒന്ന് എഴുതിയേക്കണ്ടേ? ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ, തെരഞ്ഞോളൂ. ഇനി ഗൂഗിൾ ചെയ്തോ, ഡാർക്ക്നെസ് സി എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്തിട്ട് എവിടെയെങ്കിലും ഇല്ലാതിരിക്കൂല എന്നൊരു പ്രതീക്ഷയിൽ നോക്കിക്കോ. പക്ഷേ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ നിങ്ങളുടെ കൈകൾ പുറത്തെടുത്താൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഇതിന്റെ അടിയിൽ പോയിട്ട് എങ്ങനെ കൈ പുറത്തെടുക്കാന്ന് മാഷ് നീന്തിയിട്ടില്ലേ? എന്തൊരു പുതുമയാണത്! ഒന്ന് മുങ്ങിപ്പോകുമ്പോ മുങ്ങിയ കൈ പുറത്തെടുക്കാൻ പറ്റൂലേ? അതേപോലെ തന്നെ കൈ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ കൈ കാണാൻ വേണ്ടി പുറത്തെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇനി വേണ്ട, അത് വേണ്ട. ഇനി നമ്മൾ ഒരു ബാത്തിസ്ഫിയറിനെ പോലുള്ള ഒന്ന് സ്ഥാനത്ത് പോയി എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഡ്രസ്സുകൾ ഉണ്ടാവും, ഡ്രസ് കോഡ് ഉണ്ടാവും, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ആ ഡ്രസ്സിന്റെ അകത്തുനിന്ന് കൈ പുറത്തെടുത്താൽ ഇത് ഒരു ഉപമ മാത്രമാണ്, വളരെ കൃത്യമാണ്. നിങ്ങളുടെ ശരീരം പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു സാധനം എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആൻ എന്നതിനെ കുറിച്ച് പറഞ്ഞു, കൈയിനെ പറ്റി പറഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, സമുദ്രശാസ്ത്രം പഠിപ്പിക്കാനല്ല ഇത് പറഞ്ഞത്. അന്നത്തെ അറബികൾക്ക് തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാവുക ഇതിന് ശേഷം ഇരുട്ടുണ്ടെന്നായിരിക്കും. കൂടുതൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കാരണം 20 മീറ്ററിൽ കൂടുതൽ അറബികൾക്കും ആധുനികർക്കൊന്നും പോകാൻ പറ്റൂല. പോയപ്പോൾ നമുക്ക് മനസ്സിലായ ഖുർആനിലെ പ്രയോഗത്തിന്റെ കൃത്യത. അതാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ പോകാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ഗൈഡൻസ് കൊടുക്കുന്നു നമ്മൾ ആരും പറയുന്നില്ല. അങ്ങനെ ഒരു ആശയം തന്നെ ഇല്ല നമുക്ക്. ആധുനിക ശാസ്ത്രം എന്നല്ല ഏത് കാലത്തെയും ശാസ്ത്രം. പരിശുദ്ധ ഖുർആൻ ഇടക്കാലഘട്ടത്തിൽ, മധ്യകാലഘട്ടത്തിൽ മുസ്ലിം ലോകത്ത് ശാസ്ത്രീയമായ ഉയർച്ച ഉണ്ടായല്ലോ. ആ ഉയർച്ച ഖുർആൻ ഗവേഷണം ചെയ്തതുകൊണ്ട് ഉണ്ടായതല്ല. ഖുർആൻ അവർക്ക് പ്രേരണ നൽകി, അവർ ലോകത്തെ പഠിച്ചു. ആ ഖുർആനുമായി ഒത്തുനോക്കി, അതൊന്നും അബദ്ധമല്ലെന്ന് അവർക്ക് മനസ്സിലായി. അത്രയേ ഉള്ളൂ. അതല്ലാതെ പരിശുദ്ധ ഖുർആൻ എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് മുഴുവൻ പറഞ്ഞിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഭൂമി ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്നത്തെ അറബികൾക്ക് മനസ്സിലാവില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉറപ്പാണ്, സ്വാഭാവികമാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അന്നത്തെ അറിവ് അതിന് മാത്രം എത്തിയിട്ടില്ല. ഖുർആനിന്റെ ലക്ഷ്യം അന്നത്തെ അറിവ് അവതരിപ്പിക്കലല്ല. പരിശുദ്ധ ഖുർആൻ എന്നത്തെയും ആളുകൾക്ക് ആവശ്യമായ അടിസ്ഥാനപരമായ അറിവ് അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ആ അറിവ് അതിന് ഉപോത്ബലകമായി ഖുർആൻ മനുഷ്യർക്ക് പറഞ്ഞു തരും മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. അപ്പൊ മരണാനന്തര ജീവിതത്തിന്റെ സത്യതയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ എടുത്തു പറയും. എന്ത് പറയും? ഇങ്ങനെ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് പറയും. അവിടെ നിങ്ങളെ ഗർഭാശയത്തിൽ വെച്ച് ഘട്ടം ഘട്ടമായി പടച്ചവൻ വളർത്തിയില്ല എന്ന് പറയും. അങ്ങനെ ഘട്ടം ഘട്ടമായി വളർത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയും അലക്കയുണ്ടായി, മുദഅയുണ്ടായി, നുത്ഫയുണ്ടായി, ഇലാമുണ്ടായി, ഇലാമിനെ ലഹമു കൊണ്ട് പൊതിഞ്ഞു എന്നെല്ലാം പറയും. അത് പറയുമ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ഗർഭാശയത്തിലെ ഘട്ടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ പദപ്രയോഗങ്ങളെല്ലാം കൃത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതാണ് ഖുർആൻ ശാസ്ത്രം. അതല്ലാതെ പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ നോക്കിയിട്ട് ആരെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സയൻസ് ഡെവലപ്പ് ചെയ്യലല്ല. അങ്ങനെ മുസ്ലിങ്ങൾക്ക് വാദമല്ല, അങ്ങനെ ഒരു ചിന്താനും പറഞ്ഞിട്ടില്ല. കൃത്യമാണ് ഖുർആനിലെ പ്രയോഗങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ. അത് തന്നെയാണ് ലോകത്ത് എക്കാലഘട്ടത്തിലുമുള്ള ആളുകൾക്ക് വലിയ വെളിച്ചമാകുന്നത്. വലിയ വെളിച്ചം അതാണ്. ഇവിടെ കിത്തുമൂറിനെ പോലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായും അവരെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയൽ എന്റെ പണിയല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക,
ലോകത്ത് പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വിജ്ഞാനങ്ങൾ ആ രൂപത്തിൽ വളരെ സമൃദ്ധമാണ്. ഇത് ഒരു തെളിവല്ല. ഒരു തെളിവ് ആവശ്യപ്പെട്ടിട്ട് 4 തെളിവ് കൊടുത്തിട്ട് ഇങ്ങനെ ഉരുളുകയാണെങ്കിൽ ഞാൻ 10 തെളിവ് കൊടുത്താൽ ഇവിടെ ഉരുളാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തെളിവ് പരിശോധിക്കുക. അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ അത് സത്യസന്ധമായി പരിശോധിക്കുക. അദ്ദേഹം പറഞ്ഞല്ലോ, ചിലപ്പോൾ പുതിയൊരു സാധനം കൊണ്ടുവന്നാൽ അത് വെച്ചുകൊണ്ട് ഇപ്പോൾ എന്നെ ചെറുതാക്കാൻ വേണ്ടി ഇടങ്ങാറായി തെരഞ്ഞിട്ട് ഇതല്ല കിട്ടിയിട്ടുള്ളൂ എന്ന്. അത് ചിലപ്പോൾ ഇരുന്ന് ചിരിക്കുന്ന കുറച്ച് ആളുകളെ സംതൃപ്തിപ്പെടുത്തുന്നല്ലാതെ ലോകത്ത് മുഴുവനും ചിരിക്കാതെ ഈ കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയും സംതൃപ്തിപ്പെടുത്തില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ഇത് ഖുർആൻ നൽകുന്ന വലിയ വെളിച്ചമാണ്. ഞാനിത് പറഞ്ഞല്ലോ, നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരാൻ. ആ പറഞ്ഞത് ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നുവെങ്കിൽ എനിക്കുറപ്പാണ് അവരിവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് 970-കൾക്ക് മുമ്പ് ഒരാൾക്കും അറിയാത്തതാണ് എന്ന്. അത് പറയുന്നു മാശുക്കും പേടിയുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരെ കണ്ട് അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം എന്താ, ഇത് എന്താണ്, കാലാകാലങ്ങളായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനെ പ്രതിക്കൂട്ടിൽ നിർത്തി, ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തി, മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തി പരിശുദ്ധ ഖുർആനാണ് ഇവിടെയുള്ള സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് പഠിപ്പിച്ച് അതിനുവേണ്ടി ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ആളുകളുടെ വലയിൽ കുടുങ്ങരുതേ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട യുക്തിവാദി സംഘത്തോട് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, സത്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഈ രൂപത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു സംവാദം സംഘടിപ്പിക്കാൻ ഒരാൾ, എത്ര മൂക്കിന് താഴെയുള്ള ആളുകൾ പറഞ്ഞു, പക്ഷേ ഒരാളുടെ വാശി ഞാൻ പറഞ്ഞത് നടക്കാൻ പാടും. ശരി, സമ്മതിച്ചിരിക്കുന്നു. എന്നിട്ടോ മുങ്ങാണ്. എനിക്ക് ആകെ മുങ്ങലാപണി. ആകെ മുങ്ങാൻ വേണ്ടി ഞാൻ പരപ്പനങ്ങാടി എന്ന് പറഞ്ഞു, പരപ്പനങ്ങാടി കടപ്പുറമുണ്ട്. പിന്നെ അവിടത്തെ മുങ്ങാൻ പോയി നോക്കിയിട്ട് അവിടത്തെ സ്ഥലമില്ല എന്നുള്ള രൂപം. കാരണം ഈ ഡിബേറ്റ് വെല്ലുവിളി ഏറ്റെടുത്ത പിറ്റേന്ന് തുടങ്ങിയതാ അക്ബർ മുങ്ങുന്നു. മുങ്ങേണ്ട ആവശ്യമില്ല മാഷെ. ഈ ഖുർആൻ ഉള്ളിടത്തോളം കാലം ഞാൻ വിളിച്ചല്ലോ, നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരൂ, വിവരമുള്ളവരെ കൊണ്ടുവരൂ, അറബിജ്ഞാനികളെ കൊണ്ടുവരൂ. പരിശുദ്ധ ഖുർആൻ ഉള്ളിടത്തോളം കാലം ഒരു സ്ഥലത്തേക്കും മുങ്ങേണ്ട അവസ്ഥ അക്ബറിനല്ല ഒരു മുസ്ലിമിനും വരില്ല. നിങ്ങൾക്ക് ദുർവ്യാഖ്യാനിക്കാം, നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാം, പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറയാം. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഉജ്ജ്വലമായി സ്ഥിതി ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ ഭൂമിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്ത് ഭൂമി ഉരുണ്ടതല്ല എന്ന് പറയാതിരുന്നതാണ് പരിശുദ്ധ ഖുർആന്റെ ദൈവികത എന്നാണ് ഞാനിപ്പോൾ പറയുക. അത്ഭുതകരമല്ല അവസ്ഥ? എന്താ പർവ്വതങ്ങളെ കുറിച്ച് ആണികൾ എന്ന് പറഞ്ഞു, ഒരുപാട് കളിയാക്കിയാണെന്നതാ. ഞാനെല്ലാം ഈ സംസാരം തുടങ്ങുന്ന കാലത്തുള്ള നമ്മൾ ഇടമറുകിന്റെ പുസ്തകത്തിലുള്ള ഈ അടുത്ത് വരെ മാശലം പറഞ്ഞിരുന്ന, ഇവിടുന്ന് പറയുന്നു വിചാരിച്ചിരുന്ന ഒരു സംഗതി, ആണി തെരഞ്ഞു നോക്കിയപ്പോഴാണ് അത്ഭുതകരമാണ്. ആണി തന്നെ അത്ഭുതകരമാണ് പരിശുദ്ധ ഖുർആന്റെ സ്ഥിതി. അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔതാദ് തന്നെയാണ്, പിന്നെ അഥവാ ആണി തന്നെയാണ്, അഥവാ ഭൂമിയുടെ സന്തുലനം നടത്തുന്ന സാങ്കേതികമായി പറഞ്ഞാൽ ഐസോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം നിലനിർത്തുന്ന ഭൂമിയിലെ വസ്തുക്കൾ തന്നെയാണ് പർവ്വതങ്ങളെന്ന് പുതിയ കാലം നമ്മളോട് ശാസ്ത്രം വിളിച്ചു പറയുന്നു, ഉറക്കെ പറയുന്നു, ശക്തമായി പറയുന്നു. അതുകൊണ്ട് എല്ലാവരോടും, എല്ലാ സുഹൃത്തുക്കളോടും, സഹോദരങ്ങളോടും വെറുപ്പിന് വേണ്ടിയല്ല നമ്മൾ സംവാദം നടത്തുന്നത്. ഇവിടെ ആരും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ തോൽക്കാൻ റെഡിയാണ്. മാഷിക്ക് ആത്യന്തികമായി ജയിക്കാൻ കഴിയുമെങ്കിൽ, ആത്യന്തികമായ ജയം ഈ ലോകത്തുള്ള ജയമല്ല മാഷേ. എന്നെ കേൾക്കുന്ന 10,000-ങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. ഈ ലോകത്തുള്ള ജയമല്ല ജയം നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച സർവശക്തന്റെ മുന്നിൽ ജയിക്കാൻ കഴിയണം. ആ ജയിക്കാൻ വേണ്ടിയാണ് ഈ രൂപത്തിലുള്ള ഏത് പ്രോഗ്രാമിനും നിങ്ങൾ എത്ര ജനാധിപത്യ വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താലും നമുക്ക് കടന്നു വരാൻ കഴിയുന്നത് ഞങ്ങൾക്ക് അവിടെ ജയിക്കാനാണ്. ആ ജയത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്ക്, ആത്യന്തികമായി ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് ഇനിയെങ്കിലും ഈ പ്രായത്തിലെങ്കിലും എൻ്റെ സുഹൃത്ത്, അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും കടന്നു വരണം എന്ന് മാത്രം പഠനത്തിലേക്ക്.
അദ്ദേഹം ഇത് അവതരിപ്പിച്ചാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇസ്ലാം സ്വീകരിക്കുന്നൊന്നും നമുക്ക് ആർക്കും ആദ്യം തന്നെ ധാരണയില്ല, ഉരുളരോടുള്ളവരായിരിക്കും എന്ന് ഉറപ്പാണ്. പക്ഷേ ഇത് ഈ ഒരു പഠനത്തിനെങ്കിലും നിങ്ങൾക്ക് പ്രചോദനമാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു വേദി തന്ന യുക്തിവാദി സംഘത്തോട് ഹൃദയത്തിനകത്ത് നിന്ന് വെറുതെ പറയുന്നതല്ല. കാരണം ഇത് കുറെ കാലമായി കൊണ്ടു നടക്കുന്നു ഇതേപോലെയുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, സംവാദത്തിന് വരണില്ല എന്നുള്ള വർത്തമാനങ്ങൾ, ഇങ്ങനെയെല്ലാം. കാരണം ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്. ഒരുപാട് പണി എന്ന് പറഞ്ഞാൽ ജനസേവനത്തിന്റെ പണിയാ. ഈ കോവിഡിന്റെ നടുവിൽ ആരെങ്കിലും ഇങ്ങനത്തെ സംവാദത്തിന് നടക്കുമോ? ഇല്ല. എന്താ കാരണം? അവിടെ കോവിഡുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണമുണ്ട്, മരണപ്പെട്ട ആളുകളുടെ വീടുകളെ ഉള്ള പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമമുണ്ട്, ഇങ്ങനെ എല്ലാം ഉണ്ട്. എനിക്ക് 3 മിനിറ്റും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്, സോറി. ഏതായിരുന്നാലും അവിടെ എല്ലാം തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുക, എന്നിട്ട് വാടാ എന്ന് പറയുക, അതേപോലെ തന്നെ ഇനാം പ്രഖ്യാപിക്കുക. എൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റിനോടും ജനറൽ സെക്രട്ടറിനോടും പറയാനുള്ളത്, നിങ്ങളൊരു ഇനാം പ്രഖ്യാപിച്ചിരുന്നു, എന്താ 30 ലക്ഷം രൂപ, അല്ല 30,000 രൂപ. ഞാൻ വന്നിട്ടുണ്ട്, ഇനാമിലെ 30,000 രൂപ എനിക്ക് വേണ്ട, നിങ്ങൾ ഈ സംവാദത്തിന്റെ സംഘാടനത്തിന്റെ ചെലവിലേക്ക് എടുക്കുക. കാരണം ഈ സംവാദം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, അപ്പം അങ്ങനെ ഇരുകൂട്ടരുടെയും വാദങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ചോദ്യോത്തര പങ്ക്തിയാണ്. ഇരുവിഭാഗത്തിൽ നിന്നും 5 ചോദ്യങ്ങൾ വെച്ച് ചോദിക്കാം. ചോദ്യങ്ങൾ 2 മിനിറ്റാണ് ഒരു ചോദ്യത്തിന് അനുവദിച്ചിട്ടുള്ളത്. അതിന് 5 മിനിറ്റിൽ ഉത്തരം പറയും. ഓരോ വിഭാഗത്തിൽ നിന്നും 5 ചോദ്യങ്ങൾ വെച്ച്. ഇവിടെ എഴുന്നേറ്റ് നിന്നാൽ മതി. യെസ്, മൈക്ക് കൊടുത്തേ. വിനോദ്, മൈക്ക് ഇവിടെ എഴുന്നേറ്റ്. ഓക്കെ പ്ലീസ്. സോറി അവിടെ എഴുന്നേറ്റ്. എന്റെ ചോദ്യം, ഒരു മിനിറ്റ് ആദ്യം ഇവിടുന്ന് ആയിക്കോട്ടെ. അപ്പൊ ഈ ഇദ്ദേഹം സംസാരിച്ച് തീർന്നല്ലേ ഉള്ളൂ, റെസ്റ്റ് വേണല്ലോ. ചോദ്യം എം അക്ബർ സാഹിബ് ഉദ്ധരിച്ച, എൻ്റെ പേര് ഷിബിലി മുഹമ്മദ്. എം അക്ബർ സാഹിബ് ഉദ്ധരിച്ച സൂറത്ത് നൂറിലെ 40-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് മാഷ് മറുപടി പറയുമ്പോൾ പറഞ്ഞത് അത് ഡീപ് സീയിൽ ഉള്ളതിനെ പറ്റി ഒന്നുമല്ല എന്നാണ്. എന്നാൽ മാഷ് തന്നെ വായിച്ച പരിഭാഷയിലുള്ളത് ആയക്കടലിലെ ഇരുട്ടുകൾ എന്നാണ്. അപ്പോൾ ഈ ഡീപ് സീ അല്ല, ആയക്കടലാണ് എന്ന് പറയുന്നതിന്റെ യുക്തി ഒന്ന് പറഞ്ഞു തരൂ. ഞാൻ വായിച്ച പരിഭാഷ, 2 പരിഭാഷ ഞാൻ വായിച്ചു. ആഴമുള്ള കടലിലേക്ക് എന്ന ആണ് ഒന്നിൽ വായിച്ചത്. ആഴക്കടലിലേക്ക് എന്ന് അതിന്റെ മറ്റൊരു മറുഭാഷ എന്ന രീതിയിൽ അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ആഴക്കടലിലേക്കാണ് മുങ്ങിപ്പോകുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ആഴക്കടലിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരാള് ഇരുട്ടിലകപ്പെടുന്നത് എങ്ങനെ എന്നാണ് ആ ഉപമയിൽ പറയുന്നത്. അവിടെ അയാൾ തിരമാലയ്ക്ക് താഴേക്ക് പോകുമ്പോൾ ആ തിരമാലകൾ അയാൾക്ക് ഇരുട്ടുണ്ടാക്കുന്നു, ആ തിരമാലകൾക്ക് മുകളിൽ മഴക്കാർ അയാൾക്ക് ഇരുട്ടുണ്ടാക്കുന്നു. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൈ പുറത്തേക്ക് ഇടുന്നു എന്നുള്ളതിന് അദ്ദേഹം ആ സ്വിമ്മിങ് ഡ്രസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പുറത്തേക്കാക്കിയത്. ഈ പുറത്തേക്ക് ഇടുന്നു എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് പുറത്തേക്ക് ഇട്ടാൽ കാണില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അപ്പൊ ആഴക്കടലിലേക്കാണ് മുങ്ങിപ്പോകുന്നത് ശരിയാണ്, പക്ഷെ അത് ഡീപ് സീൽ നടക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതിന് എന്ത് തെളിവാണ് അവിടെ ഉള്ളത്? ആ തെളിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക്, ഈ ട്രാൻസ്ലേഷൻ ചെയ്തവർക്കോ ഈ ഖുർആന്റെ തഫ്സീർ എഴുതിയവർക്കോ ഒന്നും അന്ന് അങ്ങനെ മനസ്സിലായിട്ടില്ലല്ലോ. ഒരു സമുദ്രശാസ്ത്രക്കാരും അങ്ങനെ അത് കണ്ടെത്തിയിട്ടില്ലല്ലോ. ഇപ്പോ ഒരാഴക്കടലിലേക്ക് എന്നുള്ള ഒരു വാക്ക് കണ്ടപ്പോ ആ വാക്ക് മാത്രം പിടിച്ചിട്ട് അതിന്മേൽ വ്യാഖ്യാനിച്ചിട്ട് ഇത് ആഴക്കടലിലെ തിരമാലകളാണ് എന്ന് വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാണ്. ആഴക്കടലിലെ തിരമാലകളെ കുറിച്ചല്ല ഈ മുങ്ങിപ്പോകുന്ന ആള്
അയാൾക്ക് പുറത്തേക്ക് കൈനീട്ടാവുന്ന ഉയരത്തിൽ മാത്രമുള്ള തിരമാലകളെ കുറിച്ചാണ് പറയുന്നത്. ആ തിരമാലകൾ ഒന്നിനുമേൽ ഒന്നായി മറിഞ്ഞു വരുന്നത് അറബികൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അയാൾ പുറത്തേക്ക് കൈനീട്ടുമെന്ന് പറഞ്ഞത് ഈ തിരമാലകൾക്ക് പുറത്തേക്ക് കൈനീട്ടിയാൽ അയാൾക്ക് വെളിച്ചം കാണില്ല എന്ന അർത്ഥത്തിലാണ്. ആ തിരമാലകൾക്ക് മുകളിൽ മഴക്കാറുണ്ട് എന്ന് പറഞ്ഞത് ആ തിരമാലകളുടെ മുകളിൽ ഇരുട്ടുണ്ട് എന്ന് പറഞ്ഞത് ആഴക്കടലിലെ കാര്യമാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ആഴക്കടലിൽ മഴക്കാറുണ്ടാകുന്നത്? അത് പറയും നിങ്ങൾ. തിരമാലക്ക് തൊട്ട് മുകളിൽ മഴക്കാറുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ആഴക്കടലിലാവുന്നത്? ആഴക്കടലില് ആഴമുള്ള കടലിലേക്ക് അല്ലെങ്കിൽ ആഴക്കടലിലേക്കാണ് ഈ സംഭവം നടക്കുന്നത്. അതൊക്കെ അതിന്റെ അർത്ഥം ആഴക്കടലിന്റെ അടിയിലാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഖുർആനിലെ വായിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. അതൊക്കെ ഇപ്പോ ഉരുട്ടിമറിച്ച് വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയതാണ്. അറബികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഉപമ പറഞ്ഞു. ആ ഉപമയില് തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന കടലിലേക്ക് ഒരാൾ ആണ്ടുപോകുന്നു. അങ്ങനെ ആണ്ടുപോകുന്ന ഒരാൾക്ക് അയാൾ ഇരുട്ടിലേക്കാണ് പോകുന്നത്. അയാളുടെ ഇരുട്ട് വർദ്ധിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അയാൾക്ക് മുകളിൽ അടിച്ചു മിന്നുന്ന തിരമാലകൾ, പിന്നെ തിരമാലകൾക്ക് മുമ്പിലുള്ള മഴക്കാറുകൾ. ഇവിടെ ആഴക്കടലിൽ കണ്ടെത്തി എന്ന് പറയുന്ന കറണ്ട് എന്താണ് സമുദ്ര ജലപ്രവാഹമോ അവിടെ കണ്ടെത്തി എന്ന് പറയുന്ന തിരമാലകളോ ആയിരുന്നെങ്കിൽ ഈ മഴക്കാർ എങ്ങനെയാണ് അതിന്റെ തൊട്ട് മുകളിൽ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഇത് അറബികൾക്ക് അറിയാത്ത കാര്യമല്ല. ഇത് വെറും ഒരു ഉപമ മാത്രമാണ്. ആ ഉപമയിലൊന്നും നമ്മൾ ശാസ്ത്രം അന്വേഷിക്കേണ്ട കാര്യം പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. അടുത്ത ചോദ്യം ശ്രീ എം എം അക്ബറിനോടാണ്. എൻ്റെ പേര് ഹാരിസ്. ശാസ്ത്രം തെളിവുകളുടെ ബലത്തിൽ ആണ്, മതം തെളിവ് ആവശ്യപ്പെടുന്നുമില്ല. എങ്ങനെയാണ് നിരന്തരമായി മാറ്റപ്പെടുന്ന ശാസ്ത്രജ്ഞാനം കൊണ്ട് ഒരിക്കലും മാറ്റമില്ലാത്ത ഡോഗ്മാറ്റിക് ടെക്സ്റ്റായ ഡിവൈൻ ടെക്സ്റ്റ്, സോക്കാൾ ഡിവൈൻ ടെക്സ്റ്റായ മതഗ്രന്ഥത്തെ വിശദീകരിക്കുന്നത്? ഉദാഹരണമായി ഋഗ്വേദം 1:6-5 ഭൂഗുരുത്വാകർഷണത്തെക്കുറിച്ച് പറയുന്നു. ദൈവമേ, നീ ഈ സൂര്യനെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് അനന്തമായ ശക്തിയുണ്ട്. നിങ്ങൾ സൂര്യനെയും മറ്റ് മേഖലകളെയും ഉയർത്തിപ്പിടിക്കുകയും നിങ്ങളുടെ ആകർഷണ ശക്തിയാൽ അവയെ സ്ഥിരമാക്കുകയും ചെയ്യുന്നു. ഇനി ഋഗ്വേദ 10:149 പറയുന്നു, The sun has tied earth and other planets through attraction and moves them around itself as if a trainer moves newly trained horses around itself holding their reins. ഇത് വെച്ച് ഋഗ്വേദം ദൈവികമാണെന്നും ആ ആശയം പിൻപറ്റണമെന്നും ഞാൻ താങ്കളോട് ആവശ്യപ്പെട്ടാൽ താങ്കൾ അതിന് തയ്യാറാകുമോ? ഹാരിസിന്റെ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത നിയമങ്ങളുള്ള ദൈവിക ഗ്രന്ഥത്തെ അളക്കുന്നത്? അതാണ് ഞാൻ എൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചത്. ശാസ്ത്രീയമായ അറിവ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എത്ര മാറിയാലും പരിശുദ്ധ ഖുർആനിൽ ഒരു അബദ്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. ഇതാണ് നമ്മളെ വാദമുള്ളൂ. അല്ലാതെ ഖുർആനിൽ ഒരുപാട് ശാസ്ത്രമുണ്ട്, ആ ശാസ്ത്രം എല്ലാം അതനുസരിച്ചാണ് ലോകത്തിന്റെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കേണ്ടതെന്നൊന്നുമല്ല. ഋഗ്വേദത്തെ സംബന്ധിച്ച് ഇതേപോലെയുള്ള വചനങ്ങളുണ്ട്. ഈ വചനങ്ങൾ അത് പരിശോധിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. പക്ഷേ ഒരുപാട് അബദ്ധങ്ങൾ ഋഗ്വേദത്തിലും അതേപോലെയുള്ള അനുബന്ധ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നതിന് അതിലെ കൃത്യതയാണ് തെളിവ്. അവിടെ പരിശുദ്ധ ഖുർആനിൽ ഇന്ന ശാസ്ത്രമുണ്ട്, അതിൽ ദൈവികം എന്നല്ല, മറിച്ച് ശാസ്ത്രം മാറി മാറി വരുന്നു. ഏത് സന്ദർഭത്തിലാണെങ്കിലും പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുമ്പോൾ അതിലൊരു അബദ്ധവും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് നമുക്കുള്ള ആ രംഗത്തുള്ള വാദം. പിന്നീട് ഇവിടെ ഞാൻ സഹാബിനെ കുറിച്ച് പറഞ്ഞു. സഹാബ് എന്ന് പറഞ്ഞാൽ കാർമേഘവും ആന്തരികമായി കാർമേഘത്തെ പോലെ തന്നെ എന്തുണ്ട് തിരമാലകളും വെളിച്ചത്തെ തടയുന്നു. ആൽബിഡോനെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ടായി കഴിഞ്ഞ എൻ്റെ ഇതിൽ. അപ്പോൾ തിരമാല അത്രയും ഇരുട്ടാണ് താഴേക്ക്. ആ ഇരുട്ടാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. ഇനി ഇതിൻ്റെ അടിയിൽ പോലും വെളിച്ചം തടയുവാൻ വേണ്ടി ഈ രണ്ട് തിരമാലകളുണ്ട്, അതിൻ്റെ മുകളിൽ പിന്നെയും കാർമേഘവുമുണ്ട്. എന്നിട്ടും അടിയിൽ അവിടെ ഖുർആൻ പറയുന്നത് ബഹറുൽ ലുജ്ജിയുൻ യഅശാഹു,
മൗജുൻ അല മൗജുൻ മൗജുൻ എന്നാണ്. അതല്ലാതെ ആളും വ്യക്തിയൊന്നുമല്ല. വ്യക്തിയെക്കുറിച്ചൊന്നും അവിടെ പറയണില്ല. എന്തുമാത്രമാണ് പറയണത്? ഇരുട്ടുകളെ കുറിച്ച് മാത്രമാണ്. ആ ഇരുട്ടിനെ പൊതിയുന്നു എന്ത്? ആദ്യം ഒരു തിരമാല, പിന്നെ അതിന് മുകളിൽ തിരമാല, അതിന് മുകളിൽ തിരമാല. തീർച്ചയായും ജബ്ബാർ മാഷ് സൂചിപ്പിച്ചതുപോലെ ഇടക്കാലഘട്ടത്തിലെ ആളുകൾ സ്വാഭാവികമായിട്ടും ഒരു തിരമാലയുടെ മുകളിലുള്ള തിരമാലയാണ് എന്ന് വിചാരിച്ചിരിക്കാം. പക്ഷേ അവിടെ ഖുർആൻ പ്രയോഗിക്കുന്ന അതേ പ്രയോഗം ഓഷ്യാനസ് എടുത്ത് പറയുന്നു. എന്ത്? തിരമാലക്ക് മുകളിൽ തിരമാല. അവിടെ ഖുർആന്റെ കൃത്യത. അല്ലാതെ ഖുർആൻ അത് വെച്ചുകൊണ്ട് ആരെങ്കിലും ഓഷ്യാനോഗ്രഫിക് പഠനം നടത്തണമെന്നൊന്നുമല്ല പറയണത്. അവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്ന പദങ്ങളുടെ കൃത്യത ഓരോ രംഗത്തും നമ്മൾ കാണുക. അതാണ് ഓരോ രംഗത്തും. അവിടെ ഒരിക്കലും തന്നെ പരിശുദ്ധ ഖുർആൻ ഓഷ്യോനോഗ്രഫി പഠിപ്പിക്കുവാൻ വേണ്ടി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ആർക്കും അങ്ങനെ വാദമല്ല, ഖുർആനും വാദമില്ല. എൻ്റെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഖുർആന് പറയാനുള്ളത് എക്കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ധാർമ്മിക പദ്ധതിയെക്കുറിച്ചാണ്. അത് ഖുർആൻ പറയുന്നു. അത് അന്വേഷണാത്മകമല്ല, അപഗ്രഥനാത്മകമല്ല. തീർച്ചയായും അത് പറയുന്നത് ദിവ്യമായ സ്രോതസ്സാണ് എന്നതിന് തെളിവായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഇത്തരം വചനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ആ ദിവ്യമായ സ്രോതസ്സിൽ നിന്നാണ്, അഥവാ പടച്ചവരിൽ നിന്നാണ് പരിശുദ്ധ ഖുർആൻ കടന്നു വരുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവ് അതിൽ അബദ്ധമില്ല എന്നതാണ്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. അടുത്ത ചോദ്യം. എൻ്റെ പേര് സുഹൈൽ എന്നാണ്. ശ്രീ ഇ എ ജബ്ബാറിനോടാണ് ചോദ്യം. വിശുദ്ധ ഖുർആനിൽ ആധുനിക ശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല, ഒരു സൂചന പോലുമില്ല എന്നതാണ് താങ്കളുടെ വാദം. സയന്റിഫിക് മെത്തഡ്സ് എന്നാൽ ഇൻഡക്ഷൻ, ഒബ്സർവേഷൻ, എംപിറിസിസം എന്നിവയാണ്. ഒബ്സർവേഷണൽ എവിഡൻസിൻ്റെ ലിമിറ്റേഷൻസ് പരിശോധിക്കുമ്പോൾ, അതായത് ഡിഗ്രി തലത്തിലെങ്കിലും താങ്കൾ റിസർച്ച് മെത്തഡോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി എന്നൊരു അധ്യായം തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കെ ഒബ്സർവേഷണൽ എവിഡൻസിൻ്റെ ലിമിറ്റേഷൻസ് എന്നാൽ ഇതുവരെ നിരീക്ഷിച്ചിട്ടുള്ളവയിലുള്ള പരിമിതികൾ എന്നതാണ്. ഇതുവരെ നിരീക്ഷിച്ചിട്ടുള്ള ഒബ്സർവേഷണൽ എവിഡൻസുകളുടെ പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ അത്തരം ഒബ്സർവേഷണൽ എവിഡൻസുകൾ ലഭിച്ചേക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ ഖുർആനിൽ ആധുനിക ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന യാതൊന്നുമില്ല എന്ന് 100% certain ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ വാദം തന്നെ ശാസ്ത്രവിരുദ്ധമല്ലേ? ഇത്തരം ഒരു അബദ്ധം സംഭവിച്ചത് ശാസ്ത്ര വിഷയത്തിലുള്ള താങ്കളുടെ അറിവില്ലായ്മയല്ലേ? സി രവിചന്ദ്രൻ പറയുന്നത് പോലെ താങ്കൾക്കറിയാവുന്ന ഏക പണി ഇസ്ലാം മത വിമർശനമായതുകൊണ്ട് മാത്രമല്ലേ? ശാസ്ത്രം അതിൻ്റെ രീതിശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങളെ നിരീക്ഷിച്ച് അറിവ് നേടുന്ന ഒരു വിജ്ഞാന മേഖലയാണ്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ പരിപാടിയിൽ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിലോ കഥാപുസ്തകങ്ങളിലോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രമാണോ എന്ന് അന്വേഷിക്കുക എന്നൊരു അജണ്ടയേ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഈ മതഗ്രന്ഥങ്ങൾക്കകത്ത് ശാസ്ത്രമുണ്ടോ എന്ന അന്വേഷണം ശാസ്ത്രത്തിൻ്റെ രീതി അനുസരിച്ച് നടത്തേണ്ട കാര്യവുമില്ല. ഞാനിവിടെ പറഞ്ഞത് ഖുർആനിൽ അന്നത്തെ അറബികൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ എന്നാണ് പറഞ്ഞത്. ആ അറിവുകളല്ലാതെ അവർക്കറിയാത്തൊരു കാര്യം അന്ന് പുതുതായി അവർക്ക് അറിവായി കിട്ടുകയും ആ കിട്ടിയ അറിവ് പിന്നീട് ശാസ്ത്രം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒന്നും ഇതുവരെ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇവിടെ ആ തരത്തിൽ ഗവേഷണം നടത്തി ഇതാ ശാസ്ത്രം എന്ന് പറഞ്ഞ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള നൂറുകണക്കിന് സാധനങ്ങളെല്ലാം ഞാനിവിടെ വിശദീകരിച്ചതുപോലുള്ള ഉഡായിപ്പുകളാണ്. ഇനി അങ്ങനെ ദൈവിക ഗ്രന്ഥമാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ചോറ് വെന്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ചോറ് മുഴുവൻ ഞെക്കി നോക്കണ്ട. അതിനകത്ത് മണ്ടത്തരങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരു മണ്ടത്തരം അതിനകത്ത് ഉണ്ടെന്ന് തെളിയിച്ചാൽ അത് ദൈവികമല്ല എന്ന് തെളിയിക്കപ്പെട്ടില്ലേ? എത്ര മണ്ടത്തരങ്ങൾ നമ്മൾ കാണിച്ചു തന്നു.
ഇനി എത്ര മണ്ടത്തരങ്ങൾ നമുക്ക് കാണാനുണ്ട്. മനുഷ്യന് മണ്ടത്തരം പറ്റും, അതിൽ നമുക്ക് ആരും കുറ്റം പറഞ്ഞിട്ടില്ല. 6-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ എഴുതിയ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവതരിപ്പിച്ച പുസ്തകത്തിൽ ഭൂമി ഉരുണ്ടതാണെന്ന് പറയാൻ അയാൾക്ക് കഴിയില്ല. കാരണം കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ ശാസ്ത്രം പോലും മുഹമ്മദിന് അറിയില്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഭൂമിയുടെ ഗോളാകൃതി ഒന്നും ഖുർആനിൽ വരാതിരുന്നത്. കാരണം ഭൂമി ഗോളാകൃതിയിലാണെന്നൊക്കെ അതിന് എത്രയോ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വിജ്ഞാനം ലോകത്തുണ്ട്. പക്ഷെ അദ്ദേഹം ഈ മരുഭൂമിയിൽ ജീവിച്ച അദ്ദേഹത്തിന് അങ്ങനെ ഒരു അറിവ് കിട്ടാറ്റില്ലാത്തതുകൊണ്ടാണ് ആ സൂചന പോലും ഖുർആനിൽ ഇല്ലാതെ പോയത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭൂമിയുടെ കാര്യം എവിടെയാണ് 7 പരന്ന ഭൂമി? ഖുർആനിൽ 7 ഭൂമി പറയുന്നുണ്ട്. അത് പരന്ന തട്ടുകളാണെന്ന് പറയുന്നുണ്ട്. അതിന് പ്രവാചകൻ നൽകിയ വിശദീകരണം ഹദീസിലുണ്ട്. ആ വിശദീകരണം അനുസരിച്ച് 500 കൊല്ലത്തെ വഴിദൂരം അകലത്തിലുള്ള 7 തട്ടുകൾ, അതുപോലെ 500 കൊല്ലത്തെ വഴിദൂരം അകലമുള്ള 7 ആകാശത്തട്ടുകൾ, ഇങ്ങനെ 14 തട്ടുകളുള്ള ഒരു പ്രപഞ്ചത്തെക്കുറിച്ചാണ് ഖുർആനും ഹദീസും പറയുന്നത്. ഭൂമി ചലിക്കാതിരിക്കാൻ പർവ്വതങ്ങൾ അതിൽ സ്ഥാപിച്ചു എന്ന് പറയുന്നു. അത് കഥ വേറെ ഉണ്ട്. ഖുർആനിൽ സൃഷ്ടികഥ പറയുന്നിടത്തുണ്ട് എങ്ങനെയാണ് സംഭവിച്ചത്. ഖുർആനിൽ അൽ കലം എന്ന് പറയുന്ന ഒരു അധ്യായം തുടങ്ങുന്നത് നൂൻ എന്ന് പറഞ്ഞിട്ടൊരു അക്ഷരമാണ്. ആ നൂൻ എന്ന അക്ഷരത്തിന് ആധികാരികമായിട്ടുള്ള എല്ലാ തഫ്സീറുകളിലും ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ കഥയൊന്ന് വായിച്ചു നോക്ക്. ഞാൻ പണ്ട് ഏതോ പാളക്കിതാബിൽ ചെറുപ്പത്തിൽ വായിച്ചതായിരുന്നു. പക്ഷെ ആ തഫ്സീറുകൾ കണ്ടപ്പോഴാണ് ഇത് വെറും ഒരു പാളക്കിതാബിലെ കഥയല്ല, ഇതൊക്കെ ആധികാരികമായ ഹദീസാണെന്ന് മനസ്സിലായത്. ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചുകൊണ്ട്, ഇബ്നു അബ്ബാസിന്റെ തന്നെ തഫ്സീറിലുണ്ട്, തബരിയുടെ തഫ്സീറിലുണ്ട്, എല്ലാ തഫ്സീറുകളിലും ഉണ്ട് ആ കഥ. എന്താ കഥ എന്നറിയോ? ഭൂമി വെള്ളത്തിലാണ് ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കുന്നത്. വെള്ളത്തിൽ ഭൂമി ഉണ്ടാക്കി വെള്ളത്തിലാണ് പരത്തി വെച്ചപ്പോ ഭൂമി ഇങ്ങനെ ഇളകാൻ തുടങ്ങി. അപ്പോ ഈ നൂൻ എന്ന് പറയുന്നത് ഒരു മീനിന്റെ പേരാ, ഒരു തിമിംഗലം. ആ മീനിനെ വിളിച്ചു, ഭൂമി താങ്ങാൻ പറഞ്ഞു. ഭൂമിയെ താങ്ങിയപ്പോഴും ഇളക്കം നിന്നില്ല. അപ്പോ ഇളക്കം നിൽക്കാതെ താങ്ങിയപ്പോഴാണ് അള്ളാഹു ഇടക്കിടക്ക് ആണിയടിച്ചു നോക്കിയത് പർവ്വതം കൊണ്ട്, എന്നിട്ടും ഇളക്കം നിന്നില്ല. അപ്പോൾ ജിബ്രീൽ വന്നിട്ട് നിക്കട അവിടെ അനങ്ങാതെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ നിർത്ത ലോകാവസാനം വരെ ആ മീൻ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഭൂമി ഇളകാതെ നിൽക്കുന്നത്. എന്നിട്ട് ആ മീനിന് അള്ളാഹു 2 ഓഫറും കൊടുത്തു. എന്റെ പേര് ഞാൻ ഖുർആനിൽ ഉൾപ്പെടുത്തിക്കോളാം, എന്നാരും ബിസ്മില്ലാ ഇറക്കൂല. ഇതാണ് കഥ. ഈ കഥ ഏതെങ്കിലും ഒരു കിതാബിലല്ല, എല്ലാ ആധികാരിക തഫ്സീറുകളിൽ ഈ നൂനിന് പറയുന്ന കഥ. നൂൻ എന്നുള്ള അക്ഷരം പോലെ ഈ ഭൂമി താങ്ങിയപ്പോൾ മീനിന്റെ പുറങ്ങട്ട് താഴത്തേക്ക് വളഞ്ഞതുകൊണ്ടാണ് നൂൻ എന്ന് പേരിട്ടതെന്ന് പറഞ്ഞു. ആ കഥയിലാണ് ഈ ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ ബാലൻസിങ് ഒക്കെ ശരിയാ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണി അടിച്ചതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കെട്ടുകഥയിൽ നിന്ന് ഇത് ഇളകാതിരിക്കാൻ വേണ്ടി ആണി അടിച്ചു എന്ന് പറയുന്നതിലൊന്നും ഒരു ശാസ്ത്രവും നമ്മൾ കണ്ടെത്തേണ്ടതില്ല. കാരണം മരുഭൂമിയിൽ ടെന്റ് കെട്ടിയിരുന്നവരൊക്കെ കുറ്റി അടിച്ചിട്ടാണ് അത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിരുന്നത്. മരുഭൂമിയിൽ ഒട്ടകത്തിന്റെ തോല ഉണക്കാനിടുമ്പോൾ അത് പാറിപ്പോകാതിരിക്കാൻ അതിന്റെ 4 മൂലക്കൽ വരെ കല്ല് വെറുക്കി വെച്ചിട്ടുണ്ടാവും, കുറ്റി അടിച്ചിട്ടുണ്ടാവും, അത് പറന്നു പോകാതിരിക്കാൻ, ഇളകാതിരിക്കാൻ. അതുപോലെ പരന്നു കിടക്കുന്ന ഭൂമിയിൽ കുറെ കുറ്റി കണ്ടപ്പോൾ മുഹമ്മദ് നബിക്ക് തോന്നി ഇതൊക്കെ ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി കുറ്റി അടിച്ചതാണെന്ന്. അതിനപ്പുറം അതിനകത്ത് ശാസ്ത്രം അന്വേഷിച്ച് പോകേണ്ട ഒരു കാര്യവും ഇല്ല. ഹലോ, എൻ്റെ പേര് ആരിഫ് ഹുസൈൻ. MM അക്ബറിനോടാണ് ചോദ്യം. ഇവിടെ പ്രസന്റേഷനിൽ പറയുണ്ടായി സമുദ്രം താഴേക്ക് പോകുന്തോറും, അതിലേക്ക് നമ്മൾ ഡീപ് സീയിലേക്ക് പോകുന്തോറും ഇരുട്ട് തട്ടിനുമേൽ തട്ടായി, മുകളിലായി എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ മുകളിൽ തിരമാലയുണ്ട്, അതിൻ്റെ മുകളിൽ കാർമേഘമുണ്ട്. ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. ഏകദേശം ഒരു 10-20 അടിയോളം താഴെ മുങ്ങിപ്പോയിട്ടുണ്ട്. എന്നെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തപ്പോൾ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിൻ്റെ അടിയിൽ ഇരുട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നത്. രണ്ടാമത്തത്, ഒരു 2000 BC മുതൽ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2000 BC മുതൽ തന്നെ ഒന്നത്. രണ്ടാമത്തത്, ഒരു 2000 BC മുതൽ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2000 BC മുതൽ തന്നെ മുത്തുകൾ പെറുക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ മുത്തുകൾ കടലിൽ ലഭ്യമാവുക എന്ന് പറയും. കടലിലാവാം, ഏത് വാട്ടർ ബോഡിയിലും ആവാം. അതിൽ മിനിമം 12 അടി, അത് മാക്സിമം അല്ലെങ്കിൽ അതിൽ അപ്പുറത്തേക്ക് പോയ 40 അടി വരെ ആളുകൾ പോയി മുത്ത് പെറുക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഇവിടെ പറയണ്ടായി 20 അടിക്ക് അപ്പുറം ആരും മുങ്ങിപ്പോയിട്ടില്ല, ആരും പോകാറില്ല എന്നാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത് കേട്ടു. ഇനി ഇതിനപ്പുറം താങ്കൾ ഇതിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന ഒരു ചിത്രം,
അത് വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചോളൂ. അതിൽ ഇരുട്ട് താഴേക്ക് പോകുന്നതോറും കൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇരുട്ട് കുറഞ്ഞു വരികയല്ലേ ചെയ്യാം. കാരണം കടലിന്റെ പുറത്തേക്ക് വരുമ്പോൾ വെളിച്ചാണ് വരിക. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അതായത് താങ്കളിവിടെ കൊണ്ടുവന്ന ചിത്രവും അതിനെ സാധൂകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എക്സ്പ്ലനേഷൻസും ഖുർആനിൽ എഴുതിയിരിക്കുന്ന വാക്യവും ഇത് രണ്ട് ദിശയിലല്ലേ പോകുന്നത്? ഇതെങ്ങനെയാണ് താങ്കൾ പറയുന്ന കാര്യമായിട്ട് യോജിച്ചു വരിക? താങ്കൾ കൊണ്ടുവന്ന സാധനം തന്നെ ഇതിനെ ഖണ്ഡിച്ചു എന്ന് ഞാൻ പറഞ്ഞ താങ്കൾ എങ്ങനെ അതിനെ ഖണ്ഡിക്കും? ഞാൻ കൊണ്ടുവന്ന സാധനം ഖണ്ഡിക്കാൻ വേണ്ടി ഡോക്ടർ ആരിഫ് ഹുസൈൻ കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം കടലിന്റെ അടിക്ക് പോയിട്ട് മുങ്ങിയിട്ട് ബോധം കെട്ടുപോയതാണ്. അദ്ദേഹത്തിന്റെ ബോധം, അദ്ദേഹം ഡോക്ടർ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒന്നുകിൽ ഡോക്ടറേറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ ഡോക്ടർ ആയിരിക്കും, ശാസ്ത്രീയമായ ബന്ധമുള്ള ആളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ശാസ്ത്രീയമായ ഒരു കാര്യം പഠിക്കാൻ അതിനൊരു മെത്തഡോളജി ഉണ്ട്. ഒരാൾക്ക് ചിലപ്പോൾ കടലിന്റെ അടിക്ക് പോകുമ്പോൾ ഇരുട്ട് തോന്നും, കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ബോധം പോകുന്നതുകൊണ്ടാണത്. അതല്ലാതെ 200 മീറ്റർ വരെ ശാസ്ത്രം പറയുന്നത്, ഞാൻ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാണ് പ്ലീസ്, ഞാൻ പറയണ കേൾക്കൂ, 5 മിനിറ്റ് എന്റേതാണ് പ്ലീസ്. അപ്പോ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകണം സുഹൃത്തെ, നിങ്ങൾക്ക് ക്ഷമയുണ്ടാകണം, ക്ഷമിക്കുക. ഞാൻ പറഞ്ഞതിന് ശേഷം അടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് എൻ്റെ ഉത്തരമല്ലേ പറയാൻ പറ്റുള്ളൂ, നിങ്ങൾ വിചാരിച്ച ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായും ചോദിച്ചത് എന്താകട്ടെ, എനിക്ക് പറയാനുള്ള സൗകര്യമുള്ളത് പറയാൻ 5 മിനിറ്റ് കേട്ടോ. ഇവിടെ യുക്തിവാദി സംഘത്തിന്റെ നേതാക്കളുണ്ട്, അവരാണ് ഇത് നിയന്ത്രിക്കേണ്ടത്, അതല്ലാതെ താങ്കളെ പോലുള്ള ആളുകളല്ല. അപ്പോ ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ സമുദ്രത്തിൽ 200 മീറ്റർ വരെയുള്ള സ്ഥലത്തിനെ സമുദ്രശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന പേര് എപ്പിപീലാജിക് എന്നാണ്. എപ്പിപീലാജിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത് സൂര്യപ്രകാശ മേഖല എന്നാണ്. ഈ 200 മീറ്റർ വരെയുള്ള സ്ഥലത്ത് നമുക്ക് പോകാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് സൂര്യപ്രകാശം കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ വസ്തുക്കളെയും നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അതാണ് എപ്പിപീലാജിക് എന്ന് പറഞ്ഞാൽ അർത്ഥം. നിങ്ങൾക്ക് ഓഷ്യോണോഗ്രഫിയിലെ ഏത് ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നീട് അടുത്ത 200 മുതൽ 1000 മീറ്റർ വരെയുള്ള ാണ് ടിലൈറ്റ് മേഖല എന്ന് പറയുക. അതന്നെ ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ മീസോപിലാജിക് എന്ന് പറയുക. അതിൻ്റെ ശേഷമാണ് അർദ്ധരാത്രി എന്ന് പറയുന്ന ആ സ്ഥലം വരുന്നത്. അപ്പൊ അതിൻ്റെ ശേഷം തന്നെയാണ് ഇരുട്ടുള്ളത്. ആ ഇരുട്ട് വളരെ കൃത്യമാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മുത്തും പവിടവും എടുക്കാൻ വേണ്ടിയെല്ലാം മുമ്പ് പോയിട്ടുണ്ട്. ആ പോയതിനെ കുറിച്ചുകൂടി പഠിക്കുക, മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 20 മീറ്ററിന് അപ്പുറത്തുള്ള ആഴക്കടലിലല്ല അവർ പോയിരുന്നത്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അവർ മുത്തുപവിടങ്ങൾ എടുക്കാൻ വേണ്ടി പോയിരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പരിശോധിച്ചാൽ, ഇനി പരമാവധി ശാസ്ത്രീയമാണല്ലോ നമ്മൾ പറയേണ്ടത്, അല്ലാതെ മെറ്റീരിയൽ മെഡിക്ക പഠിച്ചതിന് ശേഷം അത് ഒഴിവാക്കുന്ന ശാസ്ത്രം അല്ലല്ലോ നമ്മൾ പറയേണ്ടത്. മറിച്ച് നമ്മൾ പറയേണ്ടത് യഥാർത്ഥ ശാസ്ത്രമാണ്. 200 മീറ്റർ താഴേക്ക് പോകാൻ ഒരു സാധാ മനുഷ്യന് കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം പ്രഷർ കൂടിയിട്ട് കഴിയില്ല. അപ്പൊ അത് വളരെ കൃത്യമായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. അതിന് താഴേക്ക് ഒരാൾക്കും പോകാൻ പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, താഴെയുള്ള ഇരുട്ട് ഒരാൾക്കും മുഹമ്മദ് നബിന്റെ കാലത്ത് അറിയില്ല. ആ ഇരുട്ട് മുഹമ്മദ് നബിയുടെ കാലത്ത് അറിയുമെന്ന് വരുത്താൻ വേണ്ടി ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല. ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ യുക്തിവാദികൾ എന്നെല്ലാം പറഞ്ഞാൽ ശാസ്ത്രം എന്നാണല്ലോ പറയണത്. കൊണ്ടുവരൂ നിങ്ങൾ മെറ്റീരിയൽ എവിഡൻസസ്. ഞാൻ പറഞ്ഞല്ലോ, ഭ്രൂണശാസ്ത്രം പറയുമ്പോഴേക്ക് ഹിപ്പോക്രാറ്റസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ അതിനാ ഹിപ്പോക്രാറ്റസ് ആയിട്ട് വന്നത്. അതേപോലെ തന്നെ ഗാലൻ ഉണ്ടെന്ന് പറയും, ഗാലനായിട്ട് വന്നത് അതിനാ. പറയൂ, നിങ്ങൾ വെറുതെ ബ്രൗസ് ചെയ്തിട്ട് ഗാലൻ കണ്ടിട്ട് പറഞ്ഞാൽ പോരാ, ഗാലനെ പഠിക്കൂ, ഗാലനെ കൊണ്ടുവരാലോ, പരിശോധിച്ചോ. ഖുർആനിൽ പറയുന്നത് ഗാലൻ പറഞ്ഞിട്ടുണ്ടോ, ഖുർആനിൽ പറയുന്നത് ഹിപ്പോക്രാറ്റസ് പറഞ്ഞിട്ടുണ്ടോ, പരിശോധിക്കുക, എന്നിട്ട് പറ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ശാസ്ത്രീയമായാണ് പറയേണ്ടത്. ഞാൻ പറയുന്നു, 200 മീറ്ററിന്റെ അപ്പുറത്തേക്ക് പോകാൻ മനുഷ്യന് കഴിയുമെന്ന് തെളിയിക്കാൻ ഡോക്ടർ എന്നല്ല ഒരാൾ വിചാരിച്ചിട്ടും കാര്യമില്ല. അതിന് എന്തെങ്കിലും നമുക്ക് മറ്റ് യന്ത്രങ്ങൾ വേണം, അതിൻ്റെ സഹായം വേണം. അതിനാണ് ബാറ്റിസ്ഫിയർ ഉണ്ടാക്കിയത്. ഞാൻ 925 മുതലുള്ള സമുദ്രശാസ്ത്രത്തിൻ്റെ കൃത്യമായ നാൾവഴികൾ ഞാൻ പറഞ്ഞു. ആ നാൾവഴികളിൽ 950കളിൽ മാത്രമാണ് 900 മീറ്ററിൻ്റെ താഴേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞത്. അതാണ് എൻ്റെ തെളിവ്, സയൻസാണ് എൻ്റെ തെളിവ്, അതല്ലാതെ വികാരമല്ല.
അടുത്ത ചോദ്യം. എൻ്റെ പേര് മുഹ്സിൻ. എൻ്റെ ചോദ്യം ജബ്ബാർ മാഷിനോടാണ്. പൊതുവെ നിരീശ്വരവാദികൾ ഈ സൃഷ്ടിവാദത്തെ, ഖുർആനിലൊക്കെ പറയുന്ന സൃഷ്ടിവാദത്തെ നിഷേധിക്കാൻ വേണ്ടി സൃഷ്ടിവാദത്തിന് പകരമുള്ളൊരു ആൾട്ടർനേറ്റീവായിട്ട് പറയുന്നത് പരിണാമവാദമാണ്. എന്നാൽ ഈ പരിണാമവാദത്തിന് ആദ്യമൊക്കെ തെളിവുകൾ ഉദ്ധരിക്കുമ്പോൾ പാലിയോന്റോളജിക്കൽ എവിഡൻസുകളായിരുന്നു ആദ്യം ഉദ്ധരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എവിഡൻസ് ആയി കൊണ്ടുവന്നപ്പോൾ ആദ്യത്തെ പാലിയന്റോളജിക്കൽ എവിഡൻസുകൾ അപ്രസക്തമായി മാറി. എന്നാൽ ഈ പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയവും പരിണാമ സിദ്ധാന്തത്തിന് ഒരു പിൻബലം നൽകാൻ അപര്യാപ്തമാണെന്ന് മനസ്സിലായപ്പോൾ അതിനുശേഷം ജങ്ക് DNA എവിഡൻസ് ആയി ഉദ്ധരിക്കാൻ തുടങ്ങി. ഇപ്പൊ അതിൽ നിന്നും വിട്ട് ക്രോമോസോമൽ എവിഡൻസുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിരീശ്വരവാദികളുടെ സൃഷ്ടിവാദത്തെ നിഷേധിക്കാനുള്ള അതിനു പകരം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആൾട്ടർനേറ്റീവായ ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ ഇന്ന് പറയപ്പെടുന്ന എവിഡൻസായ ക്രോമോസോമൽ എവിഡൻസുകൾ ഒന്ന് വിശദീകരിക്കാമോ? ഒന്ന്, നിരീശ്വരവാദികൾക്ക് ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ആരും ഇങ്ങനെ പതിച്ചു നൽകേണ്ട കാര്യമൊന്നുമില്ല. പരിണാമ സിദ്ധാന്തം പറയുന്നവരൊക്കെ നിരീശ്വരവാദികളൊന്നുമല്ല. ഈശ്വരവിശ്വാസികളായ എത്രയോ പരിണാമ ശാസ്ത്രജ്ഞന്മാർ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഡാർവിൻ പോലും നിരീശ്വരവാദിയായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല, അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ദ്വന്ദ്വം സൃഷ്ടിച്ചെടുക്കുന്നതിൽ തന്നെ യാതൊരു അർത്ഥമില്ല. നിരീശ്വരവാദം അത് സ്ഥാപിക്കാൻ വേണ്ടി പരിണാമ സിദ്ധാന്തം കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞത് നേരെ വിപരീതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പരിണാമ സിദ്ധാന്തം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും സാങ്കേതികമായിട്ടുള്ള നൂതനമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ള അറിവ് എനിക്ക് ആ വിഷയത്തിലില്ല. പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഓരോന്നും ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോകുന്നതായിട്ടല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറിച്ച് കൂടുതൽ ശാസ്ത്രം വികസിക്കുമ്പോൾ, ഏറ്റവും നല്ല തെളിവുകൾ ലഭ്യമാകുമ്പോൾ പഴയതിനെ അവഗണിച്ച് അല്ലെങ്കിൽ പഴയത് ആവശ്യമില്ലാതാവുമ്പോൾ പുതിയത് സ്വീകരിച്ച് പോവാണ്. ഇപ്പൊ ജനിതക ശാസ്ത്രം ഇല്ലാത്ത കാലത്താണ് ഈ ഫോസിലുകളും തെരഞ്ഞു നടന്നിരുന്നത്. ഇന്ന് മനുഷ്യന്റെയും ജന്തുക്കളുടെയും ഈ ജനിതക പഠനത്തിലൂടെ തന്നെ അതിന്റെ പൂർവീകരെ കണ്ടെത്താൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ ഇന്ത്യയിലെ ഏത് വംശക്കാരാണ് ഇവിടെ ആദ്യം വന്നതെന്ന് പോലും ജനിതക ശാസ്ത്രത്തിലൂടെ കണ്ടെത്തിയൊരു കാലമാണിത്. അത്രമാത്രം ജനിതക ശാസ്ത്രം വികസിച്ച് കഴിഞ്ഞ ഒരു കാലത്ത് തീർച്ചയായിട്ടും ആ ഒരു മെറ്റീരിയൽ ഉണ്ടാവുമ്പോൾ പിന്നെ മറ്റ് അതിനേക്കാൾ അപ്രസക്തമായ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ ജനിതക ശാസ്ത്രത്തിലൂടെ തന്നെ ജീവികളുടെ സംബന്ധിച്ചുള്ള മുഴുവൻ ഹിസ്റ്ററിയും ഇനി ഈ ജൈവശാസ്ത്രം കണ്ടെത്താൻ പോവുകയാണ്. അപ്പൊ ഇത് ഓരോന്ന് ഉപേക്ഷിച്ച് നിങ്ങൾ ഖുർആൻ വ്യാഖ്യാനിക്കുന്നത് പോലെ പോകുന്നതല്ല. ഖുർആൻ അങ്ങനെയാണ്. ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നു, അത് മണ്ടത്തരാണെന്ന് മനസ്സിലാവുമ്പോൾ വേറൊരു വ്യാഖ്യാനം കൊണ്ടുവരുന്നു, അത് ഉപേക്ഷിച്ച് വേറൊന്ന് പോകുന്നു. എങ്ങനെ പോയാലും എവിടെയോട്ട് എത്തുന്നില്ല. ഇതല്ല ശാസ്ത്രത്തിന്റെ രീതി. ശാസ്ത്രം മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർന്ന് വികസിച്ച് വരികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പരിണാമശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ ആഴത്തിൽ പഠിച്ചിട്ടില്ല. എൻ്റെ വിഷയവും അതല്ല. പിന്നെ നിരീശ്വരവാദികളുടെ കുത്തകയല്ല പരിണാമശാസ്ത്രം. പിന്നെ സൃഷ്ടിവാദത്തിന് ബദലായിട്ട് ശാസ്ത്രമാണ് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള മനുഷ്യന്റെ കയ്യിലുള്ള ഏറ്റവും ഫലപ്രദമായ ടൂള് ശാസ്ത്രമാണ് എന്നതുകൊണ്ട് എല്ലാ ഉൽപ്പത്തിയെക്കുറിച്ചും നമ്മൾ ശാസ്ത്രം എന്തു പറയുന്നു എന്നാണ് ആകാംക്ഷയോടെ നോക്കുന്നത്. സൃഷ്ടിവാദം എന്ന് പറയുന്നത് കെട്ടുകഥയാണ് എന്ന് ബോധ്യമായിട്ടുണ്ട്. അത് കെട്ടുകഥയാണ് എന്നതിന് ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ ഏതെങ്കിലും ഒരു പരിമിതിയോ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ആരുടെയെങ്കിലും ഒരു അജ്ഞതയോ ഈ കളിമണ്ണ് സിദ്ധാന്തം ശരിയാണ് എന്നതിന് യാതൊരു തെളിവും നൽകുന്നില്ല. അടുത്ത ചോദ്യം. എൻ്റെ പേര് ഷാജി. ശ്രീ MM അക്ബറിനോടാണ് ചോദ്യം. ഹൃദയത്തിലാണ് ബുദ്ധിയും ചിന്തയും എന്ന് ഖുർആൻ വചനത്തെ മുൻപ് വിശദീകരിച്ചത് അത് ഭാവനയാണ് എന്നും കവികൾ ഹൃദയത്തിൽ തൊട്ടു എന്ന് പറയുന്നത് പോലെയാണ് മുൻപ് ഇസ്ലാമിക പണ്ഡിതർ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ഹൃദയത്തിൽ ചിന്ത ഉണ്ട് എന്നും ഗവേഷണം നടന്നു എന്നാണ്. ഈ ഗവേഷണം പോലും കൃത്യമായി തെളിഞ്ഞ ഒന്നല്ല. അപ്പോൾ ശാസ്ത്രം വീണ്ടും പുതിയ കണ്ടെത്തൽ നടത്തിയാൽ വ്യാഖ്യാനം മാറുമോ? എന്താണ് അവസാന നിലപാട്? ഷാജിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ
ചോദ്യങ്ങൾക്ക് അനുബന്ധമായിട്ട് തന്നെയാണ് അത് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ ചിന്തയെക്കുറിച്ച് പറയുമ്പോൾ, നന്മതിന്മകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഖൽബിന്, ഹൃദയത്തിന് എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ ബന്ധം തീർച്ചയായും പലരും പല രൂപങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, വ്യാഖ്യാനമല്ല. തീർച്ചയായും അതെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്, ഖുർആനിൽ പറയുന്നുണ്ട് എന്നുള്ള കാര്യം. സ്വാഭാവികമായും നമ്മളുടെ പഠനങ്ങൾ വർദ്ധിക്കുമ്പോൾ എന്തായിരിക്കാം പരിശുദ്ധ ഖുർആനിൽ ഖൽബ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്? ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട് ഖൽബ് എന്നതുകൊണ്ട് മുമ്പെല്ലാം മസ്തിഷ്കം മാത്രമാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രം എന്ന് വിചാരിക്കപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലമല്ല ഇന്ന്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പൊ മസ്തിഷ്കം മാത്രം ഇത് പറഞ്ഞ സമയത്ത് ചില പണ്ഡിതന്മാർ, ചില ആളുകൾ പറഞ്ഞിരുന്നു തീർച്ചയായും വികാരമായിരിക്കാം ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. എക്കാലഘട്ടത്തിലും ഖുർആൻ പറയുന്ന കാര്യം ഖൽബ് എന്നത് ചിന്തയുമായി, അതേപോലെ തന്നെ നന്മതിന്മകളുടെ തെരഞ്ഞെടുപ്പുമായി എന്തൊക്കെയോ ബന്ധമുള്ള സംഭവമാണിത്. അപ്പൊ അത് ഇന്ന് നമ്മൾ മസ്തിഷ്കമാണ് ശരീരത്തിന്റെ നിയന്ത്രണം എന്ന് പറയുന്നു. തീർച്ചയായും അത് ശരിയുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തലച്ചോറിനെ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിന് വളരെ കൃത്യമായി മാപ്പ് ചെയ്യാൻ പറ്റും. ഇന്ന് ശരീരത്തിന്റെ ഓരോ ഭാഗവും എങ്ങനെയാണ്, തലച്ചോറിൽ എവിടെയാണ്, മോട്ടോർ ന്യൂറോസിസിൽ മോട്ടോർ കോർട്ടക്സിൽ എവിടെയൊക്കെയാണ് ശരീരത്തിന്റെ ഓരോ ഭാഗവും നിയന്ത്രിക്കാനുള്ള ന്യൂറോണുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് കൺട്രോളാണ്. അതേസമയം യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട ഹൃദയത്തിന്റെ നിർവഹണം എന്താണ് നമുക്കറിയില്ല. ഖുർആൻ ഇങ്ങനെ പച്ചയായി പറയുന്നു, തീർച്ചയായും അറിയില്ല. ആ അറിവിലേക്ക് ഉള്ള പുതിയ തെളിവുകളാണ്, അല്ലെങ്കിൽ ആ അറിവിലേക്ക് പോകുന്ന ചില പുതിയ പഠനങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ആ പഠനങ്ങൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് എത്തും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ചോദ്യം. എൻ്റെ പേര് അബ്ദുള്ള ബാസിൽ എന്നാണ്. ജബ്ബാർ മാഷിനോടാണ് എൻ്റെ ചോദ്യം. ജബ്ബാർ മാഷ് ഈ വിഷയത്തിൽ, സംവാദ വിഷയത്തിൽ തന്നെ മുമ്പ് നടത്തിയിട്ടുള്ള ലേഖനങ്ങളും അതുപോലെ തന്നെ സംസാരങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ജബ്ബാർ മാഷിൻ്റെ ഖുർആനിൽ ശാസ്ത്ര സൂചനകളോ എന്നുള്ള ഒരു ലേഖനം, അതിൽ അദ്ദേഹം ഒരു ഖുർആൻ വാചകം ഉദ്ധരിക്കുന്നുണ്ട്. ഖുർആനിലെ 5-ാം അധ്യായം 101-ാമത്തെ വചനമാണ് ഉദ്ധരിക്കുന്നത്. അതിൻ്റെ അറബി ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് കൊടുക്കുന്നത്: "Ye who you believe, ask not questions about things which is made plain to you may cause you trouble." എന്നിട്ട് 3 കുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കൊടുക്കുന്നത് "Some people before you ask questions and on that account lost their faith." എന്നിട്ട് പറയുന്നത് മനസ്സിലായില്ലേ, ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, അങ്ങനെ ചോദിച്ചവരൊക്കെ കാഫിറുകളായി തീരുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ്. അതായത് ഖുർആൻ ചോദ്യം ചോദിക്കുന്നതിനെയും അന്വേഷണാത്മകതയും എല്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ്. ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളതിന് 5-ാം അധ്യായം 101-ാമത്തെ ആയത്ത് ഉദ്ധരിക്കുകയാണ് മാഷ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെ മാഷ് ഒരു 3 കുത്തിട്ട ഭാഗത്തിന്റെ അർത്ഥം കൊടുത്തിട്ടില്ല. അവിടെ നമ്മൾ ആ ആയത്ത് തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഭാഗത്തുള്ളത് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതായത് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അതായത് ചോദ്യം ചോദിക്കണം. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കണം, അങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ആയത്ത് അതിൽ ഇടഭാഗത്തുള്ള അർത്ഥം കട്ട് ചെയ്തുകൊണ്ട് അവിടെ 3 കുത്തു മാത്രം ഇട്ടുകൊണ്ട് കണ്ടോ, ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല, അന്വേഷണാത്മകത തന്നെ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളത്. ആ ഏതെങ്കിലും 2 ആയത്തുകൾ അവിടുന്ന് ഇവിടുന്ന് ഉദ്ധരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരേ ആയത്തിന്റെ തന്നെ അർത്ഥം കൊടുക്കുമ്പോൾ നടുഭാഗത്തുള്ള അർത്ഥം വിട്ടുകളഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് അത് വളരെ ഒരു തട്ടിപ്പ് എന്ന് വിളിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല. അത് വളരെ മോശം പരിപാടിയല്ല. നമ്മളൊരു ഗ്രന്ഥത്തെയോ ഒരു ദർശനത്തെയോ വിമർശിക്കുമ്പോൾ നടുഭാഗത്തുള്ള അർത്ഥം കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക പോലെയുള്ള കാര്യങ്ങൾ മോശമായൊരു കാര്യമല്ല. ഇതിനെങ്കിലും ഒരു നേരിട്ടുള്ള ഉത്തരം, നേരത്തെ ലിമിറ്റേഷൻ ഓഫ് സയൻസിനെ കുറിച്ചായിരുന്നു ചോദിച്ചത്, പക്ഷെ വേറെന്തോ ആണ് മാഷ് മറുപടി പറഞ്ഞത്. ഈ വിഷയത്തിലെങ്കിലും എന്തിനാണ് 5-ാം അധ്യായം 101-ാമത്തെ ആയത്ത് അർത്ഥം കൊടുത്തപ്പോൾ നടുഭാഗം കട്ട് ചെയ്തുകൊണ്ട് അർത്ഥം കൊടുത്തത്? ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ മോശമല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് ഏത് ലേഖനത്തിലാണ് ഏത് പുസ്തകത്തിലാണെന്ന് എനിക്ക്
ഓർമ്മയില്ല, അത് പരിശോധിക്കണം. അങ്ങനെ കട്ട് ചെയ്ത് തട്ടിപ്പ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഖുർആനിൽ നിങ്ങൾ ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ അധികം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്ന ഒരു വാചകം ഉള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതിനൊരു കഥയുമുണ്ട്. അത് ഹലാലയും ഹറാമായും കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് കൂടുതൽ ഹലാലുകളും കൂടുതൽ ഹറാമുകളും ഉണ്ടാക്കുന്നതിന് ഇടവരുത്തരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു വ്യാഖ്യാനമൊക്കെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഏത് വാക്യത്തിൽ, ഏത് പുസ്തകത്തിലാണ്, ഏത് ലേഖനത്തിലാണ് അങ്ങനെ തട്ടിപ്പ് കാണിച്ച് കുത്തിട്ടത് എന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് പരിശോധിച്ചിട്ട് പറയാം. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം അക്ബർ സാഹിബിനോടാണ്. എൻ്റെ പേര് സുഹൈൽ, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. 10 പേര് വായിച്ചു നോക്കുമ്പോൾ ഒരു ഗ്രന്ഥത്തിന് 10 അർത്ഥം കിട്ടുകയാണെങ്കിൽ അതൊരു നോവലോ അല്ലെങ്കിൽ കൽപ്പിത കഥയോ ആണെങ്കിൽ അത് തൃപ്തികരമാകും. പക്ഷേ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും ഈ ലോകത്തെ മനുഷ്യൻ എങ്ങനെ വീക്ഷിക്കണമെന്നുമുള്ളതിന് വസ്തുനിഷ്ഠമായി പിന്തുടരേണ്ട ഒരു മഹത്തായ ഗ്രന്ഥമാകുമ്പോൾ അതിന് വസ്തുനിഷ്ഠമായ ഒരു അർത്ഥം വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ആലിമ്രാനിൽ 7-ാം വചനത്തിൽ പറയുന്നത്, ഖുർആനിൽ വ്യക്തമായ അക്ഷരാർത്ഥത്തിലുള്ളത്, അതായത് മുഹ്കമാത്തായ ആയത്തുകളുണ്ട്, അതല്ലാതെ ദൃഷ്ടാന്തപരമായ അർത്ഥങ്ങളുള്ള, അതായത് മുത്തശാബിഹാത്തായ വചനങ്ങളുമുണ്ട് എന്നാണ്. ഇങ്ങനെ 2 തരത്തിലാണ് വചനങ്ങളുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി ഞാനൊരു ഉദാഹരണം പറഞ്ഞതിന് ശേഷം എൻ്റെ ചോദ്യത്തിലേക്ക് കടക്കാം. സൂറത്തുൽ കഹ്ഫ് 82-ാം വചനത്തിൽ ദുൽഖർനൈൻ രാജാവ് സൂര്യൻ അസ്തമിക്കുന്നത് കാണുന്ന വചനമാണ് അതിൽ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് അക്ബർ സാഹിബ് പറയുന്ന വിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ദുൽഖർനൈൻ രാജാവ് കാണുന്നതാണെന്നാണ്. പക്ഷെ സുനനു അബൂദാവൂദ് 3991-ാമത്തെ ഹദീസിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇതിനെ വസ്തുനിഷ്ഠമായി പറയുന്നുണ്ട്. ഇനി എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഖുർആനിൽ യാതൊരുവിധ സയന്റിഫിക് എറേഴ്സും ഇല്ല എന്നാണ് അക്ബർ സാഹിബ് ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി ഖുർആനിലെ 6236 ആയത്തുകളും ഇത്തരത്തിലുള്ള അക്ഷരാർത്ഥത്തിലുള്ളതും അതേപോലെ തന്നെ ദൃഷ്ടാന്തപരമായിട്ടുള്ളതുമായിട്ട് വേർതിരിക്കണം. ഇങ്ങനെ വേർതിരിക്കണം എന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി മുതൽ ഇബ്നു കസീർ മുതൽ ഇമാം റാസി മുതൽ MM അക്ബർ വരെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് സാർവലൗകികമായി സാർവകാലികമായിട്ട് അംഗീകരിക്കാൻ പറ്റിയ ഒരു മാനദണ്ഡം വേണം. അങ്ങനെ ഒരു മാനദണ്ഡം എന്താണ്? ചോദ്യമാണ് ചോദിക്കേണ്ടത്, പ്രസംഗമല്ലല്ലോ അല്ലേ. നമ്മുടെ അധ്യക്ഷൻ 2 പ്രാവശ്യം ഇടപെട്ടിട്ടും എൻ്റെ സുഹൃത്ത് സുഹൈൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിന് കൃത്യമായ, എൻ്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള വചനങ്ങളെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് സൂറത്ത് ആൽ ഇംറാനിലെ 7-ാമത്തെ വചനത്തിൽ പറയുന്ന അതെന്താണ്? മുഹ്കമായ, എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാ രൂപത്തിലും സ്വീകാര്യമായ, അഥവാ ഒരു വിശദീകരണവും ആവശ്യമില്ലാത്ത വിധം മനസ്സിലാകുന്ന വചനങ്ങളുണ്ട്. ഈ വചനങ്ങളാണ് ഖുർആന്റെ സത്ത, ഖുർആന്റെ കാമ്പ്. അത് മാത്രം പഠിച്ചാൽ തന്നെ ഒരാൾക്ക് നല്ല മുസ്ലിമായി ജീവിക്കാൻ കഴിയും, നല്ല രൂപത്തിൽ മാർഗദർശനം ലഭിക്കും. എന്നാൽ ഖുർആനിൽ മുത്തശാബിഹായ ആയത്തുകളുണ്ട്. മുത്തശാബിഹായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് ഞാനിവിടെ ഉദ്ധരിച്ച ആയത്ത് തന്നെ, ഈ ആയത്ത് ദുലുമാത്ത് ഉണ്ടെന്ന് പറയുന്നു, മൗജുണ്ടെന്ന് പറയുന്നു, അതിന്മേൽ മൗജുണ്ടെന്ന് പറയുന്നു, എല്ലാം പറയുന്നു. അത് എല്ലാ കാലഘട്ടത്തിലെയും ആളുകൾക്ക് എല്ലാ രൂപത്തിലും പൂർണ്ണമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ആയത്തുകളെ വെറുതെ അതിൻ്റെ പിന്നിൽ പോകേണ്ടതില്ല. അത് അതേപോലെ മനസ്സിലാക്കിയാൽ മതി. അത് മറിച്ച് അതിനെ നമ്മുടേതായ ചിന്ത വെച്ച് ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധാർമ്മിക മാർഗനിർദ്ദേശത്തിന്, ഖുർആനിന്റെ അടിസ്ഥാനപരമായ ദൗത്യത്തിന് ഉള്ള വചനങ്ങൾ മുഹ്കമായ ആയത്തുകളാണ്. ആ ആയത്തുകളാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. അതേസമയം മറ്റേത് കാലം വരുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളും എന്നോ അതല്ലെങ്കിൽ വിവരമുള്ള ആളുകൾ അവർ അത് പറഞ്ഞു തരും എന്തോ ആണ്.
പിന്നെയുള്ളത് എല്ലാ പണ്ഡിതന്മാരും ഒന്നിച്ചിരുന്നിട്ട് ചെയ്യേണ്ടതല്ലേ എന്നല്ലേ? അത് ചെയ്യേണ്ടതില്ല. മുത്തശാബിഹായ ആയത്തുകളുടെ അവസ്ഥ അത് തന്നെയാണ്. മാനദണ്ഡം ഇത് തന്നെയാണ്. പരിശുദ്ധ ഖുർആനും എൻ്റെ ഹുക്കുമുകളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അഥവാ മുഹ്കമായ വിഷയങ്ങൾ, അത് പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാഖ്യാനിച്ചതനുസരിച്ചാണ്, അതേപോലെ തന്നെ അതിൽ നിന്ന് സ്വഹാബിമാർ മനസ്സിലാക്കിയതനുസരിച്ചാണ് എന്നുള്ളതാണ് അതിൻ്റെ മാനദണ്ഡം. മറ്റേതിന് നമുക്ക് തീർച്ചയായും കാലങ്ങൾ കഴിയുമ്പോഴുള്ള അറിവിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് മനസ്സിലാക്കുവാനും അറിയുവാനുമുള്ള മാർഗങ്ങൾ ഉണ്ടാകും. കൃത്യമായി തന്നെ മാർഗങ്ങൾ ഉണ്ടാകും. ആ മാർഗങ്ങളിൽ പുതിയ പുതിയ അറിവുകൾ വരുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് പറഞ്ഞു, സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം യതബയ്യനു ലഹും അന്നഹുൽ ഹഖ്. ഈ ഇതേപോലെയുള്ള ആയത്തുകൾ പുതിയ പുതിയ കാലം വരുമ്പോൾ നമുക്ക് പരിശുദ്ധ ഖുർആൻ സത്യമാണ് എന്നതിന് കൂടുതൽ കൂടുതൽ തെളിവായി വരും. അത് നുള്ള മാനദണ്ഡം എന്നുള്ളത് ആ ആയത്തുകൾ തന്നെയാണ്. ആയത്തുകളെ നിങ്ങൾക്ക് ഭാഷാപരമായി ഞാനിപ്പോൾ പറഞ്ഞു, ഈ ആയത്തിനെ ആ ആയത്തിന് ഭാഷാപരമായി ഞാനിവിടെ സൂചിപ്പിച്ചു. ലൈൻ്റെ ഡിക്ഷണറി, ലൈൻ്റെ ലെക്സിക്കൺ നിങ്ങൾക്ക് പരിശോധിക്കാം, ആർക്കും പരിശോധിക്കാം. ആ ഞാൻ പറയുന്ന ശാസ്ത്രീയമായ കാര്യങ്ങൾ പരിശോധിക്കാം. അതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ആ വിഷയത്തിൽ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത്. യെസ്, ഇനി അവസാനത്തെ സെറ്റ് ചോദ്യമാണ്. എൻ്റെ പേര് ഫഹദ്. എനിക്കൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാനുള്ളത്. ഇവിടെ ജിയോഗ്രഫിയും എംബ്രിയോളജിയും അങ്ങനെ പല സാധനങ്ങളുണ്ടായിട്ടും ജബ്ബാർ മാഷിന് യാതൊരു ഐഡിയ ഇല്ലാത്ത ഓഷ്യനോഗ്രഫി കൊടുന്ന് അദ്ദേഹത്തെ കുടുക്കിയത് വളരെ അദ്ദേഹത്തോട് ചെയ്ത വളരെ ഒരു ദ്രോഹമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നേരത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ച താങ്കളുടെ ബ്ലോഗ് ഖുർആനിൽ ശാസ്ത്ര സൂചന എന്ന ബ്ലോഗ്, അതിൻ്റെ ലിങ്ക് ഇപ്പോഴും കയ്യിലുണ്ട്. അത് താങ്കൾക്ക് മുമ്പിൽ ഹാജരാക്കാനും തയ്യാറാണ്. അതിൽ തെറ്റ് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പല സുഹൃത്തുക്കളും താങ്കൾക്ക് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തിരുത്താൻ താങ്കൾ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് കാലമായി ഇസ്ലാം വിമർശന ഖുർആൻ വിമർശന രംഗത്ത് താങ്കൾ ഉണ്ട്. എങ്കിലും ഖുർആനിൽ അത്തരത്തിൽ താങ്കൾക്ക് തെളിവായി തോന്നിയ ശാസ്ത്രീയമായ യാതൊരു അത്ഭുതങ്ങളും കാണാത്തത് കൊണ്ടാണ് ഖുർആനെ ദൈവികമായി അംഗീകരിക്കാത്തത് എന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ താങ്കൾ ഇതിൻ്റെ ഭാഗമായി ധാരാളക്കണക്കിന് പ്രാവശ്യം ഖുർആൻ വായിക്കുകയും ധാരാളം തഫ്സീറുകൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ പറയുകയുണ്ടായി. താങ്കൾ ഇത്രയും കാലത്തിനുള്ള പഠനത്തിനിടയിൽ ഖുർആനിലെ സൂറത്ത് നൂറിലെ ഇവിടെ വിശദീകരിക്കപ്പെട്ട 40-ാമത്തെ ആയത്ത് താങ്കൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഇത്രയും വ്യക്തമായ കൃത്യമായ പദപ്രയോഗങ്ങൾ ഖുർആൻ ഇവിടെ വിശദീകരിക്കപ്പെട്ട സന്ദർഭത്തിൽ പോലും വിക്കി ഇസ്ലാം നോക്കി അതിനെന്തെങ്കിലും ഒരു മറുപടി കിട്ടുമോ എന്നാണ് താങ്കൾ കണ്ടെത്താൻ ശ്രമിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേവലം ഇസ്ലാം വിമർശന സൈറ്റുകൾ ഉന്നയിക്കുന്ന അവർ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് യാതൊന്നും താങ്കളെ കൊണ്ട് സാധ്യമാവുകയില്ല എന്നാണോ? അല്ലെങ്കിൽ ഇവിടെയുള്ള യുക്തിവാദികൾക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ കൃത്യമായി വിഷയം അവതരിപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് താങ്കൾ വാക്ക് പാലിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറാവുമോ? ഓഷ്യാനോഗ്രാഫിയിൽ ഞാൻ കുടുങ്ങിപ്പോയി കലിമ ചെല്ലണം എന്നാണ് മൂപ്പര് പറയുന്നത്. ഞാൻ ആ ഓഷ്യാനോഗ്രാഫി അവതരിപ്പിച്ചപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഈ കൈ പുറത്തേക്ക് നീട്ടിയാലും കാണൂല എന്നാണ്. എവിടുന്ന് പുറത്തേക്ക് നീട്ടുന്ന കാര്യം അവിടെ പറയുന്നത്. 1. 2, മഴക്കാറുണ്ട് ഈ തിരമാലൻ്റെ മേലെ പൊതിഞ്ഞു നിൽക്കണമെന്നാണ്. ആഴക്കടലിൽ കിലോമീറ്റർ കണക്കിൽ ആഴമുള്ള കടലിൽ എവിടെയാണ് മഴക്കാറ് പൊതിഞ്ഞിരിക്കുന്നത്? അതുകൂടി അത് രണ്ടും നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ഓഷ്യാനോഗ്രാഫിയും കൊണ്ടുവന്നാൽ ഞാൻ കലിമ ചൊല്ലിക്കോളാം. അടുത്ത ചോദ്യം ഈ ഭാഗത്തു നിന്നാണ്. അവസാനത്തെ ചോദ്യമാണ്. ചോദ്യമുണ്ടോ? അപ്പൊ നേരത്തെ തുടർച്ചയായിട്ട് ചോദിക്കുകയാണ്. നേരത്തെ ഷാജി എന്ന് പറഞ്ഞ സുഹൃത്ത് ചോദിച്ചിരുന്നു, പണ്ട് ഹൃദയത്തിൽ നിന്ന് ചിന്തിക്കാന്നുള്ളതിന് കാൽപ്പനികമായ ഭാവനികമായ തഫ്സീറുകൾ ഉണ്ടായിരുന്നു, ഇന്ന് അതിന് ശാസ്ത്രീയമായ തെളിവുകൾ വന്നു. അതേപോലെ നമുക്ക് ശാസ്ത്രീയമായിട്ട് ഒപ്പിച്ച് തെളിയിക്കാൻ പറ്റിയ ആയത്തുകൾ അത്
അക്ഷരാർത്ഥത്തിലുള്ളതാണ്, അതായത് മുത്തഹാമിക ആണ് എന്നും, അതല്ല അങ്ങനെ ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ പറ്റാത്ത ആയത്തുകൾ അത് ദൃഷ്ടാന്തപരമായിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ഒരു ചെറി പിക്കിംഗ് ഫാലസിയാണ്. അതായത് നമ്മൾ തെരഞ്ഞെടുപ്പ്, നമ്മൾക്ക് സ്വയം തോന്നുന്നത് തെരഞ്ഞെടുക്കുക, എന്നിട്ട് അത് മുത്തഹാമിക ആണെന്ന് പറയുക, അല്ലാത്തത് മുത്തശാബിഹ ആണെന്ന് പറയുക. അപ്പൊ ഇത് ഓരോരുത്തരും ഓരോ കാലത്തും ചെയ്തു വരുന്നതാണ് എന്നുള്ളത് നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞു. പണ്ടത്തെ തഫ്സീറിൽ അത് ദൃഷ്ടാന്തപരമായിരുന്നു, ഇന്ന് അതിന് ശാസ്ത്രീയമായ തെളിവ് വന്നപ്പോൾ അത് അക്ഷരാർത്ഥത്തിലുള്ളതായി. അപ്പൊ ഇവിടെ ഒരു ഇരട്ടത്താപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സാർവകാലികമായ സാർവലൗകികമായ, അതായത് ഒരു ഡിമാർക്കേഷൻ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ അതിനൊരു യൂണിവേഴ്സാലിറ്റി വേണം. അതാണ് ചോദിച്ചത്. അത്തരം യൂണിവേഴ്സാലിറ്റി ഉള്ള ഒരു ഡിമാർക്കേഷൻ ക്രൈറ്റീരിയ, ഒരു വേർതിരിക്കാനുള്ള മാനദണ്ഡം ഈ രണ്ട് ടൈപ്പ് ഓഫ് ആയത്തുകൾ തമ്മിൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാനദണ്ഡം എന്താണ്? അതേപോലെ നേരത്തെ ചോദിച്ച നിങ്ങൾ പറഞ്ഞ ദുൽഖർനൈനിയുടെ അത് ദുൽഖർനൈൻ രാജാവ് കണ്ടതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സുനനു അബൂദാവൂദിൽ നിന്ന് മുഹമ്മദ് നബി അങ്ങനെ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അക്ഷരാർത്ഥത്തിൽ പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിച്ചു. അതിനെപ്പറ്റിയും ഒന്നും പറഞ്ഞു കണ്ടില്ല. നേരത്തെ ചോദിച്ച ഡിമാർക്കേഷൻ മാനദണ്ഡമാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മുഹ്കമ് മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ക്ലിയർ ആണ്. മുഹ്കമ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതേസമയം മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട, അതേപോലെ തന്നെ മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ടിനും വളരെ കൃത്യമായി തന്നെ പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്തരം ആയത്തുകൾക്ക് സ്വാഭാവികമായും പല കാലങ്ങളിൽ പല രൂപങ്ങളിലുള്ള മനസ്സിലാക്കലുകൾ വരണത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പരിശുദ്ധ ഖുർആനിന്റെ ലക്ഷ്യം എന്നത് ഞാൻ നേരത്തെ വീണ്ടും പല പ്രാവശ്യം പറഞ്ഞതാണ്, സയൻസ് പഠിപ്പിച്ചിട്ട് സയന്റിഫിക് അവരുടെ യാർഡ് സ്റ്റിക്ക് അനുസരിച്ച് കാര്യങ്ങൾ പറയാനല്ല. ഖുർആൻ അത് പറയുമ്പോൾ പോലും ലക്ഷ്യമാക്കുന്നത് ഖുർആൻ പറയുന്ന അടിസ്ഥാനപരമായ ധാർമ്മിക നിയമങ്ങളും ധാർമ്മിക പദ്ധതിയും അതിൻ്റെ അടിത്തറകൾ വ്യക്തമാക്കലാണ്. ആ വ്യക്തമാക്കൽ വളരെ കൃത്യമാണ്. ഇനി സുനൻ അബൂദാവൂദിലെ വിഷയമാണ്, അത് ഞാൻ മറുപടി പറഞ്ഞില്ല എന്നത് ഒരു ആരോപണമായി നിലനിൽക്കേണ്ടതില്ല. കാരണം അബൂദാവൂദിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്, ഈ ദുൽഖർനൈൻ കണ്ടതായിട്ടാണ്. ദുൽഖർനൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ ഈ വെള്ളത്തിൽ പോകുന്നതായി കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൽ ആണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദുൽഖർനൈന്റെ കഥയിലാണ്. ദുൽഖർനൈന്റെ കഥയിൽ വെള്ളത്തിൽ ആണ്ടുപോകും. ഞാനും വെള്ളത്തിൽ സൂര്യൻ ആണ്ടു പോകുന്നത് എപ്പോഴും കാണാറുണ്ട്. ഞാൻ പരപ്പനങ്ങാടിയാണ്. പരപ്പനങ്ങാടി കടപ്പുറത്തെത്തിയാൽ ഞാൻ ഏത് ദിവസവും വേണമെങ്കിൽ വൈകുന്നേരം ഞാൻ അസ്തമയം കാണുന്നു എന്ന് പറയുന്നത് ചോദ്യമാണ്. ഇത് ചോദ്യമാണ്, ചോദ്യോത്തരാണ്. നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ഞാൻ ഉത്തരമാണ് പറയുന്നത്. നിങ്ങൾ ഉപചോദ്യം ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പറ്റില്ല. ഇവിടെ എന്താന്ന് വെച്ചാൽ, ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് കൃത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ അനുഭവമാണ്. ആ അനുഭവമാണ് അവിടെ വ്യക്തമാക്കുന്നത്. ആ അനുഭവം സത്യമാണ്. ആ അനുഭവം ചളിവെള്ളത്തിൽ സൂര്യൻ ആണ്ടുപോകുന്നു എന്ന അനുഭവമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു സഹോദരങ്ങളെ, ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ സഹാബ് നേരത്തെ പറഞ്ഞ ഇവിടെ ചോദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇവിടെ സൂചിപ്പിച്ച കാര്യം, അഥവാ കാർമേഘം ഇരുട്ട് സൃഷ്ടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അൽബിഡോ, അതേപോലെ തന്നെ രണ്ട് ബാഹ്യമായ വേവ്സും ബാഹ്യമായ തിരമാലകളും ആന്തരിക തിരമാലകളും ഇരുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അത് ഒന്നിനെ പൊതിഞ്ഞിട്ട് എന്നത് തന്നെയാണ്. അഥവാ ഒന്നിനെ പൊതിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു തിരമാലിന്റെ മുകളിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വരാന്നല്ല പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് MITയുടെ ഇത് കാണിച്ചു തന്നു, അഥവാ തെർമലായിട്ടുള്ള പിക്ചർ കാണിച്ചു തന്നു, വീഡിയോ കാണിച്ചു തന്നു. അവിടെ ഒരു തിരമാല, അത് ചിലപ്പോ 100 കണക്കിന് മീറ്ററുകൾ താഴെയായിരിക്കും. അതിന്റെ മുകളിൽ 100 കണക്കിന് മീറ്ററുകളിൽ മുകളിലാണ് അടുത്ത തിരമാല. അതേപോലെ തന്നെ അതിന് മുകളിലാണ് മേഘം. ഇനി അറബികൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണല്ലോ. തീർച്ചയായും അറബികൾക്ക് അറിയാമല്ലോ തിരമാലിന്റെ മുകളിൽ തന്നെ മേഘം ഉണ്ടാവില്ല എന്ന്. മേഘം മുകളിലാണ്. തീർച്ചയായും ആ അറബികൾ തിരമാലിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു മേഘത്തെ കണ്ടു എന്ന് ഏതായിരുന്നാലും ദുർവ്യാഖ്യാനിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് പ്രശ്നമല്ല. കൈകൾ പുറത്തെടുക്കാനല്ല, കൈ എവിടെ ഇട്ടിട്ട് പുറത്തെടുക്കാനല്ല, കൈ പുറത്തെടുക്കാനാണ് കൈ പുറത്തെടുക്കാൻ അതിന്റെ അർത്ഥം. കൈ കാണാൻ വേണ്ടി പുറത്തെടുക്കാനാണ് അതിന്റെ അർത്ഥം.
എടുക്കാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞാൽ രോഗി ഈ ഉള്ളിടത്തുനിന്ന് കൈകൾ നീട്ടും. ഇതേപോലെ തന്നെ കൈകൾ പുറത്തെടുത്താൽ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കൈ കാണാൻ കഴിയില്ല, ശരീരം കാണാൻ കഴിയില്ല എന്ന വസ്തുത വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും എൻ്റെ സുഹൃത്തുക്കളോട്, എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ ഇയാളി പറയുന്നത് പോലെയുള്ള ഒരു ഗ്രന്ഥമേയല്ല. ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചത് സമാധാനമാണ്, ശാന്തിയാണ്, പഠനമാണ്, ഗവേഷണമാണ്, കൂടുതൽ ഉയരത്തിലേക്ക് പോകുവാനാണ്, പുരോഗമിക്കുവാനാണ്. അത് പിന്നെ ആ പഠനവും അതേപോലെ തന്നെ ഗവേഷണവും എല്ലാം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത് സ്നേഹത്തോടെ, സൗഹൃദത്തോടെ എല്ലാം ജീവിക്കണമെന്നാണ്. ആ സൗഹൃദാന്തരീക്ഷം, സ്നേഹാന്തരീക്ഷം കേരളത്തിൽ പ്രത്യേകിച്ച് നിലനിൽക്കുന്ന നമ്മുടെ ആ സൗഹൃദാന്തരീക്ഷം, നമ്മൾ കൊടുത്തും വാങ്ങി നിൽക്കുന്ന ആ സൗഹൃദമായ അന്തരീക്ഷം, അത് തകരുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങളിൽ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് വീണ്ടും എൻ്റെ അവസാനത്തെ അവസരം എന്നുള്ള നിലക്ക് ഇത്തരം ഒരു അവസരം നൽകിയ യുക്തിവാദി സംഘത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. നേരത്തെ സുഹൃത്ത് താസിൽ നിന്ന് 1,00,000 രൂപ ഇത് തെളിയിച്ചാൽ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ഞാൻ വന്നാൽ തരാമെന്നാ പറഞ്ഞത്, 30,000. അതാണ് ഞാൻ യുക്തിവാദി സംഘത്തിന് തിരിച്ചു കൊടുത്തിട്ടുള്ളത്. സംഘാടനത്തിന്റെ ചെലവുകളിലേക്ക് അത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈ പ്രോഗ്രാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും കൂടുതൽ ഈ ഖുർആനിന്റെ വെളിച്ചം ലോകത്തിനെത്തിക്കുവാൻ, ഖുർആനിന്റെ വെളിച്ചം ഇരുട്ടുമൂടിയ ഹൃദയങ്ങൾക്കകത്തേക്ക് അതിശക്തമായി പ്രവഹിപ്പിക്കുവാൻ ഉള്ള ഒരു തുടക്കമായി ഈ ഒരു പ്രോഗ്രാം മാറും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുഹൃത്തുക്കളെ, ഈ സംവാദം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാനതിൻ്റെ നിഗമനത്തിലേക്ക് എത്തുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. സന്ദർഭികവശാൽ ഇവിടെ പരാമർശിക്കാനിടയായ വെല്ലുവിളിയെക്കുറിച്ചും എടാപോടാ വിളികളെക്കുറിച്ചൊക്കെ തന്നെയാണ്. ഒന്ന്, കേരള യുക്തിവാദി സംഘം ഒരു സാംസ്കാരിക സംഘടനയാണ്. ഞങ്ങൾ ഒരിക്കലും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാറില്ല. കേരള യുക്തിവാദി സംഘം അതിന് ഒരു ബാധ്യതയുമില്ല. എന്തുകൊണ്ടെന്നാൽ സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ചകൾ വാചകം പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രണ്ടാമത്, ഈ വെല്ലുവിളി ഏറ്റെടുത്ത് കേരള യുക്തിവാദി സംഘം വെല്ലുവിളി ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുകയും പിന്നെ ആ സംവാദം നടക്കാതെ പോകും എന്നൊരു ഘട്ടത്തിൽ ചർച്ചകൾ വന്നപ്പോഴാണ് കേരള യുക്തിവാദി സംഘം സ്വമേധയാ ഈ സംവാദം ഏറ്റെടുത്തത്. അതിനകത്ത് വേറെ യാതൊരു ലക്ഷ്യങ്ങളുമില്ല. ആ ഒരു സാംസ്കാരികമായിട്ടുള്ള നമ്മളുടെ ഇപ്പോൾ ഒരു ഡയലോഗ് നടക്കണം. ഒരു ഉദാഹരണം, എം അക്ബറും EA ജബ്ബാറും ഒരു വേദിയിൽ പരസ്പരം സംസാരിച്ചാൽ അതിനകത്ത് കലാപം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുന്നവരെ വളരെ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും സംഭവിക്കില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംവാദങ്ങൾ, ഇങ്ങനെയുള്ള ഈ ചർച്ചകളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ഒക്കെ തന്നെ ഈ സയൻറ്റിഫിക് ടെമ്പർ ഇതുണ്ടെങ്കിൽ, ശാസ്ത്ര അവബോധം ഇല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി ഒരിക്കലും. അതുകൊണ്ട് ഇതുപോലുള്ള സംവാദങ്ങൾ നടക്കണം, നേർക്കുന്ന സംവാദങ്ങൾ നടക്കണം. അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ ഇതുപോലൊരു സംവാദത്തിന് കേരള യുക്തിവാദി സംഘം തയ്യാറായെന്ന് ചോദിച്ചാൽ, ഞങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഈ പറയുന്ന പോലെ ശ്രീ എം അക്ബർ പറഞ്ഞ പോലെ ഈ കോവിഡാനന്തര ചികിത്സകളിലും മറ്റൊക്കെ തന്നെ ഞങ്ങൾ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഭരണകൂടത്തിനും മതം പാടില്ല. പലപ്പോഴും ഭൂരിപക്ഷ വർഗീയത, ഇപ്പം നമ്മളതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വശം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴിമരുന്നിടുന്നത് പലപ്പോഴും ന്യൂനപക്ഷ വർഗീയതയാണെന്നുള്ള സാമൂഹ്യ യാഥാർത്ഥ്യം ഏറ്റവും നന്നായി തിരിച്ചറിയുന്ന സംഘടനയാണ്. അതുകൊണ്ട് കൂടി മാത്രമാണ് ഇങ്ങനെയുള്ള ഈ നമ്മൾക്കറിയാം ഏത് മതത്തിലാണെങ്കിലും വർഗീയമായിട്ട് വളരെ ചെറിയ, പക്ഷേ തനിക്കെന്തിന് നാനാഴി, അങ്ങനെ നമ്മളുടെ സമൂഹത്തെ മലീമസപ്പെടുത്താൻ
കാരണവശാലും മതം നടക്കാനുള്ളതല്ല. നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ ഭരണകൂടവും രാഷ്ട്രീയവും മതമുക്തമായിരിക്കണമെന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. എന്നാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. ആ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലുള്ള കേരള യുക്തിവാദി സംഘം ഇതുപോലുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ നമ്മുടെ സമൂഹം അമിതമായിട്ട് മതവൽക്കരിക്കപ്പെട്ടാൽ നമ്മളുടെ നിലവിലുള്ള ജനാധിപത്യം തന്നെ തകരുകയും നമ്മൾക്ക് ഒരു ഭാവിയിൽ, അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇതുപോലൊരു മീറ്റിംഗ് കൂടാൻ പോലുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥ വരികയും ചെയ്യും. നമ്മൾ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആരോഗ്യമൊക്കെ ലഭിച്ച് എല്ലാവർക്കും വീടൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾക്ക് അവിടെ മനസ്സമാധാനത്തോടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇന്ന് ലോകത്ത് പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണോ മതം ഭരണകൂടത്തിനോടൊപ്പം ചേർന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുള്ളത്, അവിടെയൊക്കെ തന്നെ ആത്യന്തികമായിട്ട് കലാപത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും മതാധിപത്യത്തിലേക്കും വരുന്ന ചരിത്രമാണ് ലോകത്തുള്ളത്. അങ്ങനെ കേരളത്തിൽ, ഇന്ത്യയിൽ സംഭവിക്കരുത്. അതിനു വേണ്ടിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനമാണ് കേരള യുക്തിവാദി സംഘം നടത്തിയിട്ടുള്ളത്. പിന്നെ ഈ 30,000 രൂപയുടെ ശ്രീ എം അക്ബറിനെ വേദിയിൽ കൊണ്ടുവന്നാൽ 30,000 രൂപ നൽകാമെന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും കേരള യുക്തിവാദി സംഘമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേരള യുക്തിവാദി സംഘം അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള വെല്ലുവിളികൾ ഉയർത്തുകയുമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം, ഈ AT കോറിൻ്റെ കാലഘട്ടം മുതൽ അന്ന് മുതൽ അദ്ദേഹം 1970-കളിൽ ഉയർത്തിയതാണ് ഏതെങ്കിലും പാരാനോർമൽ, അല്ലെങ്കിൽ പ്രകൃത്യാതീത പ്രതിഭാസങ്ങളുണ്ടെന്ന് തെളിയിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ നൽകാമെന്ന് 1970-കളിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു വെല്ലുവിളിയുണ്ട്. അത് 10 ലക്ഷമായിട്ട് ഉയർത്തിക്കൊണ്ട് കേരള യുക്തിവാദി സംഘം ഇപ്പോഴും ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു പ്രകൃത്യാതീതമായിട്ടുള്ള ഏതെങ്കിലും ഒരു ശക്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവ്, ഒന്നും വേണ്ട, ഒരു കട്ടിയുള്ള കവറിൻ്റെ നോട്ടിൽ ഒരു 10 രൂപ നോട്ട്, ഒരു കവറിനകത്ത് 10 രൂപ നോട്ട് എടുത്തിട്ട് ഏത് ദിവ്യൻ്റെ അടുത്ത് കൊടുത്താലും അതിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ ഞങ്ങൾ 10 ലക്ഷം രൂപ അതിന് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 10 ലക്ഷം രൂപയുടെ വെല്ലുവിളിയുമായിട്ട് ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുണ്ട്. ഇവിടെ കട്ടച്ചിറ എന്ന പള്ളിയിൽ അവിടെ ഒരു എന്താ പറയുന്നത്, കന്യാമറിയത്തിൻ്റെ ഫ്ലെക്സിൽ നിന്ന് ഈ കണ്ണുനീര് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 10,000-കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചു കൂടിക്കൊണ്ടിരുന്നത്. പ്രൊഫസർ നരേന്ദ്രൻ നായിക്കിൻ്റെ നേതൃത്വത്തിൽ ഞാനും ഞങ്ങളൊക്കെ തന്നെ അവിടെ പോവുകയും അതിൻ്റെ തട്ടിപ്പ് കണ്ടുപിടിക്കുകയും അവിടെ ആലപ്പുഴയിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഞങ്ങൾ 10 ലക്ഷം രൂപയുടെ DD ആലപ്പുഴ കളക്ടറെ ഏൽപ്പിക്കാൻ തയ്യാറായി. എന്നുണ്ടെങ്കിൽ ഇത് തട്ടിപ്പാണെന്നും ഇത് ഞങ്ങൾ 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് 1 മണിക്കൂർ തന്നാൽ ഈ രക്തം എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഞങ്ങൾ പരസ്യമായിട്ട് തെളിയിക്കാമെന്ന് വെല്ലുവിളിക്കുകയും ഒറ്റയാഴ്ച കൊണ്ട് ആ പരിപാടി നിർത്തിക്കുകയും ചെയ്ത ആളുകളാണ്. ഇതൊന്നും ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ആളുകളില്ല. കേരള യുക്തിവാദി സംഘം ഏറ്റെടുക്കുന്ന പരിപാടികൾ ഒരു സാംസ്കാരിക പരിപാടി മാത്രമാണ്. പക്ഷേ ഞങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ യുക്തിവാദികൾ പറയുന്ന കാര്യങ്ങൾ പറയുവാനും ഏറ്റെടുക്കുവാനും ഇവിടെ വേറൊരു സംഘടനയും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ദുര്യോഗം. എനിക്ക് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നിഗമനത്തിലേക്ക് വരാം. ഇവിടെ ശ്രീ M അക്ബർ പറഞ്ഞു നമ്മുടെ സംവാദത്തിന് കുറേ ശാസ്ത്രജ്ഞന്മാരെ കൂടി കിട്ടിയിരുന്നതിൽ നന്നായിരുന്നു എന്നുള്ളത്. അത് അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഡിസംബർ മാസം 7-ാം തീയതി എഴുതിയ കത്തിനകത്ത് G മാധവൻ നായരെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലുള്ള ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച്. അദ്ദേഹം ISROയുടെ ചെയർമാനായിരുന്നു. ഞാൻ എൻ്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു, ഗുരുവായൂരിൽ പോയിട്ട് തുലാഭാരം ഒരുക്കുന്ന G മാധവൻ നായരെ പോലുള്ള ഡോക്ടർമാർ, അവർ ഒരു മതവും ഒരു എത്തിസവും നിരീശ്വരവാദികളും തമ്മിലുള്ള സംവാദത്തിൽ അവർ ഒരു അഭിപ്രായം പറയുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ശാസ്ത്ര അവബോധമില്ലാത്ത, ശാസ്ത്രത്തിൽ അറിവ് മാത്രമുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെയുള്ളവരുടെ സാന്നിധ്യം ഉപകരിക്കില്ല. ശാസ്ത്രത്തിലുള്ള അറിവും ശാസ്ത്രബോധവും രണ്ടാണ്. ശാസ്ത്രബോധത്തിന് ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം വേണമെന്നില്ല, സ്കൂൾ വിദ്യാഭ്യാസം വേണമെന്നില്ല. ലോകത്തിലെ വലിയ പ്രഗത്ഭരായിട്ടുള്ള ചിന്തകർ, ഇമ്മാനുവൽ കാന്റ് അടക്കമുള്ളവർ അക്ഷരാഭ്യാസമുള്ളവരായിരുന്നില്ല, പഠിച്ചവരായിരുന്നിട്ടില്ല, അവരുടെ ഗ്രാമം വിട്ട് പുറത്തു പോയിട്ടുള്ള ആളുകളായിരുന്നില്ല. പക്ഷേ അവരുടെ ചിന്തകൾ ലോകത്ത് നയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്കറിയാം. ഇപ്പോൾ ഈ ISROയിൽ റോക്കറ്റ് വിടുമ്പോൾ തിരുവനന്തപുരത്ത് ഗണപതി അമ്പലത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഈ തേങ്ങ അടിക്കുന്ന കുറേ ശാസ്ത്രജ്ഞന്മാരുണ്ട് നമുക്ക്. അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് ആത്യന്തികമായിട്ട് പറഞ്ഞാൽ അവരൊക്കെ തന്നെ വലിയ തെറ്റായിട്ടുള്ള സൂചനയാണ് കേരളത്തിൽ നൽകുന്നത്, ഈ കേരളത്തിലെ കുട്ടികൾക്കും കേരളത്തിലെ കുടുംബങ്ങൾക്കും നൽകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് ഒരു പുരോഗമന, അല്ലെങ്കിൽ ഒരു പുരോഗമിക്കുന്ന ഒരു സമൂഹം ഉണ്ടാക്കുക വയ്യ. തീർച്ചയായിട്ടും ശാസ്ത്ര അവബോധമുള്ളവർ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരണം. നമ്മുടെ കുട്ടികളെ ശാസ്ത്ര അവബോധമുള്ള കുട്ടികളായിട്ട് വളർത്തണം. കുട്ടികളെ മതത്തിനതീതമായിട്ട്, ചുരുങ്ങിയ പക്ഷം 18 വയസ്സാകുന്നവരേക്കും കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. അത് ഏത് രീതിയിലുള്ള മതവിദ്യാഭ്യാസമാണെങ്കിലും. ഇതൊക്കെ തന്നെ ഞങ്ങൾ പറയുന്നതാണ്.
ഇതൊക്കെ തന്നെ നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വം, സമാധാനപരമായിട്ടുള്ള സമൂഹം, ജനാധിപത്യ ഭരണകൂടം ഉണ്ടായി കാണണമെന്നുള്ള ആഗ്രഹത്തോട് വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരു മതത്തോടും ഞങ്ങൾക്ക് വിരോധമില്ല. 18 വയസ്സ് വരെ മതവിദ്യാഭ്യാസം പാടില്ല എന്ന് പറയുന്നത് ഒരു ഭരണഘടന, ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് വളരെ വളരെ അടിസ്ഥാനപരമായിട്ടൊരു ആവശ്യമാണ്. കുട്ടികൾക്ക് മതം പഠിപ്പിക്കേണ്ട അവർ സ്വയം പഠിക്കുകയാണ് ചെയ്യുന്നത്, ആരും പഠിക്കുകയല്ല. നമ്മളുടെ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് മതവും ജാതിയും പോലെ അച്ഛൻ്റെയും അമ്മയിൽ നിന്ന് കുട്ടികളിലേക്ക് പകരുന്ന രോഗമല്ല, അത് സ്വതന്ത്രമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ ഈ മതവും ജാതിയും ഇന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് പകരുന്ന രോഗമായിട്ട് മാറിയിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിന് മാറ്റമുണ്ടാകണം. തീർച്ചയായിട്ടും ഇതുപോലുള്ള സംവാദങ്ങൾ അതിന് ഉപയുക്തമാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നെ ഞാൻ ഈ നിഗമനത്തിലേക്ക് വരികയാണെങ്കിൽ, ഇവിടെ ശ്രീ എം അക്ബർ ഇടയ്ക്ക് പറഞ്ഞു നിർത്തിയ ഒരു സ്ഥലത്ത് ഞാൻ തുടങ്ങാം. ഒരു സംവാദവും ആത്യന്തികമായിട്ട് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നില്ല. സംവാദം എന്ന് പറഞ്ഞാൽ അനുസ്യൂതമായിട്ടൊരു പ്രക്രിയയാണ്. മതങ്ങൾ തമ്മിലുള്ള ഡയലോഗ്, മതങ്ങളും മതവിരുദ്ധരും തമ്മിലുള്ള ഡയലോഗ്, ഇങ്ങനെയുള്ള ഡയലോഗിലൂടെയാണ് ലോകത്തിൽ ഒരുപക്ഷെ ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ചകൾ പോലും വരുന്നത് യൂറോപ്പിൽ. സ്വാഭാവികമായിട്ടും മതങ്ങൾ, പ്രത്യേകിച്ച് സംഘടിത മതങ്ങൾ, സമൂഹത്തിൽ പലപ്പോഴും സംഘർഷങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ വളരെ സിമ്പിളാണ് കാര്യം. സംഘടിത മതങ്ങളുടെ പ്രത്യേകത അവർ മറ്റുള്ള മതങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആ മതത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ജൂത മതക്കാരാണെങ്കിൽ അവരുടെ യഹോവ ഒഴിച്ച് വേറെ ആരും അവർ അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ തന്നെ അതേ മാതൃക കണ്ടെത്തിക്കൊണ്ട് ഇപ്പോൾ ഹിന്ദു മതവും സംഘടിത മതവുമായിട്ട് മാറാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഹിന്ദു മതം കൂടി സംഘടിത മതമായി മാറുന്നതോട് കൂടിയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം ജീവിക്കാൻ പറ്റാത്തൊരു പ്രദേശമായി മാറുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകത്തുക. അപ്പം അതുകൊണ്ട് സംഘടിത മതങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡയലോഗുകൾ ആവശ്യമാണ്, ഇങ്ങനെയുള്ള പരസ്പര സംവാദങ്ങൾ ആവശ്യമാണ്. ആ സംവാദം ഒന്നും വ്യക്തിപരമല്ല. ഞങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ തിങ്കേഴ്സ് ആയാലും ശരി, യുക്തിവാദികളായാലും ശരി, ആർക്കും വേറെ ഒരു മത വിശ്വാസികളോട് ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ അവർ വിശ്വസിക്കുന്ന മതത്തെ ഞങ്ങൾ കഠിനമായിട്ട് എതിർക്കുന്നു. അതിന് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ആ നിഗമനത്തിലേക്ക് വരികയാണ്. ആത്യന്തികമായിട്ട് ഒരു സംവാദത്തിലൂടെ ഒരാൾക്ക് നമുക്ക് ജയിക്കാനോ പരാജയപ്പെടുത്താനോ കഴിയില്ല. നാരായണ ഗുരു പറഞ്ഞ പോലെ ഇത് അറിയിക്കുക, അതാണ് ഈ ഒരു സംവാദത്തിലൂടെ നമ്മൾ അറിയിക്കുക, ഇതാണ് നമ്മൾ സംവാദത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംവാദം ഇവിടെ നടന്നു. രണ്ടുപേരും അവരവരുടെ വാദമുഖങ്ങൾ വളരെ പ്രസക്തമായിട്ടും ഒക്കെ തന്നെ വളരെ രുജുവായിട്ടും നമ്മുടെ ഈ സംഘാടക സമിതി നിർദ്ദേശിച്ച ആ സമയക്രമത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ സമാധാനപരമായിട്ടും സജീവമായിട്ടും നടത്തി എന്നുള്ളത് ഈ സംഘാടകർക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന വിവരമാണ്. പിന്നീട് അതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത്, അദ്ദേഹം ഖുറാനിലെ 24-ാം അധ്യായം 40-ാം വാക്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത് പലപ്പോഴും നമ്മുടെ ഖുറാനിൽ തന്നെ 2 രീതിയിലുള്ള ആയത്തുകളുണ്ട്. മുത്ത് ബിഹാദ് എന്ന് പറയുന്ന കുറച്ചുകൂടെ സാങ്കല്പികമായിട്ടുള്ള ഒരു ആയത്തായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഖുറാനിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുന്ന ചില ആയത്തുകളുണ്ട്, ഇതുപോലെ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു ആയത്തുകളുണ്ട്. സ്വാഭാവികമായിട്ടും സയൻസ് ആവശ്യപ്പെടുന്നത്, മെത്തഡ് ഓഫ് സയൻസ് ആവശ്യപ്പെടുന്നത്, ഈ സയൻസിൻ്റെ യാഡ്സ്റ്റിക് ഓഫ് സയൻസിൻ്റെ അളവുകോൽ ആവശ്യപ്പെടുന്നത് വ്യക്തമായിട്ടുള്ള ചില ചോദ്യങ്ങളും വ്യക്തമായ ഉത്തരങ്ങളുമാണ്. ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ച ആയത്ത്, അതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് ഇൻ്റർപ്രിട്ടേഷന് സാധ്യതയുള്ള അതാണ്. പക്ഷേ അത് വ്യക്തമായിട്ടൊരു സയൻസിൻ്റെ യാഡ്സ്റ്റിക്ക് വെച്ച് നോക്കിയാൽ കൃത്യമായിട്ടൊരു ഉത്തരത്തിലേക്ക് വരാൻ കഴിയുകയില്ല. അപ്പം അതിനകത്ത് ജബ്ബാർ മാഷയുടെ മറുപടിയും അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പം അവിടെ തന്നെ പല ചോദ്യോത്തരങ്ങളിലായിട്ട് തന്നെ അത് പുറത്തേക്ക് വന്നതാണ്. തീർച്ചയായിട്ടും ഒരു ഈ ഖുറാനിലെ 24-ാം അധ്യായം 40-ാം വാക്യം എന്ന് പറയുന്നത് പിന്നീട് സയൻസ് കണ്ടെത്തിയ ഒരു ശാസ്ത്ര തത്വം അതേപടി അവതരിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾക്ക് ഒരു നിഗമനത്തിലെത്താൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിന് വീണ്ടും ചർച്ചകൾ ആവശ്യമായിട്ടുണ്ട്, ഇതുപോലെ ഡയലോഗുകൾ ആവശ്യമായിട്ടുണ്ട്. ഈ ചർച്ചകൾ നമ്മൾ ഓൺലൈൻ മീഡിയയിൽ ഇനിയും ഇരുകൂട്ടരും തുടരണം. അവരുടെ തന്നെ അനുഭാവികളുടെ ആളുകൾ അവരുടെ ശിഷ്യന്മാരൊക്കെ തന്നെ വളരെ ആരോഗ്യകരമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള നല്ല ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സംവദിക്കാൻ കഴിയണം. അതിലൂടെ നമുക്ക് വരും കാലങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു നിഗമനത്തിനോടുകൂടി ഞാൻ
ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ മാറ്റം എന്ന വാക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എല്ലാ കാര്യങ്ങളും മാറുന്ന ഇരുകൂട്ടരും പറഞ്ഞു. അതുതന്നെയാണ് സാമൂഹ്യശാസ്ത്രജ്ഞനായിട്ടുള്ള ഈ കാൾ മാർക്സ് പറഞ്ഞ പോലെ മാറ്റം എന്നുള്ള വാക്കൊഴിച്ച് മറ്റെല്ലാം മാറ്റത്തിന് വിധേയമാണെന്ന് പറയുന്ന പോലെ നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കും, ചരിത്രം മാറിക്കൊണ്ടിരിക്കും, ഫിലോസഫികൾ മാറിക്കൊണ്ടിരിക്കും. മാറാതെ നിൽക്കുന്നത് മാറ്റം എന്നുള്ള വാക്ക് മാത്രമാണ്. അത് തന്നെയാണ് പരിണാമം പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു നല്ല ഒരു സഹോദര്യത്തോടുകൂടി നമുക്കിവിടെ ഈ നമ്മുടെ സംവാദം അവസാനിപ്പിക്കാം. നമുക്ക് കൂടുതൽ സംവാദങ്ങൾ ഇനിയും പല വിഷയങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട്, നമുക്ക് സംവദിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യത്യസ്ത അഭിപ്രായക്കാർ ഒരേ വേദിയിൽ വന്നു കഴിഞ്ഞാൽ സംഘർഷം ഉണ്ടാകുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അത് ഈ സംവാദത്തോടുകൂടി മാറിക്കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള സംവാദങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ കൂടുതൽ ജനാധിപത്യപരവും മതേതരവുമായിട്ടുള്ള ഒരു സമൂഹം നമുക്ക് കെട്ടിപ്പടുത്തുന്നതിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പങ്ക് നിർവഹിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംവാദത്തിൻ്റെ ഒരു നിഗമനം ഞാൻ നടത്തുകയാണ്. ഈ സംവാദത്തിൽ ഏറ്റവും സജീവമായിട്ട് പങ്കെടുത്ത ശ്രീ എം എം അക്ബറിനും ശ്രീ എ ജബ്ബാറിനും കേരള യുക്തിവാദി സംഘത്തിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്, ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മീറ്റിങ്ങിന് ഔപചാരികമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് ശ്രീ CM ജയപ്രകാശിനെ ക്ഷണിച്ചുകൊള്ളു. കേരള യുക്തിവാദി സംഘം സംഘടിപ്പിച്ച ഈ സംവാദത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് MM അക്ബർ സാഹിബിൻ്റെ കൂടെ ഈ വേദിയിലേക്ക് വന്ന എല്ലാവർക്കും, അതുപോലെ A ജബ്ബാർ മാഷിൻ്റെ കൂടെ ഈ വേദിയിലേക്ക് വന്ന എല്ലാവർക്കും ഈ സംവാദത്തിൻ്റെ നടത്തിപ്പിൽ വളരെ നല്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ സംവാദം നടത്തിപ്പിന് സുഗമമായ നടത്തിപ്പിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സംവാദം ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി.